Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. Ashhadu anna mitu moyal rasulu Dingah. Ashhadu anna mitu moyal rasulu Dingah. Hayya ala free thinking. Hayya ala free thinking. Hayya ala scientific temper. Hayya ala scientific temper. Dingahu Akbar, Dingahu Akbar. La ilaha illa Dingah. La ilaha illa യെസ്, എല്ലാവർക്കും നമസ്കാരം. പോക്കരി, എന്താ വർത്താനമൊക്കെ? ഒരാഴ്ചയായിട്ട് കുറേ ആയിട്ട് നമ്മളൊന്നും കാണുന്നില്ല. അതെ, പിന്നെ കൈപ്പള്ളി ഇവിടെ ഉള്ളപ്പോൾ പോക്കരി ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളൊരു പരാതി വേറെ ഉണ്ട്. അതുകൊണ്ടല്ല ഞാനിപ്പോ പൊതുവില് അധികം ഒന്നും ഇങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. ഒരു സ്വാമിയുടെ ഒരു രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ആഴ്ച വെജിറ്റേറിയൻ ആയി എന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്താണ് ഉദ്ദേശം? സനാതന ധർമ്മത്തിലേക്ക് പൂർണ്ണമായിട്ട് പിൻവാങ്ങാൻ ഉദ്ദേശിച്ചാണോ പരിപാടി? പരബ്രഹ്മത്തിൽ ചേരാൻ തീരുമാനിച്ചു. ഇനി നോം ഹരിദ്വാരത്തിലോട്ടൊന്ന് പോട്ടെ എന്ന് പറഞ്ഞ മാതിരി. അതെ, സാത്വികൻ. ഓക്കെ, അപ്പോൾ എന്തായാലും എന്താണ് നമ്മളുടെ കഴിഞ്ഞ ആഴ്ചത്തെ പ്രധാനപ്പെട്ട വിശേഷം? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതെ, അപ്പൊ നമ്മുടെ സംവാദ പോക്കിരിയുടെ ഒന്നും നമ്മൾ കേട്ടില്ല. സംവാദത്തെ കുറിച്ച് ഒന്ന് പറയൂ. എനിക്കൊരു വീഡിയോ ഞാൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അറിയാലോ, സ്വാഭാവികമായിട്ടുള്ള മടി, അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തില്ല. അത് സംവാദത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോ അയ്യൂബ് മൗലവി ഇത് പറഞ്ഞു വന്നപ്പോ ഞാൻ വിചാരിച്ചു മറ്റേ മലവെള്ളം പോലെ വരുമെന്ന്. പക്ഷെ മൂപ്പര് അവിടെ വന്നിട്ട് പറഞ്ഞ കാര്യം അദ്ദേഹം കുറച്ചും കൂടി വിശ്വാസികളെക്കാൾ സത്യസന്ധത ഉള്ള പോലെ എനിക്ക് തോന്നി. അയാൾ പറഞ്ഞത് ഓക്കെ, നിങ്ങൾക്ക് വിമർശിക്കാൻ അറബി വേണ്ട, അത് പുള്ളി പറഞ്ഞു. ആശയം കൈമാറാൻ അറബി വേണ്ട, പക്ഷെ ക്ലാസ് എടുക്കാൻ അറബി വേണം. ഇതാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ സ്കൂളാണെങ്കിലും ഇപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുകയാണെങ്കിലും അറബി ഇപ്പൊ ഭാഷയിൽ ഇപ്പൊ ഈ മതസാഹിത്യം ക്ലാസ് എടുക്കുന്നത് സ്കൂളിലൊക്കെ അല്ലെങ്കിൽ അത് അദ്ദേഹം പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ 10 വരെ അറബി അതിൽ മദ്രസ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോരാ. അത് ഈ അറബി കോളേജിലൊക്കെ അറബിയിലാണ് ഈ മതം പഠിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചത്. അപ്പോൾ പുള്ളി പറയുന്നത് നിങ്ങൾക്ക് മതവിമർശനം എന്ന നിലയിൽ പറയാം, അതിന് അറബി അറിയേണ്ട ആവശ്യമില്ല, വിശ്വാസത്തിനും അറബി ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ ക്ലാസ് എന്ന പദം നിങ്ങളുടെ യൂട്യൂബ് ടൈറ്റിലുകളിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് പരാതി എന്ന്. ഇതിനാണെങ്കിൽ സംവാദം നടത്തണമെന്നാണ് എന്റെ ചോദ്യം. ഇതിനു വേണ്ടി ഒരു സംവാദത്തിന് അതെ, ടൈറ്റിൽ മാറ്റിയാൽ മതി. അപ്പൊ ഇതിപ്പോ പുള്ളി പറഞ്ഞപ്പോ അങ്ങനെ ആയിപ്പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ പുള്ളി ഡിഫെൻഡ് ചെയ്യുന്നു, അതായത് വിശ്വാസത്തിനും അറബി വേണം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ അറബി വേണം. പക്ഷെ പുള്ളി പറഞ്ഞു വന്ന് പുള്ളി തന്നെ സമ്മതിച്ചു, അദ്ദേഹം കുറച്ചും കൂടി സത്യസന്ധമായിട്ട് സമ്മതിച്ചു ആശയ കൈമാറ്റത്തിനൊന്നും അറബി വേണ്ട. അപ്പൊ അതൊക്കെയാണ്.
അല്ല ഇത് പുള്ളി പല കാര്യങ്ങളും നമുക്കവിടെ ശ്രദ്ധയിൽ വന്നു. പറയാൻ വന്ന കാര്യം ഒന്നാമത്തത് ഈ അറബി ഭാഷ അത് അറിയൽ നിർബന്ധമാണ് എന്ന് വന്നു കഴിയുമ്പോൾ അറബി ഭാഷ സംസാരിക്കാത്ത ആളുകളിലേക്ക് ഈ ആശയം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഴിവ് അതില്ലാത്ത ഒരാളാണ് ഈ അള്ളാഹു എന്നും കൂടിയാണ് അവിടെ സമ്മതിക്കേണ്ടി വരിക. പിന്നെ അതുകൂടാതെ മാഷ അവിടെ പറഞ്ഞു ഈവൻ മുഹമ്മദ് നബിക്ക് പോലും എഴുത്തും വായന അറിയില്ല അറബി. ഓക്കെ, അത് ഒരു വശത്തുണ്ട്. അപ്പോൾ സാധാരണ ആളുകൾ ഇപ്പം ഞാൻ അതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അവിടെ ആളുകൾ പറയണ്ടായിരുന്നു അങ്ങനെ എഴുത്തും വായന അറിയാത്ത ഒരാളിലൂടെ ഈ സംഗതി വന്നു എന്നതാണ് ഇതിൻ്റെ അത്ഭുതം എന്നാണ് പറയുന്നത്. അപ്പോൾ അവരോട് നമ്മൾ ചോദിക്കണത് അറബി എഴുതാനോ വായിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു 5ാം ക്ലാസ് പോലും ഇല്ലാത്ത ഒരു ആൾക്ക് പറയാൻ സാധിക്കാത്ത എന്ത് കൊണാണ്ട്രമാണ് ഈ ഖുറാനിലുള്ളത് എന്നൊന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ കലിമയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആരും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ഇവർ ഈ ശാസ്ത്രമുണ്ട് അത് ആ നൂറ്റാണ്ടിൽ ആർക്കും അറിയാത്ത സംഗതി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വരും എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ ഒരു എടുത്തു പറയത്തക്കതായിട്ടുള്ളൊരു സംഗതിയില്ല. ഏത് ഇപ്പോൾ ആദിയില്ലല്ലോ അന്തമില്ലല്ലോ ലക്കാലം പോല യുഗത്തിൽ എന്നൊക്കെ പറയുന്ന ഇതൊക്കെ പാടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മലയാളത്തിൽ PhD എടുക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഇത് ഒന്ന് കേട്ട് നോക്കി, ആദിയില്ല അന്തമില്ല തുടക്കമില്ല അവസാനമില്ല എന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ ജബ്ബാർ മാഷിൻ്റെ തന്നെ ഒരു ഉദാഹരണമുണ്ട്, എന്താണ് രാഗി പറക്കുന്ന പരുന്ത എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഗതി. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ് പറയുന്നതെന്ന് നമുക്ക് തോന്നും. അന്നത്തെ ആളുകൾക്ക് അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഇന്ന് നമുക്കത് കേൾക്കുമ്പോൾ അത് അത്ര വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെയുള്ള പല പല സംഗതികൾ. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതെന്തോ എന്തോ വലിയ സംഭവമാണ്, എന്തോ ഒരു ബിൽഡപ്പുള്ളൊരു സംഗതി. ബാക്കിയുള്ള വിശ്വാസികളല്ലാതെയുള്ള ആളുകൾ ഇത് പുറമേ നിന്നും ഇതിനൊരു വിമർശന വിധേയമായിട്ട് കാണാൻ ശ്രമിക്കുമ്പോൾ അത് മണ്ടത്തരം അത്രേ ഇതിനകത്ത് വരുന്നുള്ളൂ. പിന്നെ നമ്മളുടെ അയ്യൂ മൗലവി തന്നെ പറഞ്ഞു, അതായത് എന്താണ് നിങ്ങൾ ഹൃദയം തുറന്നു വെച്ച് വേണം ഇതൊക്കെ വായിക്കാൻ എന്ന് പറഞ്ഞു. ഹൃദയം തുറക്കണമെന്ന് ഇപ്പോൾ ജബ്ബാർ മാഷ് വിചാരിച്ചാൽ നടക്കുമോ? ഇല്ലല്ലോ, അത് പടച്ചോൻ വിചാരിക്കണ്ടേ. ഇന്നിപ്പോൾ എന്നെ ഒരു എക്സ് മുസ്ലിം ആയിട്ടുള്ളൊരു പയ്യൻ വിളിച്ചു. എക്സ് മുസ്ലിം എന്ന് പറയാൻ പറ്റില്ല, അവൻ മതം ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്, വിടണോ വിടണ്ടേ എന്നുള്ളൊരു ഇങ്ങനെ ജംഗ്ഷനിൽ നിൽക്കുകയാണ്. 40-40 വയസ്സുള്ള ഒരു യുവാവാണ്. ആള് പറഞ്ഞ കാര്യം ഈ വിധിവിലക്ക് എന്ന് പറയുന്നൊരു സാധനം മാത്രമാണ് പുള്ളിയെ മതത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത്. കാരണം അള്ളാഹു തന്നെ നിങ്ങളെ വഴി വഴിപ്പിക്കുന്നു, അള്ളാഹു തന്നെ നിങ്ങളെ ഇതുപോലെ നേർമാർഗത്തിലെത്തിക്കുന്നു. അപ്പോൾ പിന്നെ അള്ളാഹു ആണോ ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കണേന്ന് പറയും. പിന്നെ ഇതിനകത്ത് ഈ നരകം സ്വർഗം എന്നൊക്കെ പറയുന്ന സാധനത്തിൽ എന്ത് അഡ്രസ്സ് ചെയ്യാനാണ് എന്താ ഉള്ളത് എന്ന് ചോദിച്ച് പുള്ളി സ്വയം മതത്തിൽ നിന്ന് പുറത്തു പോകുന്നൊരവസ്ഥ. അപ്പോൾ അവിടെ പോലും അവരുടെ മനസ്സിൽ ഒരു ചിന്ത വരുന്ന അതാണ്, ഹൃദയം കൊണ്ട് ചിന്തിക്കണമെന്ന്, ഹൃദയം തുറക്കണമെന്ന് വിചാരിച്ചാൽ പടച്ചം വിചാരിക്കാതെ തുറക്കില്ല. ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇതേ മൗലവി തന്നെ അവസാനം ചോദിക്കുന്നുണ്ട് ആരോ ഒരാൾ, പണ്ട് നിങ്ങൾ മഴ പെയ്യുന്നതിനെക്കുറിച്ച് സ്വത്തവകാശത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത് അത് എൻ്റെ അന്നത്തെ ഒരു നിലപാടാണ്, ഇന്ന് വേറെ നിലപാടാണ്. അപ്പോഴും പുള്ളി ഇത് വിട്ടുപോയി. ഹൃദയം അന്ന് ഞാൻ അടച്ചു വെച്ചിട്ടാണ് ചിന്തിച്ചത്, ഇപ്പം ഞാൻ തുറന്നു വെച്ചാൽ ചിന്തിച്ചതെന്നുള്ളതായിരുന്നു എൻ്റെ ഉത്തരം. പക്ഷേ പുള്ളി അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളാണ് നമുക്കതിനകത്ത് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ മികച്ച എനിക്ക് തോന്നുന്നു ഞാൻ കുറേ വീഡിയോ ചെയ്തു, ഷോർട്സ്, പിന്നെ നമ്മൾ എഡിറ്റർ ബ്രോ ഇപ്പോൾ ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും നമുക്ക് ടെൻഷനില്ല. കാര്യങ്ങൾ അവിടെ ഇങ്ങനെ ചറപറ എന്ന് പറഞ്ഞാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ പുതിയ ഷോർട്സൊക്കെ വരുന്നുണ്ട്. അതിനൊരു വലിയ നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരെയും ഒന്ന് അറിയിക്കുകയാണ്, നമ്മളുടെ ചാനലിൽ ഇനി കൂടുതൽ മഞ്ഞളിമ ഉള്ള പുതിയ വീഡിയോസും പുതിയ ഷോർട്സും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇനി ചറപറാന്ന് വരും. അതുകൂടാതെ നമ്മുടെ ഹലോ ഫ്രീ തിങ്കർ എന്ന് പറയുന്ന നമ്മളുടെ ബാക്കപ്പ് ചാനലിലും പോസ്റ്റ് ഇടാനൊക്കെ ആയിട്ട് 1-2 ആളുകൾ വോളണ്ടിയർ ചെയ്ത് മുന്നോട്ട് പോയി. കാരണം അത് അങ്ങനെ മോണിറ്റൈസ് ചെയ്തിട്ടുള്ള ഒരു ചാനൽ അല്ല നിലവിൽ. അപ്പോൾ അതുകൊണ്ട് അതിൽ വോളണ്ടിയർ ചെയ്തുകൊണ്ട് ഒരാൾ ഒരു +2 പയ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആളും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ടീം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എഡിറ്റർക്ക് ഒരു കയ്യടി കൊടുക്കണം എന്നാണ് പറയുന്നത്. നമുക്കൊരു കയ്യടി കൊടുത്തേക്കാം. യെസ്, ഓക്കെ, മതി. അതെ, അപ്പോൾ ഇത് ജസീം ഇവിടെ കാണുന്നതാണ് കൗണ്ട് ഡൗൺ ടൈമർ. നമുക്ക് 3.5 മണിക്കൂറാണുള്ളത്. അപ്പോൾ നേരെ നമുക്ക് ഓഡിയൻസിലേക്ക് പോകണോ, എങ്ങനെയാണ്? എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? ലിങ്ക് ഒന്ന് നമുക്ക് ഇവിടെ ഇട്ടേക്കാം. ഓക്കെ. ഞാൻ ഓഡിയൻസിന് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ സംഭവത്തില് എൻ്റെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഉത്തരം പറയും, പക്ഷെ എന്നാലും ഞാൻ ചോദിച്ചു നോക്കാം. അതായത് ഞാൻ എഴുതി വെച്ചതായിരുന്നു. ഇതിപ്പോ എനിക്കും കുറെ സംശയമുള്ളൂ. അപ്പൊ ഈ വേദഗ്രന്ഥം നിങ്ങൾക്ക് അറബി അറിഞ്ഞാലേ മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ളൊരു വാദം അവിടെ ഉണ്ടായി. അപ്പോൾ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദഗ്രന്ഥം
അറബി അറിഞ്ഞാൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? അതിലും വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ് അവിടെ പുറത്തെടുത്തത്. അതിൽ മുത്തശാബിഹാത്തുണ്ട്, അതായത് അതെ അദൃശ്യമായിട്ട് നമുക്കറിയാത്ത ദൈവത്തിന് മാത്രം സാധനങ്ങൾ. അറിയുന്ന കാര്യങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഉം. അപ്പോൾ നിങ്ങൾക്ക് അറബി അറിയാമെങ്കിലും അതൊരു കണ്ടീഷനായിട്ട് മുന്നോട്ട് വെച്ചാലും നിങ്ങൾക്ക് ഈ വേദഗ്രന്ഥത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം അതിന്റെ കൂടെ തന്നെ പുള്ളി ഇതിപ്പോ വൈരുദ്ധ്യമാണെന്ന് നമുക്കറിയാം. ഇവര് ഏത് വാദം പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് ഓപ്പോസിറ്റ് വാദം കയറി വരും. കാരണം ഉം. ഇതാണല്ലോ മതം മാറുകയാണെങ്കിൽ ഓക്കെ, ഇത് ഈ മതം വെച്ചിട്ടാണെങ്കിൽ നടക്കില്ല. അപ്പോ ഇതിനകത്ത് പുള്ളി പറഞ്ഞത് പ്രമാണങ്ങളിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോ അറബി ഉള്ളത് കൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടെന്ന് വെച്ചില്ല. വീണ്ടും വേദഗ്രന്ഥത്തിന്റെ പുറത്ത് കടന്നിട്ട് ഹദീസിലേക്കും സീറകളിലേക്കും പോകേണ്ടി വരും. പോണം. ഇനി മറ്റൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അറബി അറിയാത്ത വിശ്വാസികൾ അവർ ശരിക്കും വിശ്വാസികളാണോ? ഇപ്പൊ ഞാന് ചിന്തിക്കുന്ന സമയത്ത് സംസാരിക്കും. ശരിക്കും ഈ എൻ്റെ ഷവർമ വന്നിട്ടുണ്ട്, ഞാൻ കളക്ട് ചെയ്തിട്ട് വരാം. പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ അറബി നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ നിങ്ങളും ഒരു മതവിശ്വാസിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശരിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണോ ഈ പാരായണം ചെയ്യുന്നതും ഈ മതത്തിൽ വിശ്വസിക്കുന്നതും മതത്തിന്റെ മറ്റ് അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുന്നതും? പലപ്പോഴും പല പ്രാർത്ഥനകളും ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചോദിക്കാം. ഈ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് അറബിയെ ഒരു ഭാഷയായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ പ്രാർത്ഥനകൾ എന്തിനാണ് നിങ്ങൾ അറബിയിൽ പ്രാർത്ഥിക്കുന്നത്? ഈ അറബിയിൽ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് ഈ നമസ്കാരത്തിനിടയിലും കക്കൂസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വരെ ദൈവത്തിനോട് പൊറുക്കലിനെ തേടണം. ഈ പ്രാർത്ഥനകളുടെ ഒക്കെ അർത്ഥം മിക്ക വിശ്വാസികൾക്കും പലപ്പോഴും അറിയില്ല. ചില കോമൺ ആയിട്ടുള്ള പ്രാർത്ഥനകൾ, ഇപ്പോൾ അൽഹംദു അല്ലെങ്കിൽ അസ്തഫിറു അല്ലെങ്കിൽ ഇൻഷ, ഇങ്ങനത്തെ പരിപാടികളുടെ ഒക്കെ അർത്ഥം ചിലപ്പോൾ ബഹുഭൂരിപക്ഷം വിശ്വാസികൾക്കും അറിയാമെന്നല്ലാതെ പല പ്രാർത്ഥനകളും ഇപ്പോൾ നമസ്കാരത്തിലെ അത്തഹിയാത്തിന്റെ പ്രാർത്ഥന, അല്ലെങ്കിൽ അവർ കുനിയുമ്പോഴും നിവരുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, സുജൂദിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അപ്പൊ ഈ പ്രാർത്ഥനകളൊക്കെ ശരിക്കും മലയാളത്തിൽ മനസ്സിലാക്കിയിട്ടാണോ ഈ അറബിയിൽ ഓതുന്നത്? ഇപ്പൊ ഇവരൊക്കെ ശരിക്കും വിശ്വാസികളാണോ ശരിക്കും? കാരണം അറേബ്യയിലുള്ള ഒരാളെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ അറേബ്യൻ പ്രദേശം, അറേബ്യൻ രാജ്യങ്ങളിലുള്ള ആളെ സംബന്ധിച്ചോളം അത് പ്രശ്നമല്ല. അവർക്ക് അതിന്റെ ഒരു മിനിമം അർത്ഥമെങ്കിലും അവർക്ക് അറിയുന്നുണ്ടാവും, അവർ തീരെ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും. കാരണം അവർ കേൾക്കുമ്പോൾ അവർക്ക് അത് മനസ്സിലാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് ബഹുഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഒരു വലിയ വിഭാഗം വിശ്വാസികൾ അറേബ്യൻ പ്രദേശത്തിന് പുറത്തുള്ള രാജ്യത്തുള്ള ആളുകളാണ്. അവരുടെ ഭാഷയും കൾച്ചറും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ അവർക്ക് നിർബന്ധമാണോ? അതെ, അവർക്ക് ഈ പ്രാർത്ഥനകളും ഈ വേദഗ്രന്ഥത്തിലെ കാര്യങ്ങളും ശരിക്കും അവർ മനസ്സിലാക്കി വിശ്വസിക്കുമ്പോഴല്ലേ അത് ആത്മാർത്ഥമായിട്ടുള്ള മതവിശ്വാസമുള്ളൂ. അപ്പൊ അവർക്ക് അതിന്റെ ആവശ്യമില്ലേ? അത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇനി അവസാനത്തെ ഞാൻ ഓഡിയൻസിലേക്ക് പോകുന്നതിന് ചോദിക്കുന്ന ചോദ്യം, അല്ലെങ്കിൽ ഇതിനുള്ള ഉത്തരം എനിക്കറിയാം. ശരിക്കും ഈ വേദഗ്രന്ഥം എന്നിവർ പറഞ്ഞ് അവതരിപ്പിക്കുന്ന സാധനം, അതിന്റെ ഇന്റന്റഡ് ഓഡിയൻസ് ആരാണ്? ഏത് കേൾവിക്കാരെ സംബന്ധിച്ചാണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചെന്ന് ഈ വേദഗ്രന്ഥത്തിനകത്ത് പറയുന്നത് ആരെ കുറിച്ചാണ്? അവർ ഈ വേദഗ്രന്ഥത്തിൽ എന്തുകൊണ്ടാണ് അവർ സന്ദർഭവും സാഹചര്യം നോക്കേണ്ടി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് അന്നത്തെ ആളുകൾക്കാണ്. നിങ്ങൾക്ക് ഒരുപാട് വചനങ്ങൾ കിട്ടും. ഈ വചനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഞാൻ കൃത്യമായ അറബി ഭാഷയിൽ ആണ് അവതരിപ്പിച്ചത്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു ഭാഷയിൽ ആയിരുന്നു അവതരിപ്പിച്ചിരുന്നെങ്കിൽ നിനക്ക് എന്നെ സംശയിക്കാമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇത് ഈ ഭാഷയിൽ അവതരിപ്പിച്ചതുകൊണ്ടാണ് നിന്നെ തന്നെ പ്രവാചകനാക്കിയത്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് സന്ദർഭങ്ങളിൽ ഇറങ്ങി വചനം നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഓഡിയൻസ് ദൈവം ഉദ്ദേശിച്ചത് അറബികളാണെന്ന് മനസ്സിലാവും. ഇനി ഹദീസുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ മതം ഉദ്ദേശിക്കുന്നത്, മതത്തിനകത്ത് ഹേ മനുഷ്യരെ, ഇപ്പോ സമൂഹത്തിനടുത്തിലും പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് അറബികൾക്ക് മാത്രമുള്ള സംഭവം, ഇതിനാ നമ്മൾ മതവിശ്വാസമായിട്ട് കരുതുന്നത് ഇന്ന് 2024 എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് അയ്യൂബ് അലി പറയുന്ന ഇതിന്, അല്ലെങ്കിൽ അവര് പൊതുവിൽ പറയാറുള്ളത് ഈ മതത്തിനകത്ത് ഉള്ള ഈ വേദഗ്രന്ഥത്തിനകത്തുള്ള വചനങ്ങളിൽ ഹേ മനുഷ്യരെ അല്ലെങ്കിൽ ഹേ വിശ്വാസികളെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ജബർ മാഷ് അതിന് മറുപടിയായിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് നിങ്ങൾ ഒരു ഓഡിയൻസിന്റെ മുന്നിൽ ചെന്നിട്ട് സഹോദരി സഹോദരന്മാരെന്നോ അല്ലെങ്കിൽ മനുഷ്യരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ലോകത്തെല്ലാ മനുഷ്യരെ അഡ്രസ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു സദസ്സിൽ പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലുള്ള ആളുകളാണ്, അവിടെ ഇരിക്കുന്ന ആളുകളെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു സാഹചര്യം അതാണ്. അല്ലാതെ ഖുറാനിൽ പലയിടത്തായിട്ട് പറയുന്ന ഇതുപോലത്തെ കോമൺ ആയിട്ട് നമുക്ക് തോന്നുന്ന, ജനറൽ ആയിട്ട്
തോന്നുന്ന ഇതുപോലത്തെ സല്യൂട്ടേഷൻ അല്ലെങ്കിൽ കുല്ലാദു റബ്ബിന്നാസ് അല്ലെങ്കിൽ ഈ യാ അയ്യുഹല്ലദീന ആമനു എന്നൊക്കെ പറയുന്നത്, ഇത് അതായത് വിശ്വാസികളെ അല്ലെങ്കിൽ മനുഷ്യരെ എന്ന് ഉദ്ദേശിക്കുന്നത് ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. നേരെ തിരിച്ച് ഹദീസുകളിലേക്കും സീറകളിലേക്കും നിങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് അവിടെ ഒരുപാട് ഘട്ടത്തിൽ നിങ്ങൾക്ക് ഉള്ള കഥകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അറേബ്യൻ ഉപഭൂഖണ്ഡവുമായിട്ടോ അല്ലെങ്കിൽ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. ഇനി മറ്റൊരു കാര്യം, ഞാൻ ഇപ്പോൾ അവസാനത്തെ ആ ചോദ്യം ശരിക്ക് ഇനി ഇതിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ ഈ ഖുറാൻ എന്നുള്ളത് ശുദ്ധമായ അറബിയിലാണ് എന്നൊരു വാദവർക്കുണ്ട്. പക്ഷെ അത് തെറ്റാണ്. ഖുറാനില് നമ്മൾ ഒരുപാട് വചനങ്ങളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. എങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഒരു കാര്യം പറയുകയാണെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഇബ്രാഹിം, നമ്മുടെ അബ്രഹാമിന്റെ പേര്, ഇതിനകത്തുള്ള ഇബ്രാഹിമിന്റെ പേരില് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഖുറാനിൽ എല്ലായിടത്തും ഒരുപോലത്തെ സ്പെല്ലിംഗ് അല്ലേ ഉള്ളൂ. ഞാനിപ്പോൾ ചെറിയ എക്സാമ്പിൾ പറഞ്ഞത് ഇത് വലിച്ചു നീട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇബ്രാഹിം മാത്രമല്ല, സമാവാത്ത് എന്നുള്ള വാക്ക്, അതായത് ആകാശങ്ങൾ എന്നുള്ളത്, ഈ സമാവാത്തിന്റെ അർത്ഥം സ്പെല്ലിംഗ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും അലിഫില്ല. ഈ മായുടെ ശേഷം ദീർഘം, അതിനൊരു അലിഫ് വേണം, വായുടെ ശേഷം ഒരു ദീർഘം വേണം. അപ്പൊ അത് പലപ്പോഴും മുകളിലൊരു വരയാണ് വരയ്ക്കാറ്. അത് കൺസിസ്റ്റന്റ് ആയിട്ട് വേദഗ്രന്ഥത്തിലുടനീളം അതായിരുന്നെങ്കിൽ നമുക്കിത് ഈ ചോദ്യമില്ല, അന്നത്തെ ഭാഷയുടെ പ്രത്യേകത എന്ന് പറയും. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് വേദഗ്രന്ഥത്തിൽ ഒരേ വാക്കിന് പല സ്പെല്ലിങ്ങുകൾ ഉപയോഗിക്കുന്നുണ്ട്. സ്പെല്ലിംഗ് എന്ന് പറയുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളല്ല, അലിഫ് ഒക്കെയാണ് മിസ്സിംഗ് ആയിട്ട്. ചിലയിടത്ത് ഈ ഗ്രാമറ്റിക്കലി തെറ്റായ കാര്യങ്ങൾ, അതായത് ഒരിടത്ത് ഞാൻ കണ്ടത് ഈ താ മർബൂത്ത എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിനു പകരം താ എന്ന അറബിയിൽ അക്ഷരം, അറബി അറിയുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, താ മർബൂത്തക്ക് പകരം താ എന്ന അക്ഷരം തന്നെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഗ്രാമാറ്റിക്കലി അല്ലെങ്കിൽ സ്പെല്ലിങ്ങിലുള്ള പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഇത് ശുദ്ധമായ അറബിയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മൾ കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് അറബിയിൽ അല്ല ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി വേദഗ്രന്ഥത്തിനകത്ത് അറബി ഭാഷയിലല്ലാത്ത വാക്കുകളുണ്ട്. ഒറിജിൻ അറബിയിലല്ലാത്ത ഒരുപാട് വാക്കുകളുണ്ടെങ്കിൽ അറബി ഭാഷയിലേ അല്ലാത്ത കുറെ വാക്കുകളുണ്ട്. ഉദാഹരണത്തിന് യേശുവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നത് ഹവര്യൂൻ എന്ന് പറഞ്ഞ ഒരു വാക്ക്, അല്ലെങ്കിൽ യേശുവിന്റെ തന്നെ ഈ ഖുറാനകത്തുള്ള പേര് റൈസ എന്നുള്ള പേര് അല്ല അറേബ്യൻ ക്രിസ്ത്യാനികൾ യേശുവിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അത് ഒരുപക്ഷെ ഈ ഖുറാൻ ഇറക്കിയ ഓഡിയൻസ്, ആ പഞ്ചായത്തിലെ ആളുകൾ മാത്രം ഉപയോഗിച്ചിരുന്നതാണ്. അതിന്റെ പൂർവ്വകാല തെളിവ് പരിശോധിക്കുന്ന സമയത്ത് ഇതിന്റെ പഴയ കാല അറബിയുടെ രൂപമായിട്ടുള്ള സഫിയറ്റിക് എന്ന ഭാഷയിൽ ഈസ എന്നൊരു ദേവൻ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ പറയപ്പെടുന്നത്. അതിന്റെ അതുമായി ബന്ധപ്പെട്ട പഠനം നടത്തുന്ന അഹമ്മദ് ജലാത്തിന്റെ അഭിപ്രായ പ്രകാരം അദ്ദേഹം പറയുന്നത് ഈസ എന്നുള്ള അവരുപയോഗിച്ചിരുന്ന ഒരു ആരാധിച്ചിരുന്ന ഒരു ദേവനെ പിന്നെ അവര് ഈ യേശുവുമായിട്ട് ബന്ധപ്പെടുത്തി അവിടെ പിൽക്കാലത്ത് അങ്ങനെ അതാണ് യേശുവിന്റെ പേരായിട്ട് പിന്നീട് മാറുന്നത്. എന്നാൽ മറ്റ് അറേബ്യൻ പ്രദേശങ്ങളിൽ ക്രിസ്ത്യാനികൾ തന്നെ, ഇപ്പൊ ഈ സൗദിയുടെ ആ ഒരു ഭൂപ്രദേശത്ത് ഉൾപ്പെടുന്ന ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് നജ്റാൻ അവിടെയൊക്കെ യെസുവ എന്നാണ്. അതായത് യെശുവ എന്നുള്ളത് മറ്റ് ഭാഷയിൽ നിന്ന്, അതായത് ഹീബ്രു, അരമയ ആ ഒറിജിനിൽ നിന്ന് യെശുവ ഇങ്ങോട്ട് വന്നപ്പോൾ യെസുവ എന്നാണ് അവരുപയോഗിച്ചിരുന്നത്. ഇവിടെ ഈസ എന്ന പദം ഒരിക്കലും യേശുവിന്റെ പേരായിട്ട് വരാൻ പാടില്ലായിരുന്നു അറബിക്കിൽ. നമ്മൾ ഇതിന്റെ ക്രിസ്ത്യാനികൾ അന്ന് ഉപയോഗിച്ചിരുന്ന പേരുകൾ നോക്കുകയാണെങ്കിൽ. ഇനി ഇത് മാത്രമല്ല, നമ്മൾ പൊതുവിൽ ഉപയോഗിക്കുന്ന ഒരുപാട് പദപ്രയോഗങ്ങൾ ഈ ഖുറാനകത്തുള്ള, ഇപ്പൊ ഷെയ്ത്താൻ എന്ന വാക്ക് ശരിക്കും അറബിക്കല്ല. ഷെയ്ത്താൻ എന്ന വാക്ക് ഞാൻ മനസ്സിലാക്കുന്നത് എത്യോപ്പിക്കോ ആണെന്ന് തോന്നുന്നു. ഷെയ്ത്താൻ എന്ന വാക്ക് ഇപ്പോ ഹീബ്രു, അരമയ എനിക്ക് തോന്നുന്നു അതിലേക്ക് സാത്താനെന്നോ അങ്ങനെ എന്തൊക്കെയാണ്. പക്ഷെ ഈ ഷെയ്ത്താൻ എന്ന വാക്ക് കൃത്യമായിട്ട് അറബിയല്ല, ആ കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന പേരല്ല. പിന്നെ ഇബിലീസ് എന്ന് പറയുന്നത് ഇവരിപ്പോ ഒപ്പിക്കാൻ ശ്രമിക്കുന്നത് ബലസ എന്ന ഒറിജിനിൽ നിന്നാണെന്ന് പറഞ്ഞു. പക്ഷെ അതും ശരിയല്ല. ഇപ്പോ ഇതിനെ കുറിച്ച് ഭാഷാപരമായിട്ട് പഠിച്ച ആളുകൾ പറയുന്നത് ഇബിലീസ് ഗ്രീക്ക് ഒറിജിനാണ്, ഡയബോളോസ് എന്നതിന്റെ അത് പരിണമിച്ചിട്ടാണ് ഇബിലീസ് ആവുന്നത്. ഇതേപോലെ വേറെ കുറെ വാക്കുകൾ നമ്മൾ പൊതുവിൽ ഈ മതവുമായി ബന്ധപ്പെട്ട്
ഉപയോഗിക്കുന്ന പല വാക്കുകൾ, ഇപ്പൊ റബ്ബ് എന്ന വാക്ക് പോലും ശരിക്കും എന്താ പറയാ വന്നിട്ടുള്ളത് നമ്മുടെ ഹീബ്രു ഒറിജിനാണ്. അതിന് മതപരമായിട്ടുള്ള കോണ്ടെക്സ്റ്റും ഉണ്ട്. നമ്മുടെ ഈ റബ്ബ് എന്ന വാക്ക് അറബികൾ ഉപയോഗിക്കുന്നത് തന്നെ അവിടെ ക്രിസ്തുമതവും ജൂതമതവും പടരുന്ന സമയത്താണ്. പ്രത്യേകിച്ച് ക്രിസ്തീയ ഇവാഞ്ചലിക്കൽ ആളുകൾ അവിടുത്തെ നാടോടികളായിട്ടുള്ള അറബികളെ മതം മാറ്റുന്നത്. ജോർദാൻ, സിറിയ, സൗദി തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ന് വ്യാപിച്ചു കിടക്കുന്ന പല പണ്ടത്തെ ആർക്കിയോളജിക്കൽ സൈറ്റുകളിൽ നിന്ന് കിട്ടിയ തെളിവുകൾ പ്രകാരം അവിടെ ഈ ക്രിസ്തു മതത്തിന്റെ വ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടാണ്, ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ റബ്ബ് എന്ന വാക്ക് അവിടെ വരുന്നത്. അതിനു മുമ്പ് അവര് ഉപയോഗിച്ചിരുന്നത് റബ്ബ് എന്നൊന്നുമല്ല. ഈ റബ്ബ് പൊതുവിൽ മോണോത്തീസവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എന്താ പറയുക മതപരമായിട്ടുള്ള ടേമാണ്. ഇതുപോലെ നിരവധി വാക്കുകൾ ഇപ്പൊ ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ്, ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു. അരാമിയല ഒറിജിനുള്ള ചില വാക്കുകളുണ്ട്. ഇപ്പോ മലക്കൂത്ത് എന്ന വാക്കുണ്ട്. മലക്കൂത്ത് എന്ന വാക്ക് അതായത് കിങ്ഡം ഓഫ് ഹെവൻ. ഇതിപ്പോ ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഞാൻ എന്റെ അഭിപ്രായം പറയുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ നിങ്ങൾക്ക് ഈ ഭാഷ പഠിച്ചിട്ടുള്ള, അറബി പഠിച്ചിട്ടുള്ള, ഖുറാനിക് അറബിയിൽ ഉള്ള സ്റ്റാൻഡേർഡ് അറബിയുമായിട്ടുള്ള വ്യത്യാസങ്ങൾ പഠിച്ചിട്ടുള്ള, അതിന്റെ പദങ്ങളുടെ ഒറിജിൻ പഠിച്ചിട്ടുള്ള, അസ്വാഭാവികമായിട്ട് പ്രയോഗിച്ചിട്ടുള്ള പദങ്ങളുടെ അത് എങ്ങനെ ഉത്ഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള മരീൻ വാൻ പൂട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളുണ്ട്. പുള്ളി പറഞ്ഞിട്ടുള്ളതിൽ നിന്നുള്ള എന്താ പറയാ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയും. ഇനി മാലിക് എന്നുള്ള വാക്ക്, മസ്ജിദ് എന്ന് നമ്മൾ പ്രയോഗിക്കുന്ന വാക്ക്, ഇപ്പോ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന സല അല്ലെങ്കിൽ സ്വലാത്ത് അല്ലെങ്കിൽ അത്, പിന്നെ സക്ക അല്ലെങ്കിൽ നമ്മുടെ ഈ ദാനം ചെയ്യുന്നതിനെ കുറിച്ച് ഒക്കെ പോരാന് റഹ്മാൻ, നമ്മൾ ബിസ്മി ചൊല്ലുന്ന സമയത്ത് ഇവര് റഹ്മാൻ റഹീം എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ മതപരമായ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ ട്രിനിറ്റിയുമായി ബന്ധപ്പെട്ട് അവര് ദൈവവും പിതാവും പരിശുദ്ധാത്മാവും എന്ന് പറയുന്നതിനെ കോപ്പി അടിച്ചാന്ന് പറയുന്നുണ്ട്. ഇതിലെ റഹ്മാൻ എന്ന് പറഞ്ഞത് യമനിൽ ഒരു ദേവനാണ്, അവിടുത്തെ ഒരു ഏകദൈവം പോലെ ഒരു ദൈവമായിരുന്നു. അതിന്റെ അർത്ഥം തീർച്ചയായിട്ടും റഹ്മാൻ എന്നുള്ളതിന്റെ അർത്ഥം മേഴ്സിഫുൾ എന്നാണെങ്കിലും ആ റഹ്മാനാൻ എന്നുള്ള യമനി ദൈവമാണ് പിന്നീട് അള്ളാഹുവിന്റെ വാലായിട്ട് മാറുന്നത്. ഇത് നിങ്ങൾക്ക് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ മുമ്പ് സജസ്റ്റ് ചെയ്ത പല വീഡിയോകൾ തന്നെയാണ്. നമ്മുടെ എക്സ്പ്ലോറിംഗ് ദ ഖുറാൻ ആൻഡ് ബൈബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഈ റഹ്മാനാൻ എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഭാഗമായതെന്ന് പലതരം ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഇന്റർവ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണാം. ഇനി ഇതിനകത്ത് തന്നെ കുഫ്ർ ഇതിനകത്ത് പല വിശ്വാസികൾ പരസ്പരം തന്നെ അടി ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ് കാഫിർ. ഈ കുഫറും കാഫിറും ഇതുമായി ബന്ധപ്പെട്ട ഇൻസ്ക്രിപ്ഷൻസ് അതായത് എഴുത്തുകുത്തുകൾ ഇസ്ലാം വരുന്നതിന് മുമ്പ് ഒരുപാട് കാലം മുമ്പ് സഫേറ്റിക്കിലൊക്കെ ഉള്ളതിൽ ക്രിസ്ത്യൻ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എഴുതിയ അതായത് ഈ സത്യത്തെ നിഷേധിക്കുന്ന ആളുകളിൽ നിന്ന് എനിക്ക് മോചനം തരണമേ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനകൾ നിങ്ങൾക്ക് കാണാം. അവിടെയും കാഫിർ എന്ന പ്രയോഗവും കുഫർ എന്ന പ്രയോഗവും നിങ്ങൾക്ക് കാണാം. ഇതും ഒറിജിൻ യഥാർത്ഥത്തിൽ അറബിയല്ല. ഇനി ഇതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നബി എന്ന വാക്ക് പോലും യഥാർത്ഥത്തിൽ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ ഈ മലക്കൂത്ത് മുതൽ ഇങ്ങോട്ട് പറഞ്ഞ വാക്കുകളൊക്കെ അരാമിക് ഒറിജിനാണ്. അരമായ തീർച്ചയായിട്ടും അറബിയുടെ ഒറിജിൻ, അതായത് അറബിക്ക് മുമ്പ് അറബിയെ സ്വാധീനിച്ച ഒരു പ്രധാനപ്പെട്ട ഭാഷകൾ ഒന്നാമൻ കാരണമുണ്ട്. അത് നബത്തിയൻ വംശവുമായി ബന്ധപ്പെട്ട് അവിടെ അവര് എഴുതാൻ ഉപയോഗിച്ചിരുന്ന സ്ക്രിപ്റ്റ് അരമയാണ്. അപ്പൊ അതിനകത്ത് വന്നുകൂടിയത് ഈ പെട്ര എന്ന് പറയുന്ന കേന്ദ്രമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ രാജവംശം അവര് ഈ പല പ്രക്രിയകൾക്കും ഉപയോഗിച്ചിരുന്ന സ്ക്രിപ്റ്റ് അരമയാണ്. എന്നാൽ ഭാഷ ഏതാണ്ട് ഈ അറബിയുടെ പ്രാകൃത രൂപമാണ്. അപ്പൊ അതുകൊണ്ടാണ് അരമയ്ക്ക് ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും വന്നിട്ടുള്ളത്. ഈ നബി എന്ന വാക്ക്, ഇതുപോലെ മലക്ക് എന്ന വാക്ക്, ഇത് കൂടാണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്. ഇത് മതപരമായിട്ടും ഒരു പ്രശ്നമാണ്. മസിഹ് എന്ന വാക്ക്, ഈ മസിഹ് അല്ലെങ്കിൽ മിശിഹ എന്ന വാക്ക് യഥാർത്ഥത്തിൽ ഖുറാനിൽ വരുന്നത് വളരെ അസ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കാരണം മിശിഹയ്ക്ക് മതപരമായിട്ട് ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഒരിക്കലും യേശു ആയിരിക്കരുത് മിശിഹ. നമ്മളിപ്പോ ഒരു തിയോളജിക്കലി പറയുകയാണെങ്കിൽ മുഹമ്മദ് ആണ് ശരിക്കും മിശിഹ എന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വാദിക്കാം. പക്ഷെ ഈ ഖുറാനില് യേശുവിനെ പറ്റി മസീഹ് എന്ന് പറഞ്ഞത്
തീർച്ചയായും അത് അവര് ക്രിസ്തു മതത്തിന്റെ കോണ്ടക്സ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് എടുത്താണ്. എന്നാൽ ഈ മതത്തിൽ അത് ഫിറ്റ് ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ വാക്ക് തുടങ്ങി ഒരുപാട് വാക്കുകൾ മറ്റ് ഭാഷകളിൽ നിന്നാണ് മറ്റ് മതങ്ങളുടെ ആ മതങ്ങളിൽ ശരിയായ, എന്നാൽ ഈ മതത്തിനകത്ത് ഇതിന്റെ കോണ്ടക്സ്റ്റിൽ വരുമ്പോൾ ശരിയല്ലാത്ത വാക്കുകൾ ഖുറാനിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഖുറാൻ ശരിക്കും ശുദ്ധമായ അറബിയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ശരിയല്ല. ഇനി ഈ അവസാനമായിട്ട് ഞാൻ ഇത് കൂടി പറഞ്ഞിട്ട് നിർത്താം. നമ്മുടെ ഒരു മിനിറ്റ്. അപ്പൊ ഇത്രയും വാക്കുകൾ അരമായിക്ക് എത്യോപ്പിക് ഒറിജിൻ ഉള്ള വാക്കുകൾ ഖുറാനിലുണ്ട്. അതിപ്പോ നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ലിംഗ്വിസ്റ്റിക്സ് അല്ലെങ്കിൽ ഈ ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് ആളുകൾ ഖുറാന്റെ ഭാഷ കൃത്യമായിട്ട് വിമർശനാത്മകമായിട്ട് പഠിച്ചത് നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ എന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല. ഇനി ഈ എന്താ പറയാ, ഇത് ഇത്രയും കാലം ഇവർ പലതരം വെല്ലുവിളികളാണ് അവിശ്വാസം കൊണ്ടു നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഉന്നയിച്ചു വന്നിരുന്നു. അപ്പൊ ഇവര് എത്തിപ്പെട്ട ഒരു ഗതികേട് എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അതായത് ഇത്രയും കാലം ഇവര് ഈ മതത്തിലെ പല കാര്യങ്ങളും എടുത്തിട്ടാണ് സംവാദത്തിനൊക്കെ വെല്ലുവിളിച്ചിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് ഭാഷയിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്റെ തമിഴിൽ ഗതികേട് എന്ന് പറഞ്ഞത്. ഇത്രയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏതെങ്കിലും മതവിശ്വാസികൾ മറ്റു മതങ്ങളിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മുടെ മതത്തിനകത്തുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും എടുത്തിടാതെ ഭാഷയിലേക്കൊക്കെ, ഇപ്പോൾ ഒരു ഹിന്ദു എന്ന് പറയാണ് നിങ്ങൾക്ക് എന്റെ മതം അറിയില്ല, നിങ്ങൾ സംസ്കൃതം പഠിച്ചിട്ട് മാത്രമേ വിമർശിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് എത്രത്തോളം ബാലിശമാണോ അത്രത്തോളം തന്നെയാണ് ഇപ്പോഴും ഈ ഇസ്ലാം അല്ലെങ്കിൽ അത് കൊണ്ടു നടക്കുന്ന ആളുകളുടെ ഒരു ഗതികേട്. ഈ കാലഘട്ടത്തിൽ അവർ ഇത്രയും കാലം അവരുടെ പ്രവാചകനെയൊക്കെ ഉയർത്തി കാണിച്ചു, അവരുടെ ദൈവത്തെ ഉയർത്തി കാണിച്ചു, അവരുടെ മതത്തിലെ സ്നേഹവും സഹോദര്യവും ഒരുപാട് അങ്ങനത്തെ ഒരുപാട് തള്ളുകൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു. എന്നാൽ ഇന്ന് അവർക്ക് സംവാദത്തിന് വെല്ലുവിളിക്കണമെങ്കിൽ ഭാഷയെക്കുറിച്ച് പറയേണ്ട അവസ്ഥ വന്നു. ഭാഷ എങ്ങനെയാണ് മതവുമായി ബന്ധപ്പെടുന്നത് എനിക്കറിയില്ല. കാരണം ഈ ഭാഷ ഈ മതം വരുന്നതിന് മുമ്പുള്ളതാണ്. പിന്നെ അയ്യൂബ് മൗലവി കുറച്ച് ഇടയ്ക്ക് കുറെ കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ തള്ളിയിട്ടുണ്ട്. അതായത് ഒരു അക്ഷരത്തിനൊക്കെ അർത്ഥമുണ്ടെന്ന് അറബിയിൽ. ഒരക്ഷരത്തിന് അറബിയിൽ മാത്രമല്ല പല ഭാഷകളിലും അങ്ങനെ അർത്ഥമൊക്കെ ഉണ്ട്. എന്നുള്ള അർത്ഥം ഫി, ഇംഗ്ലീഷിലെ പ്രിപ്പോസിഷൻസ് ഫീ എന്ന് പറഞ്ഞ 2 അക്ഷരമാണ്, ഫ യാ. അപ്പൊ ഈ ഇംഗ്ലീഷിലെ പ്രിപ്പോസിഷൻസ് ഓൺ ഈസ് ആൻഡ് പ്രിപ്പോസിഷൻ ആർട്ടിക്കിൾ ആണ്. അപ്പൊ ഇംഗ്ലീഷിൽ അങ്ങനത്തെ കുറെ ഇതുണ്ട്. അപ്പൊ അത് ഈ മതത്തിന്റെ ഈ ഭാഷയുടെ പ്രത്യേകത അല്ല എന്ന് മനസ്സിലാക്കുക. അത് നമുക്ക് ഇനി ഇവർ പറയുന്നത് എന്താ പറയാ, ഇതുപോലെ കമ്പി അടിക്കാൻ ടെലിഗ്രാം അടിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെ ആണെങ്കിൽ അതിനും വേറെ രീതിയിൽ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് ഇന്നത്തെ ഒരു സ്റ്റാൻഡേർഡ് നോക്കിയാൽ ഇംഗ്ലീഷാണ് ഏറ്റവും കൂടുതൽ ലളിതമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഷ. ഇന്നിപ്പോ ലോകത്താകമാനം നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. അറബിയേക്കാളും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഷയാണ് ഇംഗ്ലീഷ് പ്രായോഗിക തലത്തിൽ. അപ്പോ അദ്ദേഹം അത് എനിക്കൊന്ന് ആ ഒരു കോണ്ടെക്സ്റ്റിൽ പുള്ളിക്ക് ആ സംവാദത്തിൽ തീർച്ചയായിട്ടും തടി തപ്പാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോ അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഓക്കെ, ഇതൊക്കെ ഞാൻ അംഗീകരിച്ചു. മറ്റ് മതത്തിലെ വിശ്വാസങ്ങൾ നിങ്ങൾ തെറ്റാണെന്ന് പറയണമെങ്കിൽ ഇതേ മാനദണ്ഡം നിങ്ങൾ പാലിക്കണ്ടേ? ഇതേപോലെ തെറ്റിദ്ധരിപ്പിക്കാൻ മറ്റ് മതങ്ങളെ കുറിച്ച് നിങ്ങളുടെ മതത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സാധ്യതയില്ല. ഇപ്പൊ നിങ്ങളുടെ ഖുറാനിൽ പറയുന്ന ജൂതരെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചും പറയുന്ന നുണയായിട്ടുള്ള കാര്യങ്ങൾ എന്ന് അവർ ഇതുപോലെ അവകാശപ്പെട്ടാൽ അവരുടെ ഹീബ്രുവും അവരുടെ അരമായയും അവരുടെ ഗ്രീക്കും, ബൈബിളിന്റെ ഒരു ഭാഗം ഗ്രീക്കിലും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇതേപോലെ തന്നെ വിമർശനത്തിന് വിധേയമാക്കിയിട്ടാണോ നിങ്ങളുടെ മതത്തിനകത്ത് പറയുന്നത്? അല്ല. നിങ്ങളുടെ മതത്തിനകത്ത് കൃത്യമായിട്ട് ഈ ഭാഷയുടെ ഒരു പരാമർശമേ ഇല്ല. പ്രത്യേകിച്ച് ഖുറാനിൽ എവിടെയും അറബികള് ആയിട്ടുള്ള ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ചെയ്യുന്ന അവരുടെ ഭാഷയെക്കുറിച്ചോ അവരുടെ ഭാഷാപരമായിട്ടുള്ള വിമർശനത്തെ കുറിച്ചോ ഒരു പരാമർശം പോലും ഇല്ല. അപ്പൊ ഈ മാനദണ്ഡം തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം പാലിക്കണം. എന്നാൽ മാത്രമേ അവരുടെ മതം, ഇപ്പൊ ക്രിസ്ത്യാനികളും ജൂതന്മാരും മാത്രം പോരാ, നിങ്ങൾ ഒരുപാട് മതങ്ങളെയാണ് തള്ളുന്നത്. ഈ ലോകത്ത് എത്രയോ മതങ്ങളുണ്ട്. ആ മതങ്ങളുടെ എല്ലാ ഭാഷയും മൂല അർത്ഥവും ഒക്കെ പോയിട്ടും അവരുടെ പ്രമാണങ്ങളെ ഇഴകീറി ഭാഷാപരമായ വിമർശനം നടത്തിയിട്ടാണോ നിങ്ങൾ ഇതുവരെ എത്തിയിട്ടുള്ളത്? അല്ല. നിങ്ങൾ നിഷേധിക്കുന്നത് അവരുടെ ഭാഷയിലുള്ള ആ മതം തർജ്ജമ ചെയ്തതിന്റെ വിമർശനമാണ് നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ. അപ്പോ ഈ മാനദണ്ഡം തീർച്ചയായിട്ടും നിങ്ങൾ മറ്റു മതങ്ങൾക്ക് പാലിക്കുന്നില്ല. അതെ, ഇത്രേ എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. യെസ്, എന്തായാലും സംവാദം കഴിഞ്ഞ ഇത്ര ദിവസമായിട്ടും ഇതുവരെ മിണ്ടാതിരുന്ന ജസീം ഇന്ന് മിണ്ടി.
സംഭവത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാര്യങ്ങൾ പറഞ്ഞു. ഏതായാലും ഇത്രയൊന്നും ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നല്ലൊരു കാര്യം. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി യഥാർത്ഥത്തിൽ ഈ അറബി എന്ന് പറയുന്ന ഭാഷ അത് വെച്ചുകൊണ്ട് പറയാമെന്ന് അയ്യൂബ് മൗലവി പോലും ചിന്തിച്ച് കാണില്ല ഇതിനിങ്ങനെ ഒരു വശമുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടും. നിങ്ങളെങ്ങനെയാണ് ഇതുപോലെയുള്ള ആളുകൾ പറ്റിക്കുന്നത് എന്നുള്ളത് ഇവിടെ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണും. ഇനി നമുക്കതിനകത്ത് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് നേരെ ഓഡിയൻസിലേക്ക് പോയാലോ? പോവാം. ഓക്കെ, അപ്പോൾ നേരെ നമ്മളുടെ ഓഡിയൻസ് ഇപ്പോൾ 2-3 ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അനിൽ നമ്പ്യാർ റെഡി അല്ലേ? യാ, നിഖിൽ പറയൂ. നമസ്കാരം. നമസ്കാരം. കുറെ കാലമായിട്ട് നിങ്ങളെ വിളിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഒരു അവസരം കിട്ടിയിട്ടില്ല. പിന്നെ ഒരു അവസരം കിട്ടിയത് അത് ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കാം. ഓൾ ദി ബെസ്റ്റ്. തീർച്ചയായിട്ടും. പറയൂ. അപ്പം നമ്മളിപ്പം ഞാൻ നിങ്ങളുടെ ചാനലില് കുറെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. ഞാൻ ബേസിക്കലി എൻ്റെ ഒരു അനുഭവത്തില് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഈ പ്രവാചകനെയും അതുപോലെ തന്നെ മറ്റുള്ള മതസ്ഥരൊക്കെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന മനുഷ്യനായിരുന്നു. പക്ഷെ ഞാൻ യഥാർത്ഥ ഖുർആനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടും ഒക്കെ മനസ്സിലാക്കിയപ്പോ ഇങ്ങനെ ആയിരുന്നോ പ്രവാചകർ എന്നൊക്കെ എന്താ പറയാ തോന്നിപ്പോയൊരു നിമിഷം ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ മനസ്സിൽ മുന്നേ കണ്ടു, ഞാൻ ഒരു ഹിന്ദുവാണ്. അപ്പം ഞാൻ മറ്റു പല മുസ്ലിം സുഹൃത്തുക്കളും പറഞ്ഞു തന്നിട്ടുള്ള പ്രവാചകന്റെ മുഖമാണ് ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇതിങ്ങനെ ആദ്യമായിട്ട് എഴുതിയപ്പോൾ അതിന്റെ കാര്യഗൗരവങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് ഞെട്ടിപ്പോയി. കാരണം ഇങ്ങനെയൊക്കെ ഒരു പ്രവാചകൻ ചെയ്യുന്നുണ്ടോ എന്നെടുത്തോ ഒരു ഇത് എനിക്ക് തോന്നിപ്പോയി. അത് മാത്രമല്ല, ഇപ്പം എനിക്ക് ഖുറാനെ കുറിച്ച് അത്ര അറിവൊന്നുമില്ല. എന്നാലും നിങ്ങളുടെ ചാനൽ കണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെ ഖുറാനെ കുറിച്ച് ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് പ്രവാചകൻ 6 വയസ്സുള്ള ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നു, 9ാമത്തെ വയസ്സിലെ മറ്റുള്ള ശാരീരിക ബന്ധങ്ങളെ കടക്കുന്നൊക്കെ നമ്മൾ അത് കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പൊ പല സ്ഥലത്തും. ഇപ്പം എന്റെ മതമായിട്ട് ഹിന്ദുമതം എല്ലാം കൊണ്ടും പെർഫെക്റ്റ് എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പലതരത്തിലും നമ്മൾ സമൂഹത്തിൽ കാണുന്നുണ്ട്. ഈ ജാതിയുടെ പേരിലായാലും ശരി, മറ്റുള്ള മതത്തിന്റെ പേരിലായാലും എല്ലാത്തിലും ചില പോരായ്മകൾ നമ്മുടെ മതത്തിലും ഉണ്ട്. പക്ഷെ ഞാനിവിടെ കാണുന്ന വെച്ചാല് ഇവരുടെ മതമാണ് ടിപ്പിക്കലി ബെസ്റ്റ്. മറ്റുള്ളവരുടെ മതം ഭയങ്കര എന്താ പറയാ പ്രശ്നമാണ്. ആ ഒരു പ്രശ്നമാണ് ഞാൻ ഇതിൽ കാണുന്നത്. ഇപ്പൊ ഞാനൊരു DLED സ്റ്റുഡന്റ് ആണ്, TTC പഠിക്കുന്ന ഒരാളാണ്, 2nd ഇയർ പഠിക്കുന്ന ആളാണ്. എന്ത് സ്റ്റുഡന്റ്? DLED, അതായത് TTC, ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടത്തുന്ന പ്രശ്നം ഉണ്ടായിരുന്നല്ലോ കുറച്ചു മുമ്പ്. അപ്പൊ ആ വിഷയത്തിന്റെ അകത്ത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഈ ഇന്റർനാഷണൽ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളായതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പോയി. അപ്പൊ ആ സമയത്ത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഇസ്രായേൽ എന്ന രാജ്യം എന്തുകൊണ്ടാണ് ഈ ഒരു സമ്മർദ്ദ ഘട്ടത്തിലേക്ക് പോയത്, അല്ലെങ്കിൽ ഹമാസ് എന്താണ് ഇസ്രായേലിനെ ചെയ്തത്. ആ കാര്യമൊന്നും ഇവര് സംസാരിക്കുന്നില്ല. നേരെ മറിച്ച് ഗസയിലെ ജനങ്ങളെ ചുട്ടരിച്ച് കൊല്ലുന്നു ഇസ്രായേൽ. അത്തരത്തില് വളരെ ഭയങ്കരമായിട്ട്, അതായത് ഇസ്രായേൽ മാത്രമാണ് ഈ യുദ്ധത്തിന് കുറ്റക്കാരൻ, അല്ലെങ്കിൽ ഇസ്രായേലാണ് ഈ പരിപാടി മൊത്തം സംഘടിപ്പിച്ചത്. അപ്പൊ അത്തരത്തില് ഒരു രീതിയിലേക്കുള്ള സംസാരം മുഴുവനായിട്ടും പോകുന്നുണ്ട്. ആരും വിഷയത്തെ കാര്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നില്ലെന്നാണ് ഏറ്റവും കണ്ടിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ എന്താ പറയാ, അത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ കുറെ കാലമായിട്ട് എന്താ പറയാ വിളിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഒരു അവസരം എനിക്ക് ആ സമയത്ത് വിളിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇത് ലൈവിൽ വിളിക്കാനുള്ള നമ്പർ അല്ലേ. അതുപോലെ നിങ്ങൾ അല്ലാത്ത സമയത്ത് വിളിച്ചോണ്ടിട്ട് എന്താ കാര്യം? ഇല്ല, ഞാൻ ആ ടൈമിൽ തന്നെ വിളിച്ചിരുന്നു. അത് പിന്നെ നിങ്ങളുടെ ലക്ക് പോലെയും കൂടി ഇരിക്കും, കാരണം ഭയങ്കര ബിസിയാണ് ലൈൻ ആ സമയത്ത്. നമ്മളൊരു കോൾ സെന്റർ പോലെ സംഗതി ആരംഭിച്ചാലൊന്നും ആലോചിക്കായില്ല അധികം വൈകാതെ. ഈ പോക്കാണ് പോകണമെങ്കിൽ മിക്കവാറും അതൊക്കെ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്തതിന് നന്ദി. ജസീം, ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? മുഖം നമ്മൾ കണ്ടു, താങ്ക് യു. അതെ, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ അതിൽ? യെസ്.
ഇല്ല ഞാൻ സോറി, ഞാൻ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഞാൻ ഇല്ല, ചോദ്യമില്ല. അപ്പോൾ ഞാൻ പറയാം. അതായത് ഇദ്ദേഹം പറയുന്നത് നമ്മൾ വീഡിയോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുന്നു, പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, സാധിക്കുന്നു. തെറ്റായ നറേറ്റീവ്സ് അത് അതിൻ്റെ മറുവശങ്ങൾ അത് കാണാൻ സാധിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ നറേറ്റീവ് തെറ്റായിരുന്നു എന്ന ഒരു തിരിച്ചറിവുണ്ടാകാൻ സാധിക്കുന്നു. ഒന്ന് പറഞ്ഞോട്ടെ. അതായത് പലപ്പോഴും നമ്മളിപ്പം ഞാൻ ഖുറാൻ വായിക്കുന്ന സമയത്ത് പലരും ഈ ഒരു സാധനത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ ഇതിന്റെ കാര്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ജസ്റ്റ് ഇതിലെ ഹദീസുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകും. എന്താണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, എന്താണ് ഇതിന് മീൻ ചെയ്യുന്നതെന്നും എനിക്ക് തോന്നുന്നില്ല ലോകത്തിലെ എല്ലാ മുസ്ലിംസും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് വിമർശിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അതായത് ആൾക്കാർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇപ്പം ഇതിനിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. സാക്കിർ നായിക്ക് എന്റെ പ്രഭാഷണം കൊണ്ട് പല ഇൻഫ്ലുവൻസ് കൊണ്ടും കേരളത്തിൽ നിന്നും ആൾക്കാർ മറ്റു പല ടെററിസ്റ്റ് ഓർഗനൈസേഷനിലേക്ക് പോകുന്നൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത്തരത്തില് മറ്റുള്ളവരെന്ത് പറഞ്ഞാലും അതിൽ പ്രശ്നമില്ല, വേറെ എന്ത് പറഞ്ഞാലും അപ്പം പ്രശ്നം അത് ബാക്കിയതാണ്. പിന്നെ മറ്റൊരു സംഭവ വികാസമാണ് നാട്ടില് ഞാൻ കണ്ട വിഷയമാണ്. ഞാൻ ഇതിനിടയ്ക്ക് ഞാനൊരു പരിപാടിക്ക് പോയ സമയത്ത് ഞാൻ കയ്യിൽ രക്ഷാബന്ധൻ, അതൊരു വിശ്വാസമാണ്, നമ്മുടെ സഹോദരനോട് കിട്ടുന്ന വിശ്വാസമാണ്. രക്ഷാബന്ധൻ കിട്ടുന്ന സമയത്ത് ആൾക്കാർ നേരിട്ടുള്ള ചോദ്യം, നീ എപ്പോഴും സംഖ്യയായി ഒറ്റ ചോദ്യം. അതായത് രക്ഷാബന്ധം കിട്ടുന്നവനും ഈ കാവിമുണ്ട് ധരിക്കുന്നവനും ചന്ദനക്കുറി തൊടുന്നവനൊക്കെ സംഖ്യയാണെന്ന് ചാപ്പ കുത്തുന്ന ഒരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സങ്കടകരമായ അവസ്ഥയും കൂടി ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ഒരിക്കലും തലപ്പാവ് കിട്ടിയവനും അല്ലെങ്കിൽ അരയ്ക്ക് പച്ചബെൽറ്റ് കിട്ടിയവനും ഞാൻ ഒരിക്കലും കൊണ്ടുപോയിട്ട് നീ തീവ്രവാദിയാണെന്ന് ഒരിക്കലും ഞാൻ വിളിക്കത്തില്ല. കാരണം അതെന്റെ സംസ്കാരം അങ്ങനെയല്ല, ഞാൻ എങ്ങനെയല്ല പഠിച്ചത്. ഒരുപാട് കാര്യങ്ങൾ എന്താ പറയാ എനിക്ക് സങ്കടമായി തോന്നിയിട്ടുണ്ട്. അതായത് ഇത്തരത്തില് മറ്റ് പല മതസ്ഥരെയും വളരെ മോശമായിട്ട് കളിയാക്കുന്നു. ഇപ്പൊ എനിക്കറിയാം എത്രയോ നല്ല മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും മോശക്കാരാണ് ഞാൻ പറയുന്നത്. ഈ തീവ്ര ആശയങ്ങൾ അത് കൃത്യമായിട്ട് വച്ചു പുലർത്തുന്ന ഒരുപാട് പേരുണ്ട്. അതായത് എന്റെ ഒരു സുഹൃത്തിനായിരുന്നു എടുത്താൽ, എന്റെ ഒരു സുഹൃത്ത് പള്ളിയിൽ നിന്നും അധികം നിസ്കരിക്കാൻ പോകുന്നതാണ്, ഇസ്ലാമിക വിശ്വാസമാണ്. പക്ഷെ പുള്ളിക്കാരൻ അങ്ങനെ പള്ളിയിൽ നിന്നും നിസ്കരിക്കാൻ പോകും. പക്ഷെ മറ്റ് രണ്ടുപേരുടെയും ഇൻഫ്ലുവൻസ് കൊണ്ട് ഞാൻ അവനിൽ കണ്ട മാറ്റം എന്ന് വെച്ചാല് അത് അവന്റെ വിശ്വാസമാണ്, പോണുകൊണ്ട് അവന്റെ കാര്യങ്ങള്. പക്ഷെ ആ പയ്യൻ മറ്റു രണ്ടുപേരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് കൃത്യമായിട്ട് പള്ളിയിൽ പോകും, കൃത്യമായിട്ട് തിരിച്ചു വരുന്നു, ഭയങ്കര വിശ്വാസങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നു. കാരണം അതുവരെ എന്നോട് പറഞ്ഞ കാര്യമാണ്, ഇത് എന്തിനാണ് പള്ളിയിൽ പോകേണ്ട ആവശ്യം, എന്തിനാണ് ഇവിടെ പോകേണ്ട ആവശ്യം, വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടായിട്ടുണ്ട്. അത്തരത്തില് പെട്ടെന്നൊരു മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ ആരിഫിനകത്ത് ഈ മദ്രസ ശാലകളിനകത്ത് പറഞ്ഞ സംഭവം, അതായത് ഇസ്ലാം വിടുന്നവനെ എന്ത് ചെയ്യാനാണ് ഇസ്ലാം പറയുന്നത് ചോദിക്കുന്ന സമയത്ത് തല വെട്ടണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും താങ്കളുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ബെല്ല് മുഴങ്ങുന്നതൊന്നും വിചാരിക്കരുത്, നമ്മൾ എഡിറ്റർക്ക് ഇതൊക്കെ കട്ട് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായത്തിനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ഇവിടെ ഉണ്ടാവും. എനിവേ, താങ്കൾ ഇവിടെ എക്സ്പ്രസ് ചെയ്ത ആ പോയിന്റ് വളരെ വാലിഡാണ്. എന്ന് വെച്ചാൽ മതവിശ്വാസി ആയി എന്നതിൻ്റെ പേരിൽ സംഖ്യയാകുന്നില്ല, മതവിശ്വാസിയായി എന്നതിൻ്റെ പേരിൽ തീവ്രവാദിയുമാകുന്നില്ല. ഇതാണ് താങ്കൾ പറഞ്ഞു വെച്ചത്. അങ്ങനെ ആക്കാൻ നിങ്ങൾ മുതിർന്നാൽ മതവിശ്വാസിയായതിൻ്റെ പച്ചബലിട്ട് ഇട്ടവനും തലയ്ക്കെട്ട് കെട്ടിയവനും താടി വെച്ചവനും ഒക്കെ ഭീകരവാദിയാണെന്ന് വിളിച്ചാൽ അത് കേട്ട് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണം, ഇല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത്. അപ്പോൾ എനിവേ, താങ്ക് യു നിഖിൽ. ഈ നമ്പ്യാർ എന്ന് പറയുന്ന ജാതിപ്പേരാണോ? അത് ബേസിക്കലി ഞാൻ ജനിച്ചപ്പോ എന്റെ കൂടിട്ട സംഭവമാണ്. അപ്പൊ ഒഴിവാക്കാൻ ശ്രമിക്കുക. എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഈ ജാതീയത നമ്മൾ എതിർക്കേണ്ടതായതുകൊണ്ട് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം പലരും എന്നോട് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും മാറ്റാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ആള് വരട്ടെ. മെസ്സി ഓൺലൈൻ. പറയൂ മെസ്സി. നമസ്കാരം മെസ്സി, എന്തൊക്കെയുണ്ട്? മലയാളം മനസ്സിലാവോ മെസ്സിക്ക്? കുഴപ്പമില്ല. ഓ, നിങ്ങളുടെ ഫാൻസ് കൂടുതൽ മലപ്പുറംകാരായതുകൊണ്ട് മലയാളമൊക്കെ പഠിച്ചപ്പോൾ സിജ്ജ് കജ്ജ് പജ്ജ് ഇങ്ങനൊന്നും പറഞ്ഞേക്കരുത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആണോ? എന്നാ പിന്നെ എന്നാ പോട്ടെ, തൽക്കാലം ക്ഷമിച്ച് പറയൂ, എന്താ വർത്താനം? യു ഹാവ് 6 minutes. അതെ, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പള്ളിയിൽ അങ്ങനെ ഭയങ്കര വിശ്വാസിയൊന്നുമല്ലെന്ന് പറയും. പക്ഷെ
ഖുറാൻ തള്ളൂല, സാക്കിർ നായിക്കിനെ തള്ളൂല. ഉം. ഹമാസ് ഇസ്രായേലിൽ ഹമാസിന്റെ ഒപ്പം. ഉം. പിന്നെ സെപ്റ്റംബർ 9/11 അമേരിക്ക ചെയ്യിച്ചതാണ്. ഉം. ഇതൊക്കെയാണ് ഡവ് പറയുന്നത്. ഓക്കെ, ഒരു ടിപ്പിക്കൽ ചേരുവയാണ്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെന്തെങ്കിലും ഇപ്പൊ നമ്മള് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയണേ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ബ്രോ ഇല്ലേ, ഉം. ആ ബ്രോ പറഞ്ഞ സെയിം ചാപ്പാനെ നമ്മളൊക്കെ ഇട്ട് തരും. ഉം. അപ്പൊ പറയും നമ്മളെ എങ്ങനെ വന്നാലും ഉം. ഒരു 24 to 2014 2014 to 2022 വരെ എന്തായാലും നമുക്കൊരു ഡെവലപ്മെന്റ് ഉണ്ട്. ഓക്കെ. ഇതെല്ലാം നമ്മ പറയുമ്പോ നമുക്ക് ചാപ്പ് വരും. ഉം. ഉം. പക്ഷെ ഇവര് ഈ പറയുന്ന ഒരു പ്രവൃത്തിക്ക് നമ്മ തിരിച്ചൊരു ചാപ്പ പറയാനോ ഒന്നിനും നമുക്ക് പോകാറില്ല. ഉം. നമ്മ അവര് ഓക്കെ. പറയണ പോയിന്റ് നമ്മ തിരിച്ചു ചെയ്യാനും വെച്ച് സമ്മതിക്കൂല. ഓക്കെ. അപ്പോൾ എന്തായാലും താങ്കളുടെ പോയിന്റ് മനസ്സിലായി. നേരത്തെ പറഞ്ഞതിലേക്ക് ആഡ് ചെയ്യാണ് താങ്കൾ ചെയ്തിരിക്കുന്നത്. ചാപ്പയടി നിങ്ങൾ അത് ഫേസ് ചെയ്യുന്നത് എങ്ങനെ? വിഷയങ്ങളിൽ ഒരു നിലപാട് പറയുമ്പോൾ ഉടനെ ചാപ്പയടിച്ച് കിട്ടുന്നു. അപ്പൊ നമ്മളിങ്ങനെ പറയാം, എടാ ഒരു 100% ഒരു മനുഷ്യനില്ല ഒരിക്കലും. എല്ലാവരും തെറ്റുകളുണ്ട് ശരികളുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറയൂട്ടോ. അതെ. ഓക്കെ. അപ്പൊ ഞാൻ പറയും, ബില്ലാദൻ തെറ്റല്ലേ, ബില്ലാദിനെ അമേരിക്ക ഉണ്ടാക്കിയതാന്ന് പറയും. പക്ഷെ ശരിയാ, അമേരിക്ക ഉണ്ടാക്കിയതാണ്. പക്ഷെ അത് ആർക്കെങ്കിലും തിരിച്ച് തലവേദന ഇത് നമ്മ പറഞ്ഞു കൊടുക്കുമ്പോ അവർക്കത് മനസ്സിലാവൂല. ഓക്കെ. അപ്പോൾ എന്തായാലും താങ്കൾ പറഞ്ഞ കാര്യം ക്ലിയർ ആണ്. നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. 4 മിനിറ്റ് ഇല്ലേ? രണ്ട് കാര്യം കൂടി പറയാം. പെട്ടെന്ന് പറയൂ. അല്ല അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ നമ്മളിപ്പോ ഈ 9/11 കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോഴേക്കും ഈ നമ്മളെ അവസാനം കറങ്ങി ചെന്നിട്ട് വൈറ്റ് വാഷിലായിട്ടാണ് കൊണ്ടുപോയത്. പുതിയതായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിലേക്ക് കിടക്കൂ. നമ്മൾ ഈ പറഞ്ഞത് തന്നെ വീണ്ടും പോയാൽ പ്രശ്നമാണ്. അല്ല, ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെ പറഞ്ഞാലും ഇവരിങ്ങനെ കാണിക്കണത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവും. പക്ഷെ ഈ ബ്രോ എന്റെ ഫ്രണ്ട് പറയണത് അവൻ ഇതിനൊന്നും വിശ്വസിക്കുന്നില്ല, അതൊന്നും ഇല്ലെന്ന് പറയണത്. നേച്ചറാണ് എല്ലാം അങ്ങനെ പറയും. മനസ്സിലായി, താങ്കൾ പറഞ്ഞത് മനസ്സിലായി. ഇതിപ്പോ ലൂപ്പ് ചെയ്യാണ്, പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പൊ നമ്മൾ അല്ല, ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് കേട്ടല്ല, ദാവീദ് ഇങ്ങനെ ഇതില്ല, ഒരു അഴക്കുഴഞ്ചൻ യുക്തി എന്നുള്ള രീതിയിലാണ് ദാവീദ് കിടന്ന് കളിക്കണത്. മനസ്സിലായി. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും നിങ്ങൾ സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കുക. ഓക്കെ. അല്ല, നമ്മ ഹെൽത്തി ടോക്സ് മാത്രമേ നമ്മൾ വർത്താനം പറയാറുള്ളൂ. ഞാൻ ഒച്ചയെടുത്ത് ഞാനൊന്നും പറയാറില്ല. നമ്മള് ജസ്റ്റ് നമ്മളൊരു ഇപ്പൊ നരേന്ദ്രമോദിയുടെ ഒരു ഫോട്ടോ വരെ നമ്മളിപ്പോ വെറുതെ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചാപ്പ് വരും. നമുക്ക് വെറുതെ ജയ് ശ്രീറാം എന്ന് വിളിച്ച് നമ്മളെ അപ്പൊ കബൂറാക്കും. അത് വേറെ ആരും ചെയ്യാനുള്ള ഈ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലുള്ളവർ മാത്രമേ നമ്മൾ അങ്ങനെ ആക്ഷേപിക്കുന്നുള്ളൂ. ഓക്കെ. കാര്യമല്ലോ, ബാക്കിയുള്ളവർക്ക് മുഴുവൻ സംഖ്യകളുമാണല്ലോ. മാത്രമാണല്ലോ സംഖ്യകളല്ലാത്തവര്. അപ്പൊ നമ്മ വെറുതെ തിരിച്ചിട്ട് മറ്റേ ജയ ശ്രീറാം എന്ന കഴിച്ചു കൊടുക്കും. ഓക്കെ, മനസ്സിലായി. എനിവേ, നിങ്ങളുടെ ഫൈറ്റ് നിങ്ങളുടെ ലെവലിൽ നിങ്ങളാവുന്ന രീതിയിൽ ചെയ്യുക. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ കൊണ്ടാവുന്ന നമ്മളും ചെയ്യും. ഇതൊരു ടീം വർക്കായിട്ട് കണക്കാക്കുക. വലിയ മാറ്റങ്ങളുണ്ടാവും. ഓക്കെ, താങ്ക് യു. താങ്ക്സ്. ഓക്കെ, പറയൂ. ജസ്റ്റ് മിസ് കോയ. ജസ്റ്റ് മിസ്സായി. ഹലോ, കേൾക്കുന്നുണ്ടോ? പറയൂ. അതെ, പേര് പറഞ്ഞാൽ ജസ്റ്റ് മിസ്സായ കോഴയാണ്. കോയ എന്ന് വെച്ചാൽ നിങ്ങൾ മതം മാറാൻ വേണ്ടി പോയ ആളാണ്. അതെ, നമ്മള് മലപ്പുറത്ത് വരുന്ന ഒരാളാണ്. കേട്ടാണ് ജനിച്ചത്. എങ്ങനെയാണ് മിസ്സായെന്നുള്ളതൊന്ന് പറയൂ, അറിയാനൊരാഗ്രഹം. അത് നമ്മള് ഞാൻ കുറെ ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ഏജ് ഗ്രൂപ്പിലുള്ള, ഇപ്പൊ 35 ആയി. പിന്നെ നമ്മള് ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ ഒന്നാമത് ഹിന്ദുയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് പറഞ്ഞാൽ ഒരു എന്താണ്, ഒരു വഴിക്ക് പോണല്ല, ഒരു ആരോ വരുന്ന നല്ല കഞ്ചാവ് അടിച്ച് എഴുതരും, അതാണ് നമുക്ക് മനസ്സിലാവും.
അപ്പോൾ നമ്മളപ്പോഴുള്ള മുസ്ലിംസ് എന്താ പറയുക, അതൊരു പിന്നെ ഒരു ഓപ്പറേഷൻ ആയിട്ടാണ് എടുക്കുക. അവരവരുടേതായിട്ടുള്ള പിന്നെ കുറേ സാധനങ്ങൾ നമുക്ക് ഇഞ്ചക്ട് ചെയ്ത് തരും. അപ്പോൾ അതൊന്നൊന്നുമല്ല, ഇവരതാണ് ശരിക്കും നമുക്കൊരു സംശയം നമുക്ക് തോന്നും. ഓക്കെ. പിന്നെ അതിന്റെ പ്രശ്നം എന്താ വെച്ചെങ്കിൽ അവർ ഭയങ്കര കംപ്ലീറ്റ്ലി എന്താണ് നല്ല രീതിയിൽ ട്രെയിൻഡ് ആണ്, പാക്കേജ് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. അത് വളരെ ട്രെയിൻഡ് ആണ് അവര്, പിന്നെ വളരെ ഫോക്കസ്ഡ് ആണ്. ഒരു വലിയൊരു ലക്ഷ്യത്തോടു കൂടി വന്നതാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു നമ്മള് പിന്തിരിഞ്ഞു നോക്കുമ്പോഴേ. അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു 6th സ്റ്റാൻഡേർഡ് 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് ഈ 9/11 നടക്കുന്നത്. ആ സമയത്ത് നമ്മളൊന്നും പിന്നെ അമേരിക്കയിൽ ബോംബ് പൊട്ടിയതായാലും ഒരു വിമാനം അടിച്ചാൽ നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കാത്തൊരു വളരെ ചെറിയ സമയമാണ്. 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് എന്താ അറിയാം, അടുത്ത PT പീരീഡ് എപ്പോഴാ, ഫുട്ബോൾ കളിക്കാൻ പോകണോ ക്രിക്കറ്റ് കളിക്കാൻ പോകണോ എന്നുള്ള ചിന്തിച്ച് വെക്കുമ്പോഴാണ്. പക്ഷെ ഇവരന്ന് ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോ അന്ന് ഇവര് ബുക്കും കൊണ്ടാണ് ക്ലാസ്സിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് പിന്നെ ഈ 9/11 എത്ര ഓർഗനൈസ്ഡ് ആയിട്ട് അമേരിക്ക ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ടും നമുക്ക് കുറെ സാധനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് പിന്നെ ആ ഓരോ കോൺസ്പിറസി തിയറീസ് നമ്മളെ തലയ്ക്ക് അടിച്ചേൽപ്പിക്കാനൊക്കെ വളരെ ശക്തിയോട് കൂടി പിന്നെ ഇത് എന്റെ മാത്രം കേസല്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ സംസാരിക്കുന്നത് ഒരു കുറെ നമ്മളെ ഏജുള്ള ആൾക്കാരോട് വരുമ്പോൾ നമ്മളൊരു ജസ്റ്റ് മിസ്സായ കുറെ കാര്യങ്ങൾ എനിക്കറിയാം. പിന്നെ പക്ഷെ നമ്മള് കാരണം ഇതിന്റെ ഒരു കാരണം പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരിക്കലും ഒരു മുസ്ലിം ആണെന്ന് തോന്നിയിട്ടില്ല. പക്ഷെ നമുക്ക് തോന്നും അയ്യോ ഇവര് പറഞ്ഞാണല്ലോ ശരി, ഇവരതാണല്ലോ ശരി, നമ്മളെ പിന്നെ ശ്രീകൃഷ്ണനും പിന്നെ ശിവനൊക്കെ കുറച്ച് പിന്നോട്ടാണല്ലോ. ഇത് ഗണപതിന്റെ തല വെട്ടാനും മറ്റേനും മറിച്ചനും നടന്ന സമയത്ത് ഇത് തന്നെയല്ലേ നമ്മുടെ കേരള സ്റ്റോറി മൂവിയിൽ കാണിക്കുന്നത്. അല്ല ജസീം കണ്ടിട്ടില്ലേ? ജസീം കേരള സ്റ്റോറി. പക്ഷെ ഇത് വളരെ ക്രീമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം പറഞ്ഞുതരാം. അപ്പോ നമ്മളെന്താണ് നമ്മളെല്ലാവരും പക്ഷെ ഈ ഹിന്ദുസ് ഒരു ഞാൻ മനസ്സിലാക്കുന്ന ഒരു 80% ഒന്നും നമ്മൾ കുറച്ച് ചിന്തിക്കുന്ന ഏതൊരു 80% ഹിന്ദുവും ശരിക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഹിന്ദുസത്ത് പറഞ്ഞാൽ വളരെ ഒരു, ഞാൻ ഹിന്ദുസിനെ കുറ്റം പറയല്ല, അപ്പോൾ പിന്നെ ഒരു എത്തിസ്റ്റാണ്, പക്ഷെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു നമുക്ക് മനസ്സിലാവും ഓക്കെ ഇതൊന്നുമല്ല. അപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ആൾക്കാർ എന്താ നമ്മളെ പിടിക്കാൻ വരിക. അപ്പോ പിന്നെ ഒരു ഈസി ഇതാണ്. പക്ഷെ ഇതുകൊണ്ട് നമ്മള് സ്കൂളുകളിലും കോളേജിലൊക്കെ കൂടുതൽ ഈ ഒരു എന്താണ് ഒക്കെ ചെയ്യുന്ന പോലത്തെ കാര്യങ്ങളും കൂടി. ഞാൻ മലപ്പുറം എന്ന് പറഞ്ഞ സ്റ്റേറ്റിനെ കുറ്റം പറയല്ല, ഒരു പിന്നെ നമ്മളിന്റെ 90% ഫ്രണ്ട്സും മുസ്ലിംസ് തന്നെയാണ്. പക്ഷെ എല്ലാരും ഉള്ളിലൊരു ചെറുതായിട്ട് ഒരു ഇതുണ്ട്, എന്താ പറയാ, നമ്മള് വളരെ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ നമുക്ക് വളരെ കൂടുതലായിട്ട് അതിപ്പോ ഞാനിപ്പോ ഇതിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ഒരു സ്ഥലത്തിൽ നമ്മൾ സംസാരിക്കുക. അപ്പൊ നമ്മളൊരു 2 weeks 3 weeks ഒക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തെങ്കിലും പെട്ടെന്നൊരു ഇഷ്യൂ ഉണ്ടായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ 3 weeks കഴിഞ്ഞാൽ അവർക്ക് ഇത് പിടിച്ചിങ്ങനെ നിൽക്കണം, അവർക്ക് പറയണമെന്നുണ്ട്. അതായത് എടാ നീയൊക്കെ പിന്നെ മരിച്ചു കഴിഞ്ഞാല് നരകത്തിക്കല്ലേ പോവുക, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇരിക്കുക സ്വർഗത്തിൽ ഞങ്ങളപ്പം തന്നെ ജീവിക്കണമെന്നുണ്ട്. കാരണം മനസ്സിലായോ? അപ്പൊ നമ്മള് ഓക്കെ എടാ നമ്മള് ഇതെല്ലാം നമ്മള് സംസാരിക്കുന്നത് എന്നോട്, നമ്മള് ഇതെല്ലാം നമുക്ക് ഇവിടെ വേണ്ടത് നമ്മൾ അപ്പോഴാണ് നമ്മൾ ആരും അയ്യോ 3 weeks നമ്മളോട് ഇത്രയും ഇത് കാണിച്ചത് ഇതിനാണോ മനസ്സിലായോ? അപ്പോൾ ഈ മതം മാറ്റാൻ വേണ്ടിയിട്ട് നടത്തുന്ന കുൽസിത ശ്രമങ്ങൾ സ്വന്തം ഏറ്റവും ക്ലോസ് ഫ്രണ്ട് സർക്കിളിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ് താങ്കൾ ഇവിടെ പങ്കുവച്ചത്. താങ്ക് യു. യെസ്, അത് ബാക്കിയുള്ള മുസ്ലിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ അറിയില്ല, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേക്കുക. ബാക്കിയുള്ള ആളുകൾക്കും ഒത്തിരി ബോധമൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തേക്കുക. അതിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ജസ്റ്റ് മിസ് കോയമാരുടെ ഒരു പ്രതിനിധിയായിട്ട് ഇവിടെ വന്ന് നമ്മളുടെ ജസ്റ്റ് മിസ് കോയ. പേര് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ ഇവര് ജമ്മാക്കൂല. ആയിക്കോട്ടെ, അതെ ജമ്മാക്കൂല, ഒറ്റപ്പെടുത്തിക്കാളും നമ്മളെ ഒറ്റപ്പെടുത്തും. ചെറുതായിട്ട് ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം പോളറൈസ്ഡ് ആയുണ്ട്. ആയിക്കോട്ടെ, അപ്പൊ ശരി, താങ്ക് യു. എന്താണ് ജസീം ആഡ് ചെയ്യാനുള്ളത്? ഇവരോട് എന്തെങ്കിലും ഇടയ്ക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ ഇടയ്ക്ക് ചാടിക്കറി സംസാരിച്ചോളണം കേട്ടോ. മ്യൂട്ട് ചെയ്തിരുന്നത് ഞാൻ അറിയില്ല, അതാണ്. ഓക്കെ, എന്താ ഇതിൽ ഈ മലപ്പുറത്തുകാരനാണല്ലോ, അപ്പം എന്താ പറയാനുള്ളത്? നിങ്ങൾ മലപ്പുറത്തെ കുറിച്ചായി പറയണത്.
ഇപ്പോ പുള്ളി പറഞ്ഞ ഒരു കാര്യം, ഈ മറ്റ് മതങ്ങളെ പറ്റിക്കാൻ പെട്ടെന്ന് പറ്റും. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഇപ്പൊ നമ്മൾ ബൈബിളാവട്ടെ, ഈ ഇവരുടെ വേദഗ്രന്ഥങ്ങളൊക്കെ ബൈബിളും പിന്നെ ആളുകൾ ഇപ്പൊ കുറച്ചും കൂടി പഠിക്കുന്നുണ്ട് തോന്നുന്നു. പക്ഷെ ഹിന്ദുമതത്തിന്റെ വേദങ്ങളൊന്നും അവരൊന്നും അധികം പഠിക്കുന്നില്ല. അപ്പോ അവരെ സംബന്ധിച്ചോളം പെട്ടെന്ന് അവരെ പിടിച്ചു നിർത്തിയിട്ട് ഈ മതപ്രബോധനം നടത്തുമ്പോൾ ചിലരൊക്കെ വീണ് പോകും. അതാണ് സംഭവിക്കുന്നത്. അതെ. അപ്പോ ഇവർക്കാണെങ്കിൽ ഇവരുടെ മതം കൃത്യമായിട്ട് അറിയുകയും ചെയ്യും. കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തള്ളാണ് മൊത്തം, പിന്നെ എല്ലാ കാര്യം അറിയില്ല. അതെ, അവർക്ക് ഈ പ്രബോധനം തന്നെ അറിയുള്ളൂ, അല്ലാതെ മതത്തിനകത്ത് ഫുള്ള് വായിച്ചൊന്നും നോക്കിയിട്ടൊന്നുമില്ല. ഈ ഏകദേശ വിശ്വാസം മെയിൻ. ഫാത്തിമ വന്നിട്ടുണ്ട്. ഓക്കെ, ഫാത്തിമ, വെൽക്കം. You have 6 minutes. Arabic Munshi. ഞാൻ ചെറിയ കാര്യം ഷെയർ ചെയ്യാം. ഞാൻ ഭയങ്കര ബിലീവർ ആയിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് നാളെ ഈ വിശ്വാസമൊക്കെ പോയിട്ട്, ഇപ്പൊ ഞാൻ 2 ദിവസം മുമ്പേ FB-ൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു, ഈ ഷാളൊന്നും ഇടാതെ. അപ്പോ എനിക്ക് രണ്ടുപേരും ഇങ്ങനെ മെസ്സേജ് ചെയ്യാണ്, ലൈക്ക് തട്ട് ഇട്ടൂടെ, എന്താ നിനക്ക് തട്ട് ഇട്ടാൽ ഇങ്ങനെ. ഇപ്പോ ഞാനിങ്ങനെ വിചാരിക്കാണ്, ഒരാള് പേഴ്സണൽ സ്പേസിൽ കയറിയിട്ട് ഇവർക്ക് ആരാണ് ഈ അധികാരം കൊടുത്തത് എന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് എന്താണ് ഇതിന് പറയല്, നമ്മൾ നന്മ കൊണ്ട് അവിടെ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അത് കേട്ടിട്ടില്ലേ? അത് നിർബന്ധമാണ്. അപ്പൊ ഇവരിങ്ങനെ മറ്റുള്ളവരെ പേഴ്സണൽ സ്പേസിൽ, അല്ലെങ്കിൽ ഇവര് തട്ടം ഇട്ടിട്ട് നടക്കുന്ന ആൾക്കാര് പറയുന്ന സമയത്ത് അവർ പറയുന്ന വെച്ചാൽ അത് ഹിജാബ് അവരുടെ ചോയ്സ് ആണെന്നുള്ളതാണ്. അപ്പോ നമ്മൾ തട്ട് ഇടാതെ നിൽക്കുന്ന സമയത്ത് അത് ചോയ്സ് ആവുന്നില്ലല്ലോ. അത് പറയുമ്പോ പിന്നെ എന്താ പറയാ, അത് അവര് ഇത് ചെയ്യുന്നില്ല, അഗ്രി ചെയ്യുന്നില്ല. മറ്റേത് അവർക്ക് ചോയ്സ് ആണ്, ഇവിടെ ചോയ്സ് വർക്ക് ചെയ്യുന്നില്ല. അതെ, അതങ്ങനെയാണ് വരിക. ഇടാത്തപ്പോ ചോയ്സ് ഇല്ല, പക്ഷെ ഇടുമ്പോ ചോയ്സ് ഉണ്ട്, അങ്ങനെയാണ്. അതെ, യെസ്. അതായത് നമ്മൾ അതിനകത്ത് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അതായത് ഇന്ന സ്വലാത്ത്, ഇവിടെ വായിച്ചല്ലോ, വാക്കിമിസ് സ്വലാത്ത് ഇന്ന സ്വലാത്ത് തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് തടയുന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ ഈ സാധനത്തെ കൽപ്പിക്കണം എന്നും കൂടി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേട്ടിട്ടില്ലേ? ഇത് ഒരു തിന്മ കണ്ടാൽ ആദ്യം കൈകൊണ്ട് തടയണം, അതുകൊണ്ട് പറ്റിയില്ലെങ്കിൽ നാക്കുകൊണ്ട് തടയണം, അതിനും പറ്റിയില്ല മനസ്സുകൊണ്ട് തടയണം. ആ മനസ്സുകൊണ്ട് നിങ്ങൾ അതിനെ വെറുക്കുക, അതിനോടൊരു നീരസം പ്രകടിപ്പിക്കുക, മനസ്സിൽ കരുതുക എന്ന് പറയുന്നത് ഈമാനിൻ്റെ ഏറ്റവും വില കുറഞ്ഞ സംഗതിയാണ് എന്നുകൂടിയാണ് ഇസ്ലാമിൽ പഠിപ്പിച്ചു വെക്കുന്നത്. കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ഞാൻ ഈ ഒരു സാധനം ഒന്ന് ഇങ്ങനെ പറയാം, യൂട്യൂബിലൂടെ ഇങ്ങനെ പറയാന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു. മനസ്സിലായി. എന്തായാലും ഇവിടെ ഉള്ള ഓരോ വിശ്വാസിനിയായിട്ടുള്ള വിശ്വാസി അല്ലാത്തതുമായിട്ടുള്ള ആളുകളെല്ലാം ഇപ്പോൾ ഇവരുടെ ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ബിക്കിനി വേഴ്സസ് പർദ. അങ്ങനെ ഒരു സംഗതി കൂടിയുണ്ട്. അപ്പോൾ പർദ ഇട്ട ആളുകളടുത്ത് വന്നിട്ട് പറയും പർദയ്ക്ക് ഷേപ്പ്, മുഖം മറച്ചിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു മുടി കാണുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെയും പിന്നെ ഫൈൻ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കും. ഫൈൻ ട്യൂണിങ് ആണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി. അപ്പോൾ ബിക്കിനിട്ട ആളടുത്ത് വന്നിട്ട് പറയും നിങ്ങൾ ഇങ്ങനെ നടന്ന എന്താണ് മുട്ടായി തോലിൻ്റെ കഥയൊക്കെ ചിത്രമൊക്കെ കാണിച്ചിട്ടാണ് പറയാം. ഓക്കെ, അപ്പോൾ ആമയ്ക്ക് തോട് കൊടുത്തതിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ഇതൊക്കെയാണ് അവരുടെ പരിപാടി. അവർക്ക് അറിയില്ലല്ലോ, പെണ്ണാമയ്ക്ക് മാത്രമല്ല തോട്, ആണാമയ്ക്കും തോടുണ്ടെന്നുള്ള കാര്യം അവർ മറന്നുപോകും. അതായത് ഒരു ആമയെ പിടിച്ചു വെച്ചിട്ട് ആമ വിത്ത് തോട്, ആമ വിത്തൗട്ട് തോട്, കണ്ടില്ലേ? ഏതൊരു ജന്തുവിനും ഒരു പ്രൊട്ടക്ഷൻ വേണമെന്നാണ് അവർ പറയുക. അപ്പോൾ ഇത് കാണിച്ചിട്ട് പറയുന്നത് അതുകൊണ്ട് ദെയർഫോർ പർദ ഇതാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇവർ എടുത്തു വെച്ച ചിത്രത്തിൽ ഇത് ആമയാണോ പെണ്ണാമയാണോ എന്ന് പറഞ്ഞിട്ടില്ല. രണ്ടാമയ്ക്കും തോടുണ്ട്, അത് മറന്നു പോവാണ്. ഇങ്ങനെയുള്ള ഓരോ ഓഞ്ഞ ഉദാഹരണങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ തരത്തിലുള്ള മിഠായി, പഴക്കൊല ഇതെല്ലാം വരാറുണ്ട്. ഇതെല്ലാം വരാറുണ്ട്. അപ്പോൾ നിങ്ങളെ ഉപമിക്കുന്നത് ഇത്തരത്തിലുള്ള വസ്തുക്കളായിട്ടാണ്. ഇത് അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. മുഹമ്മദ് നബി എന്നെ ഉപമിച്ച് കാണിച്ചിട്ടുള്ളതാണ്. നിസ്കാരം ബാത്തിലാകുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് പട്ടി, ഒന്ന് കഴുത, മൂന്നാമത്തത് പെണ്ണാണ്. അപ്പോൾ ഇതെല്ലാം വസ്തുക്കൾ ആയിട്ട് തന്നെയാണ് കണക്കാക്കിയിരിക്കുന്നത്. അതിൽപ്പെട്ടതാണ് സ്ത്രീ എന്നത് തന്നെയാണ് മുഹമ്മദ് നബിയുടെ വരെ കാഴ്ചപ്പാട്. ഇസ്ലാമിലെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു ഉപമ അങ്ങനെയാണ് കിടക്കുന്നത്. പട്ടി, കഴുത, പെണ്ണ്, ഇങ്ങനെയാണ്.
അപ്പോൾ അതുകൊണ്ട് ഇത് തിരിച്ചറിയണം, സ്ത്രീകൾ തിരിച്ചറിയണം. ഇന്നലെ എനിക്ക് ഒരു കോയ കോളിങ്ങിൽ ഒരു സ്ത്രീ വിളിച്ചിരുന്നു. അവരൊരു വിശ്വാസിയാണ്. അവർക്ക് ഞാനത് പുറത്ത് വിടണോ വിടണ്ടേ എന്നുള്ളൊരു ധർമ്മസങ്കടത്തിലാണ്. എന്തായാലും നമ്മളുടെ ഒരാലോചനയ്ക്ക് ശേഷം അത് വിടും. അതിലവർ പറയുന്നത് അവർക്കൊരു പ്രണയമുണ്ട്, ആ പ്രണയത്തിൻ്റെ പേരിൽ ചില വിഷയങ്ങളുണ്ടായി, അവർക്ക് വിശ്വാസം ഉണ്ട്. അപ്പോൾ വിശ്വാസത്തിൻ്റെ പേരിൽ പ്രണയം ഹറാമാണ്, എന്നാലും ഇവർക്ക് പ്രണയിക്കാൻ വേണം. ഇന്നിപ്പോൾ കല്യാണം കഴിച്ചിട്ടുമില്ല. എന്നിട്ട് എന്നോട് വിളിച്ച് ഇതിൻ്റെ ഉപായം ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇസ്ലാമിൽ പ്രണയം ഹറാമാണ്, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ അവർ ഈ കിതാബിനെ വെളുപ്പിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല, ഈ ഇസ്ലാമിൽ മൊത്തം പ്രണയമാണ്, ലവ് ആണെന്നൊക്കെ പറഞ്ഞാൽ ആ ശരി എന്ന് പറഞ്ഞ് നമ്മൾ തിരുത്തുമ്പോൾ അവർക്കത് പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു കുറച്ച് നേരത്തേക്കൊരു വാഗ്വാദം. ഇതാണ് അവിടെ നടക്കുന്നത്. ഒരു ടിപ്പിക്കൽ വിശ്വാസിനിയായിട്ടുള്ളൊരു വനിത അവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ അവരുടെ ചെയ്തികളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മതത്തെ എടുത്ത് വെളുപ്പിക്കാൻ നോക്കുക. ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ എന്തായാലും കുറച്ചധികം നീണ്ടു നിന്ന ഒരു സംസാരമാണ്. അത് പോലെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം, വിശ്വാസിനികളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഡിഫെൻഡ് ചെയ്യുന്ന സാധനം ഇസ്ലാം അത് സ്ത്രീയുടെ ശവക്കുഴിയാണ്. സത്യത്തിൽ കല്ലെറിഞ്ഞ് കൊല്ലണം. അവർ പറഞ്ഞ പ്രകാരമുള്ള കാര്യം പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. എന്തായാലും ഞാനത് പുറത്ത് വിടാൻ, അവരുടെ പേര് വിവരങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കിയിട്ട് ഇത് പുറത്തേക്ക് വിടാൻ തന്നെയാണ് വിചാരിക്കുന്നത്. അത്രയെങ്കിലും ചെയ്യണമല്ലോ അല്ലേ? എന്ത് പറയുന്നു ഫാത്തിമയുടെ ഒരു അഭിപ്രായം എന്താണ്? ഇവര് ഈ സ്ത്രീകൾ തന്നെയാണ് ഇതിനെ കൂടുതൽ വെളുപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നി. കാരണം ഈ സ്ത്രീകൾ കൂടുതൽ നരകത്തിലുള്ള കാര്യം പറയുമ്പോൾ നമ്മൾ സ്ത്രീകൾ അങ്ങനെ തന്നെയല്ലേ, ഭയങ്കര നന്ദി കേടും, ഭർത്താവിനോട് നന്ദി കേടും കാര്യങ്ങളൊക്കെ. കാരണം എന്ത് ചെയ്തെന്ന് കഴിഞ്ഞാലും നമ്മൾ പറയൂലേ, എന്ത് നിങ്ങള് എനിക്കെന്താ ചെയ്തു തന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, രാവിലെ മുതൽ രാത്രി വരെ പണിയെടുത്തിട്ട് ഭർത്താവ് വന്നാൽ ചോദിക്കല്ലേ നിങ്ങൾക്ക് ഇവിടെ രാവിലെ മുതൽ രാത്രി വരെ എന്താ പണിയുന്നത്, അത് നന്ദി കേടല്ലേ എന്ന് ചോദിച്ചപ്പോ അതിന് ഉത്തരവില്ല. അപ്പോ അത് ഇസ്ലാമിന്റെ തെറ്റല്ല ഞാൻ പറഞ്ഞു. ഇസ്ലാമിന്റെ തെറ്റല്ല ഞാൻ പറഞ്ഞു. ഇത് തെറ്റാണെന്ന് ഇസ്ലാം, അത് തെറ്റാണെന്ന് ഇസ്ലാം പറയുന്നുണ്ടെങ്കിൽ ഇതും തെറ്റാണെന്ന് ഇസ്ലാം പറഞ്ഞപ്പോ എന്തിനാണ് കൂടുതൽ സ്ത്രീകളെ നരകത്തിലാക്കുന്ന സമ്പ്രദായം എന്തിനാണ് ആവശ്യം? ഇസ്ലാമിന് തെറ്റുപറ്റാൻ പാടില്ല, അതാണ് അതിന്റെ കണ്ടീഷൻ, പ്രീ കണ്ടീഷൻ അതാണ്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. എന്തായാലും ഭയങ്കര ബ്ലൈൻഡാണ്, ഭയങ്കര ബ്ലൈൻഡാണ് സ്ത്രീകള്. മുസ്ലിം സ്ത്രീകൾ ഭയങ്കര ബ്ലൈൻഡാണ്. അവര് കണ്ണടച്ചിരുട്ടാക്കുകയാണ് ശരിക്കും. നിങ്ങളുടെ ഒരു ക്ലോസ് സർക്കിൾ എത്ര പേര് ഇതുപോലെ മതമൊക്കെ ഉപേക്ഷിച്ചവരുണ്ട്? ഞാനിപ്പോ എനിക്ക് കുറച്ച് ആൾക്കാർ അറിയാം, മതം ഉപേക്ഷിച്ച ആൾക്കാരറിയാം. അങ്ങനെ നിങ്ങൾ സംസാരിച്ചോളൂ. ഹലോ ഫാത്തിമ പറഞ്ഞോളൂ. ഇല്ല അല്ല, എനിക്ക് കുറച്ച് പേരെ അറിയാം എന്നല്ലാണ്ട് എന്റെ ക്ലോസ് സർക്കിൾ, എന്റെ കസിൻസോ അങ്ങനത്തെ ആരും ഇല്ല. ഈ മതം വിട്ടതായിട്ടൊന്നും ആൾക്കാരില്ല. അല്ലാതെ എനിക്ക് കുറച്ച് പേരെ അറിയാം, മതം വിട്ട ആൾക്കാരെ അറിയാം, അവരായിട്ട് പരിചയമുണ്ട്, നല്ല ബന്ധമുണ്ട് എന്നല്ലാതെ എന്റെ ക്ലോസ് സർക്കിൾസിൽ ആരും മതം വിട്ടതായിട്ടില്ല. പറയാനേ പറ്റില്ല ശരിക്കും. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നമാണ്. ഫാത്തിമ വിവാഹം കഴിച്ചാണോ അതോ? ഞാൻ വിവാഹം കഴിച്ച കുട്ടികളൊക്കെ ഉള്ളതാണ്. സെപ്പറേറ്റഡ്. വീട്ടിലറിയോ? വീട്ടിലൊക്കെ അറിയാം, പക്ഷെ റിലേറ്റീവ്സിന് അധികം അറിയില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ താങ്ക് യു ഫാത്തിമ. ഓക്കെ, താങ്ക് യു. ഓക്കെ, യെസ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പറയൂ. ഒറ്റ മിനിറ്റ് മുന്നേ, ഒറ്റ മിനിറ്റ്. നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വളരെ കുറച്ച് ലൈക്കേ വീണിട്ടുള്ളൂ. പരമാവധി ആളുകൾ ലൈക്ക് ചെയ്യുക. പിന്നെ അതുകൂടാതെ നമ്മളെ നാളത്തെ ശങ്കുട്ടി ദാസ് എന്ന് പറയുന്ന BJPയുടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ ഈ വഖഫ് നിയമം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത് നാളെ രാത്രി 8 മണിക്കുണ്ട്. അദ്ദേഹമാണ് ഇപ്പോൾ വിളിച്ചത്. കൺഫേം അല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. കൺഫേം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ രാത്രി 8 മണിക്ക് അത് ഉണ്ടാവും. ഓക്കെ, പറഞ്ഞോളൂ സിംഗ്. അപ്പോൾ ഈ തട്ടം ഇടുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യം, അതിനെ കുറിച്ചൊരു കാര്യം പറയാം. ഇവർ ഉപമിക്കുന്ന ഉപമകളുണ്ടാവും. ഒരു പല രീതിയിൽ ഉപമിക്കാം. ഈ ഇപ്പോൾ ഇവർ പറയും ജർമ്മനിയിൽ ന്യൂഡ് ബീച്ച് ഉണ്ട്, അല്ലെങ്കിൽ ബിക്കിനി. അപ്പോൾ എങ്ങനെയാണ് അവരത് ഒരു സൈക്കോളജിക്കൽ മൂവാണ്. നിങ്ങളെ ഒരു ആ സ്റ്റിഗ്മ കൊണ്ട് നിങ്ങൾ അവർ തളർത്തും എന്ന് വെച്ചാൽ. പക്ഷേ ഈ വസ്ത്രധാരണത്തിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നും പല ഇതുവരെ ആളുകൾ കോണ്ടാക്ട് ചെയ്യാത്ത ആദിവാസി സമൂഹങ്ങളുണ്ട്. അവരുടെ വസ്ത്രം നിങ്ങൾ നോക്കുക, അവർക്കതൊരു നിങ്ങൾ ധരിക്കുന്ന പോലെ പരമ്പരാഗതമായിട്ടുള്ള മൂല്യങ്ങളുള്ള സമൂഹത്തിൽ പോലും നിങ്ങൾ ധരിക്കുന്ന പോലത്തെ ഈ വിക്ടോറിയൻ മൊറാലിറ്റി ഒന്നും അല്ല. അവര്
സ്ഥലങ്ങൾ പുറത്ത് കാണിക്കുന്നത് അവർക്കൊരു പ്രശ്നമല്ല. എന്റെ പക്ഷെ അത് കൾച്ചറും കൂടിയാണ്. ഇപ്പൊ നിങ്ങൾ ധരിക്കുന്ന പോലെ ഈ മതമോ അല്ലെങ്കിൽ ഇതുപോലത്തെ അന്ധവിശ്വാസമുള്ള ആളുകൾക്കിടയിൽ പോലും വസ്ത്രധാരണത്തിൽ പല വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ കൾച്ചറിൽ നിന്നാണ് ഇവരിത് ചിന്തിക്കുന്നത്. അപ്പോൾ ബിക്കിനി എന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായി. ഇതും നമ്മൾ പല ഇന്ത്യൻ നഗരങ്ങളിലേക്ക് ചേക്കേറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വസ്ത്രധാരണ ഒരു പ്രശ്നമായി തോന്നൂല. പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് അതൊരു നോർമൽ കാര്യമായിട്ട് തോന്നും. അപ്പോൾ അത് അവരുടെ ഒരു അത് പെട്ടെന്ന് അത് കേൾക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു പ്രത്യേക സ്ത്രീകളെ സംബന്ധിച്ചോളം അയ്യോ ഇത് നാണക്കേടാണ് എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനാണ് അവര് പിന്നെ ഈ തട്ടമിട്ടൂടെ പെണ്ണെന്നുള്ളതൊക്കെ ഇപ്പോഴും ഉണ്ടോ ശരിക്കും? കാരണം അതൊക്കെ പണ്ടത്തെ ഐറ്റമായിരുന്നത്. ഞാൻ വിചാരിച്ച് പോയി അത് ഇസ്ലാമുള്ള കാലത്തോളം, പിന്നെ നമ്മളുടെ മണ്ടൻ കോയമാരും ഉള്ള കാലത്തോളം അത് കാണും. എന്തായാലും ഫാത്തിമയെ പോലുള്ള ആളുകൾ സമൂഹത്തിന് വലിയൊരു പ്രചോദനമാണ്, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്ക്. ഇങ്ങനെയും ചിന്തിക്കാം, ഈ ചിന്തിക്കുന്നത് ഒരു സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ചിന്തയാണ് എന്നൊരു ധൈര്യം പകരാൻ ഇത് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഫാത്തിമയെ പോലെ ഇതുപോലെ തുറന്നു പറയാൻ സാധിക്കുന്ന ആളുകൾ മുന്നോട്ട് വരണമെന്ന് തന്നെയാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ വരണമെന്നാണ് നമ്മൾ ഇവിടെ എപ്പോഴും ആവശ്യപ്പെടുന്നത്. അതിന് പ്രത്യേകമായിട്ട് അതുകൊണ്ടാണ് ഞാൻ ആ സമയമായിട്ടും ഇടപെടാഞ്ഞത്. കാരണം അത് വല്ലപ്പോഴാണ് ഒരു വനിതാ രത്നത്തെ നമുക്ക് കിട്ടാറ്. അപ്പോൾ അതുകൊണ്ട് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ്. സോ നമുക്ക് മനോജിലേക്ക് പോവാം അല്ലേ? ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ നമ്മൾ വിശ്വാസിയാണെങ്കിൽ അവിശ്വാസിയാണെങ്കിലും ജീവിതം ഒന്നേ ഉള്ളൂ. അപ്പൊ ആണായാലും പെണ്ണായാലും നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിച്ച് തീർക്കണം. അത് ബാക്കിയുള്ളവരുടെ മതത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഒക്കെ പേരിൽ കളഞ്ഞു വിളിച്ചാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഗുണമുള്ളതുകൊണ്ടല്ല. ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന അടിസ്ഥാനപരമായിട്ടൊരു കാര്യം, യുക്തി എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ മാത്രമേ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും മെച്ചമുള്ളൂ. ഇതിപ്പോ വിശ്വാസികളാണെങ്കിലും സമ്മതിച്ചില്ലെങ്കിലും അവർ ഈ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഉടനെ മരിക്കും. ഇപ്പൊ ചിലർ പൊട്ടിത്തെറിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ജീവിതം മര്യാദയ്ക്ക് ജീവിക്കട്ടെ. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാന്ന് വെച്ചാൽ, ഇഷ്ടത്തിന് പറഞ്ഞപ്പോൾ എല്ലാത്തിലും സ്വന്തം ഇഷ്ടം പ്രകാരം പല രീതിയിൽ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയല്ല, നമുക്ക് ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ നിങ്ങളുടെ ചോയ്സ്, നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി. ഇത് ആണുങ്ങളുടെ കാര്യം പറയുമ്പോൾ ആണുങ്ങൾ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് അവര് ഇപ്പൊ പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്, അതുകൊണ്ട് അവര് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പോകും. ആ ലെവലിലേക്ക് സ്ത്രീകൾ എത്തിയാലേ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഉന്നമനം ഉണ്ടാവും. അല്ലാതെ ഈ മതത്തിനകത്ത് നിന്നുകൊണ്ട് എന്തെങ്കിലും നമുക്ക് എന്താ പറയാ, ഉള്ളിൽ നിന്ന് തന്നെ ഒരു പരിഷ്കരണത്തിന് സ്ത്രീകൾക്ക് അങ്ങനെ ശ്രമിക്കാനുള്ള ഒരു അവസ്ഥയിൽ മുസ്ലിം സ്ത്രീകൾ എന്തായാലും എത്തിയിട്ടില്ല. പിന്നെ പൊതുവിൽ മതങ്ങളിൽ പാരമ്പര്യ മൂല്യങ്ങൾ പേറുന്നതിൽ സ്ത്രീകൾക്കും പങ്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മെച്ചപ്പെടുത്തണം, പുരുഷന്മാരുടെ ഒപ്പം എത്തണം എന്നുണ്ടെങ്കിൽ മതം പ്രധാനമായിട്ട് നിങ്ങൾ അവിടെ അടിച്ച് താഴ്ത്തിയാൽ മാത്രമേ പറ്റുള്ളൂ. മതത്തിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് സ്ത്രീ ശാക്തീകരണം ഒന്നും നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഇസ്ലാമിന്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ഒരു റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ട്. ഒരു കോള് ഞാൻ എടുത്താൽ ഒരു കോള് ജസീം എടുക്കണമെന്നാണ്. അപ്പോൾ ഈ കോള് ജസീം എടുത്തോളൂ. മനോജ് പറയൂ. മനോജ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും കേട്ടോ. ഹലോ 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 കേൾക്കുന്നുണ്ടോ? കേൾക്കാം. എനർജിയിൽ പറ. കേൾക്കുന്നുണ്ട് മനോജ് പറയൂ, പെട്ടെന്ന് പറയൂ. നമ്മുടെ ഇപ്പൊ നിലവില് രാഹുൽ ഗാന്ധിയുടെ വിസിറ്റ്, അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അത് ശരിക്കും BJPക്ക് ഒരു വളമായിട്ടല്ലേ മാറുള്ളൂ? പുള്ളി ചെയ്ത് കൂട്ടുന്നതും പുള്ളി പറയണതും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ ഇൽഹാൻ ഒമറൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യണതേ, അതൊക്കെ ശരിക്കും ആക്ച്വലി BJPക്ക് സപ്പോർട്ട് രീതിയിലല്ലേ അത് മാറുള്ളൂ. കാരണം ഇപ്പൊ അവർക്ക് രാഹുൽ ഗാന്ധിനെ, എനിക്ക് സത്യം പറഞ്ഞ ഒരു സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ പുള്ളിയുടെ ഈ ഇടക്കാലം കൊണ്ട് പുള്ളി ഒരു ജാതീയത്തിലേക്കൊക്കെ തിരിഞ്ഞപ്പോ നമുക്കൊരു താല്പര്യക്കുറവ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, കിളി പോയ രാഹുലിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഭരണം കിട്ടാതെ പോയപ്പോൾ ഉണ്ടാവുന്ന ഒരു തരത്തിലുള്ള ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു സംഗതി. അവരിപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു. അതായത് നിങ്ങൾക്ക് 400 സീറ്റ് കിട്ടിയില്ലല്ലോ, നിങ്ങൾക്ക് ബാക്കിയല്ലേ കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുമ്പോഴും അവർ മറന്നു പോകുന്നത് ഇത് 3ാമത്തെ ടേമിൽ അവർ കയറി എന്നുള്ള കാര്യം ഇവർ മറന്നു പോവാണ്. ഓക്കെ, 400 കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അല്ലല്ലോ ഇവിടുത്തെ വിഷയം. മൂന്നാമതും അതിനകത്ത് ഭരണത്തിൽ ഏറുമോ ഇല്ലയോ, ഇതാണ് അവിടുത്തെ വിഷയം. അതിന് ആ ഒരു സംഗതിയിൽ നിന്നും ഇവരെ അങ്ങ് പോയി, അവരുടെ ശ്രദ്ധ മുഴുവൻ അങ്ങ് മാറ്റി 400ലേക്ക്. ഇപ്പോഴും ആ 400ൽ നിന്ന് അവർ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ആ പ്രതികരണങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാക്ക് ഫയർ ചെയ്യും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. ഓരോ വിഷയം, ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഇതുപോലെ നമ്മളുടെ മോദിയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് എന്തോ പൂജ നടത്തി എന്നൊക്കെ പറയുന്നത് വലിയ വലിയ വിഷയമാക്കി മാറ്റാണ്.
ഇതൊക്കെ ഇതിനു മുന്നേ പല കാലങ്ങളിൽ ആളുകൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. ചിത്രങ്ങൾ അതെ, എടുക്കാൻ അത് തുടങ്ങി ശരിയാണ്. കഴിഞ്ഞാൽ എല്ലാവരും നാറും, അതാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഇത് ഒരു വൺ ഇതുണ്ട് സൈഡഡ് ശരിയാ. ആയിട്ട് അത് പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ്. അതെ അതെ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇത് backfire ഇഫ്താറിൽ എല്ലാവരും ഇഫ്താറിൽ എല്ലാവരും പോകാറില്ല. അതെ. അതേപോലെ തന്നെ വലിയ ഇതിനൊരു സീനൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമ്പോൾ അവര് ഉം. എടുത്തിട്ട് ഇത് ചെയ്യണമെന്നുള്ളൂ. പിന്നെ അങ്ങനെ നിങ്ങളൊക്കെ ഒരു പ്രത്യേക ഒരു ഇതാണ്. കാരണം മുസ്ലിമിനെ വിമർശിച്ചു കഴിഞ്ഞാൽ സംഖ്യയായി മാറും, സംഖ്യനെ വിമർശിച്ചു കഴിഞ്ഞാൽ സുഡാപ്പിയായി മാറും. ഉം. നിങ്ങളുടെ അതാണ്. ഒരു നമ്മൾ പിന്നെ അതിൽ നമ്മള് രണ്ടിലും പെടൂല. അല്ല ഈ പറഞ്ഞ ഇവർക്ക് ഈ പറഞ്ഞത് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇവര് മതങ്ങൾ വിമർശിക്കണത്. പിന്നെ അതുപോലെ തന്നെ ഈ പെണ്ണുങ്ങള് ലേഡീസ് ഇവര് എല്ലാ മതങ്ങളും ഏറ്റവും ഒരു എന്താ രണ്ടാം കിടയായിട്ട് കാണുന്ന ആൾക്കാരാ. ഉം. ഇവരാണ് ശരിക്കും ഈ മതത്തിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യണത്. അതായത് വീടുകളിൽ തന്നെ നമ്മളിപ്പോ പള്ളിയിൽ പോയാലും അമ്പലത്തിൽ പോയാലും ഈ അമ്മമാരാണ് ഉം. വരുന്നത്. ഇത് അവരറിയണല്ലോ. അവർക്ക് അറിയാൻ പാടില്ലായിട്ടാണ് അവരെ ഈ മതങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് മതമായാലും. ജസീം എന്തായാലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യൂ. അതെ, അപ്പോൾ അത് ശരിയാണ്. ഈ ഇവരുടെ ഈ ദഴവ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇവർ പലപ്പോഴും മെഡിക്കൽ കോളേജിൽ മറ്റേ പെൺകുട്ടികളെയാണ് ഉപയോഗിക്കുന്നത്. അതാവുമ്പോ പിന്നെ ആൺകുട്ടികളാണെങ്കിൽ ഇപ്പോ അല്ല ഞാൻ മുസ്ലിംസ് മാത്രമല്ല, ക്രിസ്ത്യൻസ് ആയാലും ഹിന്ദുസ് ആയാലും ഇവരുടെ വീടുകളിലെ അമ്മമാരാണ് ഈ ഇതുമായിട്ട് പോവാത്ത ആൾക്കാരെ തല്ലിക്കൊട്ടി വീണ്ടും അമ്പലത്തിൽ പള്ളിയിൽ പോ. അതെ, അതങ്ങനെ വരൂ. കാരണം ഈ നമ്മളിപ്പോ പറയാറുണ്ട് ഈ സ്ത്രീധനത്തിന്റെ പ്രധാന ഉത്തരവാദി അമ്മായിമ്മയാണെന്ന് പറയാറുണ്ട്. ഐ മീൻ അവരും ഉൾപ്പെടുന്നു പറയാറുണ്ട്. ഞാൻ പറയാം ഈ പാരമ്പര്യം ഇപ്പൊ ഈ പേട്രിയാർക്കിന്ന് ഇവര് ധരിക്കുന്ന ആണുങ്ങൾ മാത്രം ഇങ്ങനെ അടിച്ചമർത്താൻ വേണ്ടി ചുറ്റികമാറ്റി ഇരിക്കുന്ന സാധനമൊന്നുമല്ല. ഇത് ഈ സ്ത്രീകളടക്കമുള്ള ഈ സമൂഹത്തിലെ എല്ലാ ആളുകൾക്കിടയിലുണ്ട്, കുട്ടികൾക്കിടയിലുണ്ട്. കുട്ടികൾക്ക് പിന്നെ നമുക്ക് പറയാം അവർ മനസ്സിലാക്കുന്ന പ്രായമായിട്ടില്ല. പക്ഷെ മുതിർന്ന സ്ത്രീകൾ, നിങ്ങൾ മുതിർന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ മുതിർന്ന പുരുഷന്മാർക്കും ഉണ്ടെന്ന് അതും അവർക്കുണ്ട്. അവർക്ക് കൃത്യമായിട്ട് അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ. എന്നാലും അവര് ഭർത്താവിന്റെ അടിച്ചമർത്തലും ഇപ്പൊ ഭർത്താവ് തല്ലിയാൽ പ്രശ്നമില്ല എന്ന് പറയുന്ന ഇന്ത്യക്കാരുണ്ട്. നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയില്ലായിരിക്കും, അങ്ങനത്തെ മനുഷ്യരുണ്ട്. അപ്പോ അതൊക്കെ മാറി വരണം. അത് ചെറുതായിട്ട് മാറ്റങ്ങൾ സമൂഹത്തിന് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവും. പക്ഷെ അതിന് മുൻകൈ എടുക്കേണ്ട സ്ത്രീകളാണ്. സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ മാത്രമേ അവർക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതിന് എന്തെങ്കിലും ഒരു എന്താ പറയാ പരിഹാരം ഉണ്ടാവും. ഇപ്പൊ ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോ എന്റെ ഒരു റിലേറ്റീവ് ലേഡിയാണ്. അവര് രക്ഷപ്പെട്ട ഒരു ഫാമിലിയുടെ പറഞ്ഞിട്ടാണ് ദൈവം അവരെ രക്ഷിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ബാക്കി മരിച്ചവരൊന്നും രക്ഷിക്കാൻ ദൈവം പോയില്ലേന്ന് ചോദിച്ചു. രക്ഷപ്പെട്ടവരെ ദൈവം രക്ഷിച്ചു എന്ന് പറയുമ്പോ മരിച്ചവരെന്തേ ദൈവം രക്ഷിക്കാൻ? ഞാൻ അങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ പാടില്ല. ഇവിടെ ദൈവം ചിലരെ രക്ഷിച്ചു, ചിലരെ ദുർമാർഗത്തിലാക്കി എന്നൊക്കെ കുറച്ച് ആൾക്കാരെ നരകത്തില്. പിന്നെ ഇതുപോലെ തന്നെ നമ്മളിപ്പോ ഞാൻ അത്ര വലിയ റിലീജിയസ് ഒന്നല്ല, അങ്ങനെ വലിയൊരു മതവിശ്വാസി ഒന്നല്ല, ഹിന്ദു ഇതിൽപ്പെട്ടാണ്. പക്ഷെ നമ്മള് മിണ്ടാണ്ടിരുന്നാലും ഈ മുസ്ലിം ക്രിസ്ത്യൻസും അത്ര പ്രശ്നമില്ല. ഈ മുസ്ലിംസ് ആളുകളാണ് ഈ പറഞ്ഞു വന്നിട്ട് നമ്മളോട് ഈ അവരുടെ മതത്തിന്റെ ക്വാളിറ്റി. അപ്പൊ എന്നോട് ഒരു തവണ ഒരു ഫ്രണ്ട് വന്ന് പറഞ്ഞാണ്, അതായത് ഇതുമാതിരി തന്നെ സംസാരിച്ചിരിക്കുമ്പോ പുള്ളി ഞാൻ കുറെ നാട് വിട്ടു. അത് കഴിഞ്ഞപ്പോ പുള്ളി പറയാണ് ഈ പ്രവാചകന്മാർ കുറെ ഉണ്ടെന്ന് പറയണ്ടല്ലോ. അതെ, അതിൽ ഈ ഇസ്ലാമിലെ അപ്പൊ എന്നോട് ഈ ആയുർവേദത്തിന്റെ ഇത് പറഞ്ഞിട്ട് പുള്ളി പറയാണ്, ഈ ആയുർവേദത്തിൽ പറയണത് ആ പുള്ളിനോട് ചെടികൾ സംസാരിക്കായിരുന്നു എന്നുള്ള പറയണേ. ഞാൻ ഇന്ന അസുഖത്തിന്റെ മരുന്നാണ്. അപ്പൊ പുള്ളി അതും ഒരു പ്രവാചകനായിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് സഹോദര, ഞാൻ പറഞ്ഞു അത് അവിടെ ഉണ്ടായ മതം. അറബിക് ഈ ക്രിസ്ത്യാനിറ്റി, ജൂ, ഇസ്ലാം ഒക്കെ പറഞ്ഞാല് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായ മതമാണ്. ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ടായ മതങ്ങളാണ് ഹിന്ദുയിസം, ജൈനിസം, ബുദ്ധിസം, സിഖിസം എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഉണ്ടായ അത് ധാർമ്മിക് റിലീജിയൻസ് ഇവിടെ ഉണ്ടായതാണ്. ഇത് തമ്മിൽ ഒരു ബന്ധമില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞൊന്നും ശരിയാവില്ല. ഇവിടെ നമ്മളുടെ ശ്രീകൃഷ്ണൻ ഒരു പ്രവാചകനാണ്, പിന്നെ ബുദ്ധൻ വരെ പ്രവാചകനാണ്. അപ്പോഴാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ ഈ ബ്രാഹ്മണന്റെ നെഞ്ചത്തേക്ക് കയറിയിട്ട് വലിയ ഇന്റലക്ച്വൽ ആവുന്ന രീതി ഉണ്ടല്ലോ. സമയം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ആ പോയിന്റ് കൂടി ഒന്ന് പറഞ്ഞോട്ടെ. പെട്ടെന്ന് പറയും. ഈ ഞാൻ പെടുന്നത് ഒരു നായർ എന്നൊരു കമ്മ്യൂണിറ്റിയിലാണ്. ഇതിൽ തന്നെ ഉപവിഭാഗങ്ങൾ കുറെ ഉണ്ട്. ഇവര് തമ്മിൽ കല്യാണം കഴിക്കില്ല.
എന്നിട്ട് ഈ ബ്രാഹ്മണരുടെ മാത്രം നെഞ്ചത്തേക്ക് കയറിയിട്ട് അതെന്തോ ബുദ്ധിപരമായ കാര്യം, ഇന്റലക്ച്വൽ ആണ് എന്ന് പറഞ്ഞാൽ അതിപ്പോ നായന്മാരുടെ കാര്യം മാത്രമല്ല, ഈവൻ താഴ്ന്ന ജാതികളിൽ SC ST പോലും നിലനിൽക്കുന്ന കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്. എല്ലാത്തിലും ഈ ബ്രാഹ്മണ മാത്രമല്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇത് ഉച്ചനീചത്വം എല്ലായിടത്തും ഉണ്ട്. അതെ അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചിട്ട് എല്ലായിടത്തും ഉണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചിരുന്ന സ്വഭാവമാണ്. അപ്പൊ ഓക്കെ, നടക്കട്ടെ. ഇനി അടുത്ത ആൾക്കാർക്ക് സംസാരിക്കാനുള്ളല്ലേ? അതെ, Okay, വളരെ thank you, സ്ട്രിക്റ്റ് thank you, ആയിട്ട് ടൈം വെച്ച് പോവാന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? അതെ. അപ്പൊ ഈ ഹിന്ദുമതത്തിലെ ജാതി നിങ്ങൾ നമ്മുടെ നാട്ടിൽ പിന്നെയും ഓക്കെ കുറച്ചൊക്കെ മെച്ചമുണ്ടെന്ന് പറയാം. പക്ഷെ പുറത്ത് വടക്കേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും ഉപജാതികളുണ്ട്. ചില ജാതികളിൽ പുറത്തോട്ട് വിവാഹം കഴിക്കാൻ പാടില്ല, ചില ജാതികൾ അകത്തോട്ട് വിവാഹം കഴിക്കാൻ പാടില്ല. അങ്ങനത്തെ ജാതികളുണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടുത്തെ കേരളം വെച്ചിട്ട് നമുക്ക് ഇത് അളക്കാൻ പറ്റില്ല, ജാതി അളക്കാൻ പറ്റില്ല. പിന്നെ ബ്രാഹ്മണന്റെ നെഞ്ചത്തേക്ക് ഇപ്പോ നിങ്ങൾ ബാംഗ്ലൂരിൽ ഒരു സംഭവം നടന്നു, ആരെങ്കിലും അറിഞ്ഞോന്നറിയില്ല. ഈ ഒരു CEO, അവിടുത്തെ ഒരു സ്റ്റാർട്ടപ്പിന്റെ CEO, പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് ബ്രാഹ്മണ ജീൻസ് ആണുള്ളത്. ഞാൻ പുള്ളിക്കാരി പോസ്റ്റ് ഇട്ടതിന് ഭയങ്കരമായിട്ട് പ്രത്യാക്രമണം ഉണ്ടായപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഒരു ദളിതന് ഞാനൊരു പ്രൗഡ് ദളിതാണെന്ന് പറയുന്നത് പറ്റുമെങ്കിൽ എനിക്കെന്തുകൊണ്ട്, ഞാനിപ്പോ ആരും ഉപദ്രവിക്കുന്നില്ലല്ലോ, ഞാനൊരു പ്രൗഡ് ബ്രാഹ്മണാണ് എന്ന് പറയുന്നതിന് എന്താ തെറ്റെന്ന് പുള്ളി എന്നിട്ട് ഫുള്ള് അതൊരു ഇങ്ങനെ ചർച്ചാ വിഷയമായ കാര്യം. അതെ. അപ്പൊ അത് നിങ്ങൾ ഇതുപോലത്തെ രാഷ്ട്രീയം ഉണ്ടാക്കി കൊണ്ടുപോകുമ്പോൾ അതിന്റെ പ്രതികരണം ഇതുപോലെ തന്നെ ആയിരിക്കും. അവര് ബ്രാഹ്മണനാവുന്നതിൽ അവര് വളരെ പ്രൗഡായിരിക്കും, അല്ലെങ്കിൽ അഭിമാനം അവർക്ക് തോന്നും. കാരണം നിങ്ങൾ പറയുവാണെങ്കിൽ താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട്, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട്, താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ടെന്ന് ആരും പറയില്ല. പക്ഷെ അവരുടെ കമ്മ്യൂണിറ്റി ആക്ടിവിസവുമായി ബന്ധപ്പെട്ട് അവർ പറയും ഞങ്ങൾ ഈ അധകൃത വിഭാഗത്തിന്റെ പ്രതിനിധിയാണെന്നൊക്കെ അഭിമാനം കൊള്ളുമെങ്കിൽ ബ്രാഹ്മണനും അതാകാം. പിന്നെ അവരുടെ നെഞ്ചത്തേക്ക് കയറുന്നത് സംഭവം വേറെ ഒന്നുമില്ല. നമുക്കിപ്പോ വേറെ ഉപകാരമുള്ള രാഷ്ട്രീയം ഒന്നും പറയാൻ പറ്റാത്തടത്തോളം, ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കേസ് പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിയുടെ ആകെയുള്ള വിഷയം പുള്ളിയെ കൊണ്ട് ഇനിയിപ്പോ പറ്റുന്നത് ജാതിയാണ്. ജാതി വർക്ക് ചെയ്യും. ജാതി ഒരു സൈക്കിൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ മതം കയറി വന്ന് രാമക്ഷേത്രം വന്നു, ഇനിയിപ്പോ ജാതിയാണ് അടുത്ത വർക്ക് ചെയ്യുന്ന സൈക്കിൾ. സബ്സിഡി, ജാതി, പെൻഷൻ, അല്ലെങ്കിൽ കുറെ സൗജന്യങ്ങൾ കൊടുക്കുക, ഇതൊക്കെയാണ് ഇനി വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. അപ്പൊ അതെടുത്ത് പ്രയോഗിക്കുകയാണ്. കുറച്ച് സീറ്റെങ്കിലും കൂടുതൽ കിട്ടിയാലായാലോ. പക്ഷെ രാഹുൽ ഗാന്ധിയെ എന്ന വ്യക്തിയെക്കാളും ഇപ്പോഴും മോദി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. രാഹുൽ ഗാന്ധി ഉള്ളിടത്തോളം കാലം എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് വലിയ നേട്ടം ഉണ്ടാവുന്നു. പക്ഷെ എന്തായാലും ജാതിപരമായിട്ട് ഹിന്ദുക്കൾ ചില ഒരു ചാക്രികമായിട്ട് വോട്ട് ചെയ്യുന്നതാണ് ഇപ്പൊ കഴിഞ്ഞ UP കണ്ടതുപോലെ. അപ്പൊ അത് ഒരു പക്ഷെ സംഭവിക്കാം. പിന്നെ രാഹുൽ ഗാന്ധിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ നിലപാടൊന്നുമില്ല. പുള്ളിക്കാരൻ പണ്ട് പറഞ്ഞ തന്നെ ഇന്ന് കുറച്ച് വേറൊരു കുപ്പിയിലാക്കി പറയുന്നു. നമുക്ക് പുതിയ ആളുകളെ ഞാൻ വിളിക്കാണ് കേട്ടോ. പഴയ ആളുകൾ ക്ഷമിക്കുക, ഒരുപാട് പേര് വന്നിരിപ്പുണ്ട്. ഇസു പുതിയതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറഞ്ഞോളൂ ഇസു. പറയൂ. ഫോർ ദ എഡിറ്റർ. ആരിഫ് സാറിന്റെ പിന്നെ സ്ട്രീം ആദ്യമായിട്ടാണ് കാണുന്നത്, ആദ്യമായിട്ടാണ് വരുന്നത്. ഓക്കെ, വെൽക്കം. ഞാനൊരു മുസ്ലിമാണ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ വിമർശനങ്ങൾ ചിലതൊക്കെ പല വാട്സപ്പ് വീഡിയോകളിൽ കേൾക്കാറുണ്ട്. പലപ്പോഴും വിമർശനം എന്നതിനപ്പുറം ഒരു എന്താ പറയാ, ഒരു വർഗീയ ചാപ്പയാണ് നിങ്ങൾ മുസ്ലിങ്ങൾക്ക് കുത്തി കൊടുക്കുന്നത്. മുസ്ലിങ്ങൾക്ക് ഓക്കെ. പിന്നെ പലപ്പോഴും വിമർശനം എന്ന രീതിയിൽ എന്തെങ്കിലും ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഗോഡിനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഫിലോസഫിക്കൽ ആയിട്ടുള്ള തോട്ട്സുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയുന്നതിലപ്പുറം നിങ്ങൾ കൊണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചെടുത്തിട്ട് അവിടെ എടുത്ത് ഹിന്ദുക്കളെ വ്യൂസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്നെ സംഘപരിവാർ വ്യൂസിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിട്ട് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോ നിങ്ങളുടെ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയായിരിക്കാം എന്ന് കരുതുന്നു. കഴിഞ്ഞ അതല്ല, അത് ഒരു അടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്ക് ഓക്കെ, അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നതായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. ഫോർ എക്സാമ്പിള് നിങ്ങൾ കൊണ്ടുവരുന്ന പല ഇപ്പോ ഹദീസുകൾ, ആ ഹദീസുകൾ ഒതന്റിക് ആണോ അല്ലെങ്കിൽ ലൈഫാണോ അല്ലെങ്കിൽ ഹസനാണോ ഇതൊന്നും അറിയാത്ത ആളുകളാണ് നിങ്ങൾ. എന്നിട്ട് അതിനെ വിമർശിക്കാൻ നിൽക്കുകയാണ് നിങ്ങൾ.
ശരി. ഫോർ എക്സാമ്പിൾ ഒരു ഹദീസ് കാണുമ്പോഴേക്ക് അതിന്റെ ആശയ തലങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല, അല്ലെങ്കിൽ ഖുർആന്റെ ഒരു ആയത്തോതുമ്പോഴേക്ക് ഇതാണ് അതിന്റെ അർത്ഥം, അതിന്റെ വാക്കർത്ഥം മാത്രമാണ് നിങ്ങൾ വെക്കുന്നത്, അതിന്റെ ആശയ തലങ്ങളിലേക്ക് നിങ്ങൾ ഒരു ഉദാഹരണം പറയൂ. ഒരു ഉദാഹരണം പറയൂ. ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങളെ ഇതിലൂടെയുണ്ട്. ഫോർ എക്സാമ്പിൾ എന്താണ് സ്ത്രീകൾ കൃഷിയിടമാണ് എന്നുള്ള ആയത്ത്. എന്താണത്? സ്ത്രീകൾ കൃഷിയിടമാണ് എന്നുള്ള ആയത്തിന്റെ വിവക്ഷ നിങ്ങൾ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? നിങ്ങൾ പഠിപ്പിച്ചു തരൂ. ഓക്കെ, സ്ത്രീകൾ കൃഷിയിടമാണ് എന്നുള്ളത് ഏറ്റവും മനോഹരമായ രീതിയാണ് എന്ന് പറയാൻ കഴിയും. ഖുർആന്റെ ഏറ്റവും മനോഹരമായ രീതി. കൃഷിയിടം എന്നത് നമ്മൾ സാധാരണ ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അത്യന്താപേക്ഷിതമായ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള കാര്യമാണ് കൃഷി എന്നുള്ളത്. ഒരു മനുഷ്യന് അതുണ്ടെങ്കിലേ ജീവിക്കാനാകും. അപ്പൊ സ്ത്രീ എന്നുള്ളത് ഒരു സമൂഹത്തിന്റെ ഏറ്റവും അടിത്തറയാണ് എന്നതാണ് ആ ആയത്തിന്റെ അർത്ഥം. അതിലുപരി കൃഷിയിടം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, വിത്തുകൾ നൽകുന്നു, വിത്ത് വിതയ്ക്കുന്നു, അതിലൂടെ നമുക്ക് എന്ത്, ഇപ്പൊ അരിയാവട്ടെ ഗോതമ്പാവട്ടെ അത് ലഭിക്കുന്നു. ഇതേപോലെ സൃഷ്ടിപ്പിനുള്ള, അതായത് ജനിപ്പിക്കാനുള്ള അവകാശം അത് സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ, പുരുഷൻ പ്രസവിക്കില്ല, സ്ത്രീ മാത്രമേ പ്രസവിക്കുള്ളൂ എന്ന ആശയ തലത്തെയും അത് ഉൾക്കൊള്ളുന്നു. അപ്പോ അതിനൊരു പശ്ചാത്തലം, അതെ, ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയാം ഹദീസിൽ നിന്ന് താങ്കൾക്ക് അറിയാമെങ്കിൽ. ഇതെങ്ങനെയാണ്, എന്ത് എന്തിനാണ് ഇത് ഇറങ്ങിയത്? ഇതിന്റെ അവതരണ പശ്ചാത്തലം എന്താണ്? ഈ അവതരണ പശ്ചാത്തലവും ആ ആയത്തും തമ്മിൽ എന്ത് ബന്ധമുണ്ടെന്ന് നിങ്ങൾ പറയുന്നത്? എന്താ പ്രശ്നം? ഞാൻ ഈ പറഞ്ഞതിന്റെ ജസീം അല്ല ഇസു, നമുക്ക് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതിന്റെ തഫ്സീറിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞുതരാമോ? തഫ്സീർ ഇപ്പോൾ എന്റെ കയ്യിലില്ല, എന്തെങ്കിലും നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ എന്താണ് ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം എന്ന്? അവതരണ പശ്ചാത്തലം അറിയില്ല, പക്ഷെ ഈ ആയത്തിന്റെ അർത്ഥതലങ്ങൾ അറിയാം. അപ്പൊ അവതരണ പശ്ചാത്തലം നമ്മൾ നോക്കണ്ടേ? തഫ്സീർ നോക്കണ്ടേ? അവതരണ പശ്ചാത്തലം ആരിഫ് സാറിന്റെ അവതരണ പശ്ചാത്തലം എങ്ങനെയാണ്? എന്റെ പശ്ചാത്തലമല്ല, തഫ്സീറിൽ എഴുതി വെച്ചതാണ് നമ്മൾ പറയാറുള്ളത്, അത് പറയണ്ടേ? അവതരണ പശ്ചാത്തലവും ആശയതലങ്ങളും എല്ലാ നൂറ്റാണ്ടിലും ഒരുപോലെയാണോ വരിക? പിന്നെ അത് നിങ്ങളല്ലേ പറയേണ്ടത്. ഖുർആന്റെ ആയത്ത് നിയമസംഹിതകൾ ഒരു നൂറ്റാണ്ടിൽ മാത്രം ചുരുങ്ങുന്നതും എല്ലാ നൂറ്റാണ്ടിലേക്ക് ഉള്ളതുണ്ട്. അത് ഹദീസുകൾ ഒരു നൂറ്റാണ്ടിൽ, അതായത് നബിസ്വല്ലല്ലാഹു തങ്ങൾ ജീവിച്ച കാലഘട്ടത്തിലേക്ക് മാത്രം ചുരുങ്ങിയ ഹദീസുകളുണ്ട്. അല്ല, എല്ലാ കാലത്തിലേക്കും അതിങ്ങനെ നിഷ്പക്ഷമായി. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ ഓതിയ സാധനം ഉണ്ടല്ലോ, ഈ സ്ത്രീകൾ നിങ്ങൾക്ക് കൃഷിയിടമാണ് എന്ന് പറഞ്ഞത്, അത് എത്ര നൂറ്റാണ്ടിലേക്കുള്ളതാ? സ്ത്രീകൾ അത് എല്ലാ നൂറ്റാണ്ടിലേക്കുള്ളത് തന്നെയാണ്. എല്ലാ നൂറ്റാണ്ടിലേക്കുള്ളത്. മാറ്റി പറയൂ? അതെ, മാറ്റി പറയില്ല. അപ്പൊ ഇനി ഇതിന്റെ അവതരണ പശ്ചാത്തലം എന്താന്ന് പറയൂ? അവതരണ പശ്ചാത്തലം അറിയില്ല, അതിന്റെ ആശയ പശ്ചാത്തലം അറിയില്ല. അപ്പൊ ഇനിയിപ്പോ അവതരണ പശ്ചാത്തലം പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോണേന്ന് അറിയോ? അത് ഞാൻ പറഞ്ഞട്ടെ. എന്താ നിങ്ങൾ ചെയ്യാൻ പോണേ? അത് അങ്ങനെയല്ല എന്ന് പറയും. അതാണ് ഇപ്പൊ ഉണ്ടാവാൻ പോണേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഏതാണ് നിങ്ങൾ പറയുന്ന അവതരണ പശ്ചാത്തലം? എന്തെങ്കിലും ഒരു പശ്ചാത്തലം നമ്മൾ പറഞ്ഞെന്ന് വിചാരിക്കാം. തഫ്സീർ നോക്കി നമ്മൾ എല്ലാ ആയത്തറിയുന്നതിനും ഓരോ അവതരണ പശ്ചാത്തലമുണ്ട്. ഏത് പശ്ചാത്തലമാണെങ്കിലും ഈ അർത്ഥതലം തന്നെയാണ് അത് കിട്ടുന്നത്. അതായത് സ്ത്രീകൾക്ക് മാത്രമേ പ്രസവിക്കാൻ ആവൂ. ഞാൻ തഫ്സീർ ജലാലൈൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട്. അത് നിങ്ങൾ എടുക്കുവോ? തള്ളു അവസാനം? ഇല്ലല്ല. തള്ളു? തള്ളില്ല. എടുക്കുമല്ലോ അല്ലേ? വായിക്കട്ടെ. അറബിയല്ല, നമുക്കിതിന്റെ തഫ്സീർ എഴുതിയിരിക്കുന്ന ബാക്കി അർത്ഥങ്ങൾ വായിക്കാലോ. തഫ്സീർ അങ്ങനെയാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. ഏത് അറബിയാണ് വേണ്ടത്? മുഹമ്മദ് നബി ഉള്ളതിന് മുന്നേ ഉള്ള അറബിയാണോ, ഇസ്ലാം ഉള്ളതിന് മുന്നേ ഉള്ള അറബിയാണോ, ഇസ്ലാം ഉള്ളതിന് ശേഷമുള്ള അറബി വേണോ? ഇസ്ലാം ഉള്ളതിന് ശേഷമേ അറബി ഉണ്ടായിട്ടുള്ളൂ. ഇസ്ലാം ഉള്ളതിന് ശേഷം അറബി ഉണ്ടായിട്ടുള്ളൂ എന്ന് കോയയോട് ആരാ പറഞ്ഞ്? ഏത് മദ്രസയിലെ കോയെന്ന് പഠിച്ചത്? ഒരു മിനിറ്റ് അതൊക്കെ അവിടെ നിൽക്കട്ടെ. അറബി അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് അയ്യൂബ് മൗലവിയോട് ചോദിക്കാം. അപ്പോൾ അതിനു മുന്നേ നമുക്ക് തഫ്സീർ ജലാലൈനിൽ ഇവിടെ അൽ ബഖറ, അതിനകത്ത് 2ാമത്തെ സൂറത്ത് 223 ആയത്താണ് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞത്. യുവർ വിമൻ ആർ എ ടില്ലേജ് ഫോർ യു, ദാറ്റ് ഈസ് ദ പ്ലേസ് വെർ യു സോ സീഡ്സ് ഓഫ് യുവർ ചിൽഡ്രൻ, സോ കം ടു യുവർ ടില്ലേജ്
that is the specific place. The front part, as in whichever way you wish, whether standing up, sitting down, lying down, from the front or the back. This was revealed in response to the Jews saying that if a person had vaginal intercourse with his wife from behind, the child would be born cross-eyed, കോങ്കണായിട്ട് ജനിക്കും പിന്നീന്ന് പൂശിയാൽ. അതുകൊണ്ട് അങ്ങനെ ഒരു സംഗതി വന്ന് മുഹമ്മദ് നബിയുടെ അടുത്ത് വന്നിട്ട് സംശയം ചോദിച്ചപ്പോൾ അതിന് കൊടുത്ത ഉത്തരമാണ്. ആൻഡ് ഓഫർ ഫോർ യുവർ സോൾസ് റൈറ്റിയസ് ഡീഡ്സ് സച്ച് ആസ് സേയിങ് ഇൻ ദ നെയിം ഓഫ് ഗോഡ് ബിസ്മില്ല വെൻ യു കമൻസ് ഇൻ്റർകോഴ്സ്. അതുകൊണ്ട് നിങ്ങൾ ബിസ്മി ചൊല്ലിയിട്ട് വേണം പൂശേണ്ടത്. ആൻഡ് ഫിയർ ഗോഡ് ഇൻ വാട്ട് ഹി കമാൻഡ്സ് ആൻഡ് പ്രൊഹിബിറ്റ്സ് ആൻഡ് നോ വാട്ട് ദാറ്റ് യു ഷാൽ മീറ്റ് ഹിം അറ്റ് ദ റിസറക്ഷൻ വേർ ഹി വിൽ റിക്വൈറ്റ് യു according to your deeds and give good tidings of paradise to the believers who feared him. ഇത് തഫ്സീർ ജലാലൈൻ എടുത്ത് പോയി നിങ്ങൾക്ക് വായിക്കാം. അറബി വേണമെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് അവിടെ മൂലയിലിരുന്ന് ഓതാം. ഏതായാലും ഇതിന് ഉത്തരം നിങ്ങൾ ഉദ്ദേശിച്ച മാതിരിയുള്ള വലിയ അണ്ടകടാഹത്തിലെ ഉത്തരവൊന്നുമില്ല, അങ്ങനത്തെ അർത്ഥമൊന്നുമല്ല ഇതിനകത്ത്. ജൂതന്മാർ അവിടെ പറയുന്നൊരു കാര്യം, സ്ത്രീകളുടെ പിന്നിൽ നിന്നും പൂശിയാൽ അങ്ങനെ ജനിക്കുന്ന കുട്ടികൾ അത് കോങ്കണ്ണുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അത് സംശയമായിട്ട് മുഹമ്മദ് നബിയുടെ അടുത്ത് വരുന്നു. അപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുഹമ്മദ് നബി പഠിപ്പിച്ച് കൊടുക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു സാധനം, നിങ്ങൾ എന്തെങ്കിലും പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളെ കൃഷിഭൂമിയാണ്, നിങ്ങൾക്ക് നിന്നിട്ടോ കിടന്നിട്ടോ മുന്നീന്നോ പിന്നീന്നോ എവിടെ നിന്ന് വേണേലും പൂശാം, ഇത്രയേ ഉള്ളൂ. അതിന് നിങ്ങൾ വലിയ ഡെക്കറേഷൻ കൊടുത്താൽ കേൾക്കൂ ഇതിന് നിങ്ങൾ വലിയ ഡെക്കറേഷൻ കൊടുത്താൽ മദ്രസയിലുള്ള ചില ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഒരു കോരിത്തരിപ്പൊക്കെ ഉണ്ടായിന്ന് വരാം. പക്ഷേ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, ജസീം എന്തോ ആഡ് ചെയ്യാനുണ്ട്? അപ്പൊ ഇതിന് രണ്ട് സാഹചര്യങ്ങളുണ്ട്. ജൂതന്മാരുമായി ബന്ധപ്പെട്ടിട്ട് ഈ മദീനയിലേക്ക് എത്തിയ മക്കയിൽ നിന്ന് പലായനം ചെയ്ത ആൾക്കാർ അവിടുത്തെ സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന സമയത്ത് അവിടുത്തെ സ്ത്രീകൾ എന്താ പറയാ, ഈ അവർക്ക് ആകെ ഒരു പൊസിഷനെ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൊണ്ട് അവർക്ക്, അതായത് ഇങ്ങനെ കിടത്തിയിട്ട് പിന്നിൽ നിന്നത് മാത്രമേ അവർക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവരെ വേറെ രീതിയിൽ സമീപിച്ചപ്പോൾ അവിടെ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നി എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഈ ജൂതന്മാരുടെ കാര്യം, അവർ മദീനയിലുള്ള ആളുകൾ അന്ന് ജൂതന്മാരുമായിട്ട് സഹവസിച്ചുകൊണ്ട് തന്നെ അവരുടെ പല ആചാരങ്ങളും അവർക്ക് വന്നിട്ട് ഇതുപോലെ കോങ്കണ്ണം ഉണ്ടാവും എന്നുള്ള പരാതിയുണ്ട്. പിന്നെ ഉമ്മർ ഒരു ദിവസം പോയിട്ട് പ്രവാചകന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഉമ്മർ ആകെ വിഷമിച്ചിട്ട് പറഞ്ഞു ഞാൻ നശിച്ചു പോയി എന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ സംഭവം, മൂപ്പരുടെ ഭാര്യയുമായിട്ട് പിന്നാമ്പുറത്തൂടെ കയറി. അപ്പോ ഉമ്മർ ഇത് കേട്ടിട്ട് മുത്ത് പറഞ്ഞു, മുത്തിനോട് ഇത് കാര്യം പറഞ്ഞപ്പോൾ മുത്ത് ആദ്യം ഉത്തരം പറഞ്ഞില്ല. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പര് ആയത്തുമായിട്ട് വന്നു. അതാണ് സംഭവം. ഇങ്ങനെ ഒരേ കാര്യത്തിൽ ഇപ്പൊ വാഹിദി തഫ്സീറിന്റെ കാര്യം പറഞ്ഞു. വാഹിദി തഫ്സീർ എന്ന് പറഞ്ഞത് ആണ് അസ്ബാബുൻ നുസുൽ, അവതരണ പശ്ചാത്തലം എന്ന് പറഞ്ഞ് പലപ്പോഴും ഉദ്ധരിക്കാറില്ല. ഇതിനകത്ത് 3 സാഹചര്യം ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് ആ ഒരു തഫ്സീറിന്റെ ഇടയിൽ. അപ്പൊ ഇത് നമ്മൾ പറയുമ്പോൾ ഈ ആശയം എങ്ങനെയാണ് എല്ലാ കാലത്തേക്കും ബാധകമാകുന്നതെന്ന് ഈസു കരുതുന്നത്? കാരണം എല്ലാ കാലത്തേക്കും ഇവരൊന്നും ഇല്ലല്ലോ. അല്ല ഇസ്ലാമിൽ ഗുദഭോഗം എന്നുള്ളത് ഇസ്ലാമിൽ ഹറാമാണ്. ഇസ്ലാമിൽ ഗുദഭോഗം ഹറാമാണ്. അത് ഏത് ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാലും ഗുദഭോഗം ഹറാമാണ്. രണ്ടാമത്തത് ഞങ്ങളോടല്ലോ പറയേണ്ടത്, അത് നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. നമുക്കിപ്പോ ഈ പൊസിഷനിൽ നിങ്ങൾ ഏത് പൊസിഷൻ ചെയ്യണമെന്ന് നിങ്ങളുടെ താല്പര്യം. പക്ഷെ ഇത് ഇവിടെ പ്രശ്നം അഡ്രസ് ചെയ്യുന്നതാണ് ഈ ആയത്ത്. നിങ്ങൾ ജൂതന്മാര് ഗുദഭോഗം ചെയ്തപ്പോൾ അത് പാടില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ആയത്താണ്. അതായത് ബാക്കിയുള്ള ഏത് ഭാഗത്തിലൂടെയും നിങ്ങൾ അതെവിടെയാണ് ആയത്തിൽ പറയുന്നത്? ഈ ആയത്തിൽ എന്താണ് പറയുന്നതെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരിൽ പ്രവേശിക്കാം എന്നല്ലേ ഈ ആയത്തിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഉദ്ദേശിച്ച രൂപത്തിൽ നിങ്ങൾ ചെന്നോളി എന്നാ പറയുന്നത്. അങ്ങനെയല്ല. സോ കം ടു യുവർ tillage, that is the specified place, the front part, as in whichever way you wish, whether standing up, sitting down, lying down, from the front or the back. This was revealed in response to the Jews. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് പാക്കിലൂടെ കയറരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു സെക്കൻഡ്. ഇസുവിന് ഇസ്ലാമിൽ തൊടഭോഗമുള്ള കാര്യം അറിയോ? ഇസ്ലാമില്ല. ഈ ഭോഗം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇസ്ലാമിൽ തൊടഭോഗം ഉണ്ടോ ഇല്ലേ? ഇസ്ലാമിൽ തയ്യിങ് എന്ന് പറയുന്ന ഒരു സാധനം അറിയോ? നിങ്ങൾ പറയൂ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഇസ്ലാമിന്റെ കാര്യം ഇവിടെ ഫൈറ്റ് ചെയ്യാൻ വന്ന ആളല്ലേ, നിങ്ങൾ ഇത് പറയൂ. ഇസ്ലാമിൽ തയ്യിങ് ഉണ്ടോ ഇല്ലേ അറിയോ? തൊടഭോഗം ഉണ്ടോ ഇല്ലേ അറിയോ?
തൊടഭോഗത്തിന് എന്താണ് പ്രശ്നം? നിരീശ്വരവാദികൾ തൊടഭോഗം ഉണ്ട്. പോയിട്ട് അമ്മയെ വരെ സെക്സ് ചെയ്യുന്ന ആളുകളുടെ അത് നിരീശ്വരവാദികൾ. അത് ഞങ്ങൾ ആദനബിയുടെ ഹൗവയുടെയും പാത സ്വീകരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങളത് അല്ല, ചെയ്യുന്നത്. നിങ്ങൾ അമ്മയെ പരസ്യമായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങളിത് പറയും, തൊടഭോഗം ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ? തൊടഭോഗം ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ? അറിയോ? ഇസ്ലാമിൽ തൊടഭോഗം ഉണ്ടോ ഇല്ലേ? ഇസ്ലാമിൽ എൻ്റെ തൊടഭോഗം ഉണ്ടെങ്കിൽ എന്താണ് പൊന്നുകോയ കേൾക്കൂ, ഇസ്ലാമിൽ തൊടഭോഗം ഉണ്ടോ പ്രശ്നം? ഇല്ലേ? തൊടഭോഗം ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? സ്വന്തം ഭാര്യയല്ലേ തൊടഭോഗം ഉണ്ടോ ഇല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. പ്രശ്നം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ലല്ലോ ഞാൻ ചോദിച്ചത്. തൊടഭോഗം ഉണ്ടോ ഇല്ലേ? തൊടഭോഗം ഉണ്ടോ ഇല്ലേ? നിങ്ങൾ പറയൂ, ഇസ്ലാമിൽ തൊടഭോഗം ഉണ്ടോ ഇല്ലേ? എന്താണ് പ്രശ്നം? ഇസ്ലാമിൽ തൊടഭോഗം ഉണ്ടോ ഇല്ലേ? ഇസ്ലാമിൽ അടിമഭോഗം ഉണ്ടോ ഇല്ലേ? ഇസ്ലാമിൽ അടിമഭോഗം ഉണ്ടോ ഇല്ലേ? ഇസ്ലാമിൽ വേശ്യാവൃത്തി ഉണ്ടോ ഇല്ലേ? നിങ്ങൾ പറയും. ഇസ്ലാമിൽ വേശ്യാവൃത്തി, മുത്തക കല്യാണം എന്താണ്? മുത്തക കല്യാണം എന്താന്ന് പറയും? മുത്തക കല്യാണം എന്താന്ന് പറയും? മുത്തക കല്യാണം എന്താന്ന് പറയും? എന്താണ് മുത്തക കല്യാണം? എന്താണ് മുത്തക കല്യാണം എന്ന് പറയും? നിങ്ങൾ ഇസ്ലാമിൽ മുത്തക കല്യാണം എന്താന്ന് പറയും? സ്വന്തം അമ്മയെ മറ്റുള്ളവരെ കാഴ്ചവെക്കാൻ പറ്റുമോ? പറ്റും. അത് ഞങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങൾ ആദനബി ഹവ്വാ ബീവിയുടെ പാത പിന്തുടർന്നുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യാറുണ്ട്. അതവിടെ കഴിഞ്ഞു. ഇനി നിങ്ങളിത് പറയൂ, ഇസ്ലാമിൽ മുത്തക കല്യാണം എന്താന്ന് പറയും? ഇസ്ലാമിൽ മുത്തക കല്യാണം എന്താന്ന് പറയും? ഇസ്ലാമിൽ മുത്തക കല്യാണം എന്താന്ന് പറയും? ഇസ്ലാമിൽ നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയാതെ കടന്ന് ഉരുണ്ട് കഴിഞ്ഞാൽ നമ്മളിത് കഴിഞ്ഞു. നമുക്ക് പിന്നെ അതാ പറഞ്ഞേ, നമ്മൾ പറഞ്ഞല്ലോ ഞങ്ങൾ ആദം നബിയുടെ ഹവ്വാ ബീവിയുടെ മക്കളുടെയും ആ അമ്മ പെങ്ങൾ ഭോഗം മാതൃകയാക്കുന്ന ആളുകളാണ്, സമ്മതിച്ചു. ഇനി നിങ്ങൾ പറയൂ, ഇസ്ലാമിൽ മുത്തക കല്യാണം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയൂ? ഇസ്ലാമിൽ മുത്തക കല്യാണം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളെ പറയേണ്ടത്. നിങ്ങൾ പറയൂ, എന്താ സാധനം എന്ന് പറയൂ. ഞാൻ ചോദിക്കട്ടെ, നിരീശ്വരവാദത്തിൽ പെഡോഫീലി ഉണ്ടോ? നിങ്ങൾ പറയൂ എന്താണ്? ഏത് ഫീലിംഗ് ആണ്? ഏത് ഫീലിംഗ് ആണ്? ആ ഫീലിംഗ് ഒന്ന് പറഞ്ഞു. നിരീശ്വരവാദത്തിൽ പെഡോഫീലി ഉണ്ട്. Then why you support pedophilia? 6 വയസ്സുള്ള ആദ്യം എതിർക്കൂ, എന്നിട്ട് ഇസ്ലാമിലെ കാര്യത്തെ എതിർക്കാൻ വരൂ. അതാ പറഞ്ഞത്. നമുക്ക് അപ്പൊ നമ്മള് 6 വയസ്സുള്ള കുട്ടീനെ കെട്ടുന്നത് കുഴപ്പമില്ല. അപ്പൊ ഏതാണ് നിങ്ങൾ ഫീൽ ചെയ്യാ? ഇപ്പൊ ജനിക്കാത്ത കുട്ടീനെ കെട്ടുന്നതാണോ ഈ പെഡോഫീലിയ? 6 വയസ്സുള്ള കുട്ടിയെ പിന്നെ കസ്തൂർബ ഗാന്ധിയെ 14 വയസ്സിൽ ഗാന്ധിച്ചു കെട്ടിയത് നിങ്ങൾക്ക് കുഴപ്പമില്ല. 6 വയസ്സുള്ള കസ്തൂർബ ഗാന്ധി ഉസ്വത്തുൽ ഹസനയാണ് ഗാന്ധിജി. അതുകൊണ്ടാണ് നമുക്കൊരു സാധനം കേട്ട് കളയാം. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ. ആദം ഹവ്വ കുടുംബം, അവരുടെ ആ മാതൃകയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിത് ഇസ്ലാമിലെ പ്രോസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമുക്ക് ക്രിസ്ത്യൻ പ്രിൻസ് കുറച്ച് ക്ലാസ് എടുത്തു തരും, ഒരു ക്രിസ്ത്യാനിയുടെ വക. Now, you said to me when we were talking about Ibn Kathir and killing Christians, കേൾക്കുന്നുണ്ടോ? you said to me there's no single verse in the Quran was abrogated കേൾക്കുന്നുണ്ടോ? by Muhammad. Is that correct? കേൾക്കാം. കേൾക്കാന്നേ, നിങ്ങൾ ആര് പറഞ്ഞാലും എന്താ, നിങ്ങൾ വിമർശനം പറഞ്ഞത് കേൾക്കാന്നേ. അത് ശരി, ക്രിസ്ത്യാനി പറഞ്ഞു കേൾക്കൂല എന്ന് പറയാൻ എന്താ? അവരും ഈ പറയുന്ന സാധനം ഇതല്ലേ? ഇസ്ലാമിൽ നിന്നും വിട്ട് ക്രിസ്ത്യാനിയായ ആളാണ്. അത് കേക്ക്. നിങ്ങൾ ഇതിനെ ഈ രോഷം കൊള്ളണം എന്തിനാ? ഇത് കേട്ടാ എന്താ കുഴപ്പം? എനിക്ക് കേൾക്കുന്നില്ലല്ലോ. Because my wife is gonna kill me. This is not the question. This is not because of. No, I don't believe. Mut'a is not. No, it's filthy. It's like okay, to so me, Mut'a sounds like a prostitution business. Okay, thank you. I respect your honesty. You agree that this is a prostitution. So why Allah allowed the Mut'a? Because Mut'a is ujra. It's for you pay money for it. Exactly. Okay. It's not a free service. It's you pay somebody to have sex. This is what Mut'a means. Exactly. Actually, even Muslim scholars agree that this is about renting a woman, musta'jara. Yeah. Okay. So why Allah He allow you? You just said it's prostitution. Why Allah He allow you to rent women? All I have been trying to do all these years in my life, convincing myself at probably a different time of life. But no, you see, why did Moses allow people to do mut'a before Muhammad? Moses is a lot older. Did Jesus allow mut'a? No. I mean, that's not
That's not a reason. I mean, if we want to find reason, we can find reason for anything. Like you might say to a man who is a rapist, "Why you rape this woman?" "Oh, she was wearing a short skirt." But that will not change the fact that you are a rapist, correct? If you ask him, he's a thief. "Why you stole?" "Oh, this guy he have a lot of money," but still you are a thief. You know, this is not excuse. Look what it says here. This is your Muslim website, and those are your scholars saying that Muslim women, when she have the contract of mut'ah, in some works, a special terms applied. Women who practice mut'ah, musta'ajara, or rented women. Mut'ah is considered as a kind of rental because in general, a man's basic aim of this kind of marriage is sexual enjoyment of the women. And in the return of his enjoyment of the women, he pay money, as you say. All right? So you agree, the scholars of the Muslim agree that this is a rental. Now, was the mut'ah abrogated by Allah? Yes. Where? Should have been. Because the Sunni is not doing it anymore. Only the Shia. No problem. Okay, but I'm asking people still doing it. Shias doing it in Yemen and Iran. You remember, my friend, you said to me, show me where Muhammad he abrogated the mut'ah. This is in the hadith. You said to me, show me where the hadith abrogate the Quran. The hadith abrogate the Quran. Here we go to the hadith. If this is correct, it goes into a form of cult, because a personal cult, not even a cult, a personal, very, very personal cult, because a man cannot bypass a God's order. All right. Simple as that. Well, you see, when you called me in the beginning, you said, why you... But show me the hadith, please. Okay, no problem. You know, you are watching for long, I think, already, and you noticed that I never said something without proof. And I'm doing the same with you, the same as I do with everybody. Sahih Muslim, hadith number 1406. You see it? The page? All right. The Messenger of Allah said, "O people, I had permitted you to contract mut'ah with women, but Allah forbid it now until the day of resurrection." Where he forbid it? There's no Quran. Muhammad is Allah. Remember this verse. Muhammad is Allah. Abrogate mut'ah. There's no verse abrogating mut'ah. This is hadith. Only Yes, yes. I have, my friend, 2 years ago, I have confronted an imam, a very, very big imam in London, okay? And he gave Surah Nur ayat 33. He said that that action, that mut'ah was abrogated in the Quran. Where? Before Muhammad. Where? Surah Al-Nur ayat 33. 33. Okay, 33. All right. Sorry. Okay. So how this is abrogating the mut'ah? Actually, this verse alone should make you leave Islam. This verse legalize prostitution. No. Yeah. Read with me. 1 second. Read with me carefully. It says, "But force not your slaves for prostitution when they desire chastity, in order that you make gain in the goods, which mean make money of this life. But if any of you compels them, yet after that, Allah is all merciful and forgiving." So what the Quran is saying, and I think you speak Arabic, you speak English, so it's very clear that if they agree with you, you can do prostitution. Force them not. Force them not to do prostitution. He did not say prostitution is forbidden. ഇത് ഒരു സെക്കൻഡ്, ഇസു പോയോ? അത് ശരി, വണ്ടി വിട്ടു, സാറില്ല. അപ്പോൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ജബ്ബാർ മാഷ് ഖുറാൻ ക്ലാസ്സിൽ ഏറ്റവും ഒടുവിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഖുറാൻ ക്ലാസ്സിൻ്റെ നമ്പർ ഞാൻ ഓർക്കുന്നില്ല. ഈ വിഷയമാണ് അതിനകത്ത് ഞെട്ടിക്കുന്ന ചില ഖുറാൻ ആയത്തുകൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം. അത് പോയി കണ്ടാൽ മതി. ഇതേ വിഷയം തന്നെയാണ് അതിനകത്ത് കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാം, അതായത് നിങ്ങളുടെ അടിമ സ്ത്രീകളെ നിങ്ങൾക്ക് പ്രോസ്റ്റിറ്റ്യൂഷന് നിർബന്ധിക്കാൻ പാടില്ല ഇഫ് ദേ ഡിസയർ ഫോർ ചാസ്റ്റിറ്റി. അതേസമയം
നിങ്ങൾ നിർബന്ധിച്ച് അവർ വഴങ്ങുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. കാരണം എന്താണ്, പടച്ചോൻ എല്ലാം പുറത്ത് തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാശിന് വേണമെങ്കിൽ അവരെ, അതായത് മുസ്ലിങ്ങൾക്ക് വേണമെങ്കിൽ അടിമയെ വെച്ച് പിമ്പായി നടക്കാം. ഇത് തന്നെയാണ് അവിടെ പറഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ വെച്ചിട്ടാണ് ബാക്കിയുള്ള ആളുകൾ അളക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഇസൂനെ പോലെയുള്ള ആളുകൾ, വിശ്വാസികളായിട്ടുള്ള ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് പറയുന്നത്, നിങ്ങൾ ഈ അമ്മയും പെങ്ങളെ പൊക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആദനബി മുതൽ നബിമാരങ്ങോട്ട് എയറിലേക്ക് കയറാൻ തുടങ്ങും. വാലേ കയറും. അതാണ് ഉണ്ടാവുമ്പോൾ ഇങ്ങ അറ്റത്ത് നമ്മളുടെ അന്ത്യപ്രവാചകൻ്റെ അന്ത്യകൂദാശ വരെ നമ്മളിവിടെ നടത്തിക്കളയും. അപ്പോൾ അതുകൊണ്ട് വെറുതെ എടുത്താൽ പൊങ്ങാത്ത പണിക്ക് വരരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതെ, വന്നിട്ടുണ്ട്. ഇസൂന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ട്? ആഡ് ചെയ്യില്ലെങ്കിൽ ബാക്കി കേൾക്കാം. അടിമോഹം എന്ന് പറയുന്നത് ആ നൂറ്റാണ്ടിൽ എല്ലാ കാലഘട്ടത്തിലും എല്ലാ ആളുകളും ചെയ്തിരുന്ന ഒന്നാണ്. അത് ഇസ്ലാം മതം മാത്രമായിരുന്നു. ഒരു സെക്കൻഡ്. അടിമഭോഗം ഇസ്ലാമിൽ ഹലാലാണോ ഹറാമാണോ? ഇസ്ലാമിൽ ഇപ്പോൾ പറ്റില്ല. ഇപ്പോൾ പറ്റില്ല എന്ന് ഇസ്ലാമിലെ ഏതായത്ത് പ്രകാരമാണ് നിങ്ങൾ പറയുന്നത്? ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ അടിമ സമ്പ്രദായം ഇസ്ലാം എന്തായിട്ടുണ്ട്, അത് തുടച്ചു നീക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഒരു മണ്ണാങ്കട്ടയും ചെയ്തിട്ടില്ല. മുഹമ്മദ് നബി മരിക്കുമ്പോൾ മുഹമ്മദ് നബിക്ക് എത്ര അടിമ ഉണ്ടാവും എന്ന് പറയാം? മുഹമ്മദ് നബി മരിക്കുമ്പോൾ അടിമ ഉണ്ടോ ഇല്ല എന്നല്ല വിഷയം. ഇസ്ലാം അത് വിലക്കിയിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നബിക്ക് അടിമ ഉണ്ടാവാൻ പാടില്ലല്ലോ. മുഹമ്മദ് നബി മരിക്കുമ്പോൾ മുഹമ്മദ് നബിക്ക് അടിമ ഉണ്ടാകാൻ പാടില്ല. മുഹമ്മദ് നബി അന്ത്യപ്രവാചകനാണ്. മുഹമ്മദ് നബി മരിക്കുന്ന സമയത്ത് മുഹമ്മദ് നബിക്ക് അടിമയുണ്ടായിരുന്നു. കേൾക്കൂ. മുഹമ്മദ് നബി മരിക്കുന്ന സമയത്ത് മുഹമ്മദ് നബിക്ക് അടിമയുണ്ടായിരുന്നു. മുഹമ്മദ് നബിയുടെ മുന്നിൽ വെച്ച് അടിമയെ വിമോചിപ്പിച്ച വാർത്ത കേട്ടപ്പോൾ അവരെ തിരിച്ചു വിളിച്ച് വീണ്ടും അടിമയാക്കിയിട്ടുള്ള ഹദീസ് വരെ ഉണ്ട്. വേണം, അണ്ണാക്കിലേക്ക് വേണിയിട്ട് തരാം. വേണം. ഇസൂന് ആയത്തൊന്നും അറിയില്ല. ഇസൂനെ ആയത്തൊന്നും അറിയില്ല. ഇസൂന് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും അടിമ സമ്പ്രദായമുണ്ട്. എവിടെയാണ്? ഇന്ത്യയിലെ ഏത് ഭാഗത്താണ്? നിങ്ങൾ പറയൂ. നിങ്ങൾ പറയുന്നത് ഏറ്റവും മികച്ച മാതൃക, ഈ ധാർമ്മികതയുടെ സാധനം ഇറക്കി വെച്ചിരിക്കുന്നത് ഇസ്ലാമാണെന്നല്ലേ നിങ്ങൾ പറയും. നിങ്ങൾ പറയൂ, ഇസ്ലാമിൽ അടിമഭോഗം ഹലാലാണോ ഹറാമാണോ? ഇസ്ലാമിൽ അടിമഭോഗം ഹലാലാണോ ഹറാമാണോ? അന്നത്തെ കാലത്ത് പറ്റുമായിരുന്നു. ഇന്ന് പറ്റില്ല എന്ന് പറയാനുള്ള ആയത്ത് ഏതാന്ന് പറയൂ. നിങ്ങൾ അത് കാണിച്ചു തന്നതേ ഞാൻ ഇപ്പൊ കലിമയല്ലോ. ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കലിമയിലും, ജാസിമും കലിമയിലും, പോക്കിരിയും കലിമയിലും. കലിമയിലും അല്ലേ പോക്കിരി? ഞാൻ തൊപ്പി വെച്ചത് തസ്ബീ മാല വരെ എടുത്ത് വെച്ച. എവിടെ പോയി മാല? അതെ, ഞാൻ ഒരു പുസ്തകം എടുത്ത് വെച്ചിട്ടുണ്ട്. വേഗം എടുത്തോ. തൽക്കാലം ജൂതന്റെ തൊപ്പിയാണ്. തൽക്കാലം ക്ഷമിക്കാം. പറയൂ. നിങ്ങൾ പറഞ്ഞത് അപ്പൊ ഓൺ ദ സ്പോട്ട് കലിമയാണ്. പറഞ്ഞു. ഏതായത്ത് പ്രകാരമാണ് ഇസ്ലാമിൽ അടിമ വെക്കുക, അടിമഭോഗം ഹറാമാണെന്ന് നിങ്ങൾ പറയുന്നത്? ഒന്ന് കാണിച്ചു, ഒരെണ്ണം കാണിച്ചത്. എപ്പോ കലിമയല്ലോ? പറഞ്ഞോ. ആയത്തങ്ങ് കാണിച്ചത് കലിമയാണ്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, കളയരുത്. പറഞ്ഞത് കലിമയാണ്. പറഞ്ഞോ. നിങ്ങളെ തൊള്ളപടായി നിർത്തിയിട്ട് ആയത്തെടുക്കുക. നിങ്ങൾ ചോദിച്ചതിന് നമ്മൾ ആയത്താണ് കാണിച്ചത്. നിങ്ങൾ ചോദിച്ച സംഗതികൾക്ക് ഹദീസാണ് കാണിച്ചത്. നിങ്ങൾ ചോദിച്ച സംഗതികൾക്ക് തെളിവുകളാണ് നമ്മൾ കാണിച്ചത്. നമ്മൾ ചോദിക്കുന്ന സംഗതികൾക്ക് നിങ്ങൾ ആയത്ത്, തെളിവ്, ഹദീസ് ഇത് വെക്കുക. തൊള്ളപടായി നിങ്ങൾ വീട്ടിൽ നടത്തുക. ഓക്കെ. നിങ്ങൾ പറഞ്ഞത് അഷ്ഹദു. അതാ ആയത്തങ്ങ് പറഞ്ഞോ. തെളിവും കിട്ടോ? ആയിക്കോട്ടെ, ആ തെളിവും കിട്. നിങ്ങൾ തെളിവെടുക്കുന്നേ. നിങ്ങൾ തെളിവെടുക്കുക. അഷ്ഹദു. അതിപ്പോ പറയും. കലിമ ചെല്ലാൻ വേണ്ടി മുട്ടി നിൽക്കുകയാണ് എനിക്ക്. വേഗം പറ. മരണം തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുന്നേ കലിമ ചെല്ലണം എന്നാണ് പടച്ചോൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് മുന്നേ നിങ്ങൾ തെളിവ് വന്ന് ഇപ്പൊ കലിമയല്ലോ. വേഗം പറഞ്ഞോ. ഇതേ അടിമമോചനം ഇന്നില്ല. അതുകൊണ്ട് അടിമഭോഗം ഇസ്ലാമിൽ ഹലാലാണോ ഹറാമാണോ? ഇപ്പൊ പറ. എന്തായാലും നമുക്ക് സമയം കളയുന്നില്ല. സമയം കളയില്ല. നിങ്ങൾ ഏതായാലും ശരി. അടിമഭോഗത്തിലാണ് നമ്മളുടെ ജീവിതം. കാരണം ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഏതായാലും നമ്മളിവിടെ കണ്ടു. നിങ്ങൾക്ക് ഇനി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ജബ്ബാർ മാഷുടെ ഖുർആൻ ക്ലാസ് കാണാം. ഇനി അതുമല്ല, ഇനി അത് ജബ്ബാർ മാഷോട് എന്തെങ്കിലും വിരോധമുള്ള ആൾ, ഇനി മലയാളം അറിയാത്ത ആളുകളാണ്, ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ക്രിസ്ത്യൻ പ്രിൻസിൻ്റെ വീഡിയോസ് ഉണ്ട്, അപ്പോസ്റ്റേറ്റ് പ്രോഫറ്റിൻ്റെ വീഡിയോസ് ഉണ്ട്, അങ്ങനെ പല ആളുകളുടെയും വീഡിയോസ് ഉണ്ട്. ഓക്കെ, ബ്ലറായി. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇനി ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഗൂഗിൾ എടുത്തിട്ട് അടിക്കാം ഇസ്ലാമിലെ ഇതിൻ്റെയൊക്കെ കള്ളക്കഥകൾ എന്തൊക്കെയാണെന്നുള്ളത്.
എല്ലാ സാധനവും നിങ്ങൾക്ക് വെളിച്ചത്ത് കിട്ടും. അപ്പോൾ അതറിയാം. ഇവിടെ കണ്ടില്ലേ ഈ പറഞ്ഞ കൃഷിയിടം എന്ന് പറഞ്ഞ് എന്തോ ബ്യൂട്ടിഫുൾ സാധനമാണെന്ന് പറഞ്ഞു വന്നതിൻ്റെ തനിനിറം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമ്മളിവിടെ കണ്ടു. നിങ്ങൾക്ക് മലന്നോ കിടന്നോ പിന്നീന്നോ മുന്നീന്നോ എങ്ങനെ വേണമെങ്കിലും പൂശാന്ന് പറഞ്ഞ സാധനം അവിടെ ഇരിക്കെ അതെടുത്ത് വെച്ചിട്ട് എത്ര മനോഹരമായ ഉപമയാണ് കൃഷിയിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ സാധനം തരുന്നു എന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങ് ഗ്ലോറിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് സാഹിത്യ അക്കാദമി പുരസ്കാരമൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. പക്ഷേ യഥാർത്ഥത്തിൽ അതെന്താണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ കല്ലെടുത്തെറിയും. അതാണ് ഉണ്ടാവുക. സോ നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം, സമയം കളയാനില്ല. ഓക്കെ, മൂവിങ് ഫോർവേഡ്. യെസ്, അടുത്ത ആള് ബിൻ ഖാദർ. പറയൂ ബിൻ ഖാദർ. ആദ്യമായിട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറയൂ 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 പറയൂ. കേൾക്കുന്നില്ല. അടുത്ത ആള് അപ്പോസ്റ്റേറ്റ്. ആദ്യമായിട്ടാണോ? ആ, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? യാ, നമസ്കാരം. ഞാനൊരു എക്സ് മുസ്ലിം ആണ്. വെൽക്കം ടു ദ ക്ലബ്. കുറെ നാളായിട്ട് കുറെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ആരിഫിന്റെ വീഡിയോസ് കണ്ടിട്ടാണ് മെയിൻ ആയിട്ട് അത് എനിക്ക് തന്നെ എന്നോട് തന്നെ സമ്മതിക്കാൻ പറ്റിയത്. ഓഹോ, അങ്ങനെയുണ്ട്. അന്നേരം ഒരു കൈയടി കൂടി കൊടുത്തോട്ടെ കേട്ടോ. ഒരു എനിക്കാരും കൈയടി തരാറില്ല, അതുകൊണ്ട് ഞാൻ തന്നെ കൈയടി. ആ മതി, അധികമാക്കണ്ട, പറഞ്ഞോളൂ. വളരെ നന്ദി. കുറെ കാര്യങ്ങള് എനിക്ക് കുറെ നാളായിട്ട് വിളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇങ്ങനെ പബ്ലിക് സ്പീക്കിംഗ് ഭയങ്കര സ്വയം പേടിയുള്ള സംഭവമാണ്. ഇങ്ങനെ സംസാരിക്കാന് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതായിരുന്നു. അതിപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ച് ഇങ്ങനെ പറയാന്ന് വിചാരിച്ച് വിളിച്ചതാണ്. പിന്നെ എനിക്കൊരു ഡൗട്ടും ചോദിക്കണമെന്നുണ്ട് മറ്റേ അറബിക് മുൻസിനോട്. ഓക്കെ, പിന്നെ ഈ ആരിഫ് ഹുസൈന്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ കുറെ ഇങ്ങനെ ഈ വിമർശിക്കാൻ ഓരോന്ന് പഠിക്കണതും സ്വന്തം ഇസ്ലാം തന്നെ പഠിക്കാന് തോന്നിയത് അതിന് ശേഷമാണ്. അപ്പോഴാണ് ഓരോന്ന് മനസ്സിലാവും. അപ്പൊ മുമ്പ് പറഞ്ഞ പോലെ മറ്റേ ബാംഗ്ലൂർ ഡേയ്സിൽ കത്ത് രണ്ടാമത് വായിക്കുമ്പോ മാറിയിരുന്ന പോലെ അതുപോലെ കാഴ്ച കാണും. ആ സംഭവമൊക്കെ എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട് പറഞ്ഞപ്പോ. മറ്റേ ഞാൻ പണ്ട് മറ്റേ മുഹമ്മദ് ദ ലാസ്റ്റ് പ്രൊഫറ്റ് എന്ന് പറഞ്ഞ ഒരു കാർട്ടൂൺ മൂവിയൊക്കെ ഉണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അപ്പം മുമ്പ് മദ്രസയിൽ കഥകളൊക്കെ കേൾക്കുമ്പോ ആ രീതിയിലായിരുന്നു എന്റെ മനസ്സിൽ വരിക. ഇപ്പൊ മറ്റേ നബി അസ്ലി കാണിക്കുന്ന വീഡിയോസ് പോലെയാണ് ഇപ്പൊ മനസ്സിൽ വരിക. ഓരോന്ന് സെയിം സാധനങ്ങൾ പിന്നെയും വായിക്കും. നബി അസ്ലി കാണാറുണ്ട് അല്ലേ? അതൊരു വണ്ടർഫുൾ ചാനൽ വഴിയാണ് കണ്ടത്. ഓ, ശരി. പിന്നെ ഈ അറബിക് മുൻഷി ഇപ്പൊ ഞാന് നിങ്ങളുടെ ലൈവ് പലപ്പോഴും കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ കേട്ട് വന്നപ്പോ പറഞ്ഞിരുന്നത് കേട്ടത് കൊണ്ട് അതിനെ പറ്റി ഒന്ന് ചോദിക്കാണ്. ഈ ഖുറാനില് മറ്റ് മതങ്ങളിലെ വേർഡ്സ് യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞില്ലേ? അതില് മറ്റ് മതങ്ങളിൽ അവരുടെ ഭാഷയിലുള്ള വേർഡ്സ് അതേപടി യൂസ് ചെയ്യും, ഖുറാനിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതിലിപ്പോ മസീഹിനെ പറ്റി പറഞ്ഞപ്പോ ജീസസ് ക്രൈസ്റ്റ് ഇസ്ലാമിന്റെ കോൺടാക്ട് മസീഹ് അല്ലാന്ന് പറഞ്ഞില്ല. അപ്പൊ അതിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇസ്ലാമിൽ അവസാനം പറയുന്നത് ഇത് തന്നെയല്ലേ എന്ന് പറഞ്ഞാൽ ഈസ ലാസ്റ്റ് വരും. അപ്പൊ ഇസ്ലാമിന്റെ കോൺടാക്റ്റിൽ അത് കറക്റ്റ് തന്നെയല്ലേ? അതൊരു ഡൗട്ട് ഉണ്ട്, ഒന്ന് ചോദിക്കാൻ വേണ്ടി തോന്നിയതാണ്. അവസാനം വരുന്ന വോയിസ് കട്ടാവുന്നുണ്ടോ? വോയിസ് അല്ല, ഓഡിയോ അല്ല, വീഡിയോ ജസ്റ്റ് ഒന്ന് ജാക്ഡായി. കുഴപ്പമില്ല. എന്റെ പ്രശ്നമാണോ ആരിഫിന്റെ സൈഡിൽ നിന്നാണോ? അവിടുന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ. ഇതിനകത്ത് പക്ഷെ ഓക്കെ, ഇതിനകത്ത് അന്തിക്രിസ്തു ഓക്കെ ആ സമയത്ത് പുള്ളി വരുന്നുണ്ട്, ദജ്ജാല് ഓക്കെ, ഫൈറ്റ് ഒക്കെ ഉണ്ട് അവസാനം, അതൊക്കെ. പക്ഷെ ഈ മിശിഹ എന്നുള്ള പ്രയോഗം അവസാന കാലത്ത് വരുന്നതിലാണോ ക്രിസ്ത്യാനിത്തിനകത്ത്? അതുകൊണ്ടാണോ അവിടെ മിശിഹ പഠിക്കുന്നത്? അല്ലല്ലോ, മിശിഹ എന്നുള്ളത് അപ്പൊ അവസാനം നമ്മളെ സേവ് ചെയ്യാൻ വരുന്നത് ജീസസ് ക്രൈസ്റ്റ് എന്നല്ലേ ഇസ്ലാമും പറയുന്നത്. അങ്ങനെ ഒരു ഡൗട്ട് വന്നു. ഈ സംഭവത്തിന് വേറെ വല്ല എക്സാമ്പിൾ ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ മനസ്സിലാക്കിയത് മിശിഹ എന്ന് പറയുന്നത് ഇവരുടെ അതായത് യേശു വരുന്ന കാലഘട്ടത്തിൽ, ജനിച്ചു വളർന്ന കാലഘട്ടത്തിൽ അവിടെ വന്നത് കൊണ്ട് മിശിഹ ആയെന്നുള്ളതാണ്. അല്ലാതെ അവസാന കാലഘട്ടത്തിൽ വരുന്നോണ്ട് പിന്നെയും വരുന്നോണ്ട് മിശിഹ ആയതാണോ? അതിലെനിക്ക് സംശയമുണ്ട്.
അത് അറിയില്ല, ഞാൻ ജസ്റ്റ് ഒരു തമാശക്ക് ചോദിച്ചതെന്നേ ഉള്ളൂ. ആ എനിക്കത് ഇനിയിപ്പോ ക്രിസ്ത്യാനികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് അടിച്ചാൽ നന്നായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ മിസ് ചെയ്യാന്ന് വിളിക്കുന്നത്? അതെ, ഞാൻ ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിൽ കയറി വരാം. ഞാൻ എന്റെ ഫ്രണ്ടിനായിട്ട് ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി. ഞങ്ങളെപ്പോഴും ഇങ്ങനെ ഡിബേറ്റ് ചെയ്യാറുണ്ട് ഒരു റിലീജിയനെ പറ്റി. അവൻ ക്രിസ്ത്യനാണ്, പക്ഷെ അവന്റെ എന്താ പറയാ വിശ്വാസത്തിലും കുറെ പ്രശ്നങ്ങളുണ്ട്. മീൻസ് അവനും കുറെ ഡൗട്ട്സ് ഉണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിക്കും കുറെ നേരമൊക്കെ. അപ്പൊ ഇന്നിങ്ങനെ സംസാരിച്ചിട്ട് ഇതിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ജീസസ് ക്രൈസ്റ്റിന്റെ ടീച്ചിങ്സിനെ പറ്റിയും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ താങ്കളുടെ ശബ്ദം വളരെ കുറവാണ് കേട്ടോ, ഒന്ന് ഉയർത്തി സംസാരിക്കണേ. 1 മിനിറ്റും കൂടിയേ ബാക്കിയുള്ളൂ. അതെങ്കിലും ആളുകൾ പറയുന്നുണ്ട് കേൾക്കുന്നില്ല എന്ന്. നമ്മുടെയും ചെവിക്ക് ഭയങ്കര സ്ട്രെയിനാണ്. ഇപ്പൊ ഓഡിബിൾ ആണോ? ആ പറയൂ. ഓക്കെ. അല്ല, എനിക്ക് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ എന്നെ ഇങ്ങനെ എനിക്കിതൊക്കെ കാണിച്ചു തന്നത് ആരിഫാന്ന് പറയുന്നുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ ദാറ്റ്. ഓക്കെ, എനിവേ അത് അറിയിച്ചതിന് നന്ദി. നമുക്കൊരു പ്രചോദനമാണ് കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ അപ്പോസ്റ്ററ്റ് പറഞ്ഞത്, അതായത് മിശിഹ, ഞാനിപ്പോ ഗൂഗിൾ അടിച്ചു നോക്കിയാണ്. എന്തായാലും ഗൂഗിൾ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്, കുറെ കാര്യങ്ങൾ ലിങ്ക് ഉണ്ട്, അതുകൊണ്ട് പല അഭിപ്രായങ്ങൾ അറിയാൻ പറ്റും. ഈ സേവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കുരിശിൽ മരിച്ചു, അതാണ് സേവിങ്, അല്ലാതെ വേറെ ഏത് സേവിങ് ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. വേറെ ഇല്ല, രണ്ടാമത് തിരിച്ചു വരും എന്നുള്ളൊരു വിശ്വാസം, യേശു വരും, അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. കുരിശിലേറി എന്നല്ലേ ഉള്ളൂ. 3-ാം നാൾ ഇല്ല, ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ വിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഇസ്ലാമിന്റെ കോണ്ടെക്സ്റ്റിൽ അത് വേണമെങ്കിൽ റൈറ്റ് ആവാം എന്ന് പറഞ്ഞിട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ അവസാനം വന്നിട്ട് ആ വേർഡിന്റെ മീനിങ് മാറുന്നില്ലല്ലോ അവിടെ വന്നാലും, അത്ര ഉദ്ദേശിച്ചുള്ളൂ. അതെന്തായാലും ജസീം അത് ഹോംവർക്ക് ചെയ്യും, എന്നിട്ട് അടുത്ത ആഴ്ച വന്നിട്ട് നമുക്ക് വിശദമായിട്ട് പറയാം. അല്ലേ, ഈ വേർഡ് വന്ന വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ശബ്ദത്തിൽ ലാഗ് വരുന്നുണ്ട്. ഇല്ലടാ, അല്ല, ഈ മസീഹ് എന്നുള്ളത് ഇപ്പൊ ഞാൻ എന്റെ അഭിപ്രായമായിട്ട് പറഞ്ഞതല്ല. ഞാൻ വേറെ കുറെ ആൾക്കാർ ഇതിനെ കുറിച്ച്, ഈ ഖുറാന്റെ കോർപ്പസ്, ഈ ടെക്സ്റ്റ് പഠിച്ച ആൾക്കാർ, അവര് പറയുന്നത് മിശിഹ ഖുറാന്റെ കേസിൽ ശരിയാവില്ല. അതിനിപ്പോ അങ്ങനെ ആണെങ്കിൽ തന്നെ പ്രശ്നമാണ്. കാരണം ഈ അതൊരു തർക്കമുണ്ടല്ലോ, അന്ത്യപ്രവാചകൻ ആരാണ് ശരിക്കും? അങ്ങനെയാണെങ്കിൽ അന്ത്യപ്രവാചകൻ യേശു അല്ലേ? ഇതിപ്പോ വൈരുദ്ധ്യമാണ്. ഇപ്പൊ എനിക്കറിയില്ല, ഇനിയിപ്പോ അങ്ങനെ വല്ലതും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഫെർണോ ജോസഫ് പറയൂ. ഹലോ, ആദ്യമായിട്ടാണെന്നാണ് വിചാരിക്കുന്നത്, സംസാരിച്ചോളൂ. വെൽക്കം ടു ദ ഷോ. സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാ പെട്ടെന്ന് പറഞ്ഞോളൂ. ഒന്നുമില്ല, ജസ്റ്റ് ഞാനൊന്ന് വെറുതെ കയറിപ്പോ വണ്ടി ഓടിക്കുകയാണ്. അപ്പൊ ഫ്രീ ആയിട്ട് ശബ്ദമുണ്ട്, നമുക്ക് പിന്നീടാക്കാം. ഓക്കെ ശരി. വെറുതെ കേൾക്കുന്ന ആളുകൾ ഇവിടെ വന്നിരിക്കരുത് കേട്ടോ, വേറെ ആളുകൾക്ക് കയറാൻ കഴിയില്ല. ബിക്കോസ് ഇവിടെ സ്പേസ് കൺസ്ട്രെയിൻസ് ഉണ്ട്, അത് മനസ്സിലാക്കുക. ഇത് നമ്മളുടെ നിഹാലാണോ, മുന്നേ സംസാരിച്ചിട്ടുള്ള നിഹാൽ? അതെ, ഞാൻ തന്നെയാണ്. ഓക്കെ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. സോ ഞാനിപ്പോ വിളിച്ചത് എന്താന്ന് വെച്ചാൽ, ഞാനിപ്പോ ജോയിൻ ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാല്, ഞാൻ ഒരു റിലേഷൻഷിപ്പിലാണ്. ആരിഫിനെ അറിയാലോ, 1 year 1.5 years ഉണ്ടായിരുന്നു. ഒരു 2 months മുമ്പ് ബ്രേക്കപ്പ് ആയി. അത് അതിന് ശേഷം ഞാൻ ഇതാക്കിയില്ല. താങ്ക് യു. ഇത് നമ്മൾ ആഘോഷിക്കണം. തുല്യ ദുഃഖിതരാണ് നമ്മളൊക്കെ. പറഞ്ഞോളൂ. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ, ഞാൻ 2 മാസം ശേഷം ഞാൻ ഒന്നൊന്ന് ജസ്റ്റ് ഒരു വെൽനെസ് ചെക്കിന് വേണ്ടി ഞാൻ മെസ്സേജ് അയച്ചു. അപ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പേഴ്സൺ ആണ്. എനിക്ക് അന്ന് അറിഞ്ഞ ആളല്ല ഇപ്പൊ ഉള്ളത്. ഭയങ്കര വ്യത്യാസം എന്ന് വെച്ചാല്, ഒരു കോയിന്റെ രണ്ട് എക്സ്ട്രീംസിലേക്കാണ് പോയിരിക്കുന്നത്. ഇപ്പം എന്താന്ന് വെച്ചാൽ, അന്ന് ബംഗ്ലാദേശിന്റെ ഇഷ്യൂ വന്നപ്പോ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇതൊക്കെ എങ്ങനെയുള്ളതല്ലേ, എന്താണ് ഇതിന്റെ കുറിച്ച്. അപ്പം അതിനുശേഷം ഇപ്പൊ ഞാൻ മതവിരോധി, എനിക്കൊന്നും അറിയില്ല ഇസ്ലാമിനെ കുറിച്ച്. ഞാൻ അപ്പൊ അവളുടെ അടുത്ത് ചോദിക്കുന്നത് ഇതിന്റെ എക്സാമ്പിൾ എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്കറിയില്ല, വല്ല ഇമാമിനോട് പോയി ചോദിക്കുന്ന പറഞ്ഞിട്ട് കോൺവെർസേഷൻ ഷട്ട് ചെയ്യുന്നു. ഭയങ്കര ഡിഫറെന്റ് ഒരു റിയാക്ഷൻ ആണ്. ഒരു 2 months സ്പാനില് ഒരാളുടെ പേഴ്സണാലിറ്റി ഫുള്ള് ചേഞ്ച് ആയി. അപ്പൊ എനിക്ക് ജോക്സ് അപ്പാർട്ട്, ഇത് നമ്മൾ അന്ന് തന്നെ നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യമാണ് നമ്മൾ സംസാരിച്ചു പോകുന്നത്. അതെനിക്ക് അറിയാം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, എന്ത് പെട്ടെന്നാണ് ആൾക്കാർ ചേഞ്ച് ആവുന്നത് റിലിജന്റെ കാര്യം വരുമ്പോ.
മതം പഠിച്ചാൽ എനിക്ക് ഒന്നെങ്കിൽ പൊട്ടും അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആവും. ഓക്കെ, കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, ഡെക്കറേഷനും ഇല്ല. എനിവേ നിങ്ങളുടെ ജീവിതം വേസ്റ്റ് ആക്കരുത്. വീണ്ടും ടിൻഡറൊക്കെ ഉണ്ടല്ലോ അല്ലേ? ടിൻഡറൊക്കെ ഉണ്ടല്ലോ. അതെ, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് വെൽനെസ് ചെക്ക് ആയപ്പോൾ ഞാൻ പറഞ്ഞു അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. അറിഞ്ഞതിൽ സന്തോഷം എന്ന് പറയാൻ പറ്റാത്തൊരു വാർത്തയാണ്, എന്നാലും ഇല്ല അത് കുഴപ്പമില്ല, അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓക്കെയാണ്. കൈയടിച്ചതിൽ വിഷമമൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാ പിന്നെ ഞാൻ ജസ്റ്റ് പറഞ്ഞ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഒരു 2 മാസം സമയം കൊണ്ട് മനസ്സിലായി ചേഞ്ച് ആയ കാര്യം. ഓക്കെ, എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിക്കൂ, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓക്കെ. ഞാൻ എന്തായാലും ഒക്ടോബറിന് വരുന്നുണ്ട് കാലിക്കറ്റ്. അവിടെ കാണും. ഷുവർ. ഓക്കെ, ശരി എന്നാ. താങ്ക് യു. ഓക്കെ, ബൈ, ടേക്ക് കെയർ. അപ്പോൾ ഇതാണ് സംഭവം. ഇത് നമ്മൾ അന്ന് ഇതേമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു ചെറിയൊരു സാധ്യത നമ്മൾ പറഞ്ഞു, ഇതിൻ്റെ ഒരു വേഴ്സ്റ്റ് കേസ് എന്നുള്ള രീതിയിൽ നമ്മളന്ന് പറഞ്ഞിരുന്നു. ആയിഷ പറയൂ. Hello sir, can you hear me? Yeah, absolutely fine, loud and clear. നിങ്ങളുടെയൊക്കെ സ്പീച്ചസ് ഒക്കെ കേട്ട് ആക്ച്വലി ഒരു എക്സ് മുസ്ലിം എന്ന് പറയാവുന്ന സ്റ്റേജിൽ എത്തി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു കൈയടി. എന്താണ് പ്രശ്നം ഇവിടെ? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആര്യക്ക് ഇത്രയും പൈസ കൊടുത്ത ആൾക്കാരെ ഏർപ്പാടാക്കി കൊണ്ടുവരുന്നതാണോ? എന്നത് മൂന്നാമത്തെ ആണോ? Reason like I will stick on to English because എനിക്ക് ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ, and this is not my actual name to be frank. So and പറയാനെന്ന് വെച്ചാല് we as a couple you can tell that we have become an ex-Muslim actually. So you are an ex-Muslim couple now? Yeah, you can call that. My husband, maybe he prays other, it's a habit like മൂപ്പര് exercise. Not today actually. കുമ്പിട്ട് നിൽക്കുന്ന നല്ലതിൽ നല്ലതാണ്. This is going to office, it's become a habit, so once in a while he does that, just maybe or 9 o'clock 10 o'clock in the niskirikum. So that's totally different. Reverse 9 o'clock 10 o'clock പേരിട്ടാണ്. That's more of a habit, I think, and it's more to do with spirituality, maybe not religion. I don't know. I don't know what is that. And as a Muslim, I think more we deal with toxicity within our own family. Adoru dana njan kandittulladu, because my father's side we were not very religious or anything, but my mom's side katta Sunnis, you can tell. So from my childhood I can see the difference in both the families. Okay, and so my mom's side of the family, they criticize my dad's side of the family for being non-religious, and my grandpa, he was you can tell he was an ex-Muslim of that era. He and a Quran read ex-Muslim actually. So and he was very particular. We will not we are my house, we are girls, all girls. So he told that's his grandkids, we are all girls. So he told no madrasas, and he actually didn't allow any ustads also to come and teach us. In fact, it's the pressure from my mom's side of the family that he let few ustad and all to come and teach us and everything. And my mom's side, I would say my dad was not a religious kind of person then. Now he's become more he's I don't know, he's clinging towards religion. I don't know how much he is into that, but and he was the only person like that. He was the black sheep among my mom's side of family. So and he was often criticized, and what he used to tell used to be very practical and everything, and we had most of our influence from my mom's side of family. So even I used to think he is not on the right side, you know, the influence the Muslim families can have on the kids. And one person we all looked on to was what we call the Mutapa. Okay, so and he was the eldest. And he was we all asked doubts, no, and as a kid I was very keen on knowing. I used to read well,
Like I used to read very well, and that was a character which my dad's dad, I told no, he was ex-Muslim of that era, he had put in. So I used to ask doubt even when I was a very small kid, like second standard or third standard, and I used to ask him about this. Since they are Sunnis, they used to believe in this Badringal and stuff and kind of thing. So I used to ask him doubts, and like I'm telling you about this person because he was one whom among the family all looked upon to being. He was like he even praised the Sunnat and things. He was looked upon for his character and kind of stuff. And later on, what we came to know, I myself had an incident from him, and I had to run and hide in a room when I was in 10th standard. Yeah, I had to hide inside a room to escape from him, actually. So that was unexpected. And the next day morning, since I locked myself in a room, I was, I was okay. And even next day, I came out like in I started questioning myself. I was doubtful. Maybe I felt all that he was making a wrong move because he's such a nice man, and Pagal Velichathil, he is such a big manian, and you will start doubting yourself. ഈ പകൽ വെളിച്ചത്തിൽ എന്നുള്ളതിന് ഇംഗ്ലീഷ് ഇല്ലേ? I don't know. Like if I speak so much in Malayalam, the accent will come out, and Ennapola, there are people. I'm very much sure in my family there are people who are listening to. Okay, so hi people. Please roast her. Yeah. She's your meal now. സോറി, ഇത് അധ്യാപകനെ കുറിച്ചാണ് പറഞ്ഞത്? മദ്രസ No. My very own uncle. Yeah, it's an uncle. Whom we used to look upon, and here he literally assaulted one of my another relative, and she was telling. We came to know when she was at a very young age. Like when you people talk about this Aisha marriage and kind of stuff, I think, this is what happens when you have so much influence of this kind of, hadiths and things. Because when she was maybe around UKG or first standard, this man had assaulted her. We came to know later stage when she was refusing for her marriage, and when we dug deeper, we came to know this was the reason. But the strange thing is that we had opened up to the other elders of the family, and till date, no one was ready to acknowledge this issue at all. They keep backbiting each other, they fight with each other, they have numerous issues with each other, but this is the biggest issue which they should acknowledge, and this one they don't speak about it at all. It's like it never happened. Okay. And and still this guy is considered the Karnoor of the family and everything. So I don't know. See, like this is how the mind of people work, and when they cling on to religion more because they are so much scared about, because this fellow, he's still in the mosque and he's one of the committee member, and I think he's a president also now. I don't know, I'm not sure. So this is what lies within them. And the capacity we have to deal, it's like it is huge. And especially, it is very easy for men to come out as ex-Muslim or non-religions or anything, but as women coming out, it's really huge. I still tell my husband when when we speak, he tells things like this and that, and I tell him, you keep these talk within ourselves. You please don't go and talk it in front of others, because that will eventually come to me, just like I am turning his mind or anything. Got it. And I know one of our like maybe a second or third cousin, like she came out as an ex-Muslim, and she was this girl who was within Makkana and everything, and that time everyone, they adored her so much. Like there wasn't a person who didn't like her, or she was like the role model for all the girls of the family. And now when she has come out, she's literally slut shamed. So I just wanted to share. I've been trying to call you I call you several times, but I don't know, our times don't match or something. I don't know, I couldn't get to you. അത് കയ്യിന്ന് പോയൊരു സാധനമാണ്. But this was unexpected. I just gave a random
agree, and I never thought I'll be so. There are several things I want to tell you, and I even think of noting down points and keeping to talk to you. But yeah, right now nothing's coming into my mind. But it's really, I'm really happy that I could talk to you, and yeah, you all are doing a very good job, and it is making a difference. Yeah, it really is making a difference. Great to know. Thanks for letting us know this. അതൊരു വലിയ കാര്യമാണ്. ഓക്കെ, എനിവേ നിങ്ങളുടെ ആ ബ്ലാക്ക് മെമ്മറീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ഹാർഡ് മെമ്മറീസ് അത് എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പുറത്ത് കിടക്കട്ടെ. What I tell is like, നമ്മളുടെ I'm married to you can tell a progressive Muslim family, you can tell, because they don't my in-laws and all, they're very supportive. They don't believe in all the bullshits of Islam. Even my I don't think they'll go for Hajj as well, because they'll give that money to the poor. There are so much people whom we can help. All these are unnecessary, and they all will be kafirs. Maybe if you think like when you tell all the stocks are relatives, they are like, no, you cannot do all that. This is far from Islam. You have to do. ശബ്ദം പ്രശ്നം ഉണ്ടാക്കണ്ടോ? ഭയങ്കര മഴയാണ് ഇവിടെ. കുഴപ്പമില്ലല്ലോ? ഭയങ്കര നല്ല മഴയാണ്. അപ്പോൾ ആയിഷ, ഇപ്പോൾ ഈ ഇത്രയും നേരം പറഞ്ഞതൊക്കെ ഇവിടെ വെളിച്ചത്ത് വരും. നമ്മളിത് ചിലപ്പോൾ കട്ട് ചെയ്തിട്ടൊന്നും വരും, കാരണം ഇത് നാട്ടുകാർ അറിയുന്ന കാര്യങ്ങളാണ്. സോ ഹോപ്പ് ദാറ്റ് ഡോണ്ട് മൈൻഡ് യു. ഇവിടെ നമ്മൾ ജസീം പോക്കിരിക്ക് എന്താ പറയണ്ട്? അതെ, ആയിഷ ഇവിടെ ഇന്ത്യയിലാണോ പുറത്താണോ? ഇന്ത്യ. ഓക്കെ. യൂറോപ്പിലാണോ അമേരിക്കയിലാണോ? ഞാൻ വെറുതെ ചോദിച്ചാണ്. സ്ഥലം like maybe I'll come in my real name and talk with you all, and I can reveal where I'm staying and everything. But ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചു. അതായത് ഇപ്പൊ ഈ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഇൻലോസ് ഒക്കെ പ്രോഗ്രസീവ് ആണ്. അപ്പോ ആർക്കും no bandham with other countries or anything. They are all in Kerala only, everyone. But they read. They are all well educated. They read. They understand things. They are more practical, and I'm much more comfortable staying with my in-laws than being with my side of the family, to be frank. Because they are more acceptable. Whatever you tell, we are having a chance to a conversation. There is a chance for conversation. You can converse with people. They are ready to listen to you. There is no chance with this Katta Muslims for that kind of things. And the girls talking itself is a big deal over there. So ആയിഷയോട് ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ. ഈ മതം വിട്ടതിന്റെ ഭാഗമായിട്ട് ആയിഷയ്ക്ക് മതം വിടുന്നതിന് മുമ്പുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ടോ? Maybe I've become more open-minded. There is more peace, to be frank. There is more acceptance of other people, the way you look at other people, because I told you my mom's side of family was more religious, so I had received, they were very particular. I was sent to madrasas when we go for our vacations. So morning 6 o'clock we had to, at least for that 2 months, you can go to madrasa. You get to know what's happening there, so that I don't lose touch of these things, but maybe that seed my grandpa had paved inside us was so strong that we started to read and listen to more things, and in fact study the history of Islam and everything. So everything makes much more sense now. We are not inclined to a single thought, like everything is around this single book. Whatever you do or whatever things, I tell I am not going to give this religious education to my kids, and I am the only one in my family I'm doing that right now. And my mom herself is so much worried about that. Why I haven't told that I'm not going to teach them. I'm just dealing, since I'm outside. I am telling I don't have enough contacts, or I don't have enough people who can teach them or anything. But I have told my husband also I'm not going to teach them religion at all. Let them grow up and let them find out whatever they want. Thanks, Aisha. ഞാനൊന്ന് അടുത്ത ആളിലേക്ക് പോവാലോ അല്ലേ ജസീം? Sure. Thank you so much, sir. Thank you so much. Okay. Thank you. So, thank you. Okay, അപ്പോൾ എന്തായാലും അതൊരു
നല്ലൊരു സംസാരം, പുതിയൊരു അനുഭവം, കുറേ കാര്യങ്ങൾ. നമുക്ക് ഒരു എത്ര പൈസ കൊടുത്തു? അത് ഞാൻ അവസാനം ബില്ല് തരാം. അതെ. യാ, അപ്പോൾ അടുത്ത ആള് യാ പറയൂ. 6 minutes അർണോൾഡ്. ഹലോ, അർണോൾഡ് പോയി. അർണോൾഡ് വീണ്ടും പോയി. എന്താണ് അർണോൾഡ് ചേട്ടാ? പ്രൈവറ്റ് ചാറ്റ്. ഓക്കെ. SC. ഓക്കെ, SC കേൾക്കാവോ? പുതിയ ആളാണെന്നാണ് കണ്ടത്, അതുകൊണ്ടാണ് വിളിക്കുന്നത്. ഒരു സെക്കൻഡ്. ഇതിൽ ഇവിടെ ബാക്ക് ചാനൽ വന്നിരിക്കുന്ന ആളുകളിൽ പുതിയതായിട്ട് വന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് പേര് ഇടുക. ടപ്പേന്ന് ഇട്ടോ. ഫസ്റ്റ് ഇടുന്ന ആളെ ആദ്യം വിളിക്കും. പുതിയ ആളുകൾ കേട്ടോ. മുന്നേ വന്നിട്ടുള്ള ആളുകൾ ദയവായിട്ട് ക്ഷമിക്കുക. പുതിയ ആളുകൾ ഇല്ലാത്തപ്പോൾ മാത്രമേ നിങ്ങൾക്ക് വിളി നമ്മൾ തരുന്നുള്ളൂ, പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിക്കുന്നത് ആ ഓർഡറിലാണ്. സോ സുബിൻ പറയൂ. ഞാനൊരു കുറച്ചു കാലം മുന്നേ വിശ്വാസിക്കായിരുന്നു, അതെല്ലാം കഴിഞ്ഞു. ഉറക്കെ പറയൂ കേട്ടോ, കേൾക്കുന്നില്ല. ഹലോ, ആ കേൾക്കുന്നുണ്ടോ? കുറച്ചുകൂടി ഉറക്കെ പറഞ്ഞോളൂ. കുറച്ചു കാലം മുന്നേ വരെ നല്ല വിശ്വാസിക്കായിരുന്നു, ബട്ട് ഇപ്പൊ വിശ്വാസിയൊന്നുമല്ല. പക്ഷെ എനിക്ക് അതൊന്നുമല്ല എന്റെ വിഷയം. ഞാൻ ഒരു പ്രധാന സംശയം ചോദിക്കാൻ വിളിച്ചതാണ്. ഈ ഹലോ, കേൾക്കാം, പറയൂ. ഒരു 1600 വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന മുഹമ്മദ് നബിയുടെ തലമുറക്കാരാണ് ഈ തങ്ങൾ ഫാമിലി എന്ന് പറയുന്നു. അതിനെന്താണ് ആ ഒരു ബന്ധം, എങ്ങനെയാണ്? എനിക്ക് അതിൻ്റെ ഒരു അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അത് തങ്ങന്മാർക്ക് പോലും അറിയില്ല, പിന്നെയാണ് നമ്മളിത് പറയുന്നത്. ഞാൻ പലരോടും ചോദിച്ചു, പക്ഷെ ആർക്കും അറിയില്ല. ഇത് ഈ ലോകത്ത് ആർക്കും അറിയാത്ത സാധനം. മുഹമ്മദ് നബിക്ക് പോലും അറിയില്ല ഇങ്ങനെ തങ്ങന്മാരോ, അതാരാന്ന് മുഹമ്മദ് നബി പോലും ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. ഇതൊക്കെ വെറും ഉടായ്പ ടീംസാണ്, ഉള്ള കാര്യം പറയാലോ. പിന്നെ ഇത് നാട്ടിൽ കുറേ കാലമായിട്ട് അത് അവിടെ ഉള്ളതുകൊണ്ട് പോട്ടെ, അങ്ങനെ ഇരിക്കുകയാണ്, ഇരുന്നോട്ടെ, അത്രേ ഉള്ളൂ. ഇതിന് വലിയ കഥയൊന്നുമില്ല. ഓക്കെ, എനിക്ക് ഞാൻ സംവാദം കേട്ടിരുന്നു, പക്ഷെ നിങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ട് ഭയങ്കരമാണ്. നിങ്ങളുടെ ധൈര്യം സമ്മതിക്കുന്നു. സീരിയസ്ലി. ഓക്കെ, സംശയം തീർന്നില്ലേ? ഇനി അടുത്ത ആളിലേക്ക് പോകാലോ. സമാധാനമായില്ലേ? ഓക്കെ, താങ്ക് യു. ഇങ്ങനെ എത്ര വളരെ പെട്ടെന്ന് ഇതിങ്ങനെ ആയിരിക്കണം സംശയം. എല്ലാം വളരെ പെട്ടെന്ന് തീരാൻ പറ്റുന്ന രീതിയിൽ. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ജസീം? നീ തങ്ങന്മാരിൽ പെട്ടെന്നൊന്നും അല്ലല്ലോ അല്ലേ? അല്ല, എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞാൻ വളരെ നല്ല മനുഷ്യനാണ്. ഈ തങ്ങന്മാരുടെ കാര്യം പറയാനാണെങ്കിൽ അവര് അതുപോലെ നിങ്ങൾ വിചാരിക്കുന്ന ഈ പാണക്കാട് തങ്ങന്മാർ മാത്രമല്ല. ഇപ്പോ ഞങ്ങളെ സൈഡിലൊക്കെ കടപ്പുറം ഭാഗത്ത് കുറെ തങ്ങന്മാരുണ്ട്. ഇവരും പാണക്കാട് മറ്റൊരു ബന്ധമൊന്നുമില്ല. അവരെല്ലാ കുട്ടികളുടെ പേരിൽ കൂടെ തങ്ങളെന്ന് പേരിടും. അതായത് അവരുടെ ബിൻ എന്ന് പറഞ്ഞിട്ട് എത്രയോ ബിന്നുകൾ ഉള്ള തങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ അറിയാം. പക്ഷെ അവർക്ക് തങ്ങളുമായി ബന്ധം ഉണ്ടായിട്ടില്ല. പക്ഷെ അവർ സുന്നികളാണ്, പക്ഷെ അവരും തങ്ങളാണ്. അതെങ്ങനെയാണ് വരുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് പുതിയൊരു DNA പോലും മനസ്സിലാകാത്ത കുറെ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അടുത്ത ബിൻ ഖാദർ. ഒരിക്കൽ വിളിച്ചിട്ട് കിട്ടിയില്ല. ബിൻ ഖാദറിനെ ഒന്നുകൂടി വിളിക്കുകയാണ്. ബിൻ ഖാദർ 1, ബിൻ ഖാദർ 2, ബിൻ ഖാദർ 3. ഞാനൊരു സ്ലീപ്പർ എക്സ് ആണ്. ക്ലോസറ്റഡ് എക്സ് മുസ്ലിം. ചെക്ക് മാറിയല്ലോ അല്ലേ തന്നത്? അതെ, ചെക്ക് മാറിയത് ഞാൻ ആ കാര്യം ചോദിക്കാൻ വിളിച്ചതാണ്. ഇന്ന് എക്സ് മുസ്ലിങ്ങളുടെ മഴയാണല്ലോ. ഇത് കാക്കന്മാരെങ്ങനെ സഹിക്കും? സംവാദം കഴിഞ്ഞപ്പോ ഞാൻ എല്ലാവരും തിരിച്ചു പോയി വിചാരിച്ചു. അതെ, അറബി അറിയോ? ഞാൻ പറയുന്നത് കേൾക്കാവോ? നിങ്ങൾ ഉറക്കെ സംസാരിക്കണം, ഒച്ചത്തിൽ സംസാരിക്കണം. എന്ത് കുന്തം മാറ്റിയിട്ടാണെങ്കിലും ഉറക്കെ പറയണം, എന്നാലേ നമ്മൾക്ക്. എനിക്ക് കേൾക്കാം, പക്ഷെ കേൾക്കില്ല. പക്ഷെ ഞാൻ കേൾക്കാമെന്ന് വിചാരിച്ചാൽ പുറത്ത് കേൾക്കില്ല എന്ന് പറയും. എന്തായാലും പറയൂ. ആരെങ്കിലും മറ്റേ മെസ്സിഹായുടെ അദ്ദേഹം പോയി മെസ്സിഹായുടെ മറ്റേ കമന്റ് എല്ലാം ഇട്ടായിരുന്നോ? ബിൻ ഖാദർ പറയൂ. ഹലോ, കേൾക്കാം? ഇപ്പൊ കേൾക്കാം, പറയൂ. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വോയ കോളിങ്ങിന്റെ പേയ്മെന്റ് കിട്ടിയില്ല, അതുകൊണ്ട് ചോദിക്കാൻ വന്നതാ. വിളിച്ചിരുന്നോ കോയ കോളിങ്ങിൽ? അല്ല, നിങ്ങൾ പറഞ്ഞിട്ട് വിളിച്ചതാ, അതുകൊണ്ട് എന്റെ പേയ്മെന്റ് തന്നില്ല.
ഇതുവരെ അങ്ങനെ പ്രോസസ് അതിന് ഞാൻ ചെയ്തില്ല പറയാൻ പറഞ്ഞ പോലെ അല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഒരു മണ്ടത്തരം ഉന്നയിക്കുന്ന അല്ല എനിക്കൊരു മയം വേണ്ടേ? ഇത് അല്ല നിങ്ങളൊരു ഫ്ലോയില് പറഞ്ഞു പോയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഫ്ലോയില് സംസാരിച്ചത്. പക്ഷെ എന്നാലും മണ്ടത്തരത്തിനൊക്കെ ഒരു കൈയും കണക്കുമില്ലേ? ഇമാതിരി മണ്ടത്തരം പറയാൻ ഞാൻ പറഞ്ഞോ? ഓക്കെ, അടുത്ത എന്താ സബ്ജക്ട്? കോയാകോഡിങ് ഞാൻ വിളിക്കാം വേറെ നമ്പറിന്. ഇനി ഞാൻ ആലോചിക്കട്ടെ, ഞാൻ വേറെ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇത്ര അധികം മണ്ടത്തരം പറയുന്നവരെ നമുക്ക് പറ്റൂല. ഒരു ലെവലിലൊക്കെ പറയണം. പുതിയ എഡിറ്ററിനെ വെച്ച പോലെ പുതിയ കോയകളിലേക്ക് ആളുകൾ ആയോ? അതാ പറഞ്ഞേ, ഞങ്ങളിപ്പോ ഇവിടെ റിക്രൂട്ട്മെന്റ് തുടങ്ങിയിരിക്കുകയാണ്. അതല്ലേ. അതെ. ഞാന് ഇപ്പം നാട്ടിൽ ആക്ച്വലി ഇന്ന് കുറച്ച് നാട്ടിൽ ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ, ജുമക്കൊക്കെ പോയി. എന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് നിസ്കരിക്കേണ്ട വന്നു. അപ്പൊ ഇങ്ങനെ എന്തൊക്കെയോ എനിക്ക് ഓർമ്മയില്ലെന്നും പറഞ്ഞിട്ട് സൂറത്ത് ഇല്ല, ഒന്നും എടുത്തില്ല. ഞാൻ സാധാരണ പള്ളി പോകുമ്പോൾ ഒന്നും എടുക്കാറില്ല ആക്ച്വലി. വെള്ളം നമ്മൾ പാഴാക്കാൻ പാടില്ല. അതെ അതെ. പിന്നെ എനിക്ക് ആക്ച്വലി ഈ ഇതുണ്ടല്ലോ, ഹൗദ് ഉണ്ടാവില്ല, ഹൗദിൽ പോയാൽ ഫുള്ള് മറ്റേ പായലൊക്കെ പിടിച്ചിട്ട് പിന്നെ ആൾക്കാർ മുഖം കയ്യേതും തുപ്പിയതൊക്കെ അതിലായിരിക്കും. ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, അന്നത് തഹൂറായ വെള്ളമായിരുന്നു. ഇപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കുമ്പോ ഛർദിക്കാൻ വരും. അതെ അതെ, ആക്ച്വലി അങ്ങനെയാണ്. ഞാൻ മുമ്പ് എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് ആലോചിക്കൂല. അപ്പം ഇപ്പം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഹൈജീനിക് ആയി. അപ്പം അതൊക്കെ ചിന്തിക്കുമ്പം തൊടാൻ പോലും തോന്നൂല അത്. പിന്നെ ലോജിക്കലി നോക്കുകയാണെങ്കിൽ കുളിച്ചിട്ടാണ് പള്ളിക്ക് പോലെ. കുളിച്ചിട്ട് നമ്മൾ സോപ്പിട്ട് കുളിച്ച് വൃത്തിയായിട്ട് പോയിട്ട് അവിടെ പോയി വൃത്തിയില്ലാത്ത വെള്ളത്തിൽ ഒന്നും കൊടുക്കാന്ന് പറഞ്ഞാല് ഒരു ലോജിക്ക് ഇല്ലാത്തൊരു കാര്യമാണ്. എനിക്ക് രണ്ട് കൊല്ലത്ത് വെള്ളം ആണെന്നാണല്ലോ പറയാ. അതിൽ ഒരു ബിലീവർ ആണെങ്കിലും ഞാൻ ഇപ്പൊ ലോജിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു ലോജിക്കില്ല. കാരണം ഞാൻ തല തൊട്ട് കാല് വരെ വെള്ളം ഒഴിച്ചിട്ട് സോപ്പിട്ട് കുളിച്ചിട്ട് വൃത്തിയായിട്ട് പോകുന്ന ഒരാളാണ്. എന്നിട്ട് രോധം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിലൊരു ലോജിക്കേ ഇല്ല. പിന്നെ നബീദനാണല്ലോ, അപ്പൊ നബീനത്തിന്റെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കോമഡി ആയിട്ട് ഉസ്താദ് എന്ന് പറഞ്ഞാൽ കുത്തുബോധിയിട്ടായിട്ട് ഒരു ചെറിയ ഇങ്ങനെ ഒരു കുത്തുബോധല്ല, നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഒരു പറഞ്ഞു, തിങ്കളാഴ്ച നബിദിനാണ്, അപ്പം ഘോഷയാത്ര ഇതൊക്കെ ഉണ്ടാവും. അപ്പം അതിനെപ്പറ്റി പറഞ്ഞത് നബിയെ കുറച്ചെങ്കിലും ഈമാനുള്ള ആൾക്കാർ നബിയെ സ്നേഹിക്കണമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മനസ്സിലായോ? എന്നെ തന്നെ സ്നേഹിക്കണം എന്ന് ഞാൻ തന്നെ പറഞ്ഞു എന്നുള്ള ഒരു അത് കേൾക്കുമ്പോൾ ഭയങ്കര ഭക്തിയോടെയാണ് പറയുന്നത്. പക്ഷെ കേൾക്കുമ്പോൾ ഞാൻ കോമഡി, എനിക്കിപ്പോ കോമഡി ആയിട്ട് തോന്നാ. ഞാൻ എന്നെ തന്നെ വിമൽ കുമാർ എന്ന് പറയുന്ന പോലെ എന്നെ സ്നേഹിക്കണം എന്ന് പറയുന്നത്. പിന്നെ എന്താ വെച്ചാല് ഒരു ഷുഗർ പേഷ്യന്റ് ഉണ്ട്. അപ്പം ഷുഗർ പേഷ്യന്റ് നമ്മുടെ നാട്ടിൽ തന്നെ. അപ്പം ഉസ്താദ് പറഞ്ഞാണ് കാല് മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ദുആരിക്കാണ്, അള്ളാഹു ഇയാളുടെ ഷിഫ ആക്കി കൊടുക്കട്ടെ എന്ന്. എന്നിട്ട് പറഞ്ഞു ഇതിനൊക്കെ ചെലവുണ്ട്, നല്ല ചെലവുണ്ട്, അപ്പം എല്ലാവരും സഹായിക്കണം. ഈ അള്ളാഹ്ക്ക് സഹായിക്കാൻ പറ്റാത്ത നമ്മളാണോ സഹായിക്കുന്നത് എന്നുള്ളൊരു അതൊരു ചോദ്യം വന്നല്ലോ. പൈസ നമ്മൾ തന്നെ കൊടുക്കണ്ടേ, അത് പഠിച്ചോൻ കൊടുക്കൂലല്ലോ. അതെ 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 അതെ. പിന്നെ അത്രേ ഉള്ളൂ. എങ്ങനെ പോകുന്നു ഒരു എന്താണ് ക്ലോസറ്റഡ് എക്സ് മുസ്ലിം ആയിട്ടുള്ള ജീവിതം? നിങ്ങളുടെ കുടുംബത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഇതേപോലെ? ഇല്ല, എനിക്ക് അങ്ങനെ ഞാനിപ്പം നാട്ടിലത്തെ ഫ്രണ്ട്സായിട്ട് വലിയ കണക്ഷൻ ഇല്ല. കാരണം അവരെന്ന് പറഞ്ഞാല് ഒരു മുക്കാൽ വിശ്വാസികൾ എന്നൊക്കെ പറയൂലേ, വിശ്വാസികളാണ്, പക്ഷെ ബാക്കിയുള്ള എല്ലാത്ത മടിത്തരമുണ്ട്, അങ്ങനത്തെ ഒരു വിശ്വാസികളാണ്. പക്ഷെ നമ്മൾ അവരോട് പോയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഭയങ്കര ട്രിഗർ ആവും. പിന്നെ ഭയങ്കരമായിട്ട് നമ്മളോട്, കാരണം അവര് നടക്കുന്നതൊക്കെ ഹറാമായ കാര്യങ്ങളും അതൊക്കെ ചെയ്തിട്ടായിരിക്കും. പക്ഷെ ഇസ്ലാമിന്റെ കാര്യം വരുമ്പം അവര് നമ്മളെ ഒരു ലോജിക്കായ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതാവുള്ളൂ. അപ്പം പിന്നെ നബിദിനത്തിന്റെ ഘോഷയാത്രയിൽ പണ്ടൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, ഇങ്ങനെ നമ്മളൊരു ഘോഷയാത്ര പോകും നാട്ടിൽ, ഇങ്ങനെ ഒരു സർക്കിൾ പോലെയാണ് പോകുന്നത്. കുറച്ച് അപ്പുറത്തെ നാട്ടിൽ പോയി. അപ്പം ഹിന്ദുക്കളുടെ വീടുകളുടെ ഫ്രണ്ടിൽ വരുമല്ലോ. അപ്പം വരുമ്പോക്ക് ഈ കുലു തക്ബീർ അല്ലാഹു അക്ബർ എന്നൊക്കെ പറയില്ലേ, അത് കുറച്ച് പറയും. എന്താണ് അതന്നെ ടേക്ക് ബീർ ഓല ഊബർ അങ്ങനെയാണ് ഞങ്ങൾ പറയാറ്.
പിന്നെ ഊതിൽ കേട്ടൊരു മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഓർമ്മ യുദ്ധമാണ്. അല്ല, ഇത് ടിപ്പിക്കൽ മറ്റേ ഘോഷയാത്രയിൽ പറയുന്നത്. അപ്പം ഈ ഹിന്ദുക്കളുടെ വീടിന്റെ അടുത്തും കുറച്ചും വർഗീയത കൂട്ടിയിട്ട് ഉച്ചത്തിലൊക്കെ പറയും. അപ്പം പണ്ട് ഞാൻ ഈ ഘോഷത്തിലൊക്കെ പോയിരുന്നു. അപ്പം എക്സ് മുസ്ലിം ആയിട്ടില്ല. അപ്പം എനിക്ക് തന്നെ ഒരു വെറുപ്പ് തോന്നും. നമ്മളൊരു പീസ്ഫുൾ റിലീജിയൻ ആണല്ലോ, നമ്മളിന്ന് അവരുടെ അവിടെ പോയിട്ട് വർഗീയത കാണിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ എന്നുള്ള തോട്ട്സ് ഒക്കെ അന്ന് വരുമായിരുന്നു. പിന്നെ ഇപ്പം കുറെ കൊല്ലായിട്ട് ഞാൻ അത് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ നിവേദനത്തിൽ പങ്കെടുക്കാൻ ചെയ്തിട്ടൊന്നുമില്ല. എന്നാ ശരിയെന്ന്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് യുവർ വണ്ടർഫുൾ ജേർണി ഇൻ ടു എക്സ് മുസ്ലിം ഒരു ലൈഫ്. കൂടുതൽ നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ, നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഇതുപോലെയുള്ള ആളുകൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളാലാകുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുക. അതിനുള്ള എല്ലാ ഭാവങ്ങളും നേരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഒരാളെയും കൂടി കൂട്ടിയിട്ട് വരണം ഇനി വരുമ്പോൾ, ഇതുപോലെയുള്ള ആളുകൾ. അതാണ് നമ്മളുടെ ലക്ഷ്യം. ഓക്കെ, അടുത്ത ആളിലേക്ക് പോകാം. എന്താണ് സിനോൺ സിസ്ക? ഇത് ഏതാണ്? അതെ, ഹലോ, അതെ ഞാനാണ്. ഹലോ, ഇത് ഇവിടെ അമൃത്. ഹലോ, എന്റെ പേര് ഷാൻ എന്നല്ല ഒറിജിനൽ പേര്, പക്ഷെ ഷാൻ അത്ര മതി, തൽക്കാലം ഷാൻ. ഓക്കെ, ഞാൻ കുറെ നിങ്ങളെ വിളിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു, പക്ഷെ അവസരം ഇപ്പോഴാണ് കിട്ടിയത്. പിന്നെ ഞാൻ ഇതിന്റെ അടിയിൽ കുറെ കമന്റ് ഇട്ടുണ്ടായിരുന്നു, വിളിക്ക് വേണ്ടി. പിന്നെ ഇത് അമർത്തി വന്നപ്പോ എല്ലാം സെറ്റായി. ഓക്കെ, ഫൈൻ. എനിക്ക് നിങ്ങളോടാണ് ചോദിക്കാനുള്ളത്, ആരിഫ് ഹുസൈൻ സാറിന്റെ. ഞാൻ ഒരു കാര്യം ആദ്യം തന്നെ ചോദിക്കട്ടെ. നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ട് അല്ലെ? ഇസ്ലാമിനെ നിങ്ങൾ വിമർശിക്കുന്നുണ്ട്. നിങ്ങളൊരു നിരീശ്വരവാദിയാണോ? അതെ അല്ലെ? അതും ശരിയല്ലേ? നിങ്ങളൊരു നിരീശ്വരവാദിയല്ലേ? അതെ, ഞാൻ പറഞ്ഞതിന് ഉത്തരം തരൂ. നിങ്ങളൊരു നിരീശ്വരവാദിയാണോ? ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളാണോ? ആണോ? അങ്ങനെയാണെങ്കിൽ ഈ ഇന്ത്യയിൽ 3 മതങ്ങളുണ്ടല്ലോ. ഒന്ന് ഇസ്ലാമും ഉണ്ട്, ക്രിസ്ത്യനും ഉണ്ട്, ഹിന്ദുക്കളുടെയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഹിന്ദുക്കളെ വിമർശിക്കുന്നില്ല? എന്ത്, നിങ്ങൾക്ക് പേടിയാണോ? 3-ൽ കൂടുതൽ മതങ്ങളുണ്ട് ഇന്ത്യയിൽ. പക്ഷെ മെയിൻ ആയിട്ട് ഇന്ത്യയിൽ 3 മതങ്ങളേ ഉള്ളൂ സാർ. അല്ലല്ല, നിങ്ങൾ അത് മനസ്സിലാക്കണം. നിങ്ങൾ ഇവിടെ കേരളത്തിൽ ബുദ്ധന്മാരെ കാണിച്ചു തരുമോ? ഇല്ലല്ലോ. നിങ്ങൾ ബുദ്ധന്മാരും ജൈനിസം ഒന്നും ഇവിടെ കാണിച്ചിട്ടില്ലല്ലോ, നമ്മുടെ കേരളത്തിൽ കാണിച്ചിട്ടില്ലല്ലോ സാർ. ഉത്തരം നമ്മളിപ്പോ തൽക്കാലം പേ പിടിച്ച പട്ടീനെ തല്ലിക്കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇസ്ലാമാണ് ഇപ്പൊ പേ പിടിച്ച പട്ടി. ഹിന്ദു മതത്തിന് പേ പിടിക്കും, നമ്മൾ തല്ലിക്കോളാം. ഓക്കെ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം പേ പിടിച്ച പട്ടിയാണെന്ന് പറയുന്നത്? ഹിന്ദു മതത്തിലുള്ളവർ ആരും നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എടുക്കുക. എന്നിട്ട് കേൾക്കൂ. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയുമ്പോൾ നിങ്ങൾ കേൾക്കണം. വെറുതെ കിടന്നിട്ട് ഇതുപോലെ ബഹളി കാണിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗൂഗിൾ എടുക്കുക, ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എടുക്കുക, അതിനകത്ത് ടോപ്പ് 20 ടെററിസ്റ്റ് അറ്റാക്സ് എടുക്കുക. ആ 20 എണ്ണം അതിനകത്ത് എടുക്കുമ്പോൾ അതിനകത്ത് ഹിന്ദു മതം ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചാൽ, ക്രിസ്ത്യാനിറ്റി ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചാൽ, അത് നമ്മളത്. ഓക്കെ, ഫൈൻ. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ. ഇസ്രായേലുകാര് എത്ര പിഞ്ചു കുട്ടികളെ കൊന്നു? അത് ടെററിസം അല്ലേ? അത് മതമല്ലേ? അത് ടെററിസം അല്ലേ? സാർ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ കാര്യം, മതവും ഹീറോ. എത്ര പേരെ കൊന്നു? 34,000. അതിന്റെ മേലെ കിടന്നു. ഞാൻ ഇപ്പൊ ന്യൂസ് അത് കാണാറില്ല. എന്റെ ഇസ്രായേലിൽ കുട്ടികൾ ചാവാത്ത എന്തുകൊണ്ടാ? പറയൂ. ഇസ്രായേലിൽ എന്തുകൊണ്ട് കുട്ടികൾ ചാവുന്നില്ല? അവരുടെ സെക്യൂരിറ്റി ആയിരിക്കും. അതും പറഞ്ഞ് ബാക്കിയുള്ളവരെ കൊല്ലാമെന്നാണോ? ഈ യുദ്ധം ആരാ തുടങ്ങി വെച്ചത്? യുദ്ധം തുടങ്ങാനുണ്ടായ സാഹചര്യങ്ങൾ എന്താ നിങ്ങൾ പറയാത്തത്? എന്താണ് ആ സാഹചര്യം? പറയൂ. ആ രാജ്യം എങ്ങനെയായിരുന്നു? ശരി, അതല്ല നമ്മുടെ കണ്ടന്റ്, അത് വേറൊരു കണ്ടന്റ് ആണ്. ആ ഫലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം എങ്ങനെയായിരുന്നു? സാഹചര്യം എന്താണ് സാർ? ആരാണ് അവിടെ ശരിക്കും താമസിക്കേണ്ടത്? ആരാണ്? ആരുടെ സ്ഥലം? ശരി, ഞാൻ ഇപ്പൊ അത് പറയാൻ നിന്ന ഈ 3 മിനിറ്റിന്റെ ഉള്ളിൽ എന്റെ ബാക്കി ചോദ്യങ്ങൾ എനിക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ സമയം കൂട്ടിത്തരാം. നിങ്ങൾ പറഞ്ഞിട്ട് പോയാൽ മതി. ഓക്കെ, ഏത് സാഹചര്യം, ഏത് രാജ്യം, ആ രാജ്യത്തിന്റെ പേരും പറയും. ഏതാണ് ആ രാജ്യം, ഏതാണ് ആളുകൾ, ഏതാണ് ഫലസ്തീൻ, സന്ദർഭം പറയും. സമയം എന്തായിരുന്നു ആ സാഹചര്യം എന്ന് പറയാം സാർ? സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞിടത്തോളം അത് ഫലസ്തീന്റെ മണ്ണായിരുന്നു. അവിടെ ഇസ്രായേലിയർക്ക് അഭയം കൊടുത്തു. അത് സെക്കൻഡ് വാർ ടൈമിലായിരുന്നു. പക്ഷെ ഇതൊക്കെ ഓൾഡ് ഹിസ്റ്ററിയാണ്.
എല്ലാം ഞാൻ തലയിൽ സൂക്ഷിക്കാൻ ഞാൻ ഐൻസ്റ്റീൻ അല്ലല്ലോ സാർ, അല്ലല്ലോ, ഞാൻ ഐൻസ്റ്റീൻ അല്ലല്ലോ. എനിക്ക് മറവി പറ്റും. ആ മറവിന് ആ മറവി കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഞാൻ വിട്ടുപോകും. ഈ ഖുർആനിൽ പലസ്തീൻ എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ടോ? ഇല്ല, എനിക്കറിയില്ല. ഞാൻ ഇസ്ലാമിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ടോ ഖുർആനിൽ? ഇസ്രായേൽ എന്ന് പറഞ്ഞ വാക്കുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞ വാക്കുണ്ട്. പലസ്തീൻ എന്താ ഇല്ലാത്ത? ഫലസ്തീന് പകരം ഫലസ്തീൻ എന്താ ഇല്ലാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫലസ്തീൻ അല്ലായിരുന്നു അന്നത്തെ കാലത്ത് ആ നാടിന്റെ പേര്. ആ നാടിന്റെ പേര് എന്തോ പലസ്തീൻ അല്ലായിരുന്നു, അവിടെ ജീവിച്ചുകൊണ്ടിരുന്ന ജൂതന്മാരുമായിരുന്നു. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ജൂതന്മാര് മാത്രമായിരുന്നു അവിടെ ജീവിച്ചിരുന്നത്. അല്ല, ജൂതന്മാര് മാത്രമായിരുന്നു അവിടെ ഈ ഇസ്രായേലി സന്തതികൾ എന്ന് പറയുന്ന ആരാണ്? ഇസ്രായേൽ സന്തതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പഠിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മല്ല. അത് മൂസ നബിയുടെ പിന്മുറക്കാരായി വരുന്നവരാണ്. അപ്പൊ ഇതൊക്കെ പഠിച്ചിട്ട് വേണ്ടേ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇസ്രായേല്, ഹമാസ്, ആന ചേന എന്നൊക്കെ പറഞ്ഞു വരാൻ? ഇതൊന്നും അറിയാതെ ഈ പൊട്ടും മുറി എടുത്ത് മദ്രസയിൽ നിന്ന് കിട്ടുന്ന ഈ വയലുവരമ്പയിൽ കിട്ടുന്ന എന്തെങ്കിലും സാധനം എടുത്ത് ഈ വെള്ളിയാഴ്ച ഏതെങ്കിലും കുത്തുബയിൽ ഓതുന്ന ഉസ്താദുമാരെ മണ്ടത്തോട് എടുത്തിട്ട് ഈ വഴിക്ക് വരരുത്. നിങ്ങൾ യു ആർ ഡീലിംഗ് വിത്ത് എക്സ് മുസ്ലിംസ്. യു മസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഞാൻ നമ്മുടെ നാട്ടിൽ യു ആർ ഡീലിംഗ് വിത്ത് എക്സ് മുസ്ലിംസ്. ഓക്കെ, ഞാൻ പറയുന്നു നിങ്ങൾ കേൾക്കൂ. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. നിങ്ങൾ തന്നെ എല്ലാം പറഞ്ഞു നിങ്ങൾ തന്നെ ചെയ്യാൻ. നമുക്ക് 1 മണി വരെ നിങ്ങൾ പറയുന്ന മണ്ടത്തരം കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. യുവർ ടൈം ഈസ് അപ്പ് ആൻഡ് വി ഹാവ് ടു മൂവ് ഓൺ. അതാണ് കാര്യം പറയുമ്പോൾ നിങ്ങൾ കാര്യം നിങ്ങൾ എന്താ പറഞ്ഞത്? അവിടെ ജീവിച്ചിരുന്ന ജൂതന്മാരാ നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങളിപ്പോ കടന്നു നോക്കിയിട്ടൊന്നും ഒരു കാര്യം എന്റെ അടിയിലെ ആൾക്കാർ കേൾക്കുമല്ലോ, അവരുടെ അഭിപ്രായം കേൾക്കാൻ അറിയാലോ. നിങ്ങൾ പറയൂ, ഖുർആനിൽ പാലസ്തീൻ എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ടോ? വീണ്ടും ഞാൻ ഖുർആനിൽ പാലസ്തീൻ എന്ന് പറഞ്ഞ വാക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. ഇസ്രായേൽ എന്ന് പറയുന്ന വാക്കുണ്ടോ? ഇസ്രായേൽ എന്ന് പറയുന്ന വാക്കുണ്ടോ? ഇസ്രായേൽ എന്ന് പറഞ്ഞ വാക്കുണ്ട്. ഇസ്രായേലി ജനത എന്ന് പറയുന്നത് ആരാണ്? മൂസ പ്രവാചകന്റെ പിന്മുറക്കാരായ നബിയുടെ ജനത എന്ന് പറയുന്നത് ആരാണ്? ഇസ്രായേലാര്. അതാരാണ്? അത് ഏത് മതക്കാരാണ്? ജൂതന്മാര്. അത് തന്നെയല്ലേ നമ്മളും പറയണത്. അവിടെ പണ്ടേ ഉണ്ടായിരുന്നത് ജൂതന്മാരാണ്. ഇനി എന്താ താങ്കളുടെ പ്രശ്നം? ഇനി എന്താ പ്രശ്നം എന്താന്ന് പറയൂ. ഇനി എന്താ പറയേണ്ടത്? നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞില്ലേ? അപ്പൊ അവരുടെ നാട്ടിൽ നിന്ന് അവരെ മുഹമ്മദ് നബി അടക്കമുള്ള ആളുകൾ അവിടെ നിന്ന് ഓടിച്ചിട്ട് പിന്നീട് അവരവിടുന്ന് തിരിച്ച് ആ നാട് പിടിച്ച് അവർ പൈസ കൊടുത്ത് വാങ്ങിച്ച് അവിടെ വന്ന് അവർക്ക് സ്വാതന്ത്ര്യം 1948 കിട്ടിയപ്പോൾ അന്ന് അവിടെ അവരുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചത് ആരാണ്? ആരാ യുദ്ധം പ്രഖ്യാപിച്ചത്? ആരാ യുദ്ധം പ്രഖ്യാപിച്ചത് പറയൂ. യുദ്ധം പ്രഖ്യാപിച്ചത് ഹമാസാണ്. അന്ന് ഹമാസ് ഇല്ല, അന്ന് അറബ് രാഷ്ട്രങ്ങളാണ്. അന്ന് അവിടെ ചുറ്റും ഉണ്ടായിരുന്ന ജോർഡൻ, ഈജിപ്ത്, സൗദി അറേബ്യ, ഇതുപോലുള്ള എല്ലാ രാജ്യങ്ങളും കൂടി അന്ന് അവർ യുദ്ധം പ്രഖ്യാപിക്കാനുണ്ടായ കാരണം എന്താണ്? അതിന് അവർ മുന്നോട്ട് വെച്ച റീസൺ എന്താണ്? എനിക്കറിയില്ല സാർ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പിന്നെ വന്നിട്ട് പിന്നെ നമ്മളെ വന്ന് അളക്കാൻ നിൽക്കണത് എന്തിനാ? അതെനിക്ക് ചോദിക്കാനുള്ളത്. ഒന്നുകിൽ അറിഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുക. ഇതല്ല ഇവിടെ വന്നിട്ട് അളക്കാൻ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിലും ഒന്നും അറിയാത്ത ഈ പിഞ്ചു കുട്ടികളെ കൊല്ലുന്നത് ടെററിസം അല്ലാന്നാണ് നിങ്ങൾ പറയുന്നത്. കുട്ടികളെ കൊല്ലാൻ വഴിവെച്ചത് ആരാണ്? നമ്മൾ ചോദിക്കുന്നത്. ആരാണ് ആ സാഹചര്യം ഒരുക്കിയത്? സാർ, എന്ത് തന്നെ സാഹചര്യമായാലും ഇപ്പോ റഷ്യ സാഹചര്യമായാലും ഒക്ടോബർ 7 അവിടെ സമാധാനത്തിൽ ഉണ്ടായിരുന്ന ആ ഇസ്രായേലിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെ ആ ഭീകരാക്രമണം നടത്തി 1200ഓളം ആളുകളെ കൊന്ന് അതിൽ നിന്ന് 10-500ഓളം ഹോസ്റ്റേഴ്സിനെ പിടിച്ചുകൊണ്ട് പോയി ഇന്നും അവരെ പോയിന്റ് ബ്ലാങ്കിൽ കൊന്നുകൊണ്ടിരിക്കുന്നത് ഈ യുദ്ധം നീണ്ടുപോകാൻ വഴിവെക്കുന്നത് ആരാണ്? ഹമാസ് ആണോ ഇസ്രായേലാണോ? അപ്പൊ അവരെന്താ ഹമാസിലെ ആൾക്കാരെ കൊല്ലാത്ത? ഹമാസിലെ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കില്ല. അവർ തുരങ്കത്തിൽ ഇരുന്ന് ഒളി യുദ്ധം നടക്കില്ലേ? അവർ കൊല്ലുന്നുണ്ടല്ലോ. അവരെ കൊല്ലാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ ഹ്യൂമൻ ഷീൽഡായിട്ട് വെച്ചുകൊണ്ട് സ്കൂളിൻ്റെ അടിയിൽ, ഹോസ്പിറ്റൽസിൻ്റെ അടിയിൽ, അതുപോലെ മറ്റുള്ള ഇതുപോലെയുള്ള ഹ്യൂമൻസ് താമസിക്കുന്ന ഹ്യൂമാനിറ്റേറിയൻ ഔട്ട് പോസ്റ്റുകളുടെ അടിയിലിരുന്നു കൊണ്ട് ഇതുപോലെ ബോംബും ഇതുപോലെ വെടിക്കോപ്പുമായിട്ട് ഇരുന്നാൽ അവിടെ കൊണ്ടുവന്ന് എത്ര ഓഡിയോസ് പുറത്തു വന്നു. നിർബന്ധിച്ച് ആളുകളുടെ വീട്ടിലേക്ക് കയറിക്കൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ഈ പണി ഒപ്പിക്കുന്നത് ആരാണ്? ഹമാസാണ്. ഹ്യൂമൻ ഷീൽഡ്സ് കേട്ടിട്ടില്ലേ ആ വാക്ക്? അതാരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മനുഷ്യകവചം വെച്ചുകൊണ്ട് പിഞ്ചു കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധരായിട്ടുള്ള ആളുകളെയൊക്കെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് ആരാ വഴിവെക്കുന്നത്? എന്നിട്ട് അവർ ഇത്ര കാലം എന്ത് ചെയ്തു? അവർ വിജയിച്ചോ? യുദ്ധത്തിൽ വിജയിച്ചോ ഇസ്രായേല്? കുറെ കുട്ടികളുടെ ജീവൻ വിജയിച്ചാൽ നിങ്ങൾക്ക് സമാധാനാവോ? ആര് വിജയിച്ചാൽ സമാധാനാവോ? വിജയിച്ചാൽ സമാധാനമാകുമോ?
എനിക്കെന്ത് സമാധാനമാണ്? എനിക്ക് അവിടുത്തെ എന്നാ പിന്നെ കുട്ടികളുടെ എന്നാ ജീവൻ പിന്നെ പോകുന്നതിലാ കോയച്ചെല്ല്, ദുഃഖം. പോയി കിടന്ന് ഉറങ്ങ്. രാവിലെ എഴുന്നേറ്റ് സുബഹി അല്ല നിസ്കരിക്കേണ്ടതല്ലേ, വെറുതെ സമയം അതാണ് കളയല്ലേ. ചെല്ല് അതാണ് ചെല്ല് 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 See, sir, ചെല്ല് ഞാൻ ചോദിക്കട്ടെ പോയി ഞാൻ ചെല്ല്. ചോദിക്കട്ടെ യുദ്ധം എനിക്ക് യുദ്ധം ഇസ്രായേൽ കുറച്ചുകൂടി സമയം ജയിച്ചോളും. എനിക്ക് ഓക്കെ, തരൂ. ഇസ്രായേൽ ഇപ്പൊ യുദ്ധം നിങ്ങൾ ജയിച്ചോളും. നിങ്ങൾ നിങ്ങൾ സമാധാനം ചെയ്യുന്ന പോയി ഒരു ഇതാണ്, കിടന്നുറങ്ങ്. സംസാരിക്കുന്ന ഒരാളോട് വേണ്ട പറഞ്ഞു പോകുന്നു. നിങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കിടന്ന് നിങ്ങൾ മെഴുകല്ലേ, കുറെ നമുക്ക് സമയം സമയമില്ല. കൊടുക്കുന്നു. അതെ, ആളുകൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ മാത്രമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് ഇത് പറ്റില്ല. ശരി നിങ്ങൾക്ക് ബ്രോ, ഒരു സമയം സാർ തന്നു, ഒരു ടൈം 5 ഇവിടെ മിനിറ്റ് കൂടി, കഴിഞ്ഞതാണ്. ഒരു 3 ചോദ്യം, മൂന്നേ മൂന്ന് ചോദ്യം, ഓക്കെ, അല്ല, ഒരു ഐ വിൽ മിനിറ്റ്. ഗിവ് യു 6 ഷാൻ minutes. ഇവിടെ പറഞ്ഞ ഒരു കാര്യത്തിന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് കഴിഞ്ഞിട്ട് ഷാൻ എന്തെങ്കിലും പറഞ്ഞു. ഷാൻ പറഞ്ഞത് ഈ യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധത്തെ പരാമർശിച്ചു. യുക്രൈനും റഷ്യയിലും എത്ര പേര് സ്വന്തം കുട്ടിയെയും ഭാര്യയൊക്കെ എടുത്തിട്ട് മുന്നിൽ നിർത്തിയിട്ട് പിന്നിൽ നിന്ന് വെടിവെക്കുന്നുണ്ട്. അവരൊക്കെ അതിർത്തിയിൽ നിന്ന് ആൾക്കാരെ ഒഴിപ്പിച്ചിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ഇതേ കാര്യം ഗാസയിലും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിനകത്ത് ഒരു കൂട്ടർ ചെയ്യുന്നില്ല. ഇപ്പൊ തന്നെ ഓക്കെ സിൽവർ എല്ലാം നമുക്ക് എനിക്കിന്നത് വാദിക്കാൻ പറ്റില്ല, എനിക്ക് സമയമില്ല. എനിക്കൊരു 3 ചോദ്യം കൂടി ചോദിക്കാണ്ട്. മൂന്ന് ചോദ്യം. ഷാൻ അങ്ങോട്ട് പറയാനുള്ളത് കൂടി കേൾക്കാൻ കുറച്ച് ക്ഷമ വേണം. ഈ പറഞ്ഞത് ഇങ്ങനെ സമയം തരുമോ എനിക്ക് സമയം തരുമോ? ഒന്ന് ഞാൻ ബാക്കി പറഞ്ഞു തീർത്തോളൂ. ഞാനിപ്പോ ഇതുവരെ വിണ്ടിട്ടില്ല. താങ്കൾ ഒന്ന് കുറച്ചേരം വെയിറ്റ് ചെയ്യും. ഈ കുട്ടികളെ മുന്നിൽ നിർത്തിയിട്ട് വെടിവെച്ച് അതിന്റെ അതായത് ആ കുട്ടികൾ കൊല്ലപ്പെടുമ്പോൾ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ക്യാമ്പയിൻ ചെയ്യുന്ന ആളുകൾ ആരാണ്? ഇസ്രായേലുകൾ അങ്ങനെ ചെയ്യുന്നില്ല. ഗാസക്കാർ കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മാത്രമല്ല, സ്വന്തം കുട്ടികളോട് പറയാണ് നിങ്ങൾ പോയി പൊട്ടിത്തെറിക്കുന്നത്. ഇപ്പൊ അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് പ്രഖ്യാപനം. ഇങ്ങനെ പറയുന്ന മനുഷ്യരോട് അവരുടെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അവർക്ക് തന്നെ ബോധമില്ലാതെ അവരെ എറിഞ്ഞു കൊടുക്കുകയാണ്. ഈ വെടിവെക്കുന്നവരുടെ മുന്നിലേക്ക് കുട്ടികളെ എറിഞ്ഞു കൊടുക്കുന്ന ഒരു സ്വഭാവം ഏതെങ്കിലും മനുഷ്യർക്കുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള യുദ്ധത്തിൽ തീർച്ചയായും ആ കുട്ടികളും അവിടെയുള്ള ആളുകൾ കൊല്ലപ്പെടും. അങ്ങനെ ഒരു യുദ്ധം നിങ്ങൾക്ക് അതിന് ഓപ്പോസിറ്റ് ഉള്ള യുദ്ധമാണ് ഇപ്പൊ യൂറോപ്പിൽ നടക്കുന്നത്. അവിടെ അവരുടെ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ അവർ ഒഴിപ്പിച്ചു. അവരുടെ ആ അതിർത്തിയിൽ നിന്ന്, യുദ്ധം നടക്കുന്ന പ്രദേശത്ത് നിന്ന് അവർ മാറ്റി. ഇത് മാറരുത്, നിങ്ങൾ പോവരുത് എന്ന് ഈ പ്രത്യേകം ഹമാസ് അവിടെ തിട്ടൂരും കെട്ടി അവർക്ക് കൂടി വരുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി ജീവിക്കുന്ന ഒരു വൃത്തികെട്ട ടൈപ്പ് തെമ്മാടികളാണ് ഈ ഹമാസിന്റെ തീവ്രവാദികൾ. അപ്പൊ അവര് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ അവരുടെ പോരാളികളൊക്കെ 10,000-കണക്കിന് ആൾക്കാരെ കൊന്നതുകൊണ്ട് എന്ത് ചെയ്തു? അവരിപ്പോ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ പോയി പൊട്ടിത്തെറിക്കൂ സുഹൃത്തെ എന്നാണ് പറഞ്ഞത്. അതായത് നേരെ പോയിട്ട് ഒരു ഇസ്രായേലി ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിലോ എവിടെയെങ്കിലും പോയിട്ട് ഒരു IDF-ന്റെ ആളുകൾ അവിടെ പോയിട്ട് നിങ്ങൾ സ്വയം പൊട്ടിത്തെറിക്കും. അതായത് സ്വന്തം കുട്ടികളോട് നിങ്ങൾ പൊട്ടിത്തെറിക്കും എന്നാ പറയുന്നത്. അപ്പൊ പിന്നെ ഷാൻ പറഞ്ഞ പോലെ ഇസ്രായേൽ വിചാരിച്ചില്ലെങ്കിലും ഇവർ പൊട്ടിത്തെറിക്കും. ഇസ്രായേൽ ഇപ്പൊ യുദ്ധം ചെയ്തില്ലെങ്കിലും ഇവർ പോയിട്ട് ജൂതനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ ഒരു മതവെറിയുടെ പേരിൽ പൊട്ടിത്തെറിക്കും. അപ്പൊ പിന്നെ ഈ കുട്ടികളെ സംരക്ഷിക്കേണ്ട ബാധ്യത ആ കുട്ടികളുടെ മാതാപിതാക്കൾക്കാണോ അതോ ഇസ്രായേലിനാണോ? ഈ ഗാസയിലെ ആളുകളെ സംരക്ഷിക്കേണ്ട ബാധ്യത ആർക്കാണ് എന്ന് കൂടി താങ്കൾ പറഞ്ഞാൽ കൊള്ളാം. ഈ ഇത്രയും അക്രമം ഉണ്ടാക്കിയിട്ട് ഒക്ടോബർ 7 ഇത്രയും ആൾക്കാരെ കൊന്നിട്ട് തിരിച്ചടി ഉണ്ടാകുന്ന സമയത്ത് കുട്ടികളെ മുൻനിർത്തി യുദ്ധം ചെയ്യുന്ന ആളുകളെ എന്ത് വിളിക്കണം ഞാൻ പറയും? എന്താണ് മാമാന്ന് വിളിക്കണം. ബാക്കി പറ. യു ഹാവ് 3 minutes left. അതാ പറഞ്ഞു. ഞാൻ ഇപ്പൊ ഒന്നും മിണ്ടിയിട്ടില്ല. ഒക്കെ ആ ചേട്ടനാണ് നിങ്ങൾ തന്നെയാണ്. ബാക്കി പറയൂ. എനിക്ക് അല്ല, ഇത്ര നേരം മിണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു ഇസ്ലാമാണ് തീവ്രവാദം പിടിച്ച് നടക്കുന്ന ഒരു മതം, അതുകൊണ്ട് അവരെയാണ് ആദ്യം ഒടുക്കേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞു. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ എനിക്ക് കുറച്ച് സമയം മനസ്സിലാക്കാനുള്ളത് നിങ്ങൾ ഗൂഗിൾ എടുത്ത് നോക്കൂ, ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എടുക്കൂ, ഫസ്റ്റ് 20 ടെററിസ്റ്റ് അറ്റാക്സ് എടുക്കുക. അതിനകത്ത് ഇസ്ലാം അല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കേ, നമുക്കത് എടുക്കാലോ. എന്റെ അഭിപ്രായത്തില് മതം നോക്കിയല്ല ഈ ലോകത്തെ ഒരാൾ തെറ്റും ചെയ്യുന്നത്. മതം നോക്കിയിട്ടല്ല ഈ ലോകത്തെ ഒരാൾ തെറ്റും ചെയ്യുന്നു. പക്ഷേ ഇസ്ലാമിൽ അതാണ് ചെയ്യുന്നത്. മതം നോക്കിയിട്ട് തന്നെയാണ്. കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടി കൊല്ലാൻ പറയുന്നു. ജൂതന്മാർ ഇവിടുന്ന് ഉന്മൂലനം ചെയ്യണമെന്ന് ഹമാസിന്റെ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കുന്നു. മതം നോക്കിയിട്ട് തന്നെയാണ്. നിങ്ങൾക്കത് അറിയില്ല, നിങ്ങൾ പോയി മദ്രസയിൽ നിന്ന് പഠിക്കുക. ഈ കാഫിറിനെ വെട്ടിക്കൊല്ലാൻ പറയുന്നത് ഖുറാനിലെ ആയത്ത്. അത് നിങ്ങൾ തന്നെ അതിനെ കുറിച്ച് അങ്ങോട്ട് വിശദീകരിക്കും. നിങ്ങൾ എന്തുകൊണ്ട് വേറൊരു അറിവുള്ള ആളുടെ അടുത്തോ അല്ലെങ്കിൽ വേറൊരു അറിവുള്ള ആളാരാ പറയൂ? എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ അറിവ്? അല്ല, ഞാൻ ഒരൊറ്റ ചോദ്യം അത് എനിക്ക് ചോദിക്കാൻ പറ്റുമോ? ചോദിക്കൂ. 2 minutes left. അതെ, നിങ്ങൾ ഇപ്പൊ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നില്ലേ? നിങ്ങളത് ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഒരു കോമ്പറ്റീഷൻ കണ്ണി കണ്ട ആൾക്കാരൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ തന്നെ സംസാരിക്കുന്നു, നിങ്ങൾ തന്നെ ഓരോന്ന് പറയുന്നു. നിങ്ങൾ എന്തുകൊണ്ട് ഒരറിവുള്ള പണ്ഡിതന്റെ കൂടെ വിളിച്ചിട്ട് വരണ്ടേ? മുങ്ങി നടക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ, നമ്മൾ റെഡിയാ. ഇതുപോലെ വന്നിട്ട് സംസാരിക്കാൻ ഇനി എസൻസിന്റെ നമ്മുടെ SNRCയുടെ ഏത് വേദിയിൽ വേണേലും വരാം. മെയിൻ ആയിട്ട് എനിക്കൊരു കാര്യം, ബാലുശ്ശേരി എം എം അക്ബർ, സിംസാറുൽ ഹക്ക് ഹുദവി, പിന്നെ അലിയാർ കാസിമി, ആര് വേണേലും വിളിച്ചോ, നമ്മൾ വരും. ഓക്കെ, ഞാൻ ഇസ്ലാമിനെ സ്നേഹിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
പീഡിപ്പിക്കുന്നവരെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ നോക്കിയിട്ടല്ല ഞാൻ എന്റെ ഇസ്ലാമിനെ സ്നേഹിച്ചത്. സത്യം അതാണ്. ഇന്നത്തെ കാലത്ത് തലപ്പാവിട്ട നമുക്ക് കുറെ ഏതായാലും ഭാര്യയെ തല്ലാൻ പറയുന്ന ഒരു മതത്തെ സ്നേഹിക്കാൻ കഴിയില്ല, അടിമയെ ഭോഗിക്കാൻ പറയുന്ന മതത്തെ സ്നേഹിക്കാൻ കഴിയില്ല, ആന്റി ഡെമോക്രാറ്റിക് ആയിട്ട് നിലനിൽക്കുന്ന ഒരു മതത്തെ സ്നേഹിക്കാൻ കഴിയില്ല, ആന്റി സെക്യുലർ ആയിട്ട് നിലനിൽക്കുന്ന ഒരു മതത്തെ സ്നേഹിക്കാൻ കഴിയില്ല. അതുപോലെ മനുഷ്യരഹിതമായിട്ട് എന്തെല്ലാം ഉണ്ട് അതിലെല്ലാം ഒരു പങ്ക്, അത് ഈ പറയുന്ന ഒരു തീവ്രവാദമായ പോലും അതിനകത്ത് വലിയ പങ്കുള്ള ഒരു മതത്തെ സ്നേഹിക്കാൻ നമുക്ക് കഴിയില്ല. അത് തെറ്റാണെന്നും അത് തുറന്ന് പറയേണ്ട ഒരു ബാധ്യതയുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു കൂട്ടം എക്സ് മുസ്ലിങ്ങളാണ് നമ്മളത് പറഞ്ഞിരിക്കും. നിങ്ങൾക്ക് വിഷമണി മാറി നിന്ന് നിലവിളിക്കുക, അത്രേ ഉള്ളൂ. അറബിയിൽ വേണേ നിലവിളിച്ചു. ഓക്കെ, ഒരു വിഷമമില്ല. അപ്പൊ ശരി, നമുക്ക് അടുത്ത ആളേക്ക് പോകണം. ഓക്കെ, ഒരു മിനിറ്റ് കൂടി ഉണ്ടല്ലോ, ഞാൻ ഒന്ന് പറയട്ടെ. ഒരു മിനിറ്റ് കൂടി മെഴുകിയിട്ട് ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, മതത്തിൽ തെറ്റില്ല, അറിവിന്റെ അഭാവമാണ് തെറ്റ്. അറിവിന്റെ അഭാവമായിരിക്കും തെറ്റെന്നാണ് ഞാൻ എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. അതായത് വഴി പിഴച്ചവരുടെ ദുർമാർഗികളുടെ മാർഗത്തിലല്ല ഞങ്ങൾ നയിക്കേണ്ടതെന്ന് പറയുമ്പോൾ ആരാണ് വഴി പിഴച്ചവർ, ആരാണ് ദുർമാർഗികൾ? ക്രിസ്ത്യാനികളും ജൂതന്മാരെന്ന് തഫ്സീർ എടുത്താൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഈ ലോകത്തുള്ള മനുഷ്യരെ മുഴുവൻ ദുർമാർഗികളെന്നും സന്മാർഗികളെന്നും വേർതിരിച്ചുകൊണ്ട് ആളുകളെ കാഫിറെന്നും വിശ്വാസിയെന്നും കാണാൻ പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. അത് തന്നെ തെറ്റാണ്. നിങ്ങൾ പോയി പഠിക്കുക, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പോയി പഠിക്കുക, അതാ വേണ്ടത്. അല്ലാതെ എക്സ് മുസ്ലിം സംസാരിക്കാൻ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ഇസ്ലാമിൽ ഖുർആനിൽ പാലസ്തീൻ എന്നുള്ള വാക്കുണ്ടോ നിങ്ങൾക്ക് അറിയില്ല. ഇസ്ലാമിൽ അവിടെ ഇസ്രായേൽ എന്നുള്ള വാക്ക് എന്തിനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല. കടന്ന് മെഴുകുകയായിരുന്നു ഇവിടെ ചെയ്തത്. 2 തവണ നമ്മൾ ചോദിച്ചു, 2 തവണ നിങ്ങളതാ ചെയ്തത്. ഇനി വേണമെങ്കിൽ ഇത് വീഡിയോ ലൈവാണ്, കട്ട് ചെയ്തിട്ട് അവിടെ പോയിരുന്നിട്ട് റീപ്ലൈ ചെയ്ത് കണ്ടോളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങൾ പറഞ്ഞ മണ്ടത്തരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. സോ യു ഹാവ് 10 seconds left. 10 seconds left. 7, 4, 3, 2, 1 go. ഓക്കെ, അത്രേ ഉള്ളൂ. കഴിഞ്ഞു. ഒരു മഴ ഇവിടെ നല്ല മഴ. കാര്യം പറഞ്ഞോട്ടെ. വേഗം പറയൂ. അപ്പൊ ഈ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിനകത്ത് അവിടെ കുട്ടികൾ കൊല്ലപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ഈ കുട്ടികൾ ആരെ സംരക്ഷിക്കേണ്ടത്? നിങ്ങളുടെ കുട്ടികളെ സംരക്ഷിച്ചില്ലെങ്കിൽ വേറെ ആൾക്കാർ നാട്ടുകാരെ സംരക്ഷിക്കും എന്ന് വിചാരിക്കുന്നതാണോ യഥാർത്ഥത്തിൽ ന്യായം? ഒരു യുദ്ധത്തിന്റെ ഇടയിൽ സ്വന്തം ജനതയെ അല്ല ഞാൻ പറഞ്ഞു. അതിലൊരു ചോദ്യമുണ്ട്. നമ്മളിത് പറയുമ്പോൾ ഇത് വേറൊരു വശമുണ്ട് ഇതിന്. ഇസ്രായേലിൽ എന്തുകൊണ്ടാണ് കുട്ടികൾ ചാവാത്തത്? അവരവിടെ അതിനുവേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി. ആ അയൺ ഡോം ഉണ്ടായതുകൊണ്ടല്ലേ? അതില്ലായിരുന്നു എന്ന് വിചാരിക്കുക. ഇവർ ഈ തൊടുത്ത് വിടുന്ന ചറപറാന്ന് റോക്കറ്റ് വിടുന്നു, ചറപറാന്ന് സാധനങ്ങൾ തൊടുത്ത് വിടുന്നു. ഇത് മുഴുവൻ അവിടെ അതൊന്നും ഇല്ലാതെ അവിടെ താഴെ വീണിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? പോട്ടെ, ഇവർ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള യുദ്ധം ചെയ്യണമെന്നാണ് പറയുന്നത്. ഇവരിങ്ങോട്ടേക്ക് വിടുന്ന അതേപോലെ കണ്ണും മൂക്കും ഇല്ലാതെ ഇസ്രായേൽ ഇപ്പുറത്തേക്ക് തിരിച്ച് വിട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും ഗാസയുടെയും ഈ പറയുന്ന വെസ്റ്റ് ബാങ്കിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചാൽ പോരെ? അപ്പോൾ ഇവർ ഒരു തരത്തിലും ഇവർക്ക് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം പ്രൊപ്പോർഷൻ വേണമെന്ന് പറഞ്ഞ് നിലവിളിക്കും. പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ഈ സാധനം പിന്നെ ലോകത്തുണ്ടാവില്ല. അതാണ് ഉണ്ടാവാൻ പോണത്. അതാണ് ഈ ഇസ്രായേൽ കുട്ടികൾ ചാവുന്നില്ല എന്നുള്ളതാണ് ഇവർ പരാതി. അത് അവർ പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ടാണ്, അതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയതുകൊണ്ടാണ്. അതെ, സ്വന്തം ജനതയോട് ഈ ഹമാസിന് കൂറില്ല. ഹമാസിന് അവരുടെ ഫുഡ് അടക്കം അടിച്ചു മാറ്റുന്നു, അവരുടെ ഭക്ഷണ സാധനം അടക്കം തോക്ക് വെച്ച് അടിച്ചു മാറ്റുന്നു. കുട്ടികളെ, ചെറിയ കുട്ടികളെ തോക്കെടുക്കാനാണ് ആദ്യം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് അവരുടെ കുട്ടികൾ കൊല്ലപ്പെടാതിരിക്കുക? അവരുടെ കുട്ടികളെ സ്വയം ബോംബ് കെട്ടിയിട്ട് അങ്ങോട്ട് പറഞ്ഞേക്കാണ് അപ്പുറത്ത്, അല്ലെങ്കിൽ കത്തിയെടുത്ത് കുത്താനൊക്കെ പഠിപ്പിക്കുന്നത്. ജൂതനെ കൊല്ലാനാണ് ചെറുപ്പം മുതൽ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു സമൂഹത്തിൽ നമ്മൾ, അതായത് എല്ലാ സമസ്ത മേഖലകളിലും സർക്കാരിലും സ്കൂൾ വിദ്യാഭ്യാസത്തിലടക്കം ഇവർ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ അവരുടെ ഭാവിക്കുള്ള ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നോ അവർ തീവ്രവാദികളാകാതിരിക്കുമെന്നോ നമുക്ക് കരുതാൻ പറ്റില്ല. ആ തീവ്രവാദികളായ ആളുകൾ തന്നെ അവർ ഇസ്രായേലിൽ വന്ന് ക്രൂരകൾ ചെയ്യുമ്പോൾ അവരെയും ഇസ്രായേൽ എന്ത് ചെയ്യുന്നില്ല, ഉടനെ തന്നെ കൊല്ലല്ലേ ചെയ്യുന്നത്. അവർ ജയിലിലടന്ന് അവർ വിചാരണ ചെയ്ത് അവർക്ക് ഇതിന്റെ തെളിവുകളുണ്ടോ ഒക്കെ നോക്കുന്നുണ്ട്. ഇതൊന്നും ഹമാസിന് ബാധകമല്ല. അതായത് ഈ മോറൽ സ്റ്റാൻഡേർഡ്, അതായത് ധാർമ്മികമായ നിലവാരം എപ്പോഴും ബാധകമാകുന്നത് ഇസ്രായേലിനാണ്. അതായത് ഇസ്രായേൽ ഇത് ചെയ്യണം, ഇത് ഈ തട്ടിക്കൊള്ള, അതായത് പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നവൻ, ഇങ്ങനത്തെ തെമ്മാടികളൊക്കെ എന്താണ് അവരോട് ആരും ചോദ്യം ചോദിക്കുന്നത്. കാരണം ഈ വെസ്റ്റിലൊക്കെ ഉള്ള ആളുകളുടെ ഒരു ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെയാണ്, അതായത് മുസ്ലിങ്ങൾ ഇങ്ങനെയാണ്, നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ ഇസ്രായേലികൾ ഇങ്ങനെ ചെയ്യുന്നത് കാരണം നിങ്ങൾ ധാർമ്മിക നിലവാരമൊക്കെ പുലർത്തേണ്ട വെസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരമുള്ള ആളുകളാണ്, നിങ്ങളത് ചെയ്യരുതെന്ന് അവർ പറയും. അവരുടെ ജനത പോലും തെരുവിലിറങ്ങുന്നത് നമ്മുടെ ആൾക്കാരുടെ ജീവൻ നോക്കണം. ഹമാസ് അവര് പോക്ക് കേസാണ്, അവർ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയൊക്കെ അവർ വെല്ലുവിളിക്കുന്നത് അവരുടെ രാജ്യത്ത്. അതാണ് വ്യത്യാസം. ഈ നിലവാര തകർച്ചയാണ് പ്രശ്നം. അപ്പോൾ സ്വന്തം കുട്ടികളെ നിങ്ങൾ നോക്കിയില്ലെങ്കിൽ ഇസ്രായേൽ വന്ന് അല്ലെങ്കിൽ ഇസ്രായേലി പട്ടാളം വന്ന് നോക്കും എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഉടായ്പാണ്. ഈ മെഴുകലിന്റെ ഏറ്റവും എക്സ്ട്രീം മെഴുകലാണ് ഇപ്പോൾ കണ്ടത്.
ഓക്കെ, ഇവിടെ ഒരു കമൻ്റ് ഉണ്ട്. അവന് കുറച്ചും കൂടി സമയം കൊടുക്കാമായിരുന്നു, അവൻ്റെ സംശയങ്ങൾ തീർത്ത് കൊടുക്കാമായിരുന്നു. എൻ്റെ പൊന്ന് ബിബിൻ അറിയാൻ വേണ്ടിയിട്ട് പറയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാൻ്റെ അടുത്തും പാപ്പാൻ്റെ അടുത്തും പറഞ്ഞിട്ട് തീർന്നിട്ടില്ല. ഇതങ്ങനെ തീരുന്നൊരു സംഗതിയല്ല. നിങ്ങൾ എത്ര തെളിവ് കൊടുത്താലും ആ തെളിവ് മുഴുവൻ തള്ളും. നിങ്ങൾ എത്ര വിശദീകരിച്ച് കൊടുത്താലും അത് അവരുടെ വശത്താക്കി അത് മാറ്റും. നമുക്കൊരു കാര്യം പറയുക, അതിന് പറയാനുള്ള സംഗതി ആ വ്യക്തി എന്നുള്ളതിനേക്കാൾ ഉപരി ഇതൊരു പൊതുജനത്തിലേക്കാണ് ഇത് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ കണ്ടാലേ ഇത് തീരുള്ളൂ. അതിൽ നിന്നാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഈ നമ്മളുമായിട്ട് സംസാരിക്കുന്ന വ്യക്തിക്ക് അത് ബോധ്യപ്പെടണമെന്നും അവരത് മനസ്സിലാക്കണമെന്നും നിർബന്ധം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി എടുക്കണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ സംസാരിച്ചാൽ തീരൂല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇതൊക്കെ അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വന്നിരുന്ന് ഞാൻ വേണമെങ്കിൽ ഇത് ഓണാക്കിയിട്ട് തരാം, നിങ്ങൾ വന്നിരുന്ന് സംസാരിച്ച് തീർത്തൊന്ന് കാണിച്ചു തരാം. അതാണ് നമുക്ക് വേണ്ടത്. ഒരു ദിവസം മുഴുവൻ ഇരുന്ന് സംസാരിച്ചാൽ പോലും ഇത് മാറാൻ പോകുന്നില്ല. അതാണ് അതിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ സമയം കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇവിടെ കുറേ ആളുകൾ വേറെയും വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്കും എഫേർട്ടാണ്. ഇത് ഒരു ദിവസം എത്ര ആളെടുത്തത് നമ്മൾ സംസാരിക്കാം? ഇങ്ങനെ വരുന്ന ആളുകളോട് മുഴുവൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ല. സ്പൂൺ ഫീഡിങ് ഇല്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, അവർക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള ചോദ്യങ്ങൾ, അതുപോലെ സംശയങ്ങൾ ഉണ്ടാകാനുള്ള വഴികൾ, ഇതൊക്കെയാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ സ്വയം അന്വേഷിച്ച് കണ്ടെത്തുക. ഒരു ട്രൂത്ത് അത് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വയം കണ്ടെത്തണം. അത് വേറെ ആൾ ഇതാണ് കേട്ടോ ട്രൂത്ത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിലേക്ക് തന്നാൽ നിങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റില്ല. അതേസമയം നിങ്ങൾ സ്വയമാണ് അതേ സാധനം കണ്ടെത്തുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു വലിയൊരു വാല്യുബിൾ ഒരു സംഭവം ആയിട്ട് നിങ്ങൾക്കത് അനുഭവപ്പെടും. ആ ഒരു വാല്യൂ നിങ്ങൾക്ക് അനുഭവപ്പെടണം. ഇത് സ്പൂൺ ഫീഡിങ്ങിൽ സംഭവിക്കുന്ന അതാണ്. ആ വാല്യൂ നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. ഇത് അവൻ എവിടെ നിന്ന് എടുത്തു, ഏതോ ഗൂഗിൾ, ഏതോ ജൂതൻ്റെ സാമാനം, ഇത്രയേ ഉള്ളൂ. അതല്ല, നമ്മൾ തപ്പിയാലും അവർ തപ്പിയാലും കിട്ടുന്നത് ഒരേ സാധനമാണ്. പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ തപ്പി കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു സ്പൂൺ ഫീഡിങ്ങിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെ നമുക്ക് പോകാൻ കഴിയില്ല. നമ്മളുടെ സ്ട്രാറ്റജി അതല്ല. അത് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ. ഓക്കെ, ഇനി നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്കും ചെയ്യാം. അത്രയും നമുക്ക് അതിനകത്ത് പറയാനുള്ളൂ. ഓക്കെ, സോ അതാണ് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ഇനി അടുത്തത് MG കൃഷ്ണൻ പോയോ? കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ ഉണ്ട്. പറയൂ MG കൃഷ്ണൻ. പറയൂ. ഹലോ, കേൾക്കാമല്ലോ അല്ലേ? പറയൂ. ഇവിടെ മഴയുണ്ട്. അപ്പം നമസ്കാരം ഡോക്ടർ ഹുസൈൻ. ഞാൻ കുറെ നാളായിട്ട് വിചാരിക്കുന്നു നിന്നെ വിളിക്കണം. 2 ആൾക്കാരുണ്ട് കേട്ടോ, നിങ്ങൾ ഒരാളോട് മാത്രം നമസ്കാരം പറയരുത്. സോറി. എന്താണ് പേരെനിക്കറിയില്ല. അത് ജസീമിന്റെ തെറ്റാണ്. ഓരോ ദിവസം ഓരോ പേര്, ഒരാൾക്ക് പേര് പഠിക്കാൻ കഴിയില്ല. അതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. രണ്ടുപേർക്ക് നമസ്കാരം. ഞാൻ വിളിച്ചത് ഇപ്പൊ ഒരു മതത്തിനെ ആക്ഷേപിക്കാനോ തെറ്റ് പറയുന്നതിനുപരി എന്റെ സൗദി അറേബ്യയിലുള്ള ചില അനുഭവങ്ങളെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. സമയം ഉണ്ടാകുന്നറിയാം. ഞാനൊരു 10-20 വർഷത്തോളം ഉണ്ടായിരുന്നു അവിടെ ജദ്ദയില്, സൗദി അറേബ്യയില്. അപ്പൊ അത് ഒരു 94-ലാണ് ഞാൻ ആദ്യം പോകുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു എയർപോർട്ട് മുതല്, ഇപ്പൊ ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് അപ്പോ അവിടെ നമ്മുടെ പാസ്പോർട്ട് കണ്ട് പേര് കാണുമ്പോൾ തന്നെ ഇന്ത ഹിമാർ, ഇന്ത ഹൈവാൻ, ഇന്ത ഖൽബ് എന്നൊക്കെ പറഞ്ഞ് എന്റെ പാസ്പോർട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്നെ പുറകിലത്തെ ക്യൂ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ 2-3 അനുഭവങ്ങൾ ആദ്യ സമയത്ത്. പിന്നെ ഇപ്പം നമ്മളിപ്പം താമസിക്കുന്ന ഫ്ലാറ്റിന്റെ പുറത്തിറങ്ങിയാൽ കുട്ടികളൊക്കെ നിന്ന് കളിക്കുകയും പന്ത് കളിക്കുകയും നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർ പന്ത് വലിച്ചെറിയുക, അല്ലെങ്കിൽ കാർപ്പിച്ച് തുപ്പുക. ഒരുപാട് സംഭവങ്ങൾ അവിടെ നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാര് ചിലരൊക്കെ അവിടെ വന്നിട്ട് ഇത് ഞങ്ങളുടെ സ്ഥലമാണ്. ഞാൻ പറയുന്നത്, എനിക്ക് ഒരു മതത്തിലും എനിക്ക് വിശ്വാസവും ഇല്ല, എനിക്ക് അത്ര താല്പര്യവും ഇല്ല. കാരണം ഈ ഒരു സാധനവും നമുക്ക് വേണ്ടാത്ത ഒരു സാധനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ മതം എന്ന് പറയുന്ന സാധനം ആവശ്യമില്ലാത്തൊരു സാധനമാണ്. നമ്മൾ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ഈ നമ്മളെ കാരണവന്മാര് കുറേ സംഭവങ്ങള്, ദുരാചാരങ്ങളും അല്ലെ ആചാരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ച് നമ്മൾ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്നത്രേ ഉള്ളൂ. അല്ലാതെ ഈ ഒരു സാധനം ഈ ലോകത്തിന് ആവശ്യമില്ലാത്തൊരു സാധനമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് അങ്ങനെയാണ് ഞാൻ മതത്തിനെ വീക്ഷിക്കുന്നത്. കാരണം നമ്മൾ മനുഷ്യത്വം എന്തെങ്കിലും പിന്നെ ഉപകാരങ്ങൾ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മൾ നടന്നു പോകുമ്പോൾ വഴിയിലൊന്ന് കുഴഞ്ഞു വീണാൽ നമ്മളെ താങ്ങാൻ വരുന്ന ആരാന്നൊന്നും നമുക്കറിയില്ല. അപ്പം അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളാണ് ജദ്ദയിൽ ഞാൻ ആദ്യ കാലഘട്ടത്തിൽ അനുഭവിച്ചത്. എന്നിട്ട് ഇപ്പോഴാണെങ്കിൽ അവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പോഴത്തെ രാജാവ് വന്നിട്ട് അവിടെ ഇപ്പം സ്ത്രീകൾക്ക് ലൈസൻസ് കൊടുത്തു. പിന്നെ നമ്മുടെ രാജാവ്, അവിടുത്തെ രാജാവ് ആദ്യമായിട്ട് ഇന്ത്യയെ വന്നതിന് ശേഷമാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത്. അതേപോലെ ഞാൻ പിന്നെ എന്നിടയ്ക്ക് വെച്ച് ആദ്യം 1 വർഷം സൗദിയിൽ വർക്ക് ചെയ്തിട്ട്, അപ്പൊ അവിടുത്തെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം
പിന്നെ ആലോചിച്ചിട്ട് സഹിച്ചിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് എനിക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോകണം എന്നും പറഞ്ഞിട്ട് നിർബന്ധപൂർവം എനിക്ക് ഈ ജോലി വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ ദുബായിലേക്ക് പോയി. പക്ഷേ എന്റെ ബ്രദറാണ് എന്നെ കൊണ്ടുപോയത്. പുള്ളി എക്സിറ്റ് അടിച്ചില്ല, റീ എൻട്രി തന്നെ എന്നെ വിട്ടു. അങ്ങനെ ദുബായിൽ പോയി കുറെ കറങ്ങി. അപ്പൊ എനിക്ക് വേറൊരു പ്രൊഫഷനും കൂടെ ഉണ്ട്, ഞാൻ മ്യൂസിക് ടീച്ചറും കൂടെ ആണ്. അപ്പൊ അങ്ങനെയൊക്കെ കറങ്ങി. അപ്പൊ അവിടെ എനിക്ക് കുറെ നല്ല സുഹൃത്തുക്കളെ കിട്ടി. അവരെല്ലാം കോഴിക്കോടുകാരും മലപ്പുറംകാരും ഒക്കെ ആയിട്ടുള്ള മുസ്ലിങ്ങളാണ്. അപ്പൊ അവിടെ അവരൊരു വില്ലയൊക്കെ എടുത്താ താമസിക്കുന്നത്. അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ ചായ കുടിക്കാനായിട്ടൊരു കടയിൽ ചെല്ലുമ്പോഴാണ് സുബേർ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനെ പരിചയപ്പെടുന്നത്. അപ്പൊ അത് ഞാൻ പേരൊക്കെ ചോദിച്ചു, എന്താണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ പാടുമെന്ന് പറഞ്ഞപ്പോ എന്നെ വിളിച്ചു റൂമിൽ പറയേണ്ട റൂമിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ നല്ലൊരു സൗഹൃദമാണ്. അപ്പൊ ആ ഒരു സുബേർ എന്ന് പറഞ്ഞ ഒരാളെ ഇന്ന് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് എനിക്ക് 95-ല് ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷം പിന്നെ ഒരു വിവരവും ഇല്ല, പുള്ളിയുടെ അഡ്രസ്സും ഇല്ല, ഒന്നുമില്ല. ഞാൻ ഫേസ്ബുക്കിൽ വരെ ഫോട്ടോ ഇട്ടു. എനിക്ക് അത്രയ്ക്ക് നല്ലൊരു സുഹൃത്തായിരുന്നു എൻ്റെ. ഇന്ന് മരിക്കുന്നതിനുള്ളിൽ കാണണമെന്ന് വരെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ നല്ല സൗഹൃദങ്ങൾ എനിക്ക് ദുബായിൽ കിട്ടി. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തില് എനിക്കൊരു തൽക്കാലം ഒരു ഹോട്ടലില് ജോലി കിട്ടി. അങ്ങനെ ഞാൻ ബർദുബായിലാണ്. അപ്പൊ അവിടുന്ന് തിരിച്ച് ഫെറി കടന്ന് ഇക്കരെ ഇറങ്ങി നടന്നു വരുമ്പോ പുറകിനൊരു പയ്യന്റെ വിളി, ചേട്ടാ 1 മിനിറ്റ് ഒന്ന് നിൽക്കുവോ. അപ്പൊ ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ പലരും അവിടെ നിന്ന് ചിലപ്പം പൈസക്കൊക്കെ വേണ്ടി ഇങ്ങനെ വിളിക്കാറുണ്ട്, അത് ശ്രദ്ധിക്കാമെന്ന്. രണ്ടാമത് നമ്മൾ വിളിച്ചു, പ്ലീസ് ചേട്ടാ ഒന്ന് നിൽക്കുക, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് നമ്മുടെ ഇപ്പോഴത്തെ ആടുജീവിത സിനിമ ഇപ്പോഴല്ലേ വന്നത്. ഇതേപോലത്തെ 95-ലുള്ള എന്റെ അനുഭവം പറയുന്നത്. അപ്പൊ ഞാൻ തിരിഞ്ഞു നിന്നപ്പം ഇങ്ങനെ കണ്ണ് നിറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചെന്താ മോനെ നീ എനിക്ക് ആഹാരം വല്ലതും കഴിച്ചോന്ന് ചോദിച്ചു. ആദ്യം ഞാൻ ചോദിക്കുന്ന വാക്കതാണ്. ഇല്ല ചേട്ടാ, ഞാൻ അപ്പൊ വന്നപ്പം ഞാൻ അത് ആ കാണുന്ന കടയിൽ നിന്ന് ഞാൻ ആഹാരം കഴിച്ചു. ഞാൻ പറഞ്ഞു, മോനെ എന്റെ പൈസ വല്ലതും ഉണ്ട്, നീ എവിടെ പോകാനാ നിൽക്കുന്നത്? ഇല്ല എന്റെ കാശൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് പൈസയൊക്കെ എടുത്ത് തന്നെ കാണിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്, ചേട്ടൻ ഒന്ന് വെയിറ്റ് ചെയ്യുക, ഇത് തിരക്കുണ്ടോ? ഞാൻ ഇല്ല നീ പറ. അപ്പൊ ഇവൻ തിരിഞ്ഞു നിന്നിട്ട് എന്റെ ഉടുപ്പ് പൊക്കി എന്നെ കാണിച്ചു. അപ്പൊ ഇങ്ങനെ ഈ മീൻ വരഞ്ഞു വെക്കുന്ന കണക്ക് മുതുകത്ത് ചാട്ടവാറ വെച്ച് അടിച്ച ഇതാണ്. ഇവന് പറ്റിക്കപ്പെട്ട് മസ്കറ്റില് ഏതോ ഒരു ഇതില് മസ്നയില് ഇവന് ഈന്തപ്പഴം ഈന്തപ്പനയിൽ കയറാനുള്ള ജോലിയോ ഒട്ടകത്തിനെ മേയ്ക്കാനുള്ള സംഭവമൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പൊ അവൻ കൊച്ചു ചേർക്കനാ പയ്യനാ. അപ്പൊ ഇത് കണ്ട് ഞാൻ അങ്ങ് ആകെ ഞെട്ടിപ്പോയി. ഇങ്ങനെ ശരിക്കും ഇങ്ങനെ പിച്ചാത്തി വെച്ച് വരഞ്ഞതുപോലെ പറഞ്ഞ് എന്നെ ചാട്ടവാറിനൊക്കെ അടിക്കുമായിരുന്നു ചേട്ടാ. അപ്പൊ എന്നെ ഒരു തല്ലാജ വണ്ടിയിൽ, എന്ന് വെച്ചാൽ അറിയാലോ തല്ലാജ, മറ്റേ ഈ ഇതുണ്ടല്ലോ ഫ്രീസർ വണ്ടി, ഐസും ഫിഷൊക്കെ കൊണ്ടുവരുന്നത്, അതിന്റെ ഉള്ളിൽ നിനക്ക് കയറി നിൽക്കാൻ പറ്റുമോ? 2-3 ചെക്ക് പോസ്റ്റ് കിടക്കണം, നിനക്ക് ആയുസ് ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെടും, അതേ നിവർത്തിയുള്ളൂ. പറഞ്ഞില്ല ഞാൻ മരിച്ചാലും വേണ്ട, അതിനകത്തിരുന്ന് മരിക്കട്ടെ, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണേ. അങ്ങനെ അവിടെ ഈ അറബി എവിടെയോ പോയ സമയത്ത് ഈ നമ്മളെ ഈ ഇതിൽ കാണുന്ന പോലെ തന്നെ ഈ ആടുജീവിതം എന്ന് പറയുന്ന കണക്ക് ഇയാൾ അവിടെ ഫിഷുമായിട്ട് അങ്ങോട്ട് ചെന്നതാണ്. അപ്പൊ ഇവന് എങ്ങനെയോ ഇയാൾ ഇതിനകത്ത് കയറ്റി ഡോർ അടച്ചിട്ട് എത്രയോ കിലോമീറ്റർ ഓടണം ഇനി ദുബായിൽ എത്തണമെങ്കിൽ. അങ്ങനെ അവനെ അവിടെ ആ ബർദുബായിൽ ഫെറിയുടെ സൈഡിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോയി. കുറച്ച് പൈസയും കൊടുത്തു. അങ്ങനെ ഇവനെ വിളിച്ചു. പിന്നെ അവനെ കരയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, വാ മോനെ, നീ എന്തായാലും വാ, കാരണം എനിക്കും അന്നേരം ഒറിജിനൽ വിസ ആയിട്ടില്ല അവിടെ. അപ്പം ഇവനെ ഞാൻ വിളിച്ചോണ്ട് പോയാൽ വഴിയിൽ എന്തെങ്കിലും ചെക്കിങ്ങിൽ പെട്ടാൽ ഞാനും അകത്താവും, കാരണം ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന പയ്യനല്ലേ. അപ്പൊ ഞാൻ അല്ല ഇത് അങ്ങനെ പെട്ടെന്ന് ഇവനെ ഞാൻ കൂട്ടി നമ്മുടെ സുബേർ എന്നൊക്കെ പറഞ്ഞ് താമസിക്കുന്ന അവരുടെ അടുത്ത് എന്ന് വിളിച്ചു. അപ്പൊ അവര് സന്തോഷത്തോടെ ഇവനെ സ്വീകരിച്ചു, അകത്ത് കയറ്റിയിരുത്തിയിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി. അവിടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവര് എന്നെ വിളിക്കുന്നു അവിടുത്തെ ലാൻഡ് ലൈനിൽ, നീ ആരെ ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ കുറെ പോലീസൊക്കെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അവിടുന്ന് ആഹാരം പകുതി പോലും കഴിക്കാതെ ഓടി തിരിച്ചു വന്നപ്പോ ഡോറി മുട്ടി തുറന്നപ്പോ ഇവരെല്ലാം കൂടി ഒന്ന് ചിരിക്കുകയാണ്. സംഭവം എന്താ പറയും, ഞാൻ ഈ കൊണ്ടുവന്ന് ആക്കിയ റൂമിന്റെ തൊട്ടപ്പുറത്ത് നിന്ന് ഈ പയ്യനെയും കൊണ്ട് ഇവന് ആവശ്യമുള്ള സാധനം അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവന്റെ ഒരു മാമ ദുബായിൽ ഉണ്ടെന്ന് മാത്രമേ ഇവന് അറിയത്തുള്ളൂ. ഇയാള് വേസ്റ്റ് കളയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നത്, ഇവൻ പുറത്തേക്ക് ഇറങ്ങുന്നു ഒരുമിച്ച്. അങ്ങനെ കെട്ടിപ്പിടിച്ച് രണ്ടുപേരുടെ നിലവിൽ എത്രയോ വർഷമായി ഇവര് പരസ്പരം കണ്ടിട്ട്.
അങ്ങനെ നമ്മൾ ചേട്ടൻ ദൈവമോ ചേട്ടൻ എന്നെ രക്ഷപ്പെടുത്തി. ഞാൻ പറയുന്നത് നമ്മളിപ്പോ ഒരാൾ ഉപകാരം ചെയ്യുമ്പോൾ അയാളുടെ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല ചെയ്യുന്നത്. ഞാൻ മരണം വരെ അങ്ങനെ ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ ഒരു സാധനം എനിക്ക് ഇഷ്ടമല്ലേ, മതം എന്ന് പറയുന്ന സംവിധാനം. ഞാനിപ്പം നമ്മളാരും ആഗ്രഹിച്ചിട്ട് ജനിക്കുന്നവരല്ല, ജന്മം കൊണ്ടാണ് ഇങ്ങനെ ആവുന്നത്. ഇപ്പൊ ഒരു ഓർഫൻ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഓർഫൻ, അവനെ ആരെങ്കിലും ഒരാൾ എടുത്തു വളർത്തുമ്പോൾ ആ മാതാപിതാക്കളുടെ ജാതിയും മതവും അല്ലേ അവൻ സ്വീകരിക്കുന്നത്. അവൻ ആരിൽ ഏതാണ് അവന്റെ അച്ഛൻ ഏതാണ് അമ്മയെന്ന് അവൻ അറിയില്ല. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറയാനാണ്. താങ്ക് യു. യെസ്, എന്തായാലും താങ്കൾ ആടുജീവിതം നേരിട്ട് ജീവിച്ചിട്ടുള്ള ഒരാളാണ്. ആ ഒരു കാഴ്ച ഇതിന്റെ ഇടയ്ക്ക് ഒരു വിവരം ഉണ്ടായിരുന്നല്ലോ, ആടുജീവിതത്തിൽ അഭിനയിച്ച ആ ഒരു നടനെതിരെ വലിയ എന്തോ നീക്കം നടത്തുന്നു, അവർ എന്തോ ബാൻ എന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ നുണയാണെന്നൊക്കെ പറയുന്നത് കേട്ടു. എത്രമാത്രം സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയില്ല. എന്തായാലും അങ്ങനെയും നമ്മൾ കേട്ടു. അതിനകത്ത് അഭിനയിച്ച അറബിയായിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിനെതിരെ വലിയ പ്രശ്നമൊക്കെ. അല്ല, അത് വേറെ അറബിയാണ്. ആ ഒറിജിനൽ അറബിയൊന്നും അല്ലല്ലോ, അഭിനയിച്ചേക്കുന്ന വേറെ അറബിയാണ്. അതെ അതെ. അപ്പൊ എന്തായാലും സന്തോഷം കേൾക്കാൻ സാധിച്ചത് താങ്കളിൽ നിന്ന്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. അടുത്ത ആളിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ആൾ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ജസീം? ഞാൻ പെട്ടെന്ന് അടുത്ത ആളിലേക്ക് പോകണം. നമുക്ക് 1 മണിക്കൂർ കൂടിയേ ഉള്ളൂ തീരാൻ. ഈ അറബി അറിയുന്ന ആളുകളുടെ അറബി സംസ്കാരം മതവുമായിട്ട് എത്ര ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുക. അറബി അറിയുന്ന ആളുകളാണ് ഏറ്റവും വലിയ തീവ്രവാദികൾ. നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടെയുള്ള ഇന്ത്യക്കാരും ഇവരൊക്കെയാണ് മതം, അവരുടെ അത്ര ഒന്നും മത തീവ്രവാദം അല്ലെങ്കിൽ ഈ കത്തിക്കുത്തെടുത്ത് നടത്താൻ പോകുന്ന സിറിയക്കാരും അല്ലെങ്കിൽ മൊറോക്കോക്കാരും ഇവരൊക്കെ ആവുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ അടുത്ത് തന്നെ ജോർദാൻ ഒരുത്തം കയറി വന്നിട്ട് 3 ഇസ്രായേലികൾ കൊന്നു. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിച്ചത്? ഇത് അവര് തമ്മിലുള്ള രാഷ്ട്രീയ പ്രശ്നമൊന്നുമല്ല, മതമാണ് പ്രശ്നം. മതം കൃത്യം പഠിച്ചുകൊണ്ടാണ്, അറബിയിൽ തന്നെ വായിച്ച് പഠിച്ചതിന്റെ പ്രശ്നം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ നിങ്ങൾ അറബി അറിയുന്നു എന്ന ലേബല് ഇത് ഉള്ള ആളുകളാണ്, മാതൃഭാഷ അറബിയായ ആളുകൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അവർക്ക് ഇത് എന്താ പറയുന്നതെന്ന് അറിയാം. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഉള്ള സ്വഭാവം കാണിക്കുന്നത്. ഇപ്പൊ സൗദിയിലും യു എയിലും ഒരുപക്ഷെ എത്ര ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ സൗദിയിൽ ഒരുപക്ഷെ എന്താ പറയാ, ഇതുപോലത്തെ കുറെ ആളുകൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവര് വേറൊരു മാതാവെന്നുള്ള പേര് ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യനൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള എന്താണ് സ്ലർ വേർഡുകൾ ഉപയോഗിക്കുന്നു അവർക്ക് നേരെ. ഓക്കെ, നമുക്ക് അടുത്ത ആളേക്ക് പോകാം. രാകേഷ് പറഞ്ഞോളൂ. യു ഹാവ് 6 minutes. നമസ്കാരം. ഞാൻ പേര് കേട്ടാ മനസ്സിലാവും, ഞാൻ ഹിന്ദു ആണ്. അപ്പൊ അതിനെ അങ്ങനെ ഒരു വിശ്വാസമുള്ള ഒരാളല്ല. പക്ഷെ ഞാൻ ഇപ്പൊ ഇത് ആരിഫിന്റെ വീഡിയോ കുറെ കാലമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ കാണുമ്പോഴാണ് എനിക്ക് ആക്ച്വലി ഇസ്ലാമിസത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ മുസ്ലിംസിന്റെ വിശ്വാസങ്ങളുടെ തീവ്രതയൊക്കെ മനസ്സിലാവണത് നിങ്ങളുടെ ഇത് കേട്ടപ്പോഴാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ള ഒരു രീതി പറഞ്ഞാല് സാധാരണ ഹിന്ദുസും ക്രിസ്ത്യൻസും തമ്മിലുള്ള മുസ്ലിംസും തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടത്, ഹിന്ദുസ് വിദ്യാഭ്യാസം കുറയുമ്പോൾ കൂടുതൽ വർഗീയതയും വിദ്യാഭ്യാസം കൂടുന്നതനുസരിച്ച് വർഗീയത കുറയുന്നതും, എന്നാൽ മുസ്ലിംസിന്റെ ഇടയിൽ തിരിച്ചാണ്. നല്ല മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ, അതായത് വർഗീയത കുറഞ്ഞ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാരും വിദ്യാഭ്യാസം കൂടുന്തോറും വർഗീയത കൂടി വരുന്നതായിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. ശരിയാണോന്ന് എനിക്കറിയില്ല, എനിക്ക് ഒരുപാട് മുസ്ലിം പരിചയമൊന്നുമില്ല. പക്ഷെ എൻ്റെ അമ്മയുടെ വീട് മലപ്പുറമാണ്. അപ്പോ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഈ പ്രോഗ്രാം കാണുമ്പോൾ മുസ്ലിംസിന് വരുന്ന റിഫൈൻമെന്റിനെക്കാട്ടിലും കൂടുതൽ മറ്റ്, കാരണം ഇതിലൊരു ഏകദേശം 1000-ഓളം ആൾക്കാർ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അതിൻ്റെ ഉള്ളിൽ ഒരു റിഫൈൻമെന്റ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഓരോരുത്തരും ഒരു സെൽഫ് ഇവാലുവേഷൻ അവിടെ നടത്തുന്നുണ്ട്. ഇത് ഞങ്ങളും ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള ഒരു ഇവാലുവേഷൻ വരുന്നുണ്ട്. അപ്പൊ നമുക്കിടയിലും ഇതേപോലെ, അതായത് ഹിന്ദുസിന്റെ ഇടയിൽ, ഞാൻ ഹിന്ദു ആണെങ്കിലും ഒരു കട്ടവിശ്വാസിയോ അല്ല, എന്നാൽ വല്ലാതെ വിശ്വാസമില്ലാത്ത ആളും അല്ല. അങ്ങനത്തെ ഒരു എന്താ പറയുക സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോ ഈ സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സെൽഫ് റെഗുലേഷൻ ഇസ് ദ ബെസ്റ്റ് റെഗുലേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് റെഗുലേറ്റ് ചെയ്തില്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ കയറി വന്ന് നിരങ്ങും. അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ കൂടുതൽ എക്സ്ട്രീമിസത്തിലേക്ക് പോകുമ്പോൾ, ഇപ്പൊ
ഒരിക്കൽ ആരിഫിന്റെ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് ഒരു ഫോണിൽ വന്ന ഒരു ലേഡി അവരൊരിക്കൽ പറയണ്ടായി, ഈ മുസ്ലിംസിന്റെ എക്സ്ട്രീമിസം ആണ് പലപ്പോഴും മറ്റുള്ള ആളുകളുടെ എക്സ്ട്രീം ക്യാരക്ടർ പുറത്തേക്ക് വരാൻ ഒരു കാരണമാക്കുന്നത്. അതായത് അവരങ്ങനെയാണെങ്കിൽ നമുക്കും ഒരുമിച്ച് ആവണ്ടേ. പക്ഷെ അപ്പൊ എന്ത് പറ്റുന്നു വെച്ചാൽ എല്ലാവരും ഒരു പോയിന്റിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അകത്തേക്ക് വരുന്നതിന് പകരം. അപ്പൊ അതാണ് ഇപ്പൊ ഹിന്ദുസിന്റെ ഇടയിൽ നടക്കുന്ന ഒരു പ്രശ്നം. അതായത് ഇപ്പൊ ഏത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും ആൾക്കാർ മനസ്സിലാക്കുന്നില്ല അതൊരു ബേസിക്കലി ഒരു പവർ ഡ്രിവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പവർ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അധികാരം പൈസ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. അതേസമയം ആ ഒരു പേരും പറഞ്ഞ് എല്ലാവരും ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഈ ഇഫേർട്ട് ഭയങ്കരമാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഗട്ട്സും സമ്മതിക്കണം. നിങ്ങളുടെ ഇതിന് എടുക്കുന്ന ഒരു ഗട്ട്സ് വളരെയധികം ഗട്ട്സ് ഉള്ള ഒരു കാര്യമാണ്. എനിക്കറിയില്ല, ടേക്ക് കെയർ, നിങ്ങളെയൊക്കെ നിങ്ങളെ ഉള്ളൂ എന്നുള്ള ഒരു ഇത്. സംസാരിച്ചതിൽ സന്തോഷം. ഓക്കെ, താങ്ക് യു. ഇത് ഒരു ഡിസ്കഷൻ വ്യൂ പോയിന്റിൽ ഞാൻ കാണുന്നില്ല. പക്ഷെ എന്നാലും ഇതിൽ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് പോണ്ടർ ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതായത് പഠിക്കും തോറും ഉണ്ടാവുന്ന വിഷയം. പഠിക്കും തോറും തീവ്രവാദികൾ, പഠിക്കാത്ത ഇരിക്കും തോറും കൂടുതൽ വർഗീയവാദികൾ എന്നൊക്കെ പറയുന്ന ഒരു സംഗതി. സാധാരണ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, സോഷ്യൽ വെൽഫെയറും അതുപോലെയുള്ള സംഗതികളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതിന് അനുസരിച്ച് നിങ്ങൾ മതത്തിൽ നിന്നും അകലും. അതാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ സംഭവിച്ചതെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനൊരു അപവാദമായിട്ട് എപ്പോഴും നിൽക്കുന്നത് ഈ ഇസ്ലാമിക് രാജ്യങ്ങളിലുള്ള അവിടെ നിന്നും കുടിയേറി വന്നിട്ടുള്ള ആളുകളും അവരുണ്ടാക്കി വെച്ച പ്രശ്നം തന്നെയാണ് അവിടെ എപ്പോഴും പൊങ്ങി വരാറുള്ളത്. ഇപ്പോൾ പേര് കേട്ട തീവ്രവാദികൾ നമ്മളെടുക്കാം. അതിൽ ഇപ്പോൾ ഒസാമ ബിൻ ലാദൻ എഞ്ചിനീയറായിരുന്നു, ഐമൻ അൽ സവാഹിരി ഒരു സർജനായിരുന്നു, അതുപോലെ ബാഗ്ദാദി ഒരു PhD കാരനായിരുന്നു. നമ്മളുടെ കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ 11 അന്ന് ആ ഒരു ട്വിൻ ടവറിലേക്ക് ഫ്ലൈറ്റ് ഇടിച്ച് കയറ്റിയ ആൾ മുഹമ്മദ് ആറ്റ, അതിൻ്റെ ആ ഒരു സംഗതി പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കിയ വ്യക്തി. പുള്ളി ഒരു ഇതുപോലെ ഒരു ഹൈലി ടൗൺ പ്ലാനിങ് അങ്ങനെ എന്തോ ഒരു സംഗതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഡോക് ഫെലോ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ജാക്കിർ നായിക്ക്, ഐ എം എ മെഡിക്കൽ ഡോക്ടർ എന്ന് തന്നെയാണ് പുള്ളി തന്നെ പറയാറുള്ളത്. എം അക്ബർ, പുള്ളി BSc ഫിസിക്സ് ആണ്. പിന്നെ ഈ NIA ഈ അടുത്ത കാലത്തായിട്ട് അറസ്റ്റ് ചെയ്ത ആളുകൾ, നമ്മളുടെ രാമേശ്വരം കഫേ അതിനകത്ത് വന്ന ആൾ, രണ്ടുപേരും എഞ്ചിനീയർമാരായിരുന്നു. അതുപോലെ ഏത് വ്യക്തികളെ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഹിജറ പോയി ഇതുപോലെ പൊട്ടിത്തെറിക്കാൻ ആട് മേയ്ക്കാനൊക്കെ പോയിട്ടുള്ള ആളുകൾ, നമ്മൾ അബ്ദുൾ റാഷിദ് അബ്ദുള്ള അതുപോലെയുള്ള ആളുകളെടുത്ത് നോക്കി ഇവരെല്ലാവരും ഡോക്ടേഴ്സായിട്ടുള്ള ഒരു എഞ്ചിനീയർമാരായിട്ടുള്ളത്. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഒരുത്തൻ ഇതേപോലെ പോയിട്ടുണ്ട്. കോഴിക്കോടുകാരനായിരുന്നു, സജീർന്നു അങ്ങനെ കണ്ടാണ് ആളുടെ പേര്. അയാൾ NITയിൽ, നമ്മളെ കോഴിക്കോട് NITയിൽ REC ആയിരുന്ന സമയത്ത് അവിടെ പഠിച്ചിരുന്ന ചങ്ങാതിയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്താണേലും സംഭവം ഇതിൽ നമ്മൾ പറയാറുള്ള സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും വാസ്തവമാവുന്ന അവിടെയാണ്. അതായത് നിങ്ങൾ ഇസ്ലാം മതം പഠിച്ചാൽ നിങ്ങൾ ഒന്നുകിൽ പൊട്ടും അല്ലെങ്കിൽ മതം വിടുന്നു പറയുന്നത് വീണ്ടും തെളിയിക്കുകയാണ് അവിടെ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മതം എപ്പോൾ പഠിക്കുന്നു എന്നുള്ളിടത്താണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വിശപ്പടക്കാനുള്ള ആ ഒരു കാര്യം, സോഷ്യൽ സെക്യൂരിറ്റി, അത് വരുന്ന മുറയ്ക്ക് മറ്റു മതങ്ങളിൽ ഉള്ള ആളുകൾ അവരെന്താ ചെയ്യുന്നത്, അവർ മറ്റു രീതിയിലേക്ക് പോകുന്നു. കുറച്ചും കൂടിയൊക്കെ സ്പിരിച്വലായി എന്ന് വരാം. അവർ കുറേയും കൂടി ഇപ്പോൾ അംബാനിയൊക്കെ എത്ര കാശുണ്ടാക്കിയാലും പോയി പൊട്ടിത്തെറിക്കാനൊന്നും പോകുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ അഭിവൃദ്ധിയുടെ കാരണം സരസ്വതി ദേവിയോ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയോ ഒക്കെ ആണെന്നൊക്കെ ചിലപ്പോൾ വിശ്വസിക്കാം. അതിന് വേണ്ടിയിട്ട് അവർ നടക്കാം, അമ്പലങ്ങളിൽ പോകാം. അതിനപ്പുറത്തേക്ക് അതുകൊണ്ട് ഇത് ശരിയാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിലേക്ക് വരണം, അങ്ങനെയൊന്നും അതിനകത്തേക്ക് വരുന്നില്ല. ഇതേ ആൾ ഇപ്പോൾ ഇസ്ലാമിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ വരുന്നത് ഇനി നമ്മളുടെ ലക്ഷ്യം, അതായത് ഇസ്ലാം പഠിപ്പിക്കുന്നത് തന്നെ എങ്ങനെയാണ് ഇത്, അതായത് ഈ ഭൂമിയിൽ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ സമ്പത്ത്, നിങ്ങളുടെ മക്കൾ, ഇതൊക്കെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ കബളിപ്പിക്കപ്പെടാൻ പാടില്ല, നിങ്ങൾ ഇതിനകത്ത് ആകൃഷ്ടരാകാൻ പാടില്ല, നിങ്ങളെപ്പോഴും പരലോകത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എത്ര അഭിവൃദ്ധി ഉണ്ടായാലും അതിൻ്റെ ഇടയിൽ കൂടെ അവരെപ്പോഴും പരലോകത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ തങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ആ ഒരു മെച്ചപ്പെട്ട അവസ്ഥയെക്കുറിച്ച് അത് നിലനിർത്തുന്നതിനെക്കുറിച്ചുള്ള ചിന്തയല്ല അവിടെ വരിക. കാരണം ഇത് നമ്മളെ പറ്റിക്കും, നമ്മളിതിനകത്ത് മുഴുകിപ്പോയാൽ നമ്മൾ നരകത്തിലെത്തും, അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ പുറത്ത് കിടക്കണം, ഇതാണ് ചിന്ത. ഈ ചിന്ത കൊണ്ട് നടക്കുന്ന ആളുകൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ അവർ മതം പഠിക്കാൻ തുടങ്ങുമ്പോൾ, അത് കൂടുതൽ പഠിക്കാനുള്ളൊരു സാഹചര്യം വന്നു കഴിയുമ്പോൾ
മദ്രസകൾ വ്യാപകമായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഇത് പഠിക്കാൻ കഴിയാത്ത മാതാപിതാക്കൾ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അവരാദ്യം ചെയ്യുക അവരുടെ കുട്ടികളെ മദ്രസയിൽ ചേർത്ത് മതം അവർക്ക് ഉറപ്പാക്കുക എന്നുള്ളത്. കാരണം എന്താണ് അവർ പറയുന്ന ന്യായം ഇത്രയേ ഉള്ളൂ, ഞങ്ങൾക്കോ കിട്ടിയില്ല, ഞങ്ങളെ കുട്ടികൾക്കെങ്കിലും കിട്ടട്ടെ എന്നാണ് അവർ പറയുക. ഇത് പറഞ്ഞാണ് എന്നെയൊക്കെ മതം പഠിപ്പിച്ചത്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് പ്രസംഗിക്കുമ്പോൾ ഉമ്മയും വാപ്പയും വീട്ടിലിരുന്ന് പറയണത് എന്താണ്, ശരിയാണ്, നിന്നെ മതം പഠിപ്പിക്കാൻ വിട്ടാൽ ഞങ്ങളെ വേണം തല്ലാൻ എന്നാണ് ഇപ്പോൾ അവരിരുന്ന് പറയണത്. കാരണം അവർ ചിന്തിച്ചെന്താണ്, അവർക്ക് അവരുടെ കുട്ടിക്കാലത്ത് മദ്രസകൾ ഉണ്ടായിരുന്നില്ല, ഇതുപോലുള്ള സംവിധാനങ്ങളില്ല. എന്നാൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്കൂളിൽ മദ്രസ, ശനി ഞായർ വേറെ മദ്രസ, അങ്ങനെ സുന്നി മദ്രസയും മുജാഹിദ് മദ്രസയും എല്ലാം പഠിപ്പിച്ച് ഇപ്പോൾ എന്തായി, അവസാനം നമ്മൾ മതം പഠിച്ച് എക്സ് മുസ്ലിമായി. ഇതാണ് ഇപ്പോൾ ഉണ്ടായത്. അപ്പോൾ പഠിച്ചാൽ പൊട്ടുമെന്ന് പറയുന്ന സംഗതി, പഠിച്ചാൽ മതം വിടുമെന്ന് പറയുന്ന സംഗതി ഇത് തന്നെയാണ്. അപ്പോൾ ഈ പഠിക്കാനുള്ള സാഹചര്യവും പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ആ അഭിവൃദ്ധിയേക്കാൾ കൂടുതൽ അവർ സ്നേഹിക്കേണ്ടി വരിക, അതിന് നിർബന്ധിക്കപ്പെടുക, അത് പരലോകത്തെക്കുറിച്ചും കൂടിയാണ്. അത് മതപരമായിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻ കൂടിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ പ്രശ്നമായിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ പഠിത്തത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് വിദ്യാഭ്യാസം നേടി നല്ല നിലയിലെത്തിയതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊരു തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ കാരണം മതം തന്നെയാണ്. അത് മതത്തിനകത്ത് കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതിൽ പഠിപ്പിക്കുന്നത് ഇവിടെയുള്ള ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അത് നിങ്ങൾ സൂക്ഷിക്കണമെന്നും കൂടി പഠിപ്പിക്കുന്ന മതമാകുമ്പോൾ സ്വാഭാവികമായിട്ട് എത്തും. മറ്റ് മതങ്ങളിൽ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ, അതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളത് എടുക്കുമോ? അങ്ങനെ എടുക്കുന്ന ആളെ നിങ്ങൾ എന്തെന്നാണ് വിളിക്കുക? ഇവിടെ ഈ തരത്തിൽ ഇതിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന മുത്തക്കിയായിട്ടുള്ള അവൻ എന്തൊരു മുത്തക്കിയാണെന്നാണ് പറയുക. ഇങ്ങനെ എത്ര വലിയ ഡോക്ടറാണ് എന്നാലും നിസ്കരിക്കണം കണ്ടില്ല, എത്ര വലിയ ഡോക്ടർ എന്നാലും ഇങ്ങനെ നടക്കണം കണ്ടില്ല എന്ന് പറഞ്ഞ് അവനെ പ്രോത്സാഹിപ്പിക്കുക ചെയ്യുക. അതേസമയം ഒരു ഹിന്ദുവായിട്ടുള്ളൊരു വ്യക്തി വളരെയധികം പഠിച്ചു, എന്നിട്ട് അവൻ ഇതേപോലെ ഊശാന്താടിയും ഈ സന്യാസ വസ്ത്രം ഇട്ട് തന്നെ അവന് പ്രാന്തായി എന്നല്ലേ നമ്മൾ പറയുക. ഇത് നേരെ തിരിച്ചാണ്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതിൽ 100% ശരിയെന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ ജനറലൈസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനകത്തൊരു ശരിയുണ്ട്. കാരണം അത് മറ്റു മതങ്ങളിലേക്കാൾ കൂടുതൽ ഇസ്ലാം മതത്തിനകത്ത് നിങ്ങൾ സ്നേഹിക്കേണ്ടത് പരലോകത്തെയാണെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് പഠിക്കാൻ സാധിക്കുന്ന ആ ലക്ഷറി കിട്ടിയിട്ടുള്ള അതിനുള്ള വിശപ്പ് മാറിയ ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനത് പഠിച്ചു കഴിഞ്ഞാൽ അവൻ പൊട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. സോ അത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്, മുസ്ലിങ്ങളായിട്ടുള്ള വ്യക്തികൾ സൂക്ഷിക്കേണ്ടതാണ്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? അല്ലേ, അതിനു മുമ്പ് ഓക്കെ, ഈ വിഷയത്തിൽ എന്തെങ്കിലും ആരിഫ് കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞ ചോദ്യം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, കാണാമോ? കാണാം. ഓക്കെ, അപ്പോൾ ഇത് ഈ ചാനൽ എക്സ്പ്ലോറിംഗ് ദ ഖുറാൻ ആൻഡ് ബൈബിൾ എന്നുള്ള ചാനലാണ്. നിങ്ങൾക്ക് പോയിട്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അത് നിരവധി ലിംഗ്വിസ്റ്റിക് സ്കോളേഴ്സ് അല്ലെങ്കിൽ മതത്തെക്കുറിച്ച് വ്യത്യസ്ത തലങ്ങളിൽ പഠിച്ചിട്ടുള്ള സ്കോളേഴ്സ് ബൈബിളിൻ്റെയും ഖുറാൻ്റെയും പഠനം കേട്ടോ, അതിനെക്കുറിച്ചുള്ള ഇന്റർവ്യൂകളും കാര്യങ്ങളും ഈ ചാനൽ ഉടനീളം ഉണ്ട്. നല്ലൊരു ചാനലാണ്, സ്കോളർലി ആണ്, അല്ലാതെ ഈ വെറുതെ നമ്മളിപ്പോ എമുക്കളും ഇവർ തമ്മിലുള്ള അടിയൊന്നും അല്ല. അതെ, അങ്ങനെ അപ്പോളജറ്റിക്കോ അല്ലെങ്കിൽ വിമർശനം, അങ്ങനത്തെ വിമർശനങ്ങളല്ല. അപ്പൊ ഈ രണ്ട് ചെയ്തിരുന്ന ഇത് കൃത്യമായിട്ട് ആ വിഷയം അതിന്റെ കോണ്ടെക്സ്റ്റ് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിൽ എവിടെയാണ് അതെ അക്കാഡമിക് ആയിട്ട് മെസ്സായ അല്ലെങ്കിൽ മിഷിഹയുടെ ഒറിജിൻ ഇവിടെ എന്താണ് എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു റെഫറൻസിന് കാണിച്ചതേ ഉള്ളൂ. മിഷിഹയുടെ ഒറിജിൻ ഇതിനകത്ത് പറയുന്നത് ദാവീദിന്റെയോ, അതായത് ഈ ജൂതന്മാർക്കിടയിലുള്ള ഒരു ടേമാണ്. അതായത് ദൈവം ഒരാളെ തെരഞ്ഞെടുത്ത്, അപ്പോൾ രാജാവായി ഇസ്രായേലിന്റെ രാജാവ്, ഇപ്പോൾ ഈ ആർസി ഇതുമായി ബന്ധപ്പെട്ടും മറ്റൊരു ഇതേപോലെ ടൈറ്റിൽ വരുന്ന പ്രഭാഷണം നടത്തിയിട്ട് ആരുടെ രാജാവ് എന്ന് പറഞ്ഞു, ക്രിസ്തുമതവും ജൂതമതവും കമ്പയർ ചെയ്തിട്ട്. ഇപ്പോൾ ജൂതന്മാർക്കിടയിലുള്ള ഒരു വിശ്വാസം അവരുടെ ദൈവം ചില ഘട്ടങ്ങളിൽ, ജൂതന്മാർ പല ഘട്ടങ്ങളിലായിട്ട് ഈ പല രാജവംശങ്ങൾ അവരെ വന്നിട്ട് അടക്കി വാഴുന്ന സമയത്ത് അവർക്ക് പുതിയ അവരുടെ ആളുകൾ ഉയർന്നു വരുന്ന സമയത്ത് ഒരുപക്ഷെ അത് രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടായിരിക്കാം, അവരുടെ ഇടയിൽ വരുന്ന പ്രധാനപ്പെട്ട രാജാക്കന്മാരോ അല്ലെങ്കിൽ സോക്കോൾഡ് പ്രവാചകന്മാരെ ദൈവം തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ എണ്ണ കൊണ്ട് ഒഴിയലുണ്ട്. അതുകൊണ്ടാണ് ഈ അനോയിന്റഡ് വൺ എന്ന് പറയുന്ന അതിനെയാണ് മിഷിഹ എന്നുള്ള പദം യഥാർത്ഥത്തിൽ അതിന്റെ ഒറിജിൻ അവിടെയാണ്. ഈ മിഷിഹയാണ് ക്രിസ്റ്റോസ് ആയിട്ട്, അത് ഗ്രീക്കിലും അവിടുന്ന് ക്രിസ്തു എന്നായി നമ്മളിപ്പോ ഇംഗ്ലീഷിലും അല്ലെങ്കിൽ മലയാളത്തിലൊക്കെ പറയുന്നത്. അപ്പൊ ഇത് ഇസ്ലാമിന്റെ കോണ്ടെക്സ്റ്റിൽ ശരിയാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ശരിയാണ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ വ്യക്തി പറഞ്ഞത് അവസാന കാലത്ത് വന്നിട്ട് രക്ഷിക്കുമ്പോൾ അങ്ങനെയും വാദിച്ചുകൂടെ എന്ന്. അതിന് കൂടെ ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരാൾ പറഞ്ഞത് കുരിശിൽ മരിച്ചത് കൊണ്ടാണ് മിശിഹ എന്ന് പറയുന്നത്, അല്ലാതെ അവസാനം വരുന്നതുകൊണ്ടല്ല. എന്നാൽ ഇതിന്റെ ഒറിജിൻ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ക്രിസ്തുമതവും ജൂതമതവും തമ്മിൽ തന്നെ ഇതിന്റെ ഈ മിശിഹയുടെ അർത്ഥത്തിൽ അവരുദ്ദേശിക്കുന്ന അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. ക്രിസ്തുവിനെ തീർച്ചയായിട്ടും മിശിഹായിട്ട് ജൂതന്മാർ കരുതുന്നില്ല. ഇങ്ങനെയാണ് ഈ വാക്ക് അവിടെ വന്നിട്ടുള്ളത്. ഇസ്ലാമിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും വീണ്ടും
ഈ മിശിഹ എന്നുള്ള ടേം മതപരമായിട്ട് ഫിറ്റ് ആവില്ല. കാരണം മിശിഹ എന്നുള്ള ടേം കൃത്യമായിട്ട് ആകണമെങ്കിൽ മുഹമ്മദിനാണ് ശരിക്ക് മിശിഹ എന്ന് വിളിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിലൊരു തർക്കം. നിങ്ങളുടെ തീർച്ചയായിട്ടും നമുക്കിതിൽ രണ്ട് രീതിയിലും വാദിക്കാം. അപ്പൊ നേരത്തെ പറഞ്ഞ ആ വ്യക്തി പറഞ്ഞ പോലെ അവസാന കാലം വരുന്നത് കൊണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒപ്പിക്കാം എന്നല്ലാതെ മതപരമായിട്ടുള്ള കോണ്ടെക്സ്റ്റിൽ മുഹമ്മദിനെ ആണ് കൂടുതൽ ഇത് സ്യൂട്ട് ആവേണ്ടത്. പക്ഷെ ഇത് കോപ്പി അടിച്ചപ്പോൾ ആ വാക്ക് ഇങ്ങോട്ട് എടുത്തു എന്നുള്ളതാണ്. ഈ മുഹമ്മദിന്റെ കാര്യത്തിൽ തന്നെ നിങ്ങൾ സീറകൾ നോക്കിക്കഴിഞ്ഞാൽ മുഹമ്മദിന്റെ ഗർഭം ദിവ്യഗർഭമാക്കാനുള്ളൊരു ശ്രമം ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. ഈ 4 വർഷം 2 വർഷം എന്നൊക്കെ പറയുമ്പോഴും മുഹമ്മദിന്റെ കുടുംബക്കാര് നല്ല ഒരു ജീനിയോളജി അല്ലെങ്കിൽ നല്ല പരമ്പരയിലുള്ളവരായിരുന്നു. മുഹമ്മദിന്റെ പിന്നോട്ടുള്ള തലമുറയെ കുറിച്ചൊക്കെ സീറകളിൽ എഴുതിയ പൊടുപ്പും തൊങ്ങനെ വെച്ച കഥ നോക്കി കഴിഞ്ഞാൽ തന്നെ ക്രിസ്തുവുമായിട്ട് പുള്ളിയെ ഒന്ന് കൂട്ടിക്കെട്ടാനുള്ള ശ്രമമുണ്ട്. അപ്പൊ അതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ആ ഒരു കോപ്പിയടിയിൽ സംഭവിച്ചതാണെന്ന് മാത്രമേ മനസ്സിലാക്കൂ. ഇസ്ലാമിനകത്ത് മുഹമ്മദിന്റെ സ്ഥാനത്താണ് ശരിക്ക്, അല്ലെങ്കിൽ സ്ഥാനപ്പേരാണ് മിശിഹ ആയിട്ട് വരേണ്ടത്. പക്ഷെ ഇത് ക്രിസ്തുവിനാണ് കൊടുത്തിട്ടുള്ളത്. ക്രിസ്തുവാണ് മിശിഹ എങ്കിൽ ക്രിസ്തുവാണ് അവസാനത്തെ പ്രവാചകൻ, ക്രിസ്തുവിൽ നിൽക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ക്രിസ്തുവാണ് ജൂതന്മാരുടെ രാജാവും അറബികളുടെ രാജാവും ആവേണ്ടത്. പക്ഷെ ഇത് നമുക്ക് കൃത്യമായിട്ട് ഒരു വൈരുദ്ധ്യമായിട്ടാണ് മനസ്സിലാവുന്നത്. അല്ലാതെ മറ്റൊരു വിശദീകരണം എനിക്ക് അറിയില്ല. കാരണം ഹീബ്രു ഒറിജിനിൽ ഈ ഈ ഒരു വാക്കിന്, ഈ ടൈറ്റിലിന് യഥാർത്ഥത്തിൽ ഇത് എന്താ പറയാ, ഏറ്റവും അവസാനം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഒറിജിൻ ഏറ്റവും അവസാനം വന്ന ആൾക്കാണ് കൊടുക്കേണ്ടത്. ഇത് നേരെ യേശുവിന് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ യേശുവിൽ നിൽക്കണം ഈ ഇസ്ലാം മതം. പക്ഷെ യേശുവിൽ നിന്നില്ല. 600 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും മുഹമ്മദ് വന്നു. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ചാനലിൽ പോയി പരിശോധിക്കാം. ഇതിപ്പോ ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ഇതിനകത്ത് ഒരുപാട് എന്തുകൊണ്ട് യേശു അല്ലെങ്കിൽ എന്തുകൊണ്ട് ബൈബിളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇസ്ലാം അതിലെ കഥകൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിരവധി ചർച്ചകളുണ്ട്. നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂകളൊക്കെ പോയിട്ട് കാണാം. താങ്ക് യു. ഓക്കെ, സോറി. സൗണ്ട് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. പേര് പറഞ്ഞു. ജസീം വിട്ടുപോയതല്ല, പെട്ടെന്ന് പേര് കിട്ടില്ല. ഒരുപാട് നാളായി വിളിക്കാൻ ശ്രമിക്കുന്നു. സി രവിചന്ദ്രൻ എന്നെ എത്തിസ്റ്റായി കൺവേർട്ട് ചെയ്തതാണ്. പിന്നെ നിങ്ങളൊക്കെ ഫോളോ ചെയ്ത് ഞാൻ ബേസിക്കലി കൺവേർഷൻ ഉണ്ടോ? എങ്ങനെ ഭൗതിക ശാസ്ത്രപരമായിട്ടുള്ള കൺവേർഷൻ. ഓക്കെ, ഞാനൊരു ഫിസിക്സ് സ്കോളറാണ്. എനിക്ക് പറയാനുള്ളത് പിന്നെ ഇത്രേ ഉള്ളൂ. മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടായാലും എനിക്ക് ഒരു കാണാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു നോർത്തിൽ ആസാമിലൊരു ടെമ്പിൾ ഉണ്ട്. അവിടെ ഡയറക്റ്റ് മോർണിംഗ് പോയപ്പോൾ ഞാൻ കണ്ടതാണ്. ഈ ഗോതത്തിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ തന്നെ അവിടെ മോർണിംഗ് ബലി കൊടുക്കുന്നുണ്ട്. ആടിനെ, പശുവിനെ ഒക്കെ ഡയറക്റ്റ് അറക്കുന്നത് ഞാൻ കണ്ടിട്ട് അതായത് കിളി പോയി കണ്ടിട്ട് ആ ദിവസം തന്നെ എന്താ പറയാ, അത്ര മീൻസ് എന്തിനാ ദൈവത്തിന് ഇങ്ങനെ രക്തവും ഇതൊക്കെ എന്നുള്ളൊരു ചോദ്യം ആ സമയത്ത് വന്നു. ഇങ്ങനെ ആ യാത്ര ചെയ്ത സമയത്ത് കണ്ടത്. പിന്നെ ഈ പോളറൈസേഷൻ ഇപ്പം കൂടുതലായിട്ട് നടക്കുന്നത്. ഞാൻ ട്വിറ്ററൊക്കെ നോക്കുമെന്ന് പറഞ്ഞാൽ മീൻസ് അധികം നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അതായത് ഒരു സിംഗിൾ പോളായിട്ട് എവിടെയും ഫോം ആവില്ലല്ലോ. ഇപ്പൊ ഒരു സൈഡ് ആകുമ്പോൾ അതേപോലെ മറ്റേ സൈഡും സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാത്തിനെയും എങ്ങനെ കാണാനോ എതിർക്കാനുള്ള രീതിയിൽ അത് ഭയങ്കര ഡേഞ്ചർ ആണ് സമൂഹത്തിന് എന്ന് മനസ്സിലാക്കുന്നു. രണ്ടുപേരും രണ്ട് സൈഡ് ഇങ്ങനെ ഹെവി ആയിട്ട് വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം. പിന്നെ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ പേഴ്സണൽ ആയിട്ട് അങ്ങനെ മോശം അനുഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങളെ പരിപാടിയൊക്കെ അടിപൊളിയാണ്, കാണാറുണ്ട്, സൂപ്പറാണ്. ഇത്രയാണ് പറയാനുള്ളത്. കൊറേ വിളിക്കാൻ ശ്രമിക്കുന്നു. പിന്നെ ആ 300 അന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നില്ലേ, അന്ന് കോണ്ടാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചെന്നാണ്. ഇല്ല, നിങ്ങളെന്താ മറ്റേ ഇതില് സെലിബ്രേഷൻ ഉണ്ടായിരുന്നില്ലേ? അതിനി വരുമല്ലോ, 400 വരും. അപ്പൊ നമുക്ക് കൂടാം. അഹങ്കാരം കൊണ്ട് പറയാന്ന് വിചാരിക്കരുത്. കാക്കാമാര് പൂട്ടിച്ചില്ലേ നമുക്ക് കാണാം. ഓക്കെ, ആവട്ടെ. കാരണം നിങ്ങള് വലിയൊരു മാറ്റാണ് സൃഷ്ടിക്കുന്നത് ഈ ഒരു ഏരിയയില്. ഭയങ്കരമായിട്ട് ഗുണപ്രദമാണ്. അതിപ്പോ ഒരു സമൂഹത്തിന് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞ പോലെ ഇങ്ങനെ നിങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ സെൽഫായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങും. ഇത് എങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ആവണേ, നമ്മളെത്രത്തോളം ഇതിൽ ഡീപ്പായിട്ട് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അപ്പൊ ഓട്ടോമാറ്റിക്കലി മാറാൻ തുടങ്ങും. പിന്നെ ഇത് വിമർശിക്കുന്നല്ല, ഏത് മതത്തിനെ വിമർശിക്കാം. അതിപ്പോ ഹിന്ദു മതത്തിനെ ആയാലും ശരി, ക്രിസ്ത്യാനിറ്റിനെ ആയാലും നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഇത് വിമർശിക്കുന്നതിന്.
പിന്നെ അതൊന്നും അപ്പം വിഷയമല്ല. പിന്നെ നേരത്തെ എന്തായാലും പറഞ്ഞൊരു കാര്യമുണ്ട്, ആ പെട്ടെന്ന് തീർക്കാം. നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താന്ന് വെച്ചാൽ ഈ മുസ്ലിംസ് മതം പഠിച്ചാൽ അത് പൊട്ടിത്തെറി അങ്ങനെ പോകും, പക്ഷെ ഹിന്ദുക്കൾ മതം പഠിച്ചാൽ ബേസിക്കലി സന്യാസത്തിലേക്കാ പോകും. ആ വ്യത്യാസം. കാരണം അതെ, ഈ അവിടെ അതുകൊണ്ടാണല്ലോ ഇത് പറഞ്ഞത്. പറയുന്ന മോക്ഷം അങ്ങനത്തെ കുറെ കൺസെപ്റ്റ് റിലേറ്റഡ് ആണ്. ഈ സ്വർഗം അതിനേക്കാൾ ഉപരിയായിട്ട് മോക്ഷം എന്നുള്ള റിലേറ്റഡ് കൺസെപ്റ്റ്. അതിൽ ഒരു ജൈന സന്യാസാണ് അവർ തീവ്രവാദിയൊക്കെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ. അവൻ ശ്വാസം പോലും വലിക്കൂല, ബാക്ടീരിയ എങ്ങാനും ചത്താലോ എന്നൊക്കെ വിചാരിച്ച് ഫിൽറ്ററൊക്കെ വെച്ച് നടക്കും. നന്നാവട്ടെ, അതാണ്. അതാ ഉദ്ദേശിക്കണേ. സമൂഹം ഓക്കെ ആയിട്ട് പോട്ടെ എന്ന് ഉദ്ദേശിക്കുന്നു. യാ ഓക്കെ, താങ്ക് യു എടുത്തതിന്. താങ്ക് യു. യെസ്, ബൈ, കാണാം. ബൈ. യാ അത് പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ ഈ ഹിന്ദു മൂത്താൽ സംഘി അല്ലെങ്കിൽ അത് കഴിഞ്ഞ സന്യാസി, ഇവിടെ അതാ പറഞ്ഞേ. മറ്റേത് മൂത്താൽ അത് ഡോക്ടറിനാണ്, മതപരമായ ഡോക്ടറിനാണ്. നിങ്ങൾ പറയാറുണ്ട് ചില സമയത്ത് നിങ്ങൾ മതത്തെ വിമർശിക്കുന്നു, മതത്തെ തന്നെയാണ് വിമർശിക്കുന്നത്. മതത്തിലുള്ളത് കൊണ്ടാണ് അവരവന് പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് അവന് മതം തോന്നിട്ട് അറിയാത്തോണ്ട് പോകണം. ആളല്ല, അതല്ലേ, അറിയാത്തോണ്ട് തീവ്രവാദി ഒന്നല്ല. അവർ മതം കൃത്യമായിട്ട് ഇത് അറിയുന്നതുകൊണ്ടാണ്. കിട്ടിയാൽ അതെ, മതം അറിഞ്ഞ് ഇത് ഞാൻ ചെയ്താൽ ഞാൻ സ്വയം പൊട്ടിത്തെറിച്ചാൽ സ്വർഗം കിട്ടും എന്ന് ആത്മാർത്ഥമായി മതത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അവൻ തീവ്രവാദിയാവും. പക്ഷെ അത് പറഞ്ഞാൽ നമ്മൾ അതുപോലെ തന്നെ ഹിന്ദു, ഇസ്ലാമോഫോബിക്കാവും, അതാ പ്രശ്നം. അതെ. പക്ഷെ ഒരു ഹിന്ദു ആത്മാർത്ഥമായിട്ട് മതത്തെ സ്നേഹിച്ചാൽ അദ്ദേഹം പോകുന്ന സന്യാസിയാവാനാണ്. കാരണം അദ്ദേഹം പരബ്രഹ്മത്തിൽ അങ്ങോട്ട് ഫുൾ കണക്ഷൻ അതെ, കിട്ടാൻ വേണ്ടിയാ പോകുന്നത്. അപ്പൊ അത് മതപരമായ ഡോക്ടറിനാണ് കേട്ടോ. ഇത് മതം ഏതെങ്കിലും മനസ്സിലാക്കാത്തതുകൊണ്ട് അവർ ഗുഹയിലോ ചെയ്യുന്നതാണ്. ഹോട്ടലിലൊക്കെ കയറി ഇരുന്നോളൂ, അതാണ് ഉണ്ടാവും. സ്ഥിരം വിഷ്ണു വെയിറ്റ് ചെയ്യൂ കേട്ടോ, അവസാനം വരാം. യാ പറയൂ. ഹലോ, കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. ആ എൻ്റെ പേര് ലുക്മാൻ എന്നാണ് കേട്ടോ. ലുക്മാൻ, ആ യാ പറയൂ. ആ നിങ്ങളെ വിശ്വാസിയാണോ? ഒരുപാട് പ്രോഗ്രാം കാണാറുണ്ട്. അതെ, വിശ്വാസി. ഓ അച്ഛനെ, വെൽക്കം ടു ദ ഷോ. പ്രോഗ്രാം കാണലുണ്ട്. നിങ്ങളെ സമയോടുള്ള ഇരുത്തൊക്കെ കണ്ടിട്ട് പലപ്പോഴും അമ്പരന്നിട്ടുണ്ട് ഓഹോ, സംഭവത്തിനൊക്കെ. അസ്വബർ നിസ്മുൽ ഈമാൻ എന്നാണല്ലോ. അതെ അതെ. ആ ആ അപ്പൊ എൻ്റെ ചോദ്യം, പിന്നെ നിങ്ങള് മറ്റു മതത്തിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതലും ഇസ്ലാമിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നു. നിങ്ങളെ യൂട്യൂബ് പേജൊക്കെ നോക്കുമ്പോൾ മുഴുവനായിട്ട് ഏറെക്കുറെ എനിക്ക് ഞാൻ നോക്കിയത് മുഴുവനും ഇസ്ലാം മതത്തിനെതിരെയാണ് കാണുന്നത്. അതെന്താണ് ഇസ്ലാം മതത്തെ മാത്രം ഫോക്കസ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്നറിയാൻ വേണ്ടി. എക്സ് മുസ്ലിം ആയതുകൊണ്ട് അങ്ങനെ ഓ എക്സ് മുസ്ലിം ആയതുകൊണ്ടല്ലേ. അതെ. അപ്പോ മറ്റോ സുഹൃത്ത് അങ്ങനെ തന്നെയാണോ? എക്സ് മുസ്ലിം തന്നെയാണെന്ന് തോന്നുന്നല്ലേ? അതെ. ഇപ്പൊ ഞാൻ ഈ മതമല്ലേ കൂടുതൽ പഠിച്ചത്. പിന്നെ എനിക്ക് അറിയാവുന്ന എന്റെ ബാക്ക്ഗ്രൗണ്ട് ഈ മതമാണ്. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യം അറിയുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിമർശിക്കാൻ പറ്റുന്നത് ഈ മതമാണ്. പഠിച്ചിട്ട് വിമർശിക്കാൻ പറഞ്ഞു, അപ്പൊ പഠിച്ചതുകൊണ്ട് നമ്മളങ്ങ് വിമർശിച്ചു, അത്രേ ഉള്ളൂ. മറ്റു മതത്തിനോടുള്ള നിലപാടൊക്കെ എന്താണ്? അത് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് വിമർശിക്കാത്ത. അത് മറ്റു മതങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മതത്തിനകത്ത് പറയുന്നുണ്ടല്ലോ, ദൈവം എന്ന് പറഞ്ഞ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തെ നമ്മൾ തള്ളി, ബാക്കി 99 നിങ്ങൾ തള്ളിയല്ലോ. ഇതെല്ലാം തള്ളാണല്ലോ. അപ്പൊ ഈ മതം ഞാൻ ഓൾറെഡി അല്ല, അങ്ങനെയാണെങ്കിൽ മറ്റു മതത്തില് ഇപ്പൊ ഒന്നിക്കൽ ഹൈന്ദവ മതമായാലും ക്രൈസ്തവ മതമായാലും അത് പറഞ്ഞല്ലോ സുഹൃത്തെ, നല്ല ബെറ്റർ ആണെന്നോ? ഏകദൈവല്ലേ നമ്മളത്. അല്ല, അത് പഠിക്കാൻ ഉദ്ദേശം ഉണ്ടോ? അത് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ കഴിഞ്ഞ 2023 ഒക്ടോബർ 17 വൈകിട്ട് 5 മണിക്ക് ഞാൻ ക്രിസ്ത്യാനിറ്റി വിമർശിച്ചിരുന്നു. അതുകൂടാതെ 2024 ഫെബ്രുവരി 22 രാവിലെ 11 മണിക്ക് ഞാൻ ഹിന്ദു മതത്തെ വിമർശിച്ചിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു പഠിച്ചിട്ട് വിമർശിക്കാൻ. അപ്പോൾ ഞാൻ നിർത്തിയതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ല, അങ്ങനെയല്ല നിങ്ങളെ. ഓക്കെ നിങ്ങൾ അങ്ങനെ ഒരു തമാശ രീതിയിൽ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഉള്ള കാര്യം പറഞ്ഞ് നമ്മൾ എക്സ് മുസ്ലിങ്ങളാണ്, നമുക്ക് അറിയുന്നത് ഇസ്ലാം മതമാണ്, അതിന് നമ്മൾ വിമർശിക്കാൻ നിങ്ങൾക്ക് എന്താ? അല്ല, അങ്ങനെയല്ല. എന്തുകൊണ്ടാണ് അത് മാത്രം? ഓക്കെ, അത് കഴിഞ്ഞു. ഓക്കെ, ശരി. അടുത്ത ചോദ്യം ഞാന് പിന്നെ നമ്മളിപ്പോ 1400 വർഷം പോയല്ലോ ഇസ്ലാം ഖുർആൻ ഇറങ്ങിയിട്ട്. അപ്പോ എന്തുകൊണ്ടാണ് കൂടുതൽ പേരും ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുന്നത്? നിങ്ങളെപ്പോലത്തെ ആളൊക്കെ ഇത്ര വിമർശിച്ചിട്ടും ലോകത്ത് ഏറ്റവും കൂടുതൽ കൺവേർട്ട് ചെയ്ത് വരുന്നത് ഇസ്ലാമിലേക്കാണ്. അതെന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ ഇസ്ലാമിൽ ഇതിലേക്ക് കടന്നു വന്ന ആളുകളിൽ 7 വർഷം കഴിയുമ്പോൾ ആ കടന്നു വന്നതിൽ ഭൂരിപക്ഷം തിരിച്ചു പോകുന്നു. ആ കണക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേതാ കണക്ക്? ഇല്ല, കണ്ടിട്ടില്ല. അതും കൂടി ഒന്ന് പോയി കണ്ടാൽ മതി, ശരിയായിക്കോളൂ. ഇല്ല, അത് എവിടെയുള്ളത് കണക്ക്? കണക്കെവിടെയുള്ളത്? നിങ്ങൾ വായിച്ച അതേ പ്യൂർ റിസർച്ച് തന്നെ വായിച്ചാൽ പോരെ? അത് ഒരു ഇല്ല, അത് മാത്രല്ല, അത് കണ്ടിന്യൂ ആയിട്ട് ഇസ്ലാമിലേക്ക് വന്നോണ്ടിരിക്കുന്നു. അല്ല, നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോക്കല്ലേ രണ്ടാളും.
നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായം മാത്രം പറഞ്ഞിട്ട് പോകല്ല. ഒരു ഉത്തരം അല്ല, നിങ്ങളെ നമ്പർ കൊണ്ടാ, നിങ്ങളെ മറ്റേ ചങ്ങാന്റെ നമ്പർ കൊണ്ടാ. റിസർച്ച് എടുക്കട്ടെ. വെയിറ്റ്. റിസർച്ച് നമ്പറോ ഏത് ഒക്കെ നമ്പർ? എടുക്കണം. അല്ല, നിങ്ങളെ മൊബൈൽ നമ്പർ വേണോ? നിങ്ങളെ രണ്ടാളെയോ? എന്താ കാരണം എന്ന് വെച്ചാല് നിങ്ങളെ അഭിപ്രായം പറഞ്ഞിട്ട് ഞങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ട് പറഞ്ഞത് എവിടുന്നാണ്? അല്ല മറ്റുള്ള ഇപ്പൊ എനിക്ക് മുമ്പ് മൂന്നാമത് വന്ന ഒരു സുഹൃത്തുണ്ട്, മൂന്നാമത് വന്ന സുഹൃത്തിന്റെ സംസാരം വരെ നിങ്ങള് മര്യാദയ്ക്ക് അദ്ദേഹത്തെ സംസാരിക്കാൻ തന്നെ വിടുന്നില്ല. അപ്പൊ നിങ്ങളൊരു എന്താണ് പുള്ളി പറഞ്ഞത്? ടീമാ? അല്ല, ആ ടീമല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഓൾഡ് ചെയ്ത് നിൽക്കുമ്പോ ചങ്ങനെ കണ്ടത്. അല്ല, ഇസ്രായേൽ പലസ്തീന്റെ വിഷയം, ഇസ്രായേൽ പലസ്തീന്റെ അതായത് ഇസ്രായേൽ വിഷയം പറഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ് ഇതൊന്ന് കണ്ടേക്കാം, എന്നിട്ട് നമുക്ക് അടിയിലേക്ക് പോവാം. അതെ, ഇത് കഴിഞ്ഞിട്ട് മതി. വിഷയം മാറി നമ്മള് ചാടണ്ടല്ലോ. നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുമല്ലോ അല്ലേ? ഇതെന്താ എഴുതിയിരിക്കണേ? വായിച്ച ഇതെന്താ എഴുതിയിരിക്കുന്നു ഒന്ന് എനിക്ക് പറഞ്ഞു. എനിക്ക് ഇംഗ്ലീഷ് അത്ര പരിചയമില്ല. അതൊക്കെയാണ് ഈ പ്രശ്നം. അല്ല, അത് നിങ്ങള് മലയാളം തർജ്ജമ ചെയ്തു. അല്ല, ഒരു മിനിറ്റ് ജസീം, ഒരു മിനിറ്റ്. നമുക്ക് ഈ നിങ്ങൾക്ക് അറിയേണ്ട വിവരങ്ങൾ അതെല്ലാം മലയാളത്തിൽ സ്പൂൺ ഫീഡ് ചെയ്ത് തരണമെന്ന് നിങ്ങൾ വാശി പിടിക്കാൻ പാടില്ല. നിങ്ങളിത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈറ്റ് എടുക്കുക, എന്നിട്ട് ഇതിനകത്ത് നിങ്ങൾ എവിടെയാണോ ഈ സാധനം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്ന് വായിക്കുന്നത് അതേ സൈറ്റൊക്കെ തന്നെ. ഓക്കെ, അത് പോവുക. എന്നിട്ട് അതിനകത്ത് ഇതെടുത്തതിന് ശേഷം നിങ്ങളതിനകത്ത് ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ഒരു സെക്കൻഡ്, ട്രാൻസ്ലേറ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നിങ്ങൾ നോക്കാറുണ്ടോ? ഉണ്ട്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് വായിക്കാൻ കഴിയില്ലേ? ഇല്ലേ? ട്രാൻസ്ലേറ്റ് ടു മലയാളം. ഒരു സെക്കൻഡ്. നിങ്ങൾ ക്രോമിൽ തുറന്നു കഴിഞ്ഞാൽ ഇത് മലയാളത്തിലും കൂടി കിട്ടും. ഓക്കെ, ക്രോം. ഇതിപ്പോൾ ഞാൻ എഡ്ജിലാണ് തുറന്നിരിക്കുന്നത്. ഞാൻ എഡ്ജാണ് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ തുറന്ന് കാണിക്കാം. പക്ഷേ ഞാൻ ഇതിൽ എഡ്ജ് ഇൻസ്റ്റാൾ ചെയ്തു. പറഞ്ഞുതരാം. ദ ഷെയർ ഓഫ് അമേരിക്കൻസ് ഹു ലീവ് ഇസ്ലാം ഈസ് ഓഫ്സെറ്റ് ബൈ ദോസ് ഹു ബിക്കം മുസ്ലിം. ജസീം തർജ്ജമ ചെയ്യൂ. അതെ, അമേരിക്കയിൽ ഇസ്ലാം മതം സ്വീകരിക്കുന്ന ആളുകളെക്കാൾ കൂടുതലാണ് അമേരിക്കയിൽ ഇസ്ലാം മതം വിടുന്ന ആളുകൾ. അതിന്റെ അർത്ഥം എന്താണ്? താങ്കൾ മലയാളത്തിൽ പറഞ്ഞുതരും. ഇല്ല, അമേരിക്കയിലെ കഥ മാത്രമല്ല പറയുന്നത്, വേൾഡിലെ കഥയാണ്, ലോകത്തുള്ള കഥയാണ് ഞാൻ പറയുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ പേര് കൺവേർട്ട് ചെയ്ത് വരുന്നത്, ഇസ്ലാം മനസ്സിലാക്കിയിട്ട് വരുന്നത് അത് ഇസ്ലാമിലേക്കാണ്. മതം മനസ്സിലാക്കി വരുന്നത് ഇസ്ലാമിലേക്കാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൺവേർട്ട് ചെയ്ത് ഏത് മതത്തിലേക്കാണ്? ഇല്ല, അത് നിങ്ങൾ ഓരോ ആ ചോദ്യം തിരിച്ചും മറിച്ചും ചോദിച്ചിട്ട് ആ ചോദ്യത്തെ ഒരു ആവിയിലേക്ക് വളർത്തലല്ല. അല്ല, അങ്ങനല്ല. വേൾഡ് കണക്കാണ് നിങ്ങൾ വേണ്ട. നിങ്ങൾ വെറുതെ ഒരു അമേരിക്കന്റെ ന്യൂസ് എടുത്തിട്ട് ഇവിടെ ഇട്ടിട്ട് കാര്യമില്ല. അമേരിക്ക വേൾഡിലെ ഒരു കൺട്രിയാണ്. അതെ, ഇന്ത്യയിൽ ഇസ്ലാമിലേക്ക് തന്നെയല്ലേ കൺവേർട്ട് ചെയ്ത് വരുന്നത്. യൂറോപ്പിലും ഇസ്ലാമിലേക്ക് തന്നെ. അപ്പൊ അതിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ അത് യൂറോപ്പിലല്ലേ എന്ന് ചോദിക്കും. അപ്പൊ വേൾഡിലെ അല്ല, വേൾഡ് വൈഡ് ആയിട്ട് ടോട്ടൽ കണക്ക് പറയാം. ഇതിപ്പോ നിങ്ങൾ അമേരിക്കയിലെ മാത്രമേ വേൾഡ് വൈഡ് കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൽ നിങ്ങളിപ്പോ അമേരിക്കയില് ഇസ്ലാമിലേക്ക് വന്നിട്ട് 7 വർഷം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന കഥയാണ്. യൂറോപ്പ് ഏഷ്യയും കൂടി കൂട്ടുമ്പോൾ ഉള്ള സാധനത്തിനല്ലേ ഈ വേൾഡ് എന്ന് പറയുന്നത്. പിന്നെ ഏതാ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന വേൾഡ്? മറ്റേ നിങ്ങളിപ്പോ ഈ പറഞ്ഞത് കൂടി ചേർത്തിട്ടാണോ? അല്ലല്ല, നിങ്ങൾ തമാശ പറയല്ല. നിങ്ങളെ സ്ഥിരം ഡയലോഗ് എന്താണ്? ഈ തമാശ പറഞ്ഞിട്ട് നിങ്ങൾ ഫണ്ണി ഡയലോഗ് പറഞ്ഞിട്ട് അതിനെ മറച്ചു കളയാ. അത് നിങ്ങളെ എല്ലാ വീഡിയോ കാണുമ്പോ നിങ്ങളെ സ്ഥിരം ഡയലോഗ് ഫണ്ണി, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് ഫണ്ണി ഡയലോഗ് പറഞ്ഞിട്ട് നമ്മളെ ചോദ്യത്തെ മറച്ചു കളയാ. അത് നിങ്ങളെ സ്ഥിരം ഡയലോഗാണ്. അത് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയല്ല, വസ്തുതാപരമായിട്ട് ചോദ്യം ചോദിക്കുമ്പോ വസ്തുതാപരമായിട്ട് മറുപടി പറയണം. ചിലപ്പോ നിങ്ങളെ അനുകൂലിക്കുന്ന ആളെ കൈമുട്ടു ചിരിക്കൂ, നിങ്ങളെ അനുകൂലിക്കുന്ന ആളെ കൈമുട്ടു ചിരിക്കൂ, നല്ല നല്ല കമന്റ് ഇടൂ. പക്ഷെ അതല്ല, നിങ്ങൾ വസ്തുതയ്ക്ക് വസ്തുതാപരമായിട്ട് മറുപടി പറയണം. അതാണ് മാന്യത. അമേരിക്കയിൽ മാത്രം ഉൾപ്പെടുത്തല്ല നിങ്ങള്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് മറുപടി പറയാൻ വേണ്ടി അല്ല, നിങ്ങളിപ്പോ എന്ത് പറഞ്ഞാലും നിലവിലിപ്പോ സിറ്റുവേഷനിൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ പേർ കൺവേർട്ട് ചെയ്തത് ഇസ്ലാമിലേക്കാണ്. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് അത് തിരുത്താൻ കഴിയില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അത് തിരുത്താൻ കഴിയില്ല. അത് നിങ്ങൾ അംഗീകരിക്കണം. അത് അംഗീകരിച്ച് നിവൃത്തിയുള്ളൂ. അതെന്തുകൊണ്ടാന്നാ ചോദിക്കുന്നത്. അതെന്തുകൊണ്ടാന്നാ ചോദിക്കുന്നത്. അതെ, അതെന്തുകൊണ്ടാണ്? Our youth are full of doubts and nobody's answering their questions. Something that is so
serious കേൾക്കുന്നില്ല? that almost Okay. every single day I deal with it. And that is Muslim youth leaving Islam. 24% of Muslim youth are leaving Islam. So one of the more shocking things that I have experienced over the course of those years are the number of young boys and girls aged between 13 to 18 who have openly declared their apostasy to me. And I'm talking within the hundreds. However, at the same time, they have also declared to me that they are hufad, they are hafiz of the Quran. They are leading prayers to the masjid, and they are still leading that life, while simultaneously declaring their apostasy. Now, of course, they're not open about it. Why aren't they talking to their parents? Why aren't they talking to the imams, their sheikh, the scholars? And the same answer, I get the same answer from every single one of them. They're scared to tell their parents. They're scared to tell the imam. They're scared to tell the sheikh. They're scared to tell their scholars. They're scared to be shamed. And they feel as though even when they give clues, the first reaction is either anger or isolation. It is rare that you would find back home a young man or a young woman addressing their parents, their family, and telling them, I don't believe in Allah. I don't believe that Muhammad sallallahu alaihi wasallam was a messenger of Allah. I don't believe that the Quran is a book of revelation. That is unthinkable. That is the unthinkable. It is happening. It is happening continuously. ഞങ്ങൾ എനിക്കൊരു കാര്യം പറയാം. ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ദീനിനെതിരാവും. അറിഞ്ഞോ അറിയാതെയോ 988 മുതൽ 2019 അമേരിക്ക, യൂറോപ്പായിട്ട് മലയാളം, കേരളമായിട്ടാണ്. വലിയ മൂല്യശോഷണം സംഭവിച്ചിട്ടുണ്ട്. ഇതെന്താന്ന് പറയുന്നത്? അല്ല, ഇത് ഒരു മിനിറ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഉസ്താദുമാരുടെ നിലവിളിയാണ് മുസ്ലിങ്ങൾ കൊഴിഞ്ഞു പോണത്. കേൾക്ക്, ആള് കേറുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെയൊക്കെ വിളിച്ചിട്ട് തിരുത്ത്. നിങ്ങൾ വെറുതെ നിലവിളിക്കല്ലേ, ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് നിലവിളി. സ്റ്റോപ്പ് ചെയ്യില്ല, മുഴുവൻ കേട്ടിട്ട് പോയാൽ മതി. എന്തിനാ സ്റ്റോപ്പ് ചെയ്യുന്നത്? തെളിവല്ലേ നിങ്ങൾക്ക് വേണ്ടത്? പ്രത്യേകിച്ച് ഇന്നത്തെ കാലം ദീനിനെ ചോദ്യം ചെയ്യാൻ ഭയങ്കര ധൈര്യം കാണിക്കുകയാണ് നമ്മുടെ യങ്സ്റ്റേഴ്സ്. വലിയ അപകടമാണ്. വാപ്പാന്റെ ഖബറിൽ പോയിട്ട് വാപ്പ സിയാറത്ത് ചെയ്യുമ്പോ വാപ്പാനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്ന ന്യൂ ജനറേഷൻ പ്രൊഡക്റ്റുകളെ ഷെയ്സ് ചെയ്യാൻ നമ്മുടെ അടുക്കൽ ആയുധമില്ലാതായി. നമ്മൾ നിരായുധരാണ്. ഞാൻ എറണാകുളത്തെ മസ്ജിദിൽ ജോലി ചെയ്യുന്ന സാഹചര്യത്തില് എന്റെ കുത്തുബ കഴിഞ്ഞ് ഞാൻ എന്റെ റൂമിലേക്ക് കയറി വന്നപ്പോൾ രക്ഷിതാവ് വളരെ സങ്കടത്തോടുകൂടെ റൂമിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ മകനുണ്ട്, അവനിപ്പോ +1 പഠിക്കണത്, അവനെന്നെ കൗൺസിൽ ചെയ്യണം. ഞാൻ ചോദിച്ചു, ഐ എം നോട്ട് എ സൈക്കാട്രിസ്റ്റ്, എന്തിനാണ് എന്നെ കൗൺസിൽ ചെയ്യേണ്ട കാര്യം? അപ്പൊ പറഞ്ഞു, എന്റെ മകൻ ദൈവ നിഷേധിയായിട്ടുണ്ട്. നമ്മൾ സിംപിൾ നമ്മൾ ഒറ്റയടിക്ക് കേൾക്കുന്ന സാഹചര്യത്തിൽ ഒരു തമാശയായിട്ട് നമ്മൾ എടുക്കുള്ളൂ. അതായത് ജോക്കും മോക്കൊക്കെ ആയിട്ട് ഞാൻ എടുത്തു. അങ്ങനെയൊന്നും പറയാൻ പാടില്ല, മകനും ദൈവ നിഷേധിയാവേ. നമ്മളൊക്കെ ഇസ്ലാമിന്റെ തറവാട്ടിൽ ജനിച്ച് ഇസ്ലാമിന്റെ ചൂടും സൂര്യവും അറിഞ്ഞ് വളർന്ന ആൾക്കാരല്ലേ. നമ്മുടെ മക്കള് ദൈവ നിഷേധികളാകെ തമാശക്ക് പറഞ്ഞതായിരിക്കും. അല്ല സാർ, എന്റെ മോൻ വെളിയിൽ നിൽക്കുന്നുണ്ട്, ഞാൻ അവനെ വിളിക്കാം. മകനെ വിളിക്കാൻ മകൻ വന്നു. അവൻ നട്ടല് നിവർത്തിയിട്ട് നട്ടല് വളക്കാതെ നിന്നിട്ട് വളരെ സ്റ്റേണായിട്ട് ബോണ്ടായിട്ട് നിന്നിട്ട് പറയാണ്, ശരിയാണ്, അല്ല സാറേ ദൈവം ഉണ്ട് എന്നുള്ളതിനിപ്പോ തെളിവെന്താണ്? എന്നോട് ചോദിച്ചാണ് മകനോ. ഞാൻ സത്യം പറയാം, എന്റെ ജീവിതത്തിൽ നമ്മൾ വിയർത്തു പോയൊരു നിമിഷം എന്ന് ഇന്നും ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ മൊമെന്റിനെ പറ്റിയാണ് ഞാൻ ആൻസർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു മൊല്ലാക്കയുടെ നിലവിളിയും കൂടി കേൾക്കാം. അത് എഴുതിയതാണ്. ഓക്കെ, ഇമാം ലുഖ്മാൻ അഹമ്മദ്, മോസ്ക് വിത്തൗട്ട് ബോർഡേഴ്സ്, അദ്ദേഹത്തിൻ്റെ ബ്ലോഗിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് എഴുതിയൊരു ആർട്ടിക്കിൾ. ഇത് എഴുതിയിരിക്കുന്നത് 2000 ഇത് വായിച്ചിട്ട് കേട്ടിട്ടൊക്കെ നമുക്ക് പോവാം. ഓക്കെ, ഇത് എഴുതിയിരിക്കുന്നത് 2000 കുറേ ഉണ്ട്,
വേറൊന്നുമല്ല, അതിൻ്റെ ടൈറ്റിൽ നിങ്ങൾക്ക് കാണാം, 7 out of every 10 converts leave Islam by Imam Luqman Ahmad. നമുക്ക് വിശദമായിട്ട് വായിച്ചു പോകാം. എന്ത് പറയുന്നത് ജസീം, വായിക്കല്ലേ? ഓക്കെ. We are constantly being told that Islam is the fastest growing religion in the United States. Okay. US-ൽ ഏറ്റവും സ്പീഡിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ അത് ഇസ്ലാമാണ് എന്ന് നമ്മളോട് എപ്പോഴും പറയാറുണ്ട്. We are also being told that the Muslim population is anywhere from 2 million to 6 million and that a third of them are converts. അതായത് മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ 2 million വരും, അതിനകത്ത് to 6 million and that a third of them are converts. That would put the numbers of converts from around 70 lakh to 20 lakh. ഇതാണ് പറയുന്നത്. However, I'm not sure if those numbers are accurate because many converts are leaving Islam and or never even begin to practice Islam in any appreciable way other than take their shahada. അതായത് ഷഹാദത്ത് എടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇവർ ഇസ്ലാമിൻ്റെ ഒരു സാമാനം പോലും കൊണ്ടു നടക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ പെണ്ണുപിടുത്തത്തിനും ചെറിയ പെൺകുട്ടികളെ പിമ്പാക്കിക്കൊണ്ട് അവരെ ലൈംഗിക ചൂഷണത്തിനും നടത്തിയ ആൻഡ്രൂ ടൈറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു കൺവേർട്ടാണ് കേട്ടോ. അയാളെയും കൂടി ഈ അടുത്താണ് അറസ്റ്റ് ചെയ്തത്, റൊമാനിയെന്ന്. ആൻഡ് യു ഡോണ്ട് സീ എനിവർ, അതുകൊണ്ടാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സീ എനിവർ നിയർ ദോസ് നമ്പേഴ്സ് റിഫ്ലക്റ്റഡ് ഇൻ ദ നേഷൻസ് മസാജിദ്. ഇതൊന്നും നിങ്ങൾക്ക് പള്ളികളിൽ കാണാനുമില്ല ഈ വരുന്ന ആളുകൾ. നോർ ഡു യു സീ ടു മച്ച് എവിഡൻസ് ദാറ്റ് മോസ്റ്റ് പീപ്പിൾ ഹു became Muslims say 20 years ago have stayed in the religion. 20 വർഷം മുന്നേ ഈ മതത്തിലേക്ക് കടന്നു വന്ന ആളുകൾ ആ മതത്തിൽ നിലനിന്നു എന്നതിൻ്റെ ഒരു കണക്കുമില്ല. റേസ് ദ ചിൽഡ്രൻ അപ്പോൺ ഇറ്റ് ആൻഡ് സ്റ്റാർട്ടഡ് എ സെക്കൻഡ് ജനറേഷൻ. അവർ കുട്ടികളെ വളർത്തി ഒരു സെക്കൻഡ് ജനറേഷൻ ഉണ്ടാക്കിയതിൻ്റെ തെളിവുമില്ല. ഓർ ഈവൻ തേർഡ് ജനറേഷൻ, മൂന്നാമത്തെ ജനറേഷനില്ല. ദ ഓവറോൾ എസ്റ്റിമേറ്റ്സ് ഓഫ് ദ മുസ്ലിം പോപ്പുലേഷൻ മേ ബി ആക്യുറേറ്റ് ബട്ട് ദ സ്റ്റേറ്റഡ് പെർസെൻറ്റേജ് ഓഫ് കൺവേർട്സ് ഡസ് നോട്ട് സീം റിഫ്ലക്റ്റഡ് ഓൺ ദി ഗ്രൗണ്ട്. അതായത് മൊത്തം പോപ്പുലേഷൻ നിങ്ങൾക്ക് എണ്ണുമ്പോൾ ഉണ്ടാവും, അഹമ്മദി ഉണ്ടാവും, ഷിയ ഉണ്ടാവും, അതുപോലെ സൂഫി ഉണ്ടാവും, പിന്നെ നമ്മൾ ഖുറാനിസ്റ്റ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. എക്സ് മുസ്ലിങ്ങൾ വരെ മുസ്ലിങ്ങളായിട്ടാണ് എണ്ണാറുള്ളത്. പക്ഷേ അത് ഗ്രൗണ്ടിൽ കാണില്ല, പള്ളികളിൽ ആളില്ല. ഇൻ ഓൾമോസ്റ്റ് എവറി മേജർ സിറ്റി ഇൻ അമേരിക്ക എക്സെപ്റ്റ് ഫോർ മേ ബി ഫിലാഡൽഫിയ ആൻഡ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് അറ്റ്ലാന്റ യു ഡോണ്ട് സീ ടു മെനി ലാർജ് കമ്മ്യൂണിറ്റീസ് ഓഫ് കൺവേർട്സ് ടു ഇസ്ലാം. നിങ്ങൾ അങ്ങനെ ഒരു കൺവേർട്സിന് ഒരു വലിയ പോപ്പുലേഷൻ കാണില്ല. യു സീ എ ലോട്ട് ഓഫ് യങ് പീപ്പിൾ ഹു ആർ റീസെൻറ്റ് കൺവേർട്സ് ആൻഡ് ദാറ്റ്സ് ഗ്രേറ്റ്, ബട്ട് വേർ ആർ ദ തൗസൻഡ്സ് അപ്പോൺ തൗസൻഡ്സ് ഓഫ് മുസ്ലിംസ് ഹു കൺവേർട്ടഡ് 10 years ago? ഇപ്പം നിങ്ങൾ കുറേ ആളുകളെ കാണുന്നുണ്ട്, പക്ഷേ 10 വർഷം മുന്നേ വന്നവർ എവിടെ പോയി? 20 years ago, 30 years ago, where are their children, their grandchildren? ആ കുട്ടികളൊക്കെ എവിടെ? 20 വർഷം മുന്നേ വന്നവരെവിടെ? 30 വർഷം വന്നവരെവിടെ? We need to re-evaluate the statistics that are being fed to us. നമുക്ക് വെച്ച് തരുന്ന കോയമാരോട് പറയാണ്, നമ്മളുടെ മുന്നിലേക്ക് വെച്ച് തരുന്ന ആ കണക്കുകൾ നമ്മൾ രണ്ടാമത് ഇവാലുവേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. Because it has lulled many of us into a false sense of accomplishment to the point where we brag about how well Islam is doing amongst converts in America. Well, in reality, it seems converts by and large are not faring that well, and that the largest concentrations of Muslim men in America are those in our nation's prisons. അതായത് യഥാർത്ഥത്തിൽ ഈ അമേരിക്കയിലെ മാത്രം കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇത്ര നാൾ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു ഈ പറയുന്നത്. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ വാദം സത്യത്തിൽ നിങ്ങളെ പറഞ്ഞ ആരോ പറ്റിച്ചതാണ് എന്നാണ് ഈ ഇമാം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇമാമിനെ അറിയില്ലെങ്കിൽ യൂട്യൂബിൽ കയറി നോക്കിയാൽ മതി. മൂപ്പര് വലിയ മുതലാളിയാണ്. അയ്യൂബ് മൗലവിയേക്കാൾ കൂടുതൽ അറബി അറിയുന്ന ആളാണ്. ഓക്കെ, അയ്യൂബ് മൗലവിയാണ് ഇപ്പോൾ അതിൻ്റെ ബെഞ്ച് മാർക്ക്. അപ്പോൾ അയാൾ പറയുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട്. ശരിയാണ്, ഇസ്ലാമിൽ ഒരുപാട് ആളുകൾ കടന്നു വന്നിട്ട്, പക്ഷേ അങ്ങനെ കടന്നു വന്ന ആളുകൾ കൂടുതലും ഈ US-ലെ പ്രിസണിലാണുള്ളത്, അവിടുത്തെ ജയിലുകളിലാണ്. When I used to volunteer at Folsom Prison in California, there were hundreds of male converts in attendance. അവിടെയാണ് ഏറ്റവും കൂടുതൽ 100 കണക്കിന് prison mates. And I have never seen hundreds of Muslim male converts as any masjid anywhere in California. ഒരു പള്ളിയിൽ പോലും ഞാൻ അത്രയും അധികം ആളുകളെ കണ്ടിട്ടില്ല. എന്നാൽ അവരെ മുഴുവൻ ഞാൻ കണ്ടിരിക്കുന്നത് ഈ പറയുന്ന പ്രിസൺസിലാണ്, അതായത് ജയിലുകളിലാണ്. The most authoritative Muslim radio show in America, Converting to Islam, is one of the most significant life-changing events that will ever happen during your time on this earth. അതൊക്കെ ശരിയാണ്. To a true Muslim, faith is central to his or her entire being. അവൻ്റെ ഒരു വലിയ ഭാഗമാണ് ജീവിതത്തിൻ്റെ. How they understand and practice Islam will impact virtually every area of life, family, children, profession, character, marriage, and most importantly, the afterlife. So whatever you do, if you are a convert to Islam, do not ever take your Islam for granted. You have been given a gift that is more valuable than ഇത് ഉപദേശമാണ് കേട്ടോ. ഇത് വിട്ടുപോകുന്ന ആളുകൾക്കുള്ള ഉപദേശമാണ്. You owe it to yourself as a Muslim to follow the guidance of the religion you have accepted as your way of life, as do we all. അതായത് ഇത്
നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതിനകത്തൊരു കണക്കും കൂടി ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് വായിച്ചേക്കാം. ഇത് ഒരുപാട് ലെങ്തി ഉണ്ട്. അതും കൂടി വായിച്ചിട്ട് നമുക്കിത് ഇങ്ങോട്ട് നിർത്താം. അത്രയാണ് അതിൻ്റെ കണക്ക്. Islam has been in America for more than 400 years and people have been converting to Islam in relatively large numbers since the 70s. Unfortunately, many new converts to Islam are deprived and sometimes deprive themselves the opportunity to benefit and learn from people who accepted Islam 20, 30 or 10, 20, 30 years ago and are still practicing it. This is due partially by the absence or scarcity of Muslim communities, which contributes to the generational disconnect between Muslims. Not only are new Muslims not benefiting from seasoned Muslim converts in many cases, largely because of foreign influence, newer Muslims show less and less respect for Muslims who have practiced Islam in this country for decades. അടുത്തതും കൂടി ഒന്ന് കണ്ടേക്കാം. ഇവിടെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. The goal here is to learn from our experience, connect the dots, pinpoint specific problem areas of deen practice and provide solutions based upon the Kitab and the Sunnah. Islam is a system of faith that works when you believe sincerely, employ correct measures of knowledge and stay connected on the prize, which is eternal bliss, salvation. Nevertheless, it still remains that nearly 7 out of 10 Muslim converts, അതായത് 10 പേരെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 7 പേരും end up either not practicing the religion or leaving it altogether. അതായത് അവർ മുസ്ലിങ്ങളാകുന്നു. The most common causes are, ഇനി എന്തൊക്കെയാണ് അതിൻ്റെ കോസസ്, എന്തുകൊണ്ട് മതം വിടുന്നു? Information overload coupled with too many different directions of instruction and spheres of foreign influence and a woeful lack of facility and resources among indigenous American Muslim communities. The new Muslim is often given conflicting information about what they should do, which group they should join, who and what they should love and hate, and where they can and cannot go for worship. The average Muslim convert spends about 5 to 7 years literally going around in circles with their religion, sometimes embroiled in research or dispute with the other Muslims about what is haram, about what is halal, or meaning of this or that verse in the Quran, or this or that prophetic tradition, which other times they are busy trying out different types of Islam, different labels, which one requiring that. അതൊക്കെയാണ് നമുക്കുണ്ടായിട്ടുള്ളത്. ആദ്യം സുന്നി, പിന്നെ ജമാഅത്ത്, പിന്നെ മുജാഹിദ്, പിന്നെ സൂഫി, പിന്നെ ഖുറാനിസ്റ്റ്, പിന്നെ ദേ കിടക്കുന്ന എക്സ് മുസ്ലിം. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. Or he or readjusts the faith foundation while repudiating the other group. One day a Salafi, the next day a Sufi, the next day a Maliki, the next day a Habashi, the next day a Tablighi, and so on. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കോയോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ഈ പറയുന്ന കാര്യം, അതായത് ലോകത്ത് ഇസ്ലാം വളരുന്നു എന്ന് പറയുന്നത് അമേരിക്കയിലെ ഡീറ്റെയിൽസ് അല്ല പറഞ്ഞത്, അമേരിക്കയിലെ വിഷയമല്ല പറഞ്ഞത്. ഇവിടെ വീഡിയോ പ്ലേ ചെയ്തത് ലോകത്തെ വിവിധ കാലങ്ങളിൽ നിങ്ങൾ മദ്രസയിലെ കുട്ടികളെ പറ്റിക്കണ മാതിരി ഇവിടെ ഒന്ന് പറ്റിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ മദ്രസയിലെ ഉസ്താദ് എവിടത്തെ ആയിക്കോട്ടെ, അത് വേൾഡിലെ യൂറോപ്പിലെ കണക്ക്, ടോട്ടൽ നോക്കിക്കഴിഞ്ഞാല് ആകെ ടോട്ടൽ നോക്കിയാല് ഇസ്ലാമിലേക്ക് തന്നെയാണ് കൺവേർട്ട് ചെയ്ത്. അതെന്താ കാരണം എന്നാ ഞാൻ ചോദിക്കുന്നത്. അതെന്താ കാരണം? തെളിവ് നിങ്ങൾ ഇതുപോലെ അന്വേഷിച്ച പോലെ തന്നെ ഗൂഗിളിലേക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ഏറ്റവും കൂടുതൽ കൺവേർട്ട് ചെയ്തിരുന്നത് ഏത് മതത്തിലാണ്? നിങ്ങൾ സെർച്ച് ചെയ്യും, നിങ്ങൾ ലൈവായിട്ട് സെർച്ച് ചെയ്യും ഗൂഗിളില്, ലൈവ് സെർച്ച് ചെയ്യും. അപ്പൊ നിങ്ങൾ പറയുന്നത് ഇസ്ലാം എന്തുകൊണ്ട് വളരുന്നു എന്നാണോ? അതാ എനിക്കറിയണ്ടേ എന്തുകൊണ്ടാണ് ഇസ്ലാം മതം മാത്രം ഇങ്ങനെ കൺവേർട്ട് ചെയ്തത്. അത് മാത്രല്ല ഈ നിങ്ങൾ പറയുന്ന നിങ്ങൾ ഒരു വാദത്തിൽ ഉറച്ചു വെക്കൂ. നിങ്ങൾ പറയുന്ന മതമാറ്റമാണോ അതോ ഇസ്ലാമിന്റെ ജനസംഖ്യ വളരുന്നതാണോ? അത് വേറെ കാരണമാണോ? അത് കുട്ടികളെ ജനസംഖ്യ അതല്ല, അത് നിങ്ങൾ കൂട്ടണ്ട. ഈ കൺവേർട്ട് ചെയ്ത് ഇസ്ലാം മതം അനുസരിച്ച് വരുന്നത് അതെവിടെയുള്ളത്? നിങ്ങൾ ആ സ്റ്റഡി എനിക്ക് കൊണ്ടുതരൂ. നമ്മളത് അപ്പൊ തന്നെ നിങ്ങൾ തന്നാ മതി. അപ്പൊ തന്നെ കലിമ ടൂൾ എടുത്ത് വെച്ചിട്ടായിരിക്കുന്നത്. 33 തവണ കലിമ ഞാൻ ചൊല്ലും, നിങ്ങൾ അത് കൊണ്ട് കാണിച്ചത്. വൈ മുസ്ലിംസ് ആർ ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയസ് ഗ്രൂപ്പ്? എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ലോകത്തെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയസ് ഗ്രൂപ്പ് ആവുന്നത്? ഇതാണ് കേട്ടോ ചോദ്യം. നിങ്ങൾ പറഞ്ഞത് അത് കൺവേർഷൻ ആണെന്നാണ്. ഇനി ഇവർ പറയുന്നത് നമുക്ക് കേൾക്കാം. ഇത് പ്യൂർ റിസർച്ച് ആണ് കേട്ടോ, നമ്മൾ ഉണ്ടാക്കിയ സാധനമല്ല, നിങ്ങൾ തന്നെ കൊണ്ടുവരുന്ന സാധനമാണ്. ഇൻ ദ നെക്സ്റ്റ് ഹാഫ് സെഞ്ചുറി ഓർ സോ ക്രിസ്ത്യാനിറ്റി ലോങ് റീൻ. ഇത് കണ്ണി പിടിക്കുന്നില്ലല്ലോ പണ്ടാരം. ഒരു മിനിറ്റ് ഒന്ന് വലുതായി കാട്ടെ.
മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു. In the next half century or so, Christianity's long reign as the world's largest religion may come to an end. According to a just released report that builds on Pew Research Center's original population growth projections for religious groups. Indeed, Muslims will grow more than twice as fast as the overall world population between 2015 and 2060, and in the second half of the century will likely surpass Christians as the world's largest religious groups. ഇനി ഇതിൻ്റെ കാരണം ഒന്നുകൂടി നിങ്ങൾക്ക് കാണാം. കുറച്ചും കൂടി നിങ്ങൾക്ക് വിശദമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് തന്നെ ഇതിനകത്തുണ്ട്, മുഴുവൻ വായിച്ചേക്കാം. ഇനി നിങ്ങൾക്ക് ഇനി നമ്മൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തി എന്നുള്ള ചിന്ത വേണ്ട. Okay, while the world's population is projected to grow 32% in the coming decades, the number of Muslims is expected to increase by 70%, from 1.8 billion in 2015 to nearly 3 billion in 2060. In 2015, Muslims made up of 24.1% of the global population. 45 years later, they are expected to make up more than 3 in 10 of world's population, 31.1%. The main reasons for Islam's growth ultimately involve simple demographics. എന്താണ് ഇസ്ലാമിൻ്റെ ഗ്രോത്തിൻ്റെ കാരണം? സിമ്പിൾ ഡെമോഗ്രാഫിക്സ് ആണ്. ഓക്കെ, to begin with, Muslims have more children than members of the 7 other major religious groups analyzed in the study. എന്താണ് കാരണം? നിങ്ങൾ പറഞ്ഞതല്ല ഒന്നാമത്തെ കാരണം. ഒന്നാമത്തെ കാരണം മുസ്ലിംസ് ഹാവ് മോർ ചിൽഡ്രൻ. പെറ്റുകൂട്ടുന്ന മതമാണ് ഇസ്ലാം. ഇസ് നോട്ട് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ്, ഇസ്ലാം ഇസ് ദ ഫാസ്റ്റസ്റ്റ് ബ്രീഡിംഗ് റിലീജിയൻ. ഓക്കെ, മുസ്ലിം വിമൻ ഹാവ് എൻ ആവറേജ് ഓഫ് 2.9 ചിൽഡ്രൻ, സിഗ്നിഫിക്കൻ്റ്ലി അബവ് ദ നെക്സ്റ്റ് ഹയസ്റ്റ് ഗ്രൂപ്പ്. ക്രിസ്ത്യൻസിന് 2.6 ആണെന്നുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾക്ക് 2.9 ആണ്. ആൻഡ് ദ ആവറേജ് ഓഫ് ഓൾ നോൺ മുസ്ലിംസ് അത് 2.2 ആണ്. ഇൻ ഓൾ മേജർ റീജിയൻസ് വേർ ദർ ഇസ് എ സൈസബിൾ മുസ്ലിം പോപ്പുലേഷൻ, മുസ്ലിം ഫെർട്ടിലിറ്റി എക്സീഡ്സ് നോൺ മുസ്ലിം ഫെർട്ടിലിറ്റി. ഇതുകൊണ്ടാണ് ലോകത്ത് മുഴുവൻ ഇസ്ലാം വലുതാകുന്നത്. ദ ഗ്രോത്ത് ഓഫ് ദ മുസ്ലിം The growth of the Muslim population also is helped by the fact that Muslims have the youngest median age. രണ്ടാമത്തെ കാരണവും കൺവേർഷൻ അല്ല, അതിൻ്റെ കാരണം എന്താണ്? യങ്ങസ്റ്റ് മീഡിയൻ ഏജ്, അതായത് പ്രൊഡക്റ്റീവ് കുട്ടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഏജ് ഓഫ് ഓൾ മേജർ റിലീജിയൻസ് മോർ ദാൻ 7 years യങ്ങർ ദാൻ മീഡിയൻ ഏജ് ഓഫ് നോൺ മുസ്ലിംസ്. ഇത് കഴിഞ്ഞിട്ടും ഇനി ലാർജർ ഷെയർ ഓഫ് മുസ്ലിം വിൽ സൂൺ ബി അറ്റ് ദ പോയിന്റ് ഇൻ ദർ ലൈഫ് വെൻ പീപ്പിൾ ബിഗാൻ ടു ഹാവ് ദർ ചിൽഡ്രൻ. ദിസ് കമ്പൈൻഡ് വിത്ത് ഹൈ ഫെർട്ടിലിറ്റി റേറ്റ്സ് വിൽ ആക്സിലറേറ്റ് മുസ്ലിം പോപ്പുലേഷൻ ഗ്രോത്ത്. ഇനി നിങ്ങൾ പറയും എവിടെയാണ് ഇതിനകത്ത് കൺവേർഷൻ പറയുന്നത്? ഇനി നിങ്ങളത് വേറെ വല്ല കാക്കമാർക്ക് വല്ല പുതിയ ക്ലാസ് വല്ലതും കിട്ടിയിട്ട് വല്ല പുതിയ റിസർച്ച് ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുതരി. ഇത് നിങ്ങൾ പറഞ്ഞത് അതായത് ഇസ്ലാമിൽ ഉള്ളിലുള്ള അവസ്ഥയാണല്ല, പിന്നെ അതായത് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുന്നത് എന്തുകൊണ്ടാണെന്നാ ചോദിക്കുന്നത്. എവിടെ വരുന്നു? ഇവിടെ ഇസ്ലാമിലേക്ക് നിങ്ങൾ തെളിവ് കൊണ്ടുപോവാ. നമ്മൾ നോക്കിയിട്ട് കിട്ടിയ തെളിവാണ് ഈ വായിച്ചത്. ഇസ്ലാമിലേക്ക് അങ്ങനെ കടന്ന് ആരും വരുന്നില്ല. വരുന്ന ആളുകൾ 5-6 വർഷം കഴിയുമ്പോൾ തിരിച്ചു പോകുന്നു. 24% ആളുകൾ പുറത്തേക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ ശരിയാവുക. പോയിക്കോട്ടെ, ഇസ്ലാമിലേക്കാണ് കൂടുതൽ നടക്കുന്നത്. ഇസ്ലാമിലേക്കാണ് കൂടുതൽ നടക്കുന്നത്. എന്തുകൊണ്ട് പോകുന്നത് കൂടി താങ്കൾ എക്സ്പ്ലെയിൻ ചെയ്യും. പറയണല്ലോ, ഈ മതം മാറി വന്നവർ തന്നെ കുറെ ആൾക്കാർ പോകുന്നു. അത് എന്തുകൊണ്ടാണ് താങ്കൾ മതത്തിലേക്ക് വന്നു? അവർ ചിലപ്പോ മുസ്ലിമായി ജനിച്ചവൻ ചിലപ്പോ മുസ്ലിം വിശ്വസിക്കുന്നില്ലല്ലോ. മുസ്ലിമായി ജനിച്ചവൻ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒന്നുകൂടിയൊക്കെ ഒന്ന് ആലോചിക്കുക. പറയാനുള്ളൂ, നമുക്ക് സമയം അവസാനിച്ചില്ല. അങ്ങനല്ല, ഇതിപ്പം നിങ്ങളിപ്പോ മുസ്ലിമായി ജനിച്ച് ഇസ്ലാം വിശ്വസിക്കുന്നില്ലല്ലോ. അതെ, അത് മണ്ടത്തരാന്ന് മനസ്സിലായതുകൊണ്ട് വിട്ടു. ഇതേ ഇനി ഇന്ത്യയിലെ കണക്ക്, ഇതേ കൺവേർഷൻ ബ്രേക്കപ്പ്. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൺവേർഷൻ ഏതിലേക്കാണ് നടന്നിരിക്കുന്നത്? മൊത്തം ഈ റൈറ്റ് സൈഡിൽ ഗെയിൻ ആൻഡ് ലോസ് ഹിന്ദുയിസത്തിലേക്ക് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ പോലും മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. ഇതിലെവിടെ ഇസ്ലാം ഉള്ളത്? അപ്പോൾ നിങ്ങൾ യൂറോപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇസ്ലാമില്ല, അമേരിക്ക എടുത്തു കഴിഞ്ഞാൽ ഇസ്ലാമില്ല, ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇസ്ലാമില്ല. പിന്നെ ഏതെങ്കിലും വല്ല നമ്മളെ എന്താണ് മറ്റേ പേരെന്താ പറഞ്ഞത്, ആൻഡ്രൂ ടേറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പോലുള്ള ഒരു 10 ആൾ വന്നിട്ട് ഇതേപോലെ എന്തെങ്കിലും ചെയ്തു ബഹൈ ഹോ ഹൂ ഹൂ എന്നൊക്കെ ഒച്ചയും വിളി ഉണ്ടാക്കും. കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അങ്ങനെ വരുന്ന ആളുകൾ പള്ളിയിൽ പോലും പോകാറില്ല എന്നാണ് ഈ പറയുന്നത്. എന്തൊട്ട് മുസ്ലിമായെന്നാണ് ഈ പറയുന്നത്? അവരെങ്ങനെ മുസ്ലിമായിട്ട് എണ്ണാൻ പറ്റും? അതെനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ വിശ്വാസികളായിട്ട് അത് മുസ്ലിമാണല്ലോ. ഷഹാദത്ത് കലിമ ചൊല്ലിയ പിന്നെ മുസ്ലിമാണ് ബൈ ഡിഫോൾട്ട്. അങ്ങനെയാണ് ഇപ്പൊ ഞാനും ഒരു ഷഹാദത്ത് കലിമ ചൊല്ലിയിരിക്കുന്നു. നമ്മൾ അറ്റവും കൂടി വെട്ടിയതാണ്. നിങ്ങൾ ഇതിപ്പോ ഇട്ടത് ഏത് സൈറ്റിലെ ഡീറ്റെയിൽസ് ആണ്? ഇപ്പൊ ഇത് ഇട്ടിരിക്കുന്ന ഈ കാണുന്ന ചിത്രോ? ഇത് ഇന്ത്യൻ എക്സ്പ്രസ്, ഇന്ത്യയിലെ പത്രത്തിൽ വന്ന ചിത്രമാണിത്. ഏതാണ് ഈ പുതിയ ലേറ്റസ്റ്റ് ആണോ? ഇത് ഇന്ത്യൻ എക്സ്പ്രസിൽ 2022 വന്ന വാർത്തയാണിത്. കണ്ടിട്ടില്ലേ? നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ വന്നിട്ട് ഇസ്ലാം വളർന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പോടുക.
ഓക്കെ, ഉറങ്ങേണ്ട സമയം. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്. പോയി കിടന്നുറങ്ങ്, സുബഹി നിങ്ങൾ നിസ്കരിക്കണ്ടല്ലേ. ഇതൊക്കെ ബൈ പോയി നോക്കുക, എന്നിട്ട് ബൈ. നിങ്ങളുടെ മറ്റേ അല്ല തെളിവുകൾ നിങ്ങളെ നമുക്ക് നിങ്ങളെ നോക്കാം. നമ്പർ അപ്പോൾ ഒന്ന് പോയി വേണേ എനിക്ക് വിശദീകരിച്ചിട്ട് നമ്പർ ഇത് എഴുതിക്കോ, രണ്ടാമത്തെ 9072555001 9072555001 9072 507255001 ഓക്കെ. അപ്പോൾ കാണാം. അസ്സലാമു അലൈക്കും. ഓക്കെ, പോയിട്ട് വരൂ. ദേ അവിടെ ചാറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ മെസ്സേജ് കാണും. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ സുബൈ പോയി നിസ്കരിക്കാം. അപ്പോൾ കാണാം. ഇതാണ് അവസ്ഥ കോയമാരുടെ. ഒന്നാലോചിച്ചോ, ഈ ഖുറാനില് നിങ്ങൾ വചനങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാല് അതിൽ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല, നീ അവരെ താക്കീത് ഏറ്റവും ആരും മിണ്ടുന്നില്ല, അവരെ കൽബുകളിൽ ഞാൻ കല്ല് കയറ്റി വെച്ചിരിക്കുന്നു എന്നൊക്കെ പരാതി പറയുന്ന ദൈവം ഇവിടെ വന്നപ്പോ എന്താ പറയുന്നത്? വേറെ മതത്തിലെ ഒരു കാര്യം ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറയുന്നത് ഞങ്ങൾ വളരുന്നു, ഞങ്ങളുടെ കൺവേർഷൻ റേറ്റ് കൂടുതലാണ്. കൺവേർഷൻ റേറ്റ് കൂടുതലാണെങ്കിൽ എന്ത് കൺവേർഷൻ റേറ്റ്? അതുകൊണ്ട് എന്താ കാരണം? അതുകൊണ്ട് എന്താ കാര്യം? കാരണം ഒരു മതത്തിലേക്ക് ഒരാൾ കൺവേർട്ട് ചെയ്യുന്നുള്ളത് പല സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിക്കാം. അതിൽ തന്നെ അവർ വിശ്വാസമായിട്ട് ഉറച്ചു നിൽക്കുന്നുണ്ടോ നോക്കുക. അവര് പല അമേരിക്കൻ മുസ്ലിങ്ങളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ഫുള്ള് മോഡേൺ വസ്ത്രധാരണവും ഒക്കെയാണ്. അവർ മുസ്ലിങ്ങളായിട്ട് നിങ്ങൾ എണ്ണുകയാണെങ്കിൽ ലോകത്ത് എല്ലാ, പിന്നെ ഈ അവാന്തര വിഭാഗങ്ങൾ അഹമ്മദിയാക്കൾ, ഷിയാക്കൾ നിങ്ങൾ മുസ്ലിങ്ങളെ എണ്ണുന്നുണ്ടോ? നോണ പറയുന്നതിന് ഒരു പരിധിയിൽ ഷിയാക്കളായിട്ടുള്ള ആളുകളെ നിങ്ങൾ മുസ്ലിങ്ങളെ എണ്ണുന്നുണ്ടോ? ഇബാദികളെ നിങ്ങൾ മുസ്ലിങ്ങളായി എണ്ണുന്നു. ഒമാനിലാണ് ഇപ്പൊ പൊട്ടിത്തെറി നടന്നത് ഈ അടുത്ത്. പൊട്ടിത്തെറിയല്ല, വെടിവെപ്പ്. അതായത് ഇബാദികൾ അവിടെ ഉള്ള ഒരു ഷിയ പള്ളിയുടെ അടുത്ത്. അപ്പൊ ഇത് ആര് ആണ് യഥാർത്ഥ മുസ്ലിം എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഇതിങ്ങനെ കൺവേർട്ട് ചെയ്ത് വരുന്നു. അങ്ങനെ വരുന്നുണ്ടാവും. ചില വെള്ളക്കാരൊക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ അതെടുത്ത് ആഘോഷിച്ച് അപ്പോൾ ഇവർ ഇറക്കുന്ന കുറെ അടവ് നയത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രൊപ്പഗാൻഡയാണിത്. 2024 ഇത് ശരിയല്ല. ഒരു പക്ഷേ കുറച്ചു കാലം മുമ്പ് ഇത് ശരിയായിരിക്കാം, ഇവർ പറഞ്ഞത് കൺവേർഷൻ റേറ്റ് കൂടുതലാണ്. പക്ഷെ ഇന്ന് ഒരുപാട് കൊഴിഞ്ഞുപോക്കുണ്ട്. ഈ കൊഴിഞ്ഞുപോക്ക് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ പറയണം. കാരണം നിങ്ങളുടെ മതത്തിലേക്ക് എന്ത് കാരണം കൊണ്ടാണോ വരുന്നത്, അതുപോലത്തെ പല കാരണം കൊണ്ടാണ് തിരിച്ചു പോകുന്നത്. ഒരു സാധനം കൂടി കണ്ടേക്കാം. അതായത് ഇവരിപ്പോൾ ഈ യൂറോപ്പ് വേൾഡ് എന്ന് പറയുന്നത്, ഇനി ദ അറബ് വേൾഡ് ഇൻ 7 charts ആർ അറബ്സ് ടേണിംഗ് ദെയർ ബാക്ക് ഓൺ റിലീജിയൻ. ഇത് BBC വന്ന റിപ്പോർട്ടാണ് 2019. Arabs are increasingly saying there are no longer religious. അവർക്ക് മതമില്ല, അവരുടെ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ നിന്ന് അവർ പുറത്തു പോകുന്നു. അക്കോർഡിംഗ് ടു ദ ലാർജസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇൻ-ഡെപ്ത് സർവേ അണ്ടർടേക്കൺ ഓഫ് ദ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക, മീന റീജിയനിൽ. അപ്പോൾ അതിലിത് റൈസ് ഓഫ് ദ നോൺ റിലീജിയസ് ഇതിൽ കാണാം. ചാർട്ട്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അറബ് ബാരോമീറ്റർ എന്ന് പറയുന്ന ആ ഒരു ന്യൂസ് ഔട്ട്ലെറ്റിലാണ് ഇത് ആദ്യമായിട്ട് വന്നത്. ഇപ്പോൾ അതിൽ നിന്നാണ് നമ്മളുടെ BBC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം 2013 നോൺ റിലീജിയസ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഈ 10% ആ അറൗണ്ട് നിന്നിരുന്നോടത്ത് നിന്ന് 2019 ആകുമ്പോഴേക്കും അതിൻ്റെ അളവ് കിടക്കുന്നത് എവിടെയാണ് നിങ്ങൾ നോക്കൂ, മോർ ദാൻ 30% ആണ്. ഇതാണ് അവിടുത്തെ ഡിഫറൻസ്. ലിബിയ, ഇത് ടുണീഷ്യയിലാണ് പറഞ്ഞത്. ലിബിയ മുകളിലേക്ക്, അൾജീരിയ മുകളിലേക്ക്, ലെബനോൻ മുകളിലേക്ക്, മൊറോക്കോ മുകളിലേക്ക്, ഈജിപ്ത് മുകളിലേക്ക്, സുഡാൻ മുകളിലേക്ക്, പലസ്തീനിയൻ ടെറിട്ടറിയിൽ വരെ മുകളിലേക്ക്, ജോർദാൻ, ഇറാഖ്, യമനിൽ മാത്രം താഴേക്ക് ഇച്ചിരി പോയിട്ടുണ്ട്. അത് നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇനി വിമൻ ക്യാൻ മേക്ക് നാഷണൽ ഡിസിഷൻസ് ബട്ട് നോട്ട് ഫാമിലി വൺസ്. ഇങ്ങനെ കുറേ ചാർട്ട്സ്. അപ്പോൾ എങ്ങനെയാണ് ആളുകളുടെ അതിനൊക്കെയുള്ള അവരുടെ ആ കൺസെപ്റ്റ്, അതിനോട് അവരുടെ പെർസെപ്ഷൻസ് എങ്ങനെയാണെന്നുള്ളത്, ഇതെല്ലാം ഓണർ കില്ലിങ് സംബന്ധിച്ച് മോർ ആക്സെപ്റ്റബിൾ ദാൻ ഹോമോസെക്ഷുവാലിറ്റി, ഇതിനെ സംബന്ധിച്ചുള്ള ചാർട്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സംഗതികൾ കിട്ടും. ഇസ്രായേലിനെ കുറിച്ചുള്ള പെർസെപ്ഷൻ അത് മാറുന്നു. മോർ പീപ്പിൾ ആർ തിങ്കിങ് അബൌട്ട് എമിഗ്രേറ്റിംഗ്, പുറത്തേക്ക് ചാടുന്നതിനെക്കുറിച്ച്. അങ്ങനെ പല പല സാധനങ്ങൾ, ഇതുപോലെ പല റിസർച്ചുകൾ നിങ്ങൾക്ക് കാണാം. അതിലൊറ്റ കാര്യമുള്ളൂ, അതിൽ ആകത്തുകയായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യം, മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഇറാനെ പോലെയുള്ള ഒരു രാജ്യം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 60% ആളുകൾ മതം ഉപേക്ഷിച്ച് കഴിഞ്ഞു എന്നാണ് അവിടുത്തെ റിസർച്ചുകൾ പറയുന്നത്. നോൺ എക്സ് മുസ്ലിംസാണ് അവിടെ ഇറാനിൽ. അതുകൂടാതെ അവിടുത്തെ പള്ളികൾ 50,000 പള്ളിയാണ് പൂട്ടിയത്. ആ 50,000 പള്ളി പൂട്ടിയത് എന്തുകൊണ്ടാണ്? ആ പള്ളിയിൽ പോകാൻ ആളില്ല, പിരിവ് കൊടുക്കാൻ ആളില്ല, അതുകൊണ്ട് പരിപാലിക്കാൻ പറ്റാതെ അത് പൂട്ടി. അപ്പോൾ നിങ്ങൾ യൂറോപ്പിൽ പോയിട്ട് പള്ളി ഏതെങ്കിലുമൊക്കെ ഇതേപോലെ വല്ല ക്രിസ്ത്യൻ പള്ളിയൊക്കെ വാങ്ങി മുസ്ലിം പള്ളിയൊക്കെ അതെ ഇസ്ലാം വളരുന്നു എന്ന് പറയും. നിങ്ങൾ ആലോചിക്കേണ്ടത് അവിടുത്തെ ക്രിസ്ത്യൻ പള്ളികൾ മുസ്ലിം പള്ളി മാത്രമല്ല ആവുന്നത്. അവിടുത്തെ ക്രിസ്ത്യൻ പള്ളികൾ ബാറാകുന്നുണ്ട്, അത് മറ്റേ ലൈബ്രറീസ് ആകുന്നുണ്ട്, അതുപോലെ കൺവെൻഷൻ സെൻറ്റർ പോലെയൊക്കെ ആക്കി മാറ്റുന്നുണ്ട്, പല രീതിയിൽ കഫ്റ്റീരിയ ആക്കി മാറ്റുന്നു, റെസ്റ്റോറൻറ്റ്സ് ആക്കി മാറ്റുന്നു. ഇതെല്ലാം അവിടെ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ പള്ളിയുമാകുന്നു, അത്രയേ ഉള്ളൂ. അതിനെന്താ അതുകൊണ്ട് കാണിക്കുന്നത്? ഇനിയിപ്പോൾ ഏതായാലും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അടുത്ത വകുപ്പുണ്ട്. കാക്കമാരെ മുഴുവൻ യൂറോപ്പിൽ നിന്ന് അടിച്ചോടിക്കാൻ പോവുകയാണ്. അതുകൂടി ആകുമ്പോൾ നിങ്ങളുടെ ഈ നിലവിളി പിന്നെ എവിടെ എത്തും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. സോ നമുക്ക് 2 മിനിറ്റേ ഉള്ളൂ. നമുക്ക് ഇനിയിപ്പോൾ പുതിയ ആളെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉറക്കം മുടങ്ങും. രാവിലെ കുറച്ച് പണിയൊക്കെ ഉള്ളതല്ലേ. സോ നമ്മളുടെ പുതിയ ജോയിൻ ചെയ്ത ആളുകൾ നമ്മളോട് തൽക്കാലം ക്ഷമിക്കുക. ഒരുപാട് ആളുകളാണ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളതുകൊണ്ട് പുതിയ ആളുകളെ ഇപ്പോൾ നമ്മൾ എടുക്കുന്നില്ല.
നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ ഇരുന്ന നമ്മളുടെ പഴയ ഒരു ആളെ മാത്രം ഞാനൊന്ന് ജസ്റ്റ് വിളിക്കുകയാണ്. ഒരു 30 സെക്കൻഡ് സ്ഥിരം വിഷ്ണുവിന്. അതെ, നമസ്കാരം. 30 സെക്കൻഡ്സ്. നിങ്ങളുടെ ആ ആത്മാർത്ഥത അത് സന്തോഷമായി. പറയൂ. അതെ, പറയൂ, വേഗം പറയൂ. ആദ്യം പറഞ്ഞ ഒരു ഭാഷയുടെ ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മള് ഓരോ ഡെമോഗ്രഫി അനുസരിച്ചാണ് നമ്മളെ ഭാഷ വരുന്നത്. ഈ അറബിയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ ഈ എവല്യൂഷന്റെ ഭാഗമാണല്ലോ, മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ പോലും ഈ എവല്യൂഷന്റെ ഒരു ഭാഗമാണ്. പല സ്ഥലങ്ങളിൽ വരുന്ന ഒരു ഭാഷയാണ്. അപ്പൊ അത് കൂട്ടുപിടിച്ച് അത് ഒരു സ്ഥലത്തെ ഭാഷ മറ്റ് സ്ഥലങ്ങളിലോട്ട് പ്രചരിപ്പിക്കാൻ നോക്കുന്നത് ശരിക്കും ഒരു കറക്റ്റ് ആയിട്ടൊരു ഭാഗം. നമ്മൾ തന്നെ മലയാളികൾ നമസ്കാരം എന്ന് പറഞ്ഞ് നമ്മൾ അത് സംഭവം ചെയ്യുമ്പോൾ അത് വേറെ സ്ഥലത്ത് ഒരു നമസ്കാരം എന്ന് പറഞ്ഞ അർത്ഥമില്ല. മനസ്സിലായില്ലേ? ഇല്ല. പിന്നെ ഞാന് ഒരു പുള്ളി പറയുന്ന കേട്ടോ, ഒരു നിങ്ങൾ ആയത്ത് വായിക്കാൻ നോക്കുമ്പോൾ അറബി പറയാം. ഈ അറബി പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളിക്ക് അറബി അറിയത്തില്ലല്ലോ. നമ്മളത് പലയിടത്ത് കാണും. പുള്ളിക്ക് നമ്മൾ അറബി വായിച്ചു കൊടുത്താൽ പോലും പുള്ളിക്ക് അറബി അറിയത്തില്ല. മനസ്സിലായില്ലേ? കാര്യം അറബി അറിയാമെങ്കിൽ ഈ വക സംശയങ്ങളൊന്നും വരത്തില്ല. ഞാൻ ഈ കുഞ്ഞുനാളില് ഈ ഭാഷയുടെ കാര്യം പറഞ്ഞു പറയണം. നമ്മളെ മറ്റേ മജീഷ്യൻ സാമ്രാട്ട് മറ്റേ ഹോക്കസ് ഫോക്കസ് സബ്ര കഡാബ്ര എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പൊക്കെ വീശുമ്പോ മാജിക് നടക്കും. അപ്പൊ ഞാൻ ഈ കമ്പൊക്കെ എടുത്ത് വെച്ചിട്ട് നടക്കാൻ മാജിക് നടക്കത്തില്ല. പിന്നീട് വളർന്ന് വലുതായപ്പോ അത് ശരിക്കും പറഞ്ഞ ഒരു തട്ടിപ്പാണ്, ആ സംഭവം തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി ഞാൻ വിട്ടു. ഈ ഭാഷ ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരിത് നേരെ വന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വിടും. എനിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. അതായത് ഈ ഖുറാനിൽ ഇവര് പറയുന്ന ഒരു വാദം വെച്ച് കഴിഞ്ഞാൽ ഖുറാൻ ഓരോ കാലത്തും അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ആ സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് അത്ഭുതമായിട്ട് തോന്നി. ക്രിപ്റ്റോ കറൻസി കുറിച്ച് പോലും ഖുറാനില് ഒരു ഉത്തരം കണ്ടെത്തുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. അതൊരു വല്ലാത്തൊരു ഇതായിപ്പോയി. അതൊക്കെ ഭയങ്കര അത്ഭുതമാണ്. അത് ഒരു ഭഗവത്ഗീതയിലോ ബൈബിളിലോ ഒന്നുമില്ല. നിങ്ങൾ അത്ഭുതപ്പെടേണ്ടത് അങ്ങനെയല്ല. അതിനകത്ത് ഉത്തരം കണ്ടെത്തുന്നു എന്നുള്ളതിൽ അല്ല, ആ ചോദ്യം ഖുർആനിനോട് ചോദിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ ചോദിക്കുന്നു എന്നുള്ളിടത്താണ് നിങ്ങൾ അന്തം വിട്ട് നിൽക്കേണ്ടത്. പൊന്നിരിക്കുന്നിടത്ത് ഖുർആനിന് എന്താ കാര്യം, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ഇരിക്കുന്നിടത്ത് ഖുർആനിന് എന്താ കാര്യം എന്നല്ലേ നിങ്ങൾ ചോദിക്കേണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം ഖുറാനിൽ എല്ലാം ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അവർ ഇത് വിശ്വസിക്കാൻ കുറെ ആൾക്കാരുണ്ട്. കൃഷിഭൂമി ഒറ്റ കാര്യം കൂടെ, കൃഷിഭൂമിയുടെ കാര്യം എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അതാ എന്ത് വചനമാണെന്നുള്ളത്. അത് പറഞ്ഞ സമയത്ത് എനിക്ക് ഓർമ്മ മറ്റേ ക്ലാസ്മേറ്റ് സിനിമയിൽ വരും, മറ്റേ ലേഡീസ് ഹോസ്റ്റലിൽ കയറുമ്പോ മറ്റേ ഇന്ദ്രിയത്ത് പറയല്ലോ, ഫലപുഷ്ടിയായ എണ്ണപ്പാടം കണ്ടിട്ടാണ് നിന്റെ തിളപ്പെന്ന് എനിക്കറിയാം. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഈ ഫലപുഷ്ടിയായ എണ്ണപ്പാടം തെറ്റാണോ? തെറ്റല്ല, നല്ല കാര്യമല്ലേ എണ്ണപ്പാടം എന്ന് പറയുന്നത്. തീർച്ചയായും അത് ശരിയല്ല. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്. സ്ഥിരം വിഷ്ണു നമ്മളുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി പുതിയ ആളിലേക്ക് പോകുന്നില്ല. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെയും നമ്മളുടെ ആ കൂടെ തന്നെ കട്ടയ്ക്ക് നിന്ന് നമ്മളുടെ സ്ഥിരം പ്രേക്ഷകനായതുകൊണ്ട് മാത്രം നമ്മൾ വിളിച്ചു. സോ നമ്മളിവിടെ ഒരു പോൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് പോൾ ചെയ്യുക. ഞാൻ ലൈവ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നേരം അതിന് വേണ്ടിയിട്ടൊന്ന് വെക്കാം. ഇത് കേട്ടിരുന്ന ആളുകൾ ആരൊക്കെയാണ്, ഏത് മതത്തിൽ, ഏത് വിശ്വാസ രീതി, ഏത് പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാണ് എന്ന് വെച്ചാൽ വേറെ ഒന്നും വിചാരിക്കരുത്. ഏത്തീസ്റ്റ്, നോൺ റിലീജിയസ്, അല്ലെങ്കിൽ അതേഴ്സ്, അല്ലെങ്കിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. അപ്പോൾ ഇതേത് എന്നുള്ളത് നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഒരു വ്യൂവർ ഇതിനകത്തൊരു സജഷൻ വെച്ചതാണ് ഇങ്ങനെ ഒരു പോൾ വേണമെന്ന്. അപ്പോൾ അതാണ് ഞാനിവിടെ വെച്ച്. പോൾ വീഴുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. എന്താണ് പോൾ വീഴാത്തത്? പോൾ വീഴുന്നില്ലേ? പോൾ ലോക്കാണോ? അതെങ്ങനെ? പോള് നടത്തിയിട്ടേ പോകണുള്ളൂ. അത് ശരി. പോളില്ലാതെ എന്തുട്ട് പോള്? ഓ, എൻ്റെ ഇതാവട്ടെ, എന്തോ സംഭവിച്ചാണ്. അത് പോയി. പോകണല്ലോ. കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞു. അപ്പോഴേക്കും ഞാനിതിടാം. ഈ നേരത്തെ വന്ന പുള്ളി പറഞ്ഞത്, ഈ നമ്മൾ നമസ്കാരം എന്ന് പറയുന്നത് ഈ സലാത്ത് അല്ലെങ്കിൽ സലാത്തല്ല, സലാം എന്ന് പറയുന്നത്, സലാം എന്നുള്ളത് അറേബ്യയിലും ഇപ്പൊ പേർഷ്യയിലും അവിടെയൊക്കെ ഉള്ള അവരുടെ
പക്ഷേ അവരുടെ ഒരു സല്യൂട്ടേഷൻ ആണ്. അവരുദ്ദേശിക്കുന്ന അവരുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവരുടെ ഭാഷയിൽ അങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നത്. ഈ സലാം എന്നുള്ളതൊക്കെ പഴയ വാക്കാണ്. ഇത് മതത്തിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. പക്ഷെ എന്തിനാണ് ഇവിടത്തെ നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ ഇവിടെയും സലാം പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. അതിന് മതവുമായിട്ട് എന്താ ബന്ധം? ശരിക്കും അത് അവരുടെ ഭാഷയിൽ, അവരുടെ നാട്ടിൽ, അവരുടെ കൾച്ചറിൽ അവർ മറ്റൊരാളെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന പദമാണ്. അപ്പൊ ഈ അസ്സലാമു അലൈക്കും എന്നൊന്നും പറയണ്ട, സലാം എന്നാണ് അവർ പല ആളുകളും പറയുന്നത്. സലാം എന്ന് പറയാം, അല്ലെങ്കിൽ ഷലോം. അപ്പൊ ഇതൊക്കെ ഇങ്ങോട്ട് പറിച്ചു നടേണ്ട ആവശ്യം വരുന്ന ഈ അനാവശ്യമായ ഒരു ഭക്തിയാണ് ഈ അറബിയോട്. അതാണ്. അതല്ലാതെ അറബിയിലെ കാര്യങ്ങളൊക്കെ ആശയം വിനിമയം നടത്താൻ പറ്റുമെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അവർക്കിത് ഈ മതബോധമാണ് ഈ അറബിയോട്. അല്ലാതെ ഈ വിഗ്രഹം എന്ന് പറയുമ്പോൾ വിഗ്രഹാരാധനയുടെ ഭാഗമാണ് അറബി ആരാധിക്കുന്നത്. അറബി ഭയങ്കര സംഭവമാണെന്ന് ഉള്ള ഒരു അനുമാനത്തെ തുടങ്ങുന്നത്. മറ്റു ഭാഷകളെ പോലും മറ്റൊരു ഏതൊരു ഭാഷ എന്ന് കരുതുകയാണെങ്കിൽ ഇവിടെ മലയാളത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ ഇൻഷാ അല്ലാ, ഇതൊന്നും ഇത് ദൈവം വിചാരിച്ചാൽ എന്ന് പറഞ്ഞാൽ പോലെ, അല്ലെങ്കിൽ ദൈവത്തിന് സ്തുതി, ദൈവത്തോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു, ഇതിനൊക്കെ അറബി പറയുന്നത് എന്തിനാ? ഈ ഭാഷാഭ്രാന്ത് മതബോധത്തിൽ വേറൊന്നുമല്ല, പടച്ചോനെ അറബി മാത്രമേ അറിയൂ, മലയാളത്തിൽ പറഞ്ഞ മനസ്സിലാവില്ല. അങ്ങനെ ഒരു കാര്യം കേട്ടോ. അതെ, പുള്ളി മൾട്ടിവേഴ്സ് ഒക്കെ ആയതുകൊണ്ട് അറബി മാത്രമല്ല, നമ്മള് ഇവിടെ ഈ ലോക്കൽ ആയതുകൊണ്ട് ദുബായിലെല്ലാം വലത്തുനിന്ന് ഇടത്തോട്ടാണല്ലോ, അതുകൊണ്ടാണ്. അതെ അതെ, അവിടെയെല്ലാം ഇടത്തോട്ടാണല്ലോ. ഒരു മിനിറ്റ്, ഈ പോളിൽ അതേഴ്സ് എന്നുള്ളത് നിങ്ങൾ ഇതിനകത്ത് കാണാത്ത എല്ലാം ഇതിനകത്ത് പെടും. അഗ്നോസ്റ്റ്, ഏത്തീസ്റ്റ്, നോൺ റിലീജിയസ് എല്ലാം, അത് എക്സ് മുസ്ലിം എല്ലാം നിങ്ങൾക്ക് അതേഴ്സിനകത്ത് പെടുത്താം. നമുക്ക് ഇതിനകത്ത് 3-4 ഓപ്ഷനെ ഇടാനുള്ള ഓപ്ഷനുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. സോ ദ പോളിംഗ് ഈസ് ഗോയിങ് സോ വെൽ. അതേഴ്സ് 38%, മുസ്ലിംസ് 11, 10, ഹിന്ദുസ് ആർ 33, ക്രിസ്ത്യൻസ് ആർ 18. 10% മുസ്ലിങ്ങൾ ഇത് കാണുന്നു. എനിക്ക് വയ്യ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകും. ടപ്പേന്ന് ഒരു 1000 ലൈക്ക് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കൂ. കാര്യമായിട്ടൊന്ന് എല്ലാവരും ആഞ്ഞ് ഒരു ലൈക്കും കിട്ടാൽ നമുക്ക് കാര്യം അങ്ങ് എളുപ്പമാവും. സോ ഭയങ്കര വിരുദ്ധതയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും 10%, 50% മുസ്ലിങ്ങളായി. മുസ്ലിങ്ങൾ മാറ്റി കുത്തിയോന്നാണ് ഇപ്പം എൻ്റെ ഡൗട്ട്. ഹിന്ദുക്കളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ട ശ്രമം നടക്കില്ല. അത് കൂടുതൽ ഏത്തീസ്റ്റുകളാണ്. 39% ഏത്തീസ്റ്റ് വേഴ്സസ് ഹിന്ദു ആണ്. ആരോ ചോദിക്കണ്ടായിരുന്നു ഏത്തീസ്റ്റും ഹിന്ദു ഒരുമിച്ചാക്കാൻ പറ്റുമെന്ന്. ദ മോസ്റ്റ് ഫണ്ണിയസ്റ്റ് ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അപ്പോൾ എന്തായാലും കൊള്ളാം. മുസ്ലിങ്ങൾ 10% ബലാബലമാണല്ലോ. 9-10 വെച്ച് കളിക്കാം. ഇത് പണ്ട് മറ്റേ ഇവിടെ പ്രാതിനിധ്യം കാണിക്കുമോ സുഹൃത്തുക്കളെ? ചന്ദ്രശേഖരും നമ്മളുടെ ശശി തരൂരും തമ്മിലുള്ള പോരാട്ടം പോലെയാണ്. അതെ, അപ്പോൾ നമുക്കൊരു 5 minutes ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കൊരു ടൈമർ വെച്ചേക്കാം, അല്ലെങ്കിൽ ഒരു 6 minutes നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്കി അത് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 6 minutes ഉണ്ട്, ടൈമർ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ടൈമർ കഴിയുന്നതിന് മുന്നേ എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവരും വോട്ട് ചെയ്യുക. വോട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫലവും നമ്മൾ പ്രഖ്യാപിച്ചിട്ട് നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. അല്ലേ, ബാങ്ക് വിളി ഉണ്ട് കേട്ടോ ഇതിനോടൊപ്പം, അതും കൂടി ഉണ്ട്, അത് നിങ്ങൾ മറക്കാൻ പാടില്ല. സോ ഇതൊക്കെയാണ് നമുക്ക് ഇങ്ങനെ കേട്ടിട്ട് പോവാം, അതായിരിക്കും നല്ലത്. ഒരു സെക്കൻഡ്. ഒരാൾ പറയുന്ന മുസ്ലിങ്ങൾ വോട്ട് മനഃപൂർവ്വം ചെയ്യാതിരിക്കുന്നതാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഈമാന്റെ പകുതിയാണ് വോട്ട്. ദയവ് ചെയ്ത് ഇത് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും, കപ്പപ്പുഴുക്ക് കിട്ടും. അപ്പം അത് മുടക്കണ്ട. തേനരുവി, പാലരുവി, എന്തൊക്കെയാണ്. പെട്ടെന്ന് വോട്ട് ചെയ്യോ, കിടന്നുറങ്ങണം. പെട്ടെന്ന്. വി ഹാവ് ജസ്റ്റ് 4 minutes more. മുസ്ലിങ്ങൾ 8% കുറഞ്ഞിരിക്കുന്നു. അതെങ്ങനെ? യെസ്, അതെങ്ങനെയാണാവോ? അത് പടച്ചോൻ മലക്കിനിറങ്ങി. ഒരു തവണ കുത്തിയാൽ മതി കേട്ടോ, 2 വട്ടൊന്നും കുത്തരുത്. എന്താ സംഭവിച്ചെന്നറിയില്ല. വേഗം വോട്ട് ചെയ്തോളൂ. ആരിഫ് ഒരു കോണി അടയാളം ഇട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു വോട്ട് ചെയ്തേനെ. നിങ്ങൾ നമ്മളെ കാക്കാമാരിങ്ങനെ വില കുറച്ച് കാണിക്കരുത് കേട്ടോ. അത്രയ്ക്ക് അങ്ങോട്ട് ഊശിയാക്കി കളയരുത്.
കേട്ടാ? വേണ്ട വേണ്ട. BGM. BGMൻ്റെ മുതലാളി എന്നെ കിട്ടിയാൽ തല്ലും ചിലപ്പോൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയല്ല. ഇത് ഞാനൊന്ന് സ്പീഡ് കുറച്ചപ്പോഴാണ് ഈ ഒരു ഭംഗി അതിന് കിട്ടിയത്. നമ്മളെ കലാഭാവന ഉണർന്നു അത് കേട്ടപ്പോൾ. ഞാനതിങ്ങനെ കേട്ടപ്പോൾ എന്തോ ഒരു തകരാറ് ഇതിനുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിച്ചു. അങ്ങനെ ഞാനൊന്ന് സ്പീഡ് കുറച്ച് നോക്കി, ടെമ്പോ കുറച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഇതിന് ഈ ഒരു സ്പീഡിലാണ് ഇതിൻ്റെ ഒരു എന്താണ് റെയിൻസ് ഓഫ് മേഘാലയ അങ്ങനെ കണ്ടാണ് ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ പേര്. പല ആളുകളും ചോദിക്കാറുണ്ട്. അത് നമ്മുടെ യൂട്യൂബിൻ്റെ തന്നെ ഒരു മ്യൂസിക് ഒരു സാധനം ഉണ്ടല്ലോ, എന്തായാലും പറയില്ല, അതിൽ നിന്ന് എടുത്താണ് നമ്മൾ. അതിനകത്ത് ഇത് ഫ്രീലി അവൈലബിൾ ആണ്, ഫ്രീ ഓഫ് കോസ്റ്റ്. നമുക്ക് പെയ്ഡ് മ്യൂസിക് ഒന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. എല്ലാം അതെ ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ജീവിച്ചു പോണത്. നമ്മൾക്ക് സംഖ്യ ഫണ്ടല്ലേ ഉള്ളൂ. ജൂത ഫണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതൊക്കെ നോക്കാം. ഒരു സെക്കൻഡ്, ഇത് സ്മിത വയലിൽ നമ്മളുടെ മേത്തർ സാബിൻ്റെ. ഹലോ, ഉറക്കമൊന്നുമില്ലേ സഹോദരി? ഹലോ, കേക്കാവോ? ആ കേൾക്കാം. ഉറക്കമൊന്നുമില്ലേ? ഞങ്ങൾക്ക് ഇവിടെ 9:30 ആയതേ ഉള്ളൂ സമയം. അത് ശരി. നിങ്ങൾക്ക് എന്തോ ഉറക്കമില്ലാത്ത? നിങ്ങളുടെ പ്രോഗ്രാം ഇപ്പൊ നിൽക്കും ഓർത്തോണ്ടാ ഞാൻ കേറാതിരുന്നത്. കുറെ നേരമായിട്ട് കേൾക്കുമായിരുന്നു. അവിടെ ഇപ്പൊ നേരം വിളിക്കാറായില്ലേ? അതെ ഞാനല്ല, 2 മിനിറ്റ് കൂടിയേ ഉള്ളൂ. ഞാൻ പഴയ പരിചയമുള്ള ആളായതുകൊണ്ടൊന്നുകൂടി വിളിച്ചതേ ഉള്ളൂ. അതെയോ? അതൊരു വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ട് ചെയ്തിട്ട് വരും. വോട്ടൊക്കെ ചെയ്തു. ഞാൻ ആദ്യം തന്നെ വോട്ട് ചെയ്തു. ആണ്, ശരി ആയിക്കോട്ടെ. അപ്പോൾ കണ്ടതിൽ സന്തോഷം. വീണ്ടും ഓക്കെ, സന്തോഷം. മാഡത്തിന്റെ വീഡിയോ കണ്ടിട്ട് കുറെ ആളുകൾ നമുക്ക് സ്മിത പറഞ്ഞതൊക്കെ തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. ഞാൻ പറഞ്ഞ ശരിയായ കാര്യം നിങ്ങൾ പറയുമെന്ന് പറഞ്ഞു. അതെ, അപ്പോൾ ശരിയായ കാര്യം നിങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പോൾ അവസാനം ചില ആളുകൾ വന്നിട്ട് സ്മിത പറഞ്ഞ് ശരിയാണെന്ന് പറഞ്ഞു, ചില ആളുകൾ സ്മിത പറഞ്ഞ് തെറ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം അവർ തമ്മിൽ അടിയായി. ഞാൻ അവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവരൊരു തീരുമാനമാക്കിയിട്ട് വരട്ടെ. അപ്പോഴേക്കാണ് UK നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടത്. ഏതായാലും അവരിപ്പോൾ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഏതാണ്ട് നമ്മളുടെക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും കാഫിർ കോളിംഗ് നോക്കിയിരിക്കുന്നത് കേട്ടോ. കാഫിർ അത് വരും. ഇതിനെല്ലാം കൂടി സമയം വേണ്ടേ? ആഴ്ചയിൽ ഒരു 10 ദിവസം ആക്കാൻ വേണ്ടി ഞാൻ ഡിങ്ങിനോട് പറഞ്ഞിട്ടുണ്ട്. നടന്നു അതിലേക്കൊന്ന് വിളിക്കണം എന്നോർത്ത് ഞാൻ മാറ്റർ ഒക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ ഒരു ദിവസം വിളിക്കാം തീർച്ചയായിട്ടും. കാഫിറായിട്ട്. ഓക്കെ, താങ്ക് യു. ഞാൻ ഒന്ന് എൻഡ് ചെയ്യാണ് കോള്. ബൈ. ഇത് ഞാൻ വേറൊരു സ്മിതയാണെന്നാണ് വിചാരിച്ചത്, നമ്മളുടെ മേത്തർ സാബിൻ്റെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ഒരു 1 മിനിറ്റ് ലെഫ്റ്റ്. അതിനകത്ത് കാണാം. അത് കഴിയുമ്പോഴേക്കുള്ള നമ്മളെ ബാങ്ക് ഇവിടെ റെഡിയാണ്. ബാങ്ക് അങ്ങോട്ട് തുടങ്ങിയാലോ? അല്ല, 1 മിനിറ്റ് ആകുമ്പോൾ ബാങ്ക് തുടങ്ങാം. എന്നിട്ട് നമുക്ക് അത് അവസാനിപ്പിക്കാം. യെസ്. അപ്പോൾ വളരെ വാശിയേറിയ മത്സരമാണ്. വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. 200 വോട്ട്സ് ആകുന്നു. അതേഴ്സ് 38%, ഹിന്ദുസ് 37%, ക്രിസ്ത്യൻസ് 18%, മുസ്ലിംസ് 8%. അപ്പോഴും 8% മുസ്ലിങ്ങൾ കാണുന്നുണ്ട്. നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കാക്കാമാർ കാണുന്നില്ല എന്നാണ് പറയുന്നത്. അതേഴ്സിന് എല്ലാവരും പെടും. എക്സ് മുസ്ലിംസ്, എയ്ത്തീസ്റ്റ്, അഗ്നോസ് എല്ലാവരും പെടും അതിനകത്ത്. അപ്പോൾ അതാണ് വാശിയേറിയ മത്സരമാണ് കേട്ടോ. ഹിന്ദുക്കൾ 36% കുറഞ്ഞിരിക്കുന്നു. പ്രവീൺ കുമാർ, ഇത് ഇവിടെ ഉള്ള ആളുകളെല്ലാം ലൈക്ക് ചെയ്തവരാണോ? ഈ 8% കാക്കമാർ ലൈക്ക്, 7% കാക്കമാരും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ബർക്കത്ത് അല്ലെ നിങ്ങളുടെ ശാപം ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ലൈക്ക് ചെയ്താൽ മതി, അത് ശാപം കിട്ടിക്കോളും. അപ്പോൾ അതും കൂടി നിങ്ങൾ മറക്കണ്ട. നമുക്കൊരു 1000 ലൈക്ക് ആക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ നടക്കുന്നില്ല. സോ ഓൾറെഡി ലൈക്ക് ചെയ്ത ആളുകളായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും. സോ നോ പ്രോബ്ലം. അപ്പോൾ ഒരു ടൈം അപ്പ്. നമുക്ക് ബാങ്ക് കേൾക്കാം. ആ സമയം കൂടി വിൽ ഗെറ്റ് സം ടൈം ഫോർ വോട്ടിംഗ്. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. വോട്ട് ചെയ്ത് 200 ചില്ലാനോ. Ashhadu anna Muhammad Rasulu Dingah.
أشهد أن ميتم يا الرسول دينغا حي على free thinking حي على free thinking حي على scientific temper حي على scientific temper Dingahu Akbar, Dingahu Akbar La ilaha illa dinga La ilaha illa dinga Yes. അപ്പോൾ ജസീം, താങ്ക് യു വൺസ് അഗെയിൻ നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തതിന്. ഇന്ന് വളരെയധികം എനർജറ്റിക് ആയിരുന്നു. ഈ എനർജി എന്നും മഹാനായ ഡിങ്കൻ നിലനിർത്തി തരട്ടെ. ഭൂമീൻ. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് കാണാം. ജാമിദ ടീച്ചറുമായിട്ട് ഇന്നലെ ഇരിക്കാൻ കഴിഞ്ഞില്ല. ടീച്ചർ വേറെ ചില തിരക്കിലൊക്കെ പെട്ടു. നാളെ അപ്പോൾ മറക്കണ്ട, നമ്മളുടെ ശങ്കുട്ടി ദാസുമായിട്ടാണ് നമ്മളൊരു ചർച്ച, വഖഫ് ആയി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ. നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനുള്ളൊരു അവസരം കൂടി നമ്മളുടെ ഫോൺ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ഉപയോഗിക്കുക. വിഷയത്തിൽ ഊന്നിക്കൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാം. വഖഫുമായി ബന്ധപ്പെട്ടുള്ള എന്ത് സംശയം വേണമെങ്കിൽ പുള്ളിയോട് ചോദിക്കാം. അതിനെ നേരിട്ട് നേരിടുന്ന ആളാണ്. നിങ്ങൾക്ക് നേരിട്ട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനമാക്കാം എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ തൽക്കാലം ഇവിടെ നിർത്തുന്നു. താങ്ക് യു വൺസ് അഗെയിൻ. പോക്കിരി ഓൾ അവർ വീഡിയോസ് വ്യൂവേഴ്സ് നമ്മളുടെ എല്ലാ ചാനലിലും ഉണ്ട്, പല ചാനലിലും ഉണ്ടായിരുന്നു. പോക്കിരിയുടെ ചാനലും ഉണ്ടായിരുന്നു തോന്നുന്നു, എല്ലായിടത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ അഡ്മിൻസ് ഇതിനു വേണ്ടി ഇവിടെ പയറ്റുന്ന അഡ്മിൻസ്, പിന്നെ നമ്മളുടെ ഒപ്പം ഇന്ന് ചേർന്ന് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ തർക്കങ്ങളിലായിട്ടാണെങ്കിലും എല്ലാം ഏർപ്പെട്ട എല്ലാ പ്രേക്ഷകരോടും, പ്രത്യേകിച്ച് നമ്മളുടെ കോയ സുഹൃത്തുക്കളോട് പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഇത് നിങ്ങൾക്കെതിരെയുള്ളൊരു സാധനമല്ല, നിങ്ങൾ കൊണ്ടു നടക്കുന്ന ആ ഒരു പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ആ ഒരു മതത്തിന് എതിരെ തന്നെയാണ്. അത് നമ്മൾ പൊളിച്ചെടുക്കും. അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായ വിമർശനം പറയും, അതിനെ നമ്മൾ എക്സ്പോസ് ചെയ്യും, അതിലെ മണ്ടത്തരങ്ങൾ പറയും. അപ്പോൾ നിങ്ങൾക്ക് വിഷമമൊക്കെ ഉണ്ടാവും, കാര്യമാക്കുന്നില്ല. പഠിച്ചിട്ട് വിമർശിക്കാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ പഠിച്ചിട്ട് വിമർശിച്ചത്. അപ്പോൾ ഇനി പഠിച്ചിട്ട് വിമർശിക്കരുതെന്ന് നിങ്ങൾ പറയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ അറബി മുൻഷി ശരിക്കൊരു മുൻഷി തന്നെയായിരുന്നു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഒന്നുകൂടി റീപ്ലൈ ചെയ്തൊക്കെ പരമാവധി ഇതെല്ലാം കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ സ്വയം കേൾക്കുക. അതല്ലാതെ ഇതിനകത്ത് തുടക്കത്തിലൊക്കെ പറഞ്ഞ വിഷയങ്ങൾ കേൾക്കാൻ നിങ്ങളൊന്ന് തയ്യാറായാൽ കുറേ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇതുപോലെയുള്ള സംസാരിക്കാൻ 2-way കമ്മ്യൂണിക്കേഷനുള്ള ചാൻസസ് അത് വരുമ്പോൾ നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക. അല്ലാത്ത സമയങ്ങളിൽ നമ്പർ കിട്ടി വിളിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഫോൺ ഓഫാക്കി വെക്കുന്ന അവസ്ഥയുണ്ട്. ദയവായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കരുത് എന്നും കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ശുഭരാത്രി. ബൈ. യെസ്, നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.